ഹലോ മൈ ഡിയർ CBSE 10 ഫാമിലി മക്കളെ, എല്ലാവർക്കും അടിപൊളി ഗുഡ് ഈവനിങ് മക്കളെ. കിഡ്ലോസ്കി ഗുഡ് ഈവനിങ്. നമ്മളിത് കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മളിത് കാണുന്നത് അല്ലേ. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന ഇന്ദുചൂടനെ പോലെ ഹരിസാർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ വലിയ SST ആ വലിയൊരു സാധനം നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ട് മക്കളെ. നിങ്ങളുടെ സ്വന്തം ഹരിസാർ നിങ്ങളുടെ മുന്നിലേക്ക്. SST എത്ര ചാപ്റ്റർ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എക്സാം ആവാനേ അതവിടെ നിൽക്കട്ടെ, മനസ്സിന് ആ സാധനം നിങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ എത്ര ചാപ്റ്റർ നിങ്ങൾക്കറിയോ? ഏകദേശം നമ്മുടെ മുന്നിൽ 19ഓളം ചാപ്റ്റർ ഉണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ പബ്ലിക് എക്സാമിലേക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം 19 ചാപ്റ്റർ ആണുള്ളത്. ആ 19 ചാപ്റ്ററും ഇന്ന് ഈ രാത്രി കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കാൻ പോവാണ്. വിതൗട്ട് എനി ഡേറ്റ്. നിങ്ങൾ ചിന്തിക്കുക, ഈ പറഞ്ഞ ഡേറ്റ് നിങ്ങളുടെ മുന്നിൽ, പരീക്ഷയുടെ ഡേറ്റ് നിങ്ങളുടെ മുന്നിൽ പ്രശ്നമില്ല. ഒരു പരീക്ഷ നിങ്ങൾ എങ്ങനെ എഴുതുന്നുള്ളൊരു പേടി അത് മനസ്സിൽ നിന്ന് കളയാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പേടി ഉണ്ടെങ്കിൽ, ഇപ്പം എന്താണ് സാർ ഈ പറഞ്ഞ SST ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ജോഗ്രഫി എന്ന് വേണ്ട അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇനി തരികയാണ്. അപ്പം ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അങ്ങനെ ആരെങ്കിലേക്ക് ഇവിടെ ഉണ്ടെങ്കിൽ മക്കളെ, സാറിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു ഫുൾ ചാപ്റ്റേഴ്സും 19 ചാപ്റ്റേഴ്സും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും കൂടാതെ നമ്മൾ ഇന്ന് രാത്രി കൊണ്ട് ഫിനിഷ് ചെയ്യും. 1-2 ചാപ്റ്റർ അല്ല, നമ്മൾ ഇന്ന് ആ ഫുൾ ചാപ്റ്റർ, ഫുൾ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. മാക്സിമം ഈ ലൈവിൻ്റെ ലിങ്ക് നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പിലേക്കോ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് ആയിട്ടോ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ വെച്ചോളൂ. നമ്മൾ ഇന്ന് ഈ പറഞ്ഞ SST ഇന്നലെ നിങ്ങൾ മാത്സ് ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇന്ന് നമ്മൾ SST കൂടെ ഫിനിഷ് ആക്കാൻ പോവാണ്. അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഒന്നും കൂടെ ഒരു പവറോസ്കി ആയിട്ടുള്ള ഒരു ഫയർ മോജി ഇട്ട് നിറയ്ക്കാൻ പാകത്തിനുള്ള ഒരു ഗുഡ് ഈവനിങ് ഞാൻ തരികയാണ്. അപ്പം ഇത്രയും ആദ്യം ചെയ്താൽ ലൈക്ക് അടിക്കാനുള്ളവരോ ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങൾ ലൈക്ക് അടിച്ച് സാർ ഇന്ന് ഫുള്ള് തീരുമോ? അത് ഓൺലി ഇപ്പം ഞാൻ ഇവിടെ ഉണ്ടോ, നിങ്ങൾ അവിടെ ഉണ്ടാവുമെന്ന് എനിക്കൊരു വാക്ക് തന്നാൽ മതി. കഴിഞ്ഞ വർഷമായിക്കോട്ടെ, അതിൻ്റെ മുന്നത്തെ വർഷമായിക്കോട്ടെ, ഹരിസാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങളെ സീനിയേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളെ സൂപ്പർ സീനിയേഴ്സ് ആയിക്കോട്ടെ എടുത്ത് കൊടുത്ത് അവർ പഠിച്ച് നല്ല മാർക്കും വാങ്ങി SSTക്ക് A1 എന്ന് പറഞ്ഞ സ്വപ്നം അവർ അടിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി മെസ്സേജ് പറഞ്ഞ ഒരുപാട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ഇതിന് ശേഷം നമ്മൾക്ക് പരീക്ഷയോട് അനുബന്ധിച്ചിട്ട് നമ്മൾ വീണ്ടും ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. മാരത്തോൺ എന്ന് പറഞ്ഞ് വരുന്നതായിരിക്കും. പക്ഷേ അതിന് മുന്നേ ഉള്ള ഒരു എന്താ പറയുക, ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ ഇവിടെ നോക്കാൻ വേണ്ടി എനിക്ക് ഇത്രയും അറിഞ്ഞാൽ മതി. നിങ്ങൾ അവിടെ നിന്ന് എനിക്ക് എത്രത്തോളം പവർ തരുന്നു അതിനനുസരിച്ചിട്ട് ഹരിസാർ ഇവിടെ നിൽക്കുന്നുണ്ടാവും. ബിക്കോസ് നിങ്ങൾ അവിടെ നിന്ന് എനിക്ക് പവർ തന്നില്ലെങ്കിൽ, നിങ്ങൾ അവിടെ നിന്ന് എനിക്കൊരു ഉഷാറോട് കൂടിയിട്ടുള്ള ഒരു ഫയർ ഇമോജി, ഒരു പവർ ഇമോജി തന്നില്ലെങ്കിൽ, SR കിട്ടിയില്ലെങ്കിൽ ഞാൻ വീണു പോവും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളവിടെ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പ് മാത്രം തന്നാൽ മതി. യെസ്, അത്രയും മതി. അതാ ഒരുപാട് പേര് അവിടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ട് മക്കളെ. ഷീന ഹലോ, എല്ലാവർക്കും മക്കളെ ഈ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം. നിങ്ങൾ ഇനിയിപ്പം CBSE കഴിഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞു, സാർ ഞങ്ങളിനി ഞങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് പോവാണ്. നിങ്ങൾക്ക് സയൻസ് എടുക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും, കൊമേഴ്സ് എടുക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും, ഹ്യൂമാനിറ്റീസ് എടുക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളെ പ്ലസ് 1ലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ മനസ്സിലൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവണം. എന്ത്? CBSEയിൽ നല്ല മാർക്ക് മേടിക്കുക എന്നുള്ളത്. അത് മേടിച്ചാൽ നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആവുന്ന പലതരത്തിലുള്ള വഴികളുണ്ട്. അതിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ സയൻസിലേക്ക് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസിലേക്കായിക്കോട്ടെ, കൊമേഴ്സിലേക്കായിക്കോട്ടെ, എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഒരു സജഷൻ, ഒരു കാര്യമായിട്ട് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. എക്സാമിനറിന്റെ കൂടെ തന്നെ നിങ്ങൾ കൂടുകയാണെങ്കിൽ, എക്സാമിനറിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, എക്സാമിനറിന്റെ സ്റ്റുഡൻ്റ് ആണ് ഹരിസാറിന്റെ മക്കള്. നിങ്ങൾ പ്ലസ് 1ലേക്ക് പോകുമ്പോൾ പ്ലസ് 1 എന്നെ കാണൂല, എൻ്റെ മുഖം നിങ്ങൾ അവിടെ കാണൂല. പക്ഷെ നിങ്ങൾ പ്ലസ് 1ലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾ എക്സാമിനറിൽ പഠിച്ചൊരു മക്കളാണെന്ന് പറയും, ഞങ്ങളെ കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മളെ പ്ലസ് 1 ബാച്ചിലേക്കോ, അത് രണ്ടെണ്ണം ഉണ്ട്, അഗ്നി ബാച്ചും ഉണ്ട്, ജ്വാല ബാച്ചും ഉണ്ട്. അഗ്നി ബാച്ച് കംപ്ലീറ്റ്ലി റിസർവ്ഡ് ഫോർ സയൻസുകാർക്കാണ്, ജ്വാല ബാച്ചിൻ്റെ കംപ്ലീറ്റ്ലി ഫോർ കൊമേഴ്സുകാർക്കാണ്. നിങ്ങൾ ഏതിൽ ജോയിൻ ചെയ്താലും എവിടെയാണെങ്കിലും നിങ്ങൾ ഒരൊറ്റ ടാഗ് ലൈനിൽ അറിയപ്പെടും, യു ആർ ദ സ്റ്റുഡൻറ് ഓഫ് എക്സാമിനർ. നിങ്ങൾ ഏതാണ് എക്സാമിനറിൻ്റെ സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഒരാളാണ് എന്ന് തോന്നുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറണം എന്ന് മാത്രമേ എനിക്കൊരു ആഗ്രഹമുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഹരിസാറോ ഹരിസാർ എക്സാമിനറിലാണല്ലോ, നമ്മൾ കഴിഞ്ഞ പഠിച്ചാണല്ലോ, ഇപ്രാവശ്യം കാണാൻ പറ്റുമോ? പ്ലസ് 1 നിങ്ങൾ ജോയിൻ ചെയ്യാം, പ്ലസ് 1 കാണും എൻ്റെ മുഖം, നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള ഈ ഫുൾ സിലബസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നമ്മുടെ പ്ലസ് 1 ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. PDF ക്ലാസ് നോട്ട്സ് കിട്ടുന്നതായിരിക്കും.
ഫുൾ സിലബസിന്റെ റെക്കോർഡ് ക്ലാസ്സസ് കിട്ടുന്നതായിരിക്കും. ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റും ചാപ്റ്റർ വൈസ് എക്സാംസും PYQ സൊല്യൂഷൻസും മോഡൽ എക്സാംസും ഇവിടെ കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉൾപ്പെടുത്താത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഇതിന്റെ പുറകെ ഉണ്ട് എന്നുള്ള കാര്യം എൻ്റെ മക്കളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് വെക്കുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സയൻസ് ആയിക്കോട്ടെ, ജ്വാല ബാച്ച് ആയിട്ടുള്ള നമ്മളെ കൊമേഴ്സ് ബാച്ച് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മൾ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇനിയിപ്പം കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ട്, സാർ എൻ്റെ മാർക്ക് ഇതുവരെ ഞങ്ങൾ CBSEൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടില്ലല്ലോ, പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ സയൻസ് ആണോ കൊമേഴ്സ് ആണോ തീരുമാനിക്കുക. അങ്ങനെയല്ല, നിങ്ങൾക്കിപ്പം സയൻസിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് വെച്ചെന്നിരിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് സയൻസിൽ മാർക്ക് സീറ്റ് കിട്ടിയില്ലെന്നിരിക്കുക, നിങ്ങൾക്ക് കൊമേഴ്സിലാണ് കിട്ടിയെന്നിരിക്കുക, എന്താ കുഴപ്പം? ഒരു പ്രശ്നമില്ല. നിങ്ങൾ കൊമേഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് വലിയ വലിയ ആൾക്കാരാവും, നോ സീൻ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ട്. നിങ്ങൾ ഒരു ഒറ്റ കോളിൽ എനിക്ക് അഗ്നിയിൽ നിന്ന് ജ്വാല ബാച്ചിലേക്ക് മാറണം എന്നൊരു ഒറ്റ കോൾ എടുത്താൽ മതി, നിങ്ങൾ സെറ്റ്. അപ്പോൾ അതൊന്നും ഒരു വിഷയമാക്കേണ്ട, നിങ്ങൾ ഇപ്പോഴേ അഡ്മിഷൻ എടുത്ത് വെച്ചോളൂ. ഇപ്പോൾ പൈസ റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അഗ്നി ബാച്ചിലാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള 4990, അതായത് 4990 രൂപ മാത്രം കൊടുത്താൽ മതി നിങ്ങൾ +1ലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ. ഇനി അതല്ല, നിങ്ങൾക്ക് നമ്മുടെ നീറ്റ് ബാച്ചിലേക്കും കൂടെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് 7990 രൂപയുണ്ട്. നീറ്റിലേക്ക് നിങ്ങൾക്ക് സയൻസും കിട്ടുന്നതായിരിക്കും, ഒപ്പം തന്നെ നീറ്റ് പഠിക്കാനും പറ്റുന്നതായിരിക്കും. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ അഗ്നി ബാച്ചിന് എല്ലാ ഫീച്ചേഴ്സും കിട്ടും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ക്ലാസ് നോട്ട്സും നീറ്റിന്റെ ഫുൾ സിലബസിന്റെ റെക്കോർഡ് ക്ലാസ്സുകളും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള നീറ്റിന്റെ വർക്ക്ഷീറ്റും കാര്യങ്ങളും നീറ്റ് ബേസ്ഡ് പ്രാക്ടീസ് എക്സാംസും എന്ന് വേണ്ട. നിങ്ങൾക്ക് നീറ്റും കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എന്താവണം? സ്റ്റെതസ്കോപ്പൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള ആളാവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഡോക്ടർ ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നമ്മുടെ പൃഥ്വി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ മക്കളെ. ഇനി അഥവാ അല്ല സാർ, എനിക്ക് കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാനും എനിക്ക് ആർക്കിടെക്ട് ആവാൻ താല്പര്യമുള്ളവരൊക്കെ ഉറപ്പായിട്ട് നമ്മുടെ JEE ബാച്ചിൽ ജോയിൻ ചെയ്യാം. മാത്തമെറ്റിക്സ് ആയിരിക്കും കൂടുതൽ അവർക്ക്, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞ കാര്യമില്ല. യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് അഗ്നി ബാച്ചിൻ്റെ എല്ലാ ഫീച്ചേഴ്സും പ്ലസ് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. JEEൻ്റെ ഫുൾ സിലബസ് റെക്കോർഡും PDF ക്ലാസ് നോട്ട്സും ചാപ്റ്റർ വൈസുള്ള JEE വർക്ക്ഷീറ്റും എല്ലാ പ്രാക്ടീസ് നോട്ട്സ് കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെയും കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബാച്ചിലേക്കെങ്കിലും ഇപ്പോഴേ അഡ്മിഷൻ എടുത്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ഏതാണോ തോന്നുന്നത്, നിങ്ങൾക്ക് ഓക്കെ ആവണ ബാച്ച് ഏതാണോ അതിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് വെക്കുക. താഴെ കാണുന്ന 75909021ലേക്കോ 22ലേക്കോ ഒരു തവണ നിങ്ങൾ കോൾ ചെയ്താൽ മതി. നിങ്ങൾ അവരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഗൈഡൻസും ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. അപ്പം എനിക്ക് അത്രേ പറയാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു ലോങ് നൈറ്റ് ആയിരിക്കും. മറ്റേ ഗെയിം ഓഫ് ത്രോൺസിൽ പറയുന്ന പോലെ ദിസ് ഇസ് ലോങ് നൈറ്റ് എന്ന് പറയുന്ന പോലെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSTയുടെ ആ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്, ആ വാസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അത് റെഡി ആണെങ്കിൽ, സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക മക്കൾ, ഒന്ന് അവിടെ എന്ത് ചെയ്യുക, ഒന്നവിടെ യെസ് ആർ എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. മാക്സിമം ഷെയർ ചെയ്യാനുള്ളവരൊക്കെ ഷെയർ ചെയ്യുക, അടിപൊളിയാക്കുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, I got 95 in the ലാസ്റ്റ് ബോർഡ് എക്സാം എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ലാസ്റ്റ് ബോർഡ് എക്സാമോ? കുറച്ച് മുന്നേ നടന്നിട്ടുള്ളതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇനിയിപ്പോൾ ഒരു ചെറിയ കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹരിസാർ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. hariprasad_K18 എന്നാണ് ഹരിസാറിൻ്റെ ഇൻസ്റ്റാഗ്രാം ID എന്ന് പറയുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് യൂട്യൂബിൽ ഹരിസാറിന് കുഞ്ഞ് യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ പേരാണ് ഹരി ദ മാഷ് എന്നുള്ളത്. നിങ്ങൾക്ക് പറ്റുവെച്ചാൽ ആ ഒരു ചാനൽ കൂടെ ഒന്ന് സബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ കിട്ടുന്നതായിരിക്കും. ഓഫ്ലൈൻ എങ്ങനെയാണ് ഹരിസാർ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓൺലൈനായിട്ട് മാത്രം പരിചയമുള്ള ഹരിസാറിന് നിങ്ങൾക്ക് ഓഫ്ലൈനും കൂടെ കാണാൻ പറ്റും, എങ്ങനെയാണ് ഹരിസാറിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പോൾ ഹരി ദ മാഷ് എന്നുള്ള യൂട്യൂബ് ചാനൽ കൂടെ ഒന്ന് സബ് ചെയ്താൽ മറക്കാതിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്, നമ്മൾ ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ജോഗ്രഫി. ഇതാണ് ഇന്നത്തെ പാറ്റേൺ, ഇന്നത്തെ നമ്മൾ മനസ്സിലുള്ള അജണ്ട എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ന് നിങ്ങളൊരു പുതിയ ആളെ കാണും. ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഹരിസാറാണോ 19 ചാപ്റ്റർ എടുക്കാൻ പോകുന്നത്? അല്ല മക്കളെ, ഹരിസാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഹരിസാർ ഓൾറെഡി ഒരു ലൈവും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഹരിസാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 15 ചാപ്റ്റർ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. 15 ചാപ്റ്റർ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. ഒരു 4 ചാപ്റ്റർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ആളായിരിക്കും എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു പുതിയ ആളായിരിക്കും എടുക്കാൻ പോകുന്നത്. ആളുടെ പേര് അർജുൻ എന്നാണ്. ഓക്കെ, ആളുടെ പേര് അർജുൻ എന്നാണ്. നിങ്ങൾ വരുമ്പോൾ കാണും. ഓക്കെ, ആള് ലാസ്റ്റ് വരുന്നതായിരിക്കും. ഹരിസാറിൻ്റെ ക്ലാസ് കഴിഞ്ഞ ആള് മൂപ്പര് വരുന്നതായിരിക്കും. ഓക്കെ, 19 ചാപ്റ്ററും കഴിഞ്ഞ വർഷത്തെ പോലും കഴിഞ്ഞതിന് മുന്നത്തെ വർഷത്തെ പോലും നിങ്ങൾക്ക് എടുത്തു തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കംപ്ലീറ്റ്ലി ഇനിയിപ്പോൾ അങ്ങോട്ട് കുറേ മാരത്തോണും കാര്യങ്ങളും വരുന്നതുകൊണ്ട് ഹരിസാർ ഒന്ന് ടയേർഡാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 4 ചാപ്റ്റർ ഞാൻ വേറെ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. ആൾ വന്നിട്ട് എടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, റെഡി. അപ്പോൾ ഹിസ്റ്ററി ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഡ്യൂറേഷൻ, ഐ ഡോണ്ട് നോ. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ സാധനം എനിക്കറിയില്ല മക്കളെ. ഇന്നലെ മാത്സിന് എനിക്ക് തോന്നുന്നു 4 മണിക്കൂറോളം പോയിട്ടുണ്ട്. ഏകദേശം നിങ്ങൾ 7 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 11 മണി വരെ ഇന്നലെ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല ഇന്ന് എത്ര സമയം വരെ പോകുന്നു, എനിക്കറിയില്ല. ഇന്ന് ഇവിടെ നിങ്ങൾ ഇരുന്നാൽ, ഞാൻ ഇത്രയും നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നുള്ളൂ, ഇന്ന് നിങ്ങൾ ഇവിടെ ഫുൾ ടൈം ഇരുന്ന് കഴിഞ്ഞാൽ എന്ന് എഴുതിയിട്ട് 1 മണി വരെ 2 മണി വരെ പോകുന്നല്ല ഞാൻ പറയണത്. നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ SST പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യം ഉണ്ടാവില്ല. പരീക്ഷേൻ്റെ തലേന്ന് വരുന്ന മാരത്തോൺ ലൈവ് മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ.
ഇന്നിവിടെ നമ്മൾ റിവിഷൻ മോഡായിരിക്കും നടത്തുന്നുണ്ടാവുക. അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ടാവും. ബിക്കോസ് അത്രയും ടൈം കൺസ്ട്രെയിൻ നമ്മുടെ മുന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഷടപട എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ എത്ര സമയം ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ മക്കളെ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടെ, ടു ബി ഓണസ്റ്റ് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ഫേക്ക് അടിക്കാം മക്കളെ. 3 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് പരിപാടി തീരുന്ന എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ പറഞ്ഞിട്ട് ചിലപ്പോൾ ആയില്ലെങ്കിൽ ഞാൻ ആരായി? അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. സിലബസ് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മാപ്പ് ബേസ്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതായിരിക്കും മുന്നോട്ട് ക്ലാസ് പോകുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. ഓക്കെ, ഇടയ്ക്ക് എങ്ങാനും എൻ്റെ തൊണ്ട ഇങ്ങനെ ഇങ്ങനെ വെള്ളി അടിച്ചാൽ ഒന്ന് പറയണടാ. ഓക്കെ, റെഡി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നിങ്ങളെവിടെ കുറച്ചെങ്കിലും ഒരു തരിമ്പെങ്കിലും ലൈവോ കാര്യങ്ങളോ ഒന്ന് വൺ ഷോട്ടോ കാര്യങ്ങൾ കണ്ടിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, അമലെ ഒന്ന് പറയാം. കുറച്ച് പേര് ഞാൻ വായിച്ചിട്ട് 10 ക്ലാസ് തുടങ്ങും, അതായിരിക്കും നല്ലത്. ഓക്കെ, എൻ്റെ മക്കൾ കുറേ നേരമായി കമൻറ്റിൽ പേര് പറയണോ, നിങ്ങളെല്ലാവരും ഒന്ന് പേര് പറഞ്ഞേ, നിങ്ങളെല്ലാവരും പേര് വായിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി. അമൽ ഞാൻ വിളിച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. അമൽ, ഷീന നോട്ട് സീറ്റ് അമൽ. ഓക്കെ, ഫൈൻ. ഓക്കെ, സാർ എന്താ CBSEയിൽ വാച്ചിങ്? അതെനിക്ക് അറിഞ്ഞൂട്ടാ, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ടേ, എന്നെ അറിയാവുന്നവരോടൊക്കെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, വ്യൂവേഴ്സ് 1 ആണെങ്കിലും 10,000 ആണെങ്കിലും എനിക്ക് ഒരേ വാല്യൂ. നിങ്ങൾ വന്നിരിക്കുന്നത് പഠിക്കാനാണ്. ആ പഠിക്കുന്നതിൻ്റെ വാല്യൂ ഒരാളാണെങ്കിലും 10,000 പേരാണെങ്കിലും ഞാൻ ഒരേപോലെ ആയിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവും. ഓക്കെ, അതാണ് എൻ്റെ ഒരു പോളിസി. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ യെസ്, ഷവ്യ, അസ്ലിൻ, ഓക്കെ, ഭവ്യ, ഫായിസ്, അശ്വിൻ, യെസ്, കുറച്ച് പേര് ശ്രേയ, തരുൺ, യെസ്, അനാമിക, ആഷ്ന, ശ്രീഹരി, നിരഞ്ജൻ. ഓക്കെ, യെസ്, കിടിലം. ആ ഒരു എൻ്റെ ഒരു പവർ നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ പേര് വിളിക്കുമ്പോൾ ആ പവർ നിങ്ങൾ അവിടെ കാണിക്കണേ. അർച്ചന, അതുപോലെ തന്നെ വേറെ ആരാ ഞാൻ വിളിക്കേണ്ടി പോയിട്ട് നദാനിയ. ഓക്കെ, റെഡി. ജോഹാൻ. ഓക്കെ, ഫൈൻ. ഈ പോകെ എല്ലാവരും പേര് വിളിക്കാം. ദ ഫസ്റ്റ് ചാപ്റ്റർ ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാപ്റ്ററിലെ നിങ്ങൾ ആദ്യം തന്നെ ഒരു പിക്ചർ ആയിരിക്കും കാണുന്നുണ്ടാവുക. ഈ പിക്ചർ എല്ലാവർക്കും അറിയുന്ന പിക്ചർ ആയിരിക്കും. ദേവികുട്ടി എല്ലാവർക്കും അറിയുന്ന പിക്ചർ ആയിരിക്കും. ഇത് വരച്ചത് ആരാണ്? നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ എന്ന് പറഞ്ഞിട്ട് വരട്ടെ. ഏതാണ്? പാർവതി പറ, ഏതാണ്? ഇത് ആരാണ് വരച്ചിട്ടുള്ളത് എന്നുള്ള എല്ലാവരും ഒന്ന് പറഞ്ഞേ. നമുക്ക് അശ്വതേ പറ, ഏതാണ് ഈ വ്യക്തി? ഒരു ഫ്രഞ്ച് ഒരു വരക്കാരനാണ്, ഒരു പെയിന്ററാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റും ഇത് ആരാണ് വരച്ചിട്ടുള്ളത്? ഒരു ഫ്രെഡറിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുടക്കപ്പേരുള്ള ആ വ്യക്തിയുടെ പേര് എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമാവും. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്യാനുള്ളവർക്ക് ഷെയർ ചെയ്യാം കേട്ടോ മക്കളെ. ഇതല്ല നമ്മുടെ പവർ എന്ന് പറയുന്നത്, ഇതായിരിക്കരുത് നമ്മുടെ പവർ എന്ന് പറയുന്നത്, ഇതിലും കൂടുതലായിരിക്കണം നമ്മുടെ പവർ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി. യെസ്, ഫ്രെഡറിക് സൊറു അല്ലെങ്കിൽ സൊറു. ഓക്കെ, റെഡി. ഓക്കെ, അയാളാണ് ഈ പറഞ്ഞിട്ടുള്ള സാധനം വരച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ആ പിക്ചർ കണ്ടാൽ മനസ്സിലാക്കുന്നതായിരിക്കും. ഇവിടെ എന്തുണ്ട്? ഒരു കുരിശേന്തിയിട്ടുള്ള ഒരാളെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഇവിടെ എന്താ നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന ആ അമേരിക്കയുടെ കുറേ സിമ്പിളും കാര്യങ്ങളും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ തകർന്നടിഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ കാണാൻ പറ്റും. ഇതെന്താണ് ഈ പിക്ചർ കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്തുട്ടാണ് സാധനം? ഇന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാ പിടിച്ചോളൂ. ദ പീപ്പിൾ ഓഫ് യൂറോപ്പ് ആൻഡ് അമേരിക്ക ആൻഡ് മെൻ ആൻഡ് വുമൺ ഓഫ് ഓൾ ഏജസ് ആൻഡ് സോഷ്യൽ ക്ലാസസ് മാർച്ച്ഡ് ഇൻ ലോങ് റൺ ആൻഡ് ഓഫേർഡ് ഹോമേജ് ടു ദ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇതായി കാണുന്നതാണ് ശരിക്കും സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന സാധനം. അമേരിക്കയിൽ ഇങ്ങനെ കൈവക്കിട്ട് നിൽക്കുന്ന സാധനമില്ലേ, അതാണ്. പക്ഷേ ഇതിന്റെ ഒരു കയ്യിൽ കാണുന്നത് എന്താണ്? നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അതിനൊരു കയ്യിൽ കാണുന്ന ടോർച്ച് ഓഫ് എൻലൈറ്റ്മെന്റ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് നമ്മളിപ്പോ ബോധം ഉണ്ടാവുന്ന സംഭവമില്ലേ, എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധന് ബോധോദയം എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ഒരു കയ്യിൽ ഈ പറഞ്ഞിട്ടുള്ള അറിവിന്റെ വെളിച്ചം എങ്ങനെ വെച്ച് നിൽക്കുന്ന ടീമാണ് ആര് എന്ന് പറയുന്നത്, ഈ പറഞ്ഞ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലെ ആ ഒരു പ്രതിമയിൽ ഒരു കൈ. മറ്റേ കയ്യിലെ ചാർട്ടർ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ഇൻ ദ അതർ എന്ന് പറഞ്ഞുകൊണ്ട്, ചാർട്ടർ ഓഫ് റൈറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ് ചാർട്ടർ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. അത് മറ്റേ കയ്യിലും കാണാൻ പറ്റും. ഇതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ അറിയണം, ഈ പറഞ്ഞ പിക്ചറിന്റെ അടിഭാഗങ്ങൾ, അതായത് ഈ ഫോർഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞിട്ടുള്ള the shattered remains of the symbols of absolutist institutions എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ രാജാക്കന്മാരുടെ കുറെ ഭരണത്തിന്, ഇപ്പൊ ഏത് രാജാക്കന്മാരായിക്കോട്ടെ, ഫ്രാൻസിൽ ഭരിച്ചിരുന്നവരായിക്കോട്ടെ, സ്പെയിനിൽ ഭരിച്ചിരുന്നവരായിക്കോട്ടെ, ബ്രിട്ടനിൽ ഭരിച്ചിരുന്നവരായിക്കോട്ടെ, ജർമ്മനിയിൽ ഭരിച്ചിരുന്നവരായിക്കോട്ടെ, ഇറ്റലിയിൽ ഭരിച്ചിരുന്നവരായിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ രാജവംശത്തിന്റെയും ആ ഒരു തകർന്ന് തരിപ്പണമായിട്ടുള്ള ആ ഒരു സാധനത്തെയാണ് ഫ്രെഡറിക് സൊറു ആര് വരച്ചിട്ടുള്ളത്? ഈ താഴെ കാണുന്ന സാധനത്തിൽ വരച്ചിട്ടുള്ളത് മൊണാർക്കിക്കൽ ആയിട്ടുള്ള സിംബൽസിനെ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കിക്കൊണ്ടുള്ള സാധനമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഫ്രം ദ ഹെവൻസ് അബോവ് ക്രൈസ്റ്റ് സെയിൻസ് ആൻഡ് ഏഞ്ചൽസ് ഗേസ് അപ്പോൺ സീൻ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് ഈ കാര്യങ്ങളെല്ലാം മുകളിൽ നിന്ന് ദൈവമായിക്കോട്ടെ, മാലാഖമാരായിക്കോട്ടെ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞു നോക്കുന്നത്. ബട്ട് ആക്ച്വലി
ഇതൊരു ഉട്ടോപ്യൻ വിഷനാണ്. എന്താ സാർ ഉട്ടോപ്യൻ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം. ഉട്ടോപ്യൻ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത എന്തോ സാധനത്തിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഉട്ടോപ്യൻ വിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കണം. അപ്പൊ ഈ പറഞ്ഞ ഉട്ടോപ്യൻ വിഷനാണ് ആര് വരച്ചിട്ടുള്ളത്? ഫ്രെഡറിക് സെറു. ഓക്കെ, ആര് വരച്ചിട്ടുള്ളത്? സെറു. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക 19th സെഞ്ചുറിയിലായപ്പോഴത്തേക്ക് ഏകദേശം 1800കളുടെ 19th സെഞ്ചുറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അത് എപ്പോഴും എന്താണ് 1800കളുടെ തുടക്ക കാലഘട്ടമാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞ നാഷണലിസം അഥവാ ദേശീയത എന്ന വികാരം ഉണ്ടായി വരുന്ന ഒരു ടൈമാണ് ഈ 19th സെഞ്ചുറി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഫോഴ്സ് ദാറ്റ് ബ്രോട്ട് അബൌട്ട് സ്വീപ്പിംഗ് ചേഞ്ചസ് ഇൻ ദ പൊളിറ്റിക്കൽ ആൻഡ് മെന്റൽ വേൾഡ് ഓഫ് യൂറോപ്പ്. അതായത് യൂറോപ്പിൽ ഈ സമയത്താണ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും കൾച്ചറലി എക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കലി ഉണ്ടായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഈ പറഞ്ഞ 1800കളിലാണ് നമ്മൾ കാണാൻ ആരംഭിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പറഞ്ഞ നാഷണൽ സ്റ്റേറ്റും ഡൈനസ്റ്റിക് എംപയേഴ്സ് ഒക്കെ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാവുന്ന കാര്യങ്ങളും ഒക്കെ ചേഞ്ചസ് ഉണ്ടാവുന്നതൊക്കെ നമ്മൾ ഇവിടെയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറഞ്ഞ സാധനം? ഫ്രഞ്ച് റവല്യൂഷനും ദ ഐഡിയ ഓഫ് നേഷൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരിക, ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത് ഏകദേശം 1700കളിലെ ടൈമിലാണോ 1800കളുടെ ടൈമിലാണോ? ഇവിടെ വെച്ചിട്ടുണ്ട്, എന്നാലും നിങ്ങൾ പൊത്തി വെക്കാൻ പറ്റില്ല. എനിവേ, നിങ്ങൾ അറിഞ്ഞിരിക്കുക 1789 എന്ത് സംഭവിക്കുന്നത്? ഫ്രഞ്ച് റവല്യൂഷൻ സംഭവിക്കുന്നത്. ഫ്രാൻസും നാഷണലിസവും എന്താ ബന്ധം? ഇത്രയും മാത്രം ചിന്തിക്കുക. ഫ്രഞ്ച് റവല്യൂഷന്റെ ടൈമിലാണ് നാഷണലിസം അഥവാ ദേശീയത എന്ന് പറഞ്ഞിട്ടുള്ള വികാരം അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, ഈ പറഞ്ഞ ഫ്രഞ്ച് റവല്യൂഷൻ സമയത്താണ് ഫസ്റ്റ് ടൈം നമ്മൾ കാണുന്നത്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളിവിടെ കണ്ടാൽ മതി, ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഐഡന്റിറ്റി ഫ്രാൻസിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇവർ പലതും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ദ ഐഡിയ ഓഫ് ലാ പാട്രേ അതുപോലെ തന്നെ ലേ സിറ്റിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഫ്രഞ്ച് പദങ്ങൾ നിങ്ങൾ ഇവിടെ കാണും. അവിടെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ പറഞ്ഞിട്ടുള്ള ലാ പാട്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാജ്യത്തിന് വേണ്ടി, ടു ദ കൺട്രി. ലേ സെയ്റ്റിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ദ സിറ്റിസൺ അഥവാ നമ്മളെ ഈ പറഞ്ഞിട്ടുള്ള രാജ്യത്തുള്ള ജനങ്ങൾക്ക് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ന്യൂ ഫ്രഞ്ച് ഫ്ലാഗ് നമ്മൾ കാണും. എന്താ പറയണത്? ഈ പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് ഫ്ലാഗ്, അതായത് അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു ഫ്ലാഗും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഈ പറഞ്ഞ നാഷണലിസം അല്ലെങ്കിൽ നാഷണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായ വന്ന മാറ്റത്തിൽ ഒന്നാണ് ഫ്ലാഗ് മാറ്റുക എന്നുള്ളത്. ഒപ്പം തന്നെ ന്യൂ ഹൈംസ്, അതായത് പുതിയ ഹൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദേശഭക്തി ഗാനം, പാട്രിയോട്ടിക് സോങ് എന്ന് പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. 4 വരി സാധനം ഉണ്ടാവും. ആ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ എന്ത് ചെയ്യും? കുറച്ചും കൂടെ മോട്ടിവേറ്റ് ചെയ്യും. അതാണ് ഈ പറഞ്ഞിട്ടുള്ള നാഷണലൈസേഷൻ ന്യൂ ഹൈമൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെയാണ് നിങ്ങൾ അറിയേണ്ടത്, ഈ ഭാഗത്ത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. എന്താ സാർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫ്രാൻസിൽ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഫ്രാൻസിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, അതായത് ഒരു കേന്ദ്രമായിരിക്കും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നുണ്ടാവുക. കുറെ പ്രവിശ്യകളിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കേന്ദ്രമായിരിക്കും എല്ലാം നോക്കി നടത്തുന്നുണ്ടാവുക. ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആയിരിക്കും, ഒരു ഭരണപരമായിട്ടുള്ള കാര്യമായിരിക്കും നമുക്ക് അവിടെ കാണാൻ പറ്റുക. ദ എസ്റ്റേറ്റ്സ് ജനറൽ കാണാൻ പറ്റും. ഫ്രാൻസിൽ ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കുക, അറിഞ്ഞിരിക്കുക. ഫ്രാൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഫ്രാൻസിന്റെ 3 തരത്തിൽ നമ്മൾ സോഷ്യലി നമ്മൾ തിരഞ്ഞിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ക്ലർജി എന്ന് പറഞ്ഞ ഒരു വിഭാഗം, പുരോഹിതന്മാർ എന്നാണ് നമ്മൾ അവർ വിളിക്കുക. രണ്ടാമത്തെ ഒരു വിഭാഗം ഉണ്ട്, ദാറ്റ് ഈസ് നോബിൾസ്. എന്താ പറയുന്നത്? നോബിൾസ്. മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ട്, മിഡിൽ ക്ലാസ് എന്ന് പറയുക. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ നോബിൾസ് എന്ന് പറഞ്ഞാൽ വയറൊക്കെ ചാടി മീശയൊക്കെ പിരിച്ച് അങ്ങനെയുള്ള ടീംസ് ഇല്ലേ, ഇങ്ങനെ സാധനം, അതാണ് പ്രഭുക്കന്മാർ. അവരേൽ കുറെ പൈസ ഉണ്ട്, അവരേൽ കുറെ സൈനികപരമായിട്ടുള്ള ബലമുണ്ട്. ഓക്കെ, മിലിറ്ററി വൈസ് അവരെന്താണ് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. അപ്പൊ ക്ലർജി എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ, ഈ പറഞ്ഞ ചർച്ചസിൽ മാത്രം കാണുന്ന ആളുകൾ. മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ആളുകളാണ്. അഗ്രേറിയൻസ് പെടും അവിടെ, ഡോക്ടേഴ്സ് പെടും അവിടെ, ഈ പറഞ്ഞ ടീച്ചേഴ്സ് പെടും അവിടെ. കംപ്ലീറ്റ് ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റുക, ഈ പറഞ്ഞ മിഡിൽ ക്ലാസ്സിലെ കാണാൻ പറ്റുക. ഇതായിരുന്നു ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്തിന്റെ കാര്യത്തിൽ? ഫ്രാൻസിന്റെ കേസിൽ അന്നുണ്ടായിരുന്ന ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജവംശം ഉണ്ടായിരുന്നു. ആ രാജവംശത്തിന്റെ പേരാണ് ബോർബൺ രാജവംശം, അല്ലെങ്കിൽ നിങ്ങൾ ബൂർബോൺ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ബോർബൺ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ. ഇറ്റ് ഈസ് ആക്ച്വലി ബോർബോൺ ഡൈനസ്റ്റി അല്ലെങ്കിൽ ഡൈനസ്റ്റി എന്ന് പറയാം. സ്വാഭാവികമായിട്ടും മിഡിൽ ക്ലാസും അതേപോലെ തന്നെ ഈ പറഞ്ഞ നോബിൾസും ക്ലർജീസും ഒക്കെ ആരുടെ അണ്ടറിലുള്ളത്? ഈ പറഞ്ഞ ബോർബൺ രാജവംശത്തിന്റെ കീഴിലാണ്. ലൂയി 14 തൊട്ട് ലൂയിന്റെ ഒരു ചരിത്രമുണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല. എനിവേ, ഈ പറഞ്ഞ ലൂയിന്റെ അണ്ടറിലാണ് ഈ പറഞ്ഞ എല്ലാ ആളുകളും ഉള്ളത്. സ്വാഭാവികമായിട്ടും ക്ലർജീസിന് നോബിൾസ് അഥവാ ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ 2 എസ്റ്റേറ്റ്സ് ഉണ്ട്. ഇവരെ വിളിക്കുന്ന പേരാണ് 3 എസ്റ്റേറ്റുകൾ. ആ 3 എസ്റ്റേറ്റുകൾ ആദ്യത്തെ 2 എസ്റ്റേറ്റുകളാണ് ക്ലർജീസും ഈ പറഞ്ഞിട്ടുള്ള എന്തെന്ന് പറയുന്നത് നോബിൾസും. ഈ പറഞ്ഞ 2 പേർക്കാണ് ഏറ്റവും കൂടുതൽ എന്ത് കിട്ടിയത്? ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടുന്നത്. രാജാക്കന്മാരുടെ അയ്യോ സാറേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ടീംസ് ആരൊക്കെയാ? ക്ലർജീസ്, നോബിൾസും. പണി മൊത്തം ആർക്കെ കിട്ടിക്കൊണ്ടിരുന്നത്? പണി മൊത്തം കിട്ടിക്കൊണ്ടിരുന്ന മിഡിൽ ക്ലാസ്സിനാണ്, മധ്യവർഗത്തിന്. ഇവർ ടാക്സ് കൊടുക്കേണ്ട വന്നു, ടാക്സ് കൊടുത്തതിന് മുകളിൽ വീണ്ടും ടാക്സ് കൊടുക്കേണ്ടത് വന്നു. ഈ പറഞ്ഞ അഗ്രികൾച്ചർ ലാൻഡിൽ പണിയെടുക്കുമ്പോൾ കൂലി കിട്ടാത്ത അവസ്ഥ വന്നു എന്ന്
വേണ്ട എല്ലാ പ്രശ്നങ്ങളും മിഡിൽ ക്ലാസ്സിനാണ് നേരിടേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, the estate general was elected by the body of active citizens in the renamed of National Assembly. കുറച്ച് കാലത്തിന് ശേഷം ഈ പറഞ്ഞ ഫ്രഞ്ച് റവല്യൂഷനൊക്കെ വന്നു, ഈ പറഞ്ഞിട്ടുള്ള നാഷണൽ അസംബ്ലി ക്രിയേറ്റഡ് ആയി. ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനമായിട്ടും ഇവരുടെ ആവശ്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഫ്രാൻസിന് സ്വന്തമായിട്ട് ഭരണഘടന ഉണ്ടാവണം, അതിൽ രാജാക്കന്മാർ ഭരിക്കാൻ പാടില്ല, ജനങ്ങളായിരിക്കണം ഭരിക്കേണ്ടത്. സിമ്പിൾ ലോജിക്, പീപ്പിൾ വിൽ ബി ദ പവർ എന്ന് മാത്രമേ ഇവർ ഉദ്ദേശിച്ചുള്ളൂ. ഇന്റേണൽ കസ്റ്റം ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ എടുത്തു കളയാം. യൂണിഫോം സിസ്റ്റം ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് കൊണ്ടുവരിക. അതായത് യൂണിഫോം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരണം, അവിടെ അന്നുണ്ടായിരുന്ന ഓരോ കാര്യത്തിനും ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെയ്റ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് മാറ്റിയിട്ട് എല്ലാത്തിനും ഒരു യൂണിഫിക്കേഷൻ കൊണ്ടുവരിക, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു എന്താ പറയുക, ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു ഏകത, യൂണിറ്റി കൊണ്ടുവരിക എന്ന് മാത്രമേ ഈ പറഞ്ഞ സാധനം കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. ഈ പറഞ്ഞ ഫ്രാൻസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്പാം ചെയ്തിട്ട് സിനാനെ ഡ്യൂറേഷൻ ഞാൻ ആദ്യമേ ഈ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് മുതൽ ഇരുന്നവർക്കൊക്കെ മനസ്സിലായി കാണും. ഡ്യൂറേഷൻ എത്ര പോകുന്നത് എനിക്കറിയില്ല, പക്ഷേ നമ്മൾ ഇന്ന് ഫുൾ ചാപ്റ്റർ ആയിരിക്കും നോക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, ഈ പറഞ്ഞ റീജിയണൽ ഡയലക്ട്സ് വെയർ ഡിസ്കറേജ്ഡ്. എന്താ പറയുന്നത്, ഈ പറഞ്ഞ പ്രാദേശികപരമായിട്ടുള്ള ഭാഷകൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അവർ ഒഴിവാക്കി. അവരെന്താ ചെയ്തു, ഫ്രഞ്ച് എന്ന് പറയുന്ന ആ ഭാഷ, ഓക്കെ, ബോൺജുവ എന്നൊക്കെ പറയുന്ന ആ ഭാഷ എന്താക്കി, അവർ കുറച്ചും കൂടെ യൂണിഫോമിറ്റി, അവർക്ക് മതി. ഫ്രാൻസിൽ ഫ്രഞ്ച് മതി, അതിൻ്റെ അപ്പുറത്ത് വേറെ ഭാഷയൊന്നും വേണ്ട. ഓക്കെ, ജർമ്മൻ വേണ്ട, ഗുഡൻ ഡാഗ് എന്ന് പറഞ്ഞ ഭാഷയൊന്നും വേണ്ട, സ്പെയിനിൽ ഹസ്തല വിസ്ത വേണ്ട. ഈ പറഞ്ഞ ഒരുപാട് ഭാഷകളുടെ ഒരു സങ്കര ഇനമായിരുന്നു ഫ്രാൻസിലുണ്ട്, അതൊക്കെ വേണ്ട. ഇനി പ്രാദേശിക റീജിയണൽ ഡയലക്ട്സ് ഒന്നും വേണ്ട, നമുക്ക് എന്ത് മതി, ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രാൻസിൽ ഫ്രഞ്ച് എന്ന് പറഞ്ഞ ഭാഷ മതി എന്ന് പറഞ്ഞ സംഭവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമ്മളെ സൂപ്പർ താരം, അതാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള നെപ്പോളിയൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. ഈ വ്യക്തിയുടെ ഫുൾ നെയിം പറയുന്നവർക്ക് കിഡിലോസ്കി ആയിട്ട് ഞാൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫയർ മോജി, എൻ്റെ ഹാർട്ട് ഞാനിങ്ങനെ തരും. എത്ര പേർക്ക് ഈ പറഞ്ഞിട്ടുള്ള നെപ്പോളിയൻ്റെ ഫുൾ നെയിം പറയാൻ പറ്റും മക്കളെ? നോക്കട്ടെ, എത്ര പേർക്ക് പറയാൻ പറ്റും നോക്കട്ടെ നെപ്പോളിയൻ്റെ ആ ഒരു ഫുൾ നെയിം. കമന്റ് ബോക്സിലെ കമന്റുകൾ നിറയട്ടെ മക്കളെ, നിറയട്ടെ. യെസ്, ജെ എറോൺ പറയണു, നെപ്പോളിയൻ ബോണപ്പാർട്ടെ എന്ന് പറയുന്നുണ്ട്. യെസ്, നെപ്പോളിയൻ എന്ന് പറയുന്ന വ്യക്തി മക്കളെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഫ്രാൻസിന്റെ ചരിത്രത്തിൽ തന്നെ, ഫ്രാൻസിന്റെ ഹിസ്റ്ററി തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആ ഒരു വലിയൊരു എന്താ പറയുക, ഒരു പ്രതിഭാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത്, നെപ്പോളിയൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. ഇദ്ദേഹം ഫ്രാൻസിനെ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം കൈയടക്കുകയും പിന്നീട് അദ്ദേഹം ആദ്യത്തെ ഒരു കോൺസുലായിട്ട് സ്വയം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കോൺസുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവർത്തി എന്നൊക്കെ പറയില്ലേ, ചക്രവർത്തി അല്ല ചക്രവർത്തി. ഓക്കെ, റെഡി. അപ്പോൾ 1799 അദ്ദേഹം ഫസ്റ്റ് കോൺസുൽ, ഫസ്റ്റ് എംപറർ ആയിട്ട് വരികയാണ് ഈ പറഞ്ഞിട്ടുള്ള ഫ്രാൻസിൽ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, 1815 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്, ഇത് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെച്ചോളൂ. എന്താണ് സിവിൽ കോഡ് ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിവിൽ കോഡ് ഓഫ് 1804 അല്ലെങ്കിൽ നെപ്പോളിയൻ കോഡ് ഓഫ് 1804 എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നമുക്ക് പറയാൻ പറ്റണം, അത് ഈ താഴെ പറയുന്ന സാധനങ്ങളൊക്കെയാണ്. ഇനി സിനാൻ ഡ്യൂറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സിനാനെ എനിക്ക് ഭയങ്കര വിഷമമായി പോകും. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ അങ്ങനെയാണ് വെറുതെ ചോദിച്ചിരിക്കുകയുള്ളൂ, സ്പാമിങ് ചെയ്തുകൊണ്ട് യാതൊരുവിധ പ്രയോജനം കിട്ടാൻ പോകുന്നില്ല കേട്ടോ. ഇനി ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്വാലിറ്റി ബിഫോർ ദ ലോ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ നിയമത്തിന് മുന്നിൽ എല്ലാവരും ഈക്വൽ ആണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സെക്വേർഡ് ദ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞു വെക്കുന്നത്, അതായത് സ്വത്തവകാശത്തിനുള്ള അവകാശം, സ്വത്തവകാശം എന്ന് പറഞ്ഞ അവകാശത്തിന് കുറച്ചുകൂടെ വാല്യൂ കിട്ടാൻ തുടങ്ങി. സിംപ്ലിഫൈഡ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താ പറഞ്ഞു വെക്കുന്നത്, ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള സിസ്റ്റത്തിന് കുറച്ചുകൂടി സിമ്പിളാക്കി. പണ്ട് ഈ രാജാക്കന്മാരെ കാണാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കണം, മറ്റു പരിപാടി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതിനെന്താക്കി മാറ്റി, ഈ പറഞ്ഞിട്ടുള്ള സിംപ്ലിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാക്കി മാറ്റി. സാർ 11th സ്റ്റാൻഡേർഡ് ഹ്യൂമാനിറ്റീസ് എക്സാം വിന്നർ ഉണ്ടോ? ഇല്ല, അതില്ല. എക്സാം വിന്നറിൽ ഹ്യൂമാനിറ്റീസ് ബാച്ച് ഇല്ല. എക്സാം വിന്നറിൽ സയൻസ് ബാച്ചും ജ്വാല ബാച്ച് ആയിട്ടുള്ള കൊമേഴ്സ് ബാച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞ ബാച്ച് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, അറ്റ് പ്രസന്റ്ലി ഇല്ല, ഭാവിയിൽ ചിലപ്പോൾ വന്നേക്കാം. ഓക്കെ, അതറിയില്ല സാറിന്. ഓക്കെ, റെഡി. സാറ് ഇപ്പോൾ +1 പഠിക്കുന്നു, 10th സാറിൻ്റെ ക്ലാസ് ഒരുപാട് മിസ് ചെയ്യുന്നു. +1 ഒരുപാട് ക്ലാസ്. ഓ മൈ ഗോഡ്, ആരത് ഫായിസ്. ഓ ഗോഡ്, ലവ് യു ഗൈസ്. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിടിച്ചോ, അബോളിഷ്ഡ് ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറഞ്ഞു വെക്കുന്നത്. അതായത് ഫ്യൂഡലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് കൈവശം വെച്ചിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ലാൻഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകളെ ആണ് നമ്മൾ ഫ്യൂഡൽ പ്രഭുക്കന്മാർ എന്ന് വിളിക്കുക. ഈ ഫ്യൂഡലിസത്തിനെ അവസാനിപ്പിച്ചിട്ട് ഭൂമി അഥവാ ലാൻഡ് ആരുടെ കയ്യിലാണോ ഉള്ളത്, ആർക്കാണോ അവകാശപ്പെട്ടത്, അവർക്ക് കൊടുക്കുന്ന പരിപാടിക്കാണ് അബോളിഷ്മെന്റ് ഓഫ് അല്ലെങ്കിൽ അബോളിഷൻ ഓഫ് ഫ്യൂഡൽ സിസ്റ്റം എന്നതുകൊണ്ട് സിമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, ഫ്രീഡ് പെസൻസ് ഫ്രം സെർഫ്ഡം ആൻഡ് മെനോറിയൽ ഡ്യൂസ് എന്ന് പറഞ്ഞു നോക്കേണ്ടി. ഈ പറഞ്ഞിട്ടുള്ള ഫ്രീഡ് പെസൻസ് അഥവാ ഈ പറഞ്ഞിട്ടുള്ള കർഷകരായിട്ടുള്ള ആളുകളെ കംപ്ലീറ്റ്ലി സ്വതന്ത്രമാക്കുക
ഫ്രീ ഫ്രം സെർഫ്ഡം എന്ന് പറഞ്ഞു വെക്കുന്നത്, അതായത് ഇവർ കൊടുക്കേണ്ടതായിട്ടുള്ള ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പരിപാടിക്കാണ് സെർഫ്ഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെന്യൂറിയൽ ഡ്യൂസ് എന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ മാന്യൂറിയൽ ഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് തന്നെയാണ്. ഇവർ ഈ ലാൻഡിന് മുകളിൽ കൊടുക്കേണ്ട ടാക്സ് ഉണ്ട്, ലാൻഡിന് മുകളിൽ അവർക്ക് കൃത്യമായിട്ട് പേ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ട്. അതിനെയാണ് ഈ പറഞ്ഞ മെന്യൂറിയൽ ഡ്യൂസ് എന്നും സെർഫ്ഡം എന്നൊക്കെ പറയാം. അത് കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഇല്ലാണ്ടാക്കി, അതിൽ നിന്ന് ഫ്രീ ആക്കി മാറ്റി. ഇപ്പം എസെൻഷ്യലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ലാൻഡിൽ എന്താണോ ചെയ്യാൻ തോന്നുന്നത് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് നെപ്പോളിയൻ വരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും നെപ്പോളിയൻ നല്ലവനാണല്ലോ എന്ന് ചിന്തിക്കും. നെപ്പോളിയൻ വേറെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നു. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേറെ ഇംപ്രൂവ്ഡ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ സമയത്താണ് ഈ പറഞ്ഞ ഗതാഗതവും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ആശയവിനിമയ സംവിധാനമൊക്കെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയത്. നെപ്പോളിയൻ എന്ത് ചെയ്തു? അതിനെ കുറച്ചുകൂടെ മോഡേണൈസേഷൻ ചെയ്തു. ഓക്കെ, കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റി. ഇങ്ങനെയൊക്കെ ചെയ്ത നെപ്പോളിയൻ എന്ന് പറഞ്ഞു, നെപ്പോളിയൻ ഫ്രാൻസിനൊരു ബാങ്ക്, ഈ പറഞ്ഞ ബാങ്ക് ഓഫ് ഫ്രാൻസ് എന്ന് പറഞ്ഞൊരു ഒരു സിസ്റ്റം കൊണ്ടുവന്നു. ഫൈനാൻഷ്യൽ സിസ്റ്റം കുറച്ചും കൂടെ ബെറ്റർ ആക്കി മാറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാർ നെപ്പോളിയൻ നല്ലവനാന്ന് ഞാൻ എവിടെയും കേട്ടിട്ടില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കേട്ടോ മനസ്സിലാവും. നെക്സ്റ്റ് ഒരു പോയിന്റ്, നെപ്പോളിയൻ ടുക്ക് അവേ പൊളിറ്റിക്കൽ ഫ്രീഡം, ഇൻക്രീസ്ഡ് ടാക്സസ്, ഇമ്പോസ്ഡ് സെൻസർഷിപ്പ്, ഫസ്റ്റ് പീപ്പിൾ ടു ജോയിൻ. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആരാ ചെയ്തുകൊണ്ടിരുന്നത്? നെപ്പോളിയൻ ചെയ്തു. ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ചെങ്ങായി ചെയ്ത കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ ഫ്രീഡം, രാഷ്ട്രീയപരമായിട്ടുള്ള ഫ്രീഡം ജനങ്ങളെ ഇന്ന് എടുത്തു കളഞ്ഞു. വോട്ട് അവകാശം ഇല്ല, ഈ പറഞ്ഞിട്ടുള്ള ഇലക്ഷൻ എന്ന് പറയുന്ന പരിപാടി ഇല്ല, എന്താണോ നിങ്ങൾക്ക് അവകാശമുള്ളത് അതൊന്നുമില്ല, അതൊക്കെ കളഞ്ഞു. ഇൻക്രീസ്ഡ് ടാക്സസ്. ഇയാൾക്ക് എന്താ വേണ്ടത്? യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ വേണം. പൈസ വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ആരുടെ കയ്യിൽ നിന്നൊക്കെ ഇയാൾ ടാക്സ് കളഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു എനിക്കിതാ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഇൻക്രീസ് ചെയ്തു. ടാക്സ് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്തു. ഇമ്പോസ്ഡ് സെൻസർഷിപ്പ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താ പറഞ്ഞു വെക്കുന്നത്? ഈ പറഞ്ഞ എന്ത് കാര്യം പറയണം, എന്ത് കാര്യം ചെയ്യണം, നിങ്ങൾ എന്താ കാണാൻ പാടുള്ളൂ, നിങ്ങൾ എന്താ കേൾക്കാൻ പാടുള്ളൂ, ആ കാര്യങ്ങളൊക്കെ ഇയാൾ എന്ത് ചെയ്തു? സെൻസർഷിപ്പ് അങ്ങോട്ട് ഏർപ്പെടുത്തി. അപ്പോൾ ഇയാൾ നല്ലവനൊന്നും അല്ല, അങ്ങനെ മൊത്തത്തിൽ ഇയാൾ നല്ലവനൊന്നും അല്ല കേട്ടോ. ആൻഡ് ഫോഴ്സ്ഡ് പീപ്പിൾ ടു ജോയിൻ ദ ഫ്രഞ്ച് ആർമി. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നാളെ ഹരിസാറിനോട് പറയാണ്, ഇപ്പം ഞാനൊരു ഫ്രാൻസിലൊരു ചെങ്ങായാന്ന് ഇരിക്കുകയാണ്. അപ്പോൾ എന്നോട് നെപ്പോളിയൻ വന്ന് പറയാണ്, ഹറി താങ്കൾ നാളെ ഫ്രാൻസിൻ്റെ ആർമിയിൽ ചേരണം കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ പൊന്നു സാറേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിർബന്ധമായിട്ടും ആളുകൾ എന്ത് ചെയ്യണമായിരുന്നു? ആർമിയിൽ ജോയിൻ ചെയ്യണം എന്നാണ് ആര് പറഞ്ഞത്? നെപ്പോളിയൻ പറഞ്ഞത്. നോട്ട് കമ്മ്യൂണിറ്റിയിൽ കിട്ടും കേട്ടോ. മേലൊരു സാധനം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ചാറ്റ് ബോക്സിന് മുകളിൽ ഫോർ CBSE എന്ന് പറഞ്ഞ സാധനം അവിടെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നുണ്ടോ ഒരു ലിങ്ക്, അവിടെ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കയറാൻ പറ്റും. അതിലെ നോട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, റെഡി, സെറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ സാർ ഇത് കണ്ട സോഷ്യൽ സെറ്റ് ആവുക ഉറപ്പ്. ഞാനാ പറയണേ. സിനാനെ ഡ്യൂറേഷൻ ചോദിച്ച സിനാനെ ഞാൻ പറയണു ഇത് കണ്ട സോഷ്യൽ സെറ്റ്. ഇനി പരീക്ഷേൻ്റെ ടൈമിൽ 2-3 മാരത്തോണും കൂടെ നടക്കും, അതും കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ സെറ്റാണ്. ഇന്ന് നമ്മൾ വേഗം ഓടിച്ച് പറയുക ചെയ്യുന്ന ഡീറ്റെയിലിങ്ങിലേക്ക് പോകില്ല. പക്ഷെ അന്ന് പരീക്ഷേനോടനുബന്ധിച്ച് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഈ നോട്ട്സിന് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഇന്ന് നമ്മൾ പെട്ടെന്ന് ചടപട്ടെ നമുക്ക് 19 ചാപ്റ്റർ തീർക്കാനുള്ളതുകൊണ്ട് നമ്മൾ ചടപട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നോക്കാം നമുക്ക് നെക്സ്റ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്ക്, ദ മേക്കിംഗ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്. അഥവാ ഈ പറഞ്ഞ യൂറോപ്പിൽ എങ്ങനെയാണ് നാഷണലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. സിനാന് വിഷമമായില്ലല്ലോ? സിനാനെ ഞാൻ കളിയാക്കിയതൊന്നും അല്ല കേട്ടോ. ഞാൻ ഒരു അനിയനോട് പറയുന്ന പോലെ പറഞ്ഞാണ്. നിങ്ങളെല്ലാവരും എൻ്റെ അനിയന്മാരും അനിയത്തിമാരുമാണ്. സോ ആ ഒരു സെൻസിൽ നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, ഞാനിവിടെ ഇടയ്ക്ക് റോസ്റ്റൊക്കെ ചെയ്യും, നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. ഓക്കെ, ആ ഒരു സെൻസിൽ കണ്ടാൽ മതി, സെറ്റാണ്. ഓക്കെ, റെഡിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഒരു മിനിറ്റ് മക്കളെ, നിങ്ങൾക്ക് ഇപ്പോൾ സൗണ്ട് ഇപ്പോൾ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. ഈശ്വര പോവല്ലേ? ഓക്കെ, റെഡി, സെറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ നോ നേഷൻ സ്റ്റേറ്റ്സ് വേർ ഇൻ യൂറോപ്പിൽ നമ്മളങ്ങനെ നേഷൻ സ്റ്റേറ്റ് കാര്യങ്ങളൊന്നും കാണൂല. ബിക്കോസ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. യൂറോപ്പ് എന്ന് പറഞ്ഞാൽ കളക്റ്റീവ് ആയിട്ടുള്ള കുറേ രാജ്യങ്ങളുടെ സാധനം. ഇവിടെ ജർമ്മനി ഉണ്ട്, ഇവിടെ സ്പെയിൻ ഉണ്ട്, ഇവിടെ ഇറ്റലി ഉണ്ട്, ഇവിടെ ഫ്രാൻസ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ ഡാൻസ് കളിക്കുന്ന പോലെ കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞ യൂറോപ്പിൽ പലതരത്തിലുള്ള കിങ്ഡംസ് ഉണ്ട്, ഈ പറഞ്ഞ ഡ്യൂഷീസ് ഉണ്ട്, കാന്റോൺസ് ഉണ്ട്, ഈ പറഞ്ഞ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഭാഷ യൂറോപ്പിൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ ചിന്തിക്കും, സാർ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള യൂറോപ്പിൽ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് അല്ലേ? ഉറപ്പായിട്ട് നിങ്ങൾ ചിന്തിക്കും അങ്ങനെ. പക്ഷേ ഒരിക്കലും അല്ല. യൂറോപ്പിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഭാഷ പിന്നീട് ഉണ്ടായി വന്ന സാധനമാണ്. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിന് ഒരുപാട് കുറേ ഭാഷകൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രദേശമാണ് യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വൻകര എന്നറിയപ്പെടുന്നത്, കോണ്ടിനെന്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, റെഡി? സാർ നെപ്പോളിയൻ അലോ സ്ലേവറി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അലോ സ്ലേവറി, യെസ്, മേ ബി നോട്ട്, എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആണ് എവിടെ സ്പീക്ക് ചെയ്യുന്നത്, എവിടെ സംസാരിക്കുന്നത്, ഈ പറഞ്ഞ യൂറോപ്പിൽ സംസാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹാബ്സ്ബർഗ് എംപയർ ദാറ്റ് റൂൾഡ് ഓവർ ഓസ്ട്രിയ ഹംഗറി വാസ് എ പാച്ച് വർക്ക് ഓഫ് മെനി ഡിഫറെൻറ്റ് റീജിയൻസ് ആൻഡ് പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ഓസ്ട്രിയ
ഹംഗറി എന്ന് പറഞ്ഞാൽ കുഞ്ഞു രാജ്യങ്ങളാണ്. അവർ രണ്ടുപേരുള്ള ഒരു സ്ഥലമുണ്ട്. അതായത് ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി പോലുള്ള ചെറിയ ചെറിയ കുഞ്ഞു രാജ്യങ്ങൾ ഒരുമിച്ചുള്ള കുറച്ച് പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശം ഭരിച്ചിരുന്നത് ഹാബ്സ്ബർഗ് എംപയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എംപയർ. എന്താണ് ഹാബ്സ്ബർഗ് എംപയർ എന്ന് പറഞ്ഞാൽ എംപയർ. ആ എംപയറിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഓസ്ട്രിയയിൽ ഭാഷ വേറെയാണ്, ഹംഗറിയിൽ വേറെ ഭാഷയാണ്, അല്ലെങ്കിൽ വേറെ ഇപ്പം ജർമ്മനിയിൽ വേറെ ഭാഷയാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ സാർ നോട്ട്സ് കിട്ടോ? അതാ ഞാൻ പറഞ്ഞ മക്കളെ, ഈ നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതുവരെ ലൈവ് കഴിയുന്നവരൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് ലൈവ് കഴിഞ്ഞപാട് ഇതേ നോട്ട്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കാണുന്നുണ്ടാവും, അതിൽ നിങ്ങൾക്ക് കയറാം. ഓക്കെ, ഇനി അതില്ലെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്, കേൾക്കും എന്ന് വിചാരിക്കുന്നു, അവർ ഇടുമായിരിക്കും കേട്ടോ. ഓക്കെ റെഡി. ഇൻസ്റ്റയിൽ റിപ്ലൈ തന്നില്ല, ഡൗട്ട് ഉണ്ടേനു. ഇപ്പോൾ ചോദിക്കടാ സിനാൻ, ഇപ്പോൾ ചോദിക്കും, ധൈര്യമായിട്ട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ റെഡി. ദേ സ്പോക്ക് ഡിഫറെന്റ് ലാംഗ്വേജസ്, ജർമ്മൻ, ഇറ്റാലിയൻ, മാഗ്യ, പോളിഷ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ജർമ്മൻ സംസാരിക്കാനുള്ള കുറച്ച് പേരുണ്ടാവും, ഇറ്റാലിയൻ സംസാരിക്കുന്നവരുണ്ട്, മാഗ്യാർ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ടാവും, പോളിഷ് ഭാഷ സംസാരിക്കുന്ന പോളണ്ടിലെ പോളിഷ് ഭാഷ. ദേ ഹാഡ് നോ പൊളിറ്റിക്കൽ യൂണിറ്റി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അവർക്കൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഒത്തൊരുമയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ദ അരിസ്റ്റോക്രസി ആൻഡ് ദ ന്യൂ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരിക. അരിസ്റ്റോക്രസി എന്ന് പറയുമ്പോൾ ആ പേര് തന്നെയുണ്ട്, അരിസ്റ്റോക്രസി. ഓക്കെ, നോട്ട് കിട്ടിയില്ല, സെറ്റാക്കാം. നോട്ട് കിട്ടിയില്ലെങ്കിൽ സെറ്റാക്കാം. ഓക്കെ, നിങ്ങൾ ഇവിടെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യം മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, നോട്ട് കിട്ടിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു, അത് ഞാൻ ടേക്കൺ എടുത്തിട്ടുണ്ട്, ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട്, ഞാൻ സെറ്റാക്കാം. ഓക്കെ റെഡി, സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സ്പാം ചെയ്യേണ്ട കേട്ടോ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, സ്പാം ചെയ്യേണ്ട. ഓക്കെ റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അരിസ്റ്റോക്രസി എന്ന് പറയുമ്പോൾ പേര് തന്നെ ഉണ്ട് കുറച്ച് എന്താ പറയുക, കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സമൂഹത്തിൽ ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പറ്റുന്ന കഴിവുള്ള ആളുകൾ എന്നാണ് അരിസ്റ്റോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെയാണ് ലാൻഡ് ഓണിംഗ് ക്ലാസ് എന്ന് വിളിക്കുക. അവരെയാണ് നമ്മൾ വിളിക്കുക ഭൂമി കൈവശം വെച്ചിട്ടുള്ള ആളുകൾ എന്നാണ് നമ്മൾ ലാൻഡ് ഓണിംഗ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണക്റ്റഡ് ബൈ ടൈസ് ഓഫ് മാരേജ്. അതാണ് ഇവരെന്താണ്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആവുന്ന എങ്ങനെയാ? മാരേജ് വെച്ചിട്ട്, കല്യാണം കഴിച്ചിട്ട്. ഓ റെഡി. അപ്പോൾ എ സ്മോൾ ബഞ്ച് ഓഫ് പീപ്പിൾ, കുറച്ച് ആളുകൾ ഉണ്ടാവും. ഓക്കെ, കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ടും ഇവർ ലാൻഡ് ഓണിങ് പീപ്പിൾ ആണ്, അരിസ്റ്റോക്രാറ്റ്സ് ആണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ബന്ധം അല്ലെങ്കിൽ ഇവരുടെ ഒരു റിലേഷൻസ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന കല്യാണത്തിലൂടെയാണ്. പെസൻട്രി, മേജർ പോപ്പുലേഷൻ, അതായത് ഈ പറഞ്ഞിട്ടുള്ള കർഷകരായിട്ടുള്ള കുറച്ച് ആളുകളും കൂടെ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ പറ്റും. സാർ ഓൾഡ് നോട്ട്സ് കിട്ടുമോ? ഓൾഡ് നോട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് പുതിയ നോട്ട്സ് അല്ലേ? ഓൾഡ് നോട്ട്സ് മീൻസ് വാട്ട്? ഓക്കെ റെഡി. സ്പാമിങ് ത്രിൽസ് ബട്ട് ഇറിറ്റേറ്റ്സ്. സ്പാമിങ് മേക്സ് മീ ഇറിറ്റേറ്റ് ബട്ട് ഐ ലവ് സ്പാമിങ് എന്ന് എനിക്ക് പറയണമെന്നുണ്ട്. ബട്ട് ഡോണ്ട് ഡു ദാറ്റ് മക്കളെ, നിങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരല്ലേ. അപ്പോൾ ആ ഒരു സെൻസിൽ നിങ്ങളിരിക്കുക. നിങ്ങൾ ഇപ്പം ഒരുപാട് കാലങ്ങളായിട്ട് കാണുന്നതുകൊണ്ടുള്ള രീതിയിൽ ഞാൻ പറയാണ്, സ്പാം ചെയ്തുകൊണ്ട് നിങ്ങൾ ഇവിടെ കാണുന്നൊരു ത്രില്ല് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ സ്പാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും വന്ന് കാണും. ഇപ്പോൾ ഈ സ്പാം ചെയ്യുന്നവരില്ല മക്കളെ, നിങ്ങൾ ഈ സ്പാം ചെയ്യുന്നവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവർ ഇത് ലൈവ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇതേ ക്ലാസ് വീണ്ടും ഇരുന്ന് കാണുന്നവരായിരിക്കും, പഠിക്കുന്നവരായിരിക്കും. ഇവർക്കൊരു ത്രില്ലാണ് സ്പാം ചെയ്യണത്. ഓക്കെ, ഇതിനെക്കാട്ടും വലിയ സ്പാമേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സാധനം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, എനിക്ക് അത്ര പറയാനുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ A1 എന്നൊരു സ്വപ്നം ഇല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് നല്ല മാർക്ക് മേടിക്കാനുള്ള സ്വപ്നമെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ വിൽക്കുക. ആ ഒരു വെക്കുന്നോട് കൂടിയിട്ട് നിങ്ങൾ സ്വയം പഠിക്കാനുള്ള ശ്രമം നടത്തും. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഒരുപാട് പേര് പഠിക്കാൻ ഇരിക്കുന്നവർ ഇവിടെ ഉണ്ട്. സാർ ഇന്നലെ മാത്സ് ക്ലാസ്സിൽ ഇതേപോലെ കുറേ സ്പാം ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടു നമ്മുടെ CBSEയിൽ. ഓക്കെ, ഇവിടെ ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പോൾ ഇതെനിക്ക് പറയണമെന്ന് തോന്നി. ഇന്നലത്തെ മാത്സ് ക്ലാസ്സിലും കുറേ പേര് സ്പാം ചെയ്യുന്നത് കണ്ടു. എന്തിന്? വൈ? നമ്മുടെ കുറച്ച് ആളുകളുണ്ട് ഇവിടെ പഠിക്കാൻ വന്നിരിക്കുന്നവർ. അപ്പോൾ ആ ഒരു സാധനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും, എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിലേക്ക് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ഞാനിത് ഇനി ഞാൻ പറയില്ല, ഇതിപ്പോൾ പറഞ്ഞ് നിർത്തുകയാണ് ഞാൻ. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ വിച്ച് മീൻസ് ഇനി അതിലേക്ക് സംസാരം കൊടുത്തിട്ട് ടൈം കളയാൻ എനിക്കും ഇല്ല, നിങ്ങൾക്കും ഇല്ല. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ന്യൂ സോഷ്യൽ ക്ലാസ് എമേർജ്ഡ് വിത്ത് ദ ഗ്രോത്ത് ഓഫ് ടൗൺസ് ആൻഡ് ദ എമർജൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ക്ലാസ്സസ്. മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയാണ് നമ്മൾ കാണുന്നത് ഈ പറഞ്ഞിട്ടുള്ള മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായി വരുന്നത് നമ്മൾ കാണുന്നത്. ആൻഡ് ദേ വർ വർക്കിംഗ് ക്ലാസ് ഓൾസോ, അതായത് സാധാരണക്കാരായിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആളുകളെ നമുക്ക് ഈ ഒരു മേഖലയിൽ കാണാൻ പറ്റും. അരിസ്റ്റോക്രാറ്റ്സിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മേഡപ്പ് ഓഫ് ഇൻഡസ്ട്രിയലിസ്റ്റ്, ബിസിനസ് മാൻ ആൻഡ് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ദ ഐഡിയ ഓഫ് നാഷണലിസം ഗെയിൻഡ് പോപ്പുലാരിറ്റി ത്രൂ എഡ്യൂക്കേറ്റഡ് ക്ലാസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ സമയത്ത് നമുക്കിവിടെ വ്യവസായികളെ കാണാൻ പറ്റും, ബിസിനസ് മാനെ കാണാൻ പറ്റും, പ്രൊഫഷണൽസിനെ കാണാൻ പറ്റും.
അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ഈ ഒരു അരിസ്റ്റോക്രാറ്റിക് വിഭാഗത്തിൽ കാണാൻ പറ്റും. ഇനി ലിബറൽ നാഷണലിസം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള എൻഡ് ഓഫ് ഓട്ടോക്രസി ആഗ്രഹിച്ചവരാണ്. അതായത് ഈ പറഞ്ഞ സ്വേച്ഛാധിപത്യ ഭരണം, അതായത് രാജാക്കന്മാരുടെ ഭരണം ഇല്ലാണ്ടാവാൻ ആഗ്രഹിച്ചവരാണ് ഈ കാണുന്നത്. അവർ ഈ പറഞ്ഞിട്ടുള്ള ഇക്വാളിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ പോരാടിയിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയപരമായിട്ട് പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഫ്രീഡത്തിന് വേണ്ടി അവർ പോരാടി. രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരികപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ പോരാടിയിട്ടുള്ളത്. ഇവർക്ക് വേണ്ടത് കംപ്ലീറ്റ് ആയിട്ടും രാജ്യഭരണം ഇല്ലാണ്ടാവുക, ആളുകളുടെ അവകാശങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ കിട്ടുക എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. എ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെന്റ് ത്രൂ പാർലമെന്റ് എന്ന് പറഞ്ഞു നോക്കിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള പാർലമെന്റിലൂടെ വന്നിട്ടുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് ഒരു ഗവൺമെന്റിനെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ലിബറൽ നാഷണലിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഇൻ ദ എക്കണോമിക് സ്പിയർ ലിബറലിസം സ്റ്റുഡ് ഫോർ ദ ഫ്രീഡം ഓഫ് മാർക്കറ്റ്സ് ആൻഡ് ദ അബോളിഷൻ ഓഫ് സ്റ്റേറ്റ് ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻ ഓൺ ദി മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ, അതായത് എന്താണോ രാജ്യം ഏർപ്പെടുത്തിയിട്ടുള്ള ആ ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഇമ്പോസ് ചെയ്തിട്ടുള്ളതൊക്കെ കംപ്ലീറ്റ്ലി എടുത്തു കളയുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെഡി. എ കസ്റ്റംസ് യൂണിയൻ അല്ലെങ്കിൽ സോൾ ലെവറിൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അബോളിഷ്ഡ് താരിഫ് ബാരിയേഴ്സ്, റെഡ്യൂസ് നമ്പർ ഓഫ് കറൻസീസ് ആൻഡ് ടു പ്രൊമോട്ടഡ് ദ നെറ്റ്വർക്ക് ഓഫ് റെയിൽവേസ്, ഈ പറഞ്ഞിട്ടുള്ള സ്റ്റിമുലേറ്റഡ് മൊബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നല്ല കാര്യങ്ങളും ഈ പറഞ്ഞ ലിബറേറ്റ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത് ഫ്രീഡം ആണെന്നുള്ള ബേസിക് കാര്യം നിങ്ങൾ ചിന്തിക്കുക. രാജ്യഭരണം ഇല്ലാതാവുക, ഇതൊക്കെയാണ് അവരുടെ ബേസിക് കാര്യം എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി ന്യൂ കൺസർവേറ്റീവിസം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ന്യൂ കൺസർവേറ്റീവ്സ് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ടെ, ഈ ബോണപ്പാർട്ടെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു 1815. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പരാജയപ്പെടുത്തു. അതായത് ഒരുപാട് കൂട്ടം ആള്, ഒരുപാട് ഇപ്പോൾ ഓസ്ട്രിയ ആയിക്കോട്ടെ, ബ്രിട്ടൻ ആയിക്കോട്ടെ, ഒരുപാട് രാജ്യങ്ങളുടെ ഒരു സഖ്യശക്തി ഉണ്ടായിരുന്നു. ഒരു അലൈഡ് പവേഴ്സിന്റെ മുന്നിൽ ആര് പരാജയപ്പെട്ടു? ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ ഫ്രാൻസിലെ ഫസ്റ്റ് കോൺസുൾ ആയിട്ടുള്ള നെപ്പോളിയൻ ബോണപ്പാർട്ട് ഉണ്ടായിരുന്നു, പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ യുദ്ധത്തിൻ്റെ പേരാണ് വാട്ടർലൂ യുദ്ധം എന്ന് പറയും. ആ യുദ്ധത്തിൻ്റെ പേരാണ് വാട്ടർലൂ യുദ്ധം എന്നായിട്ട് പറയാം. വാട്ടർലൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് നടന്നിട്ടുള്ള ഒരു യുദ്ധത്തിൽ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പവേഴ്സിന് മുന്നിൽ, യൂറോപ്പിലെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പവേഴ്സിന് മുന്നിൽ ആര് പരാജയപ്പെട്ടു? ഈ പറഞ്ഞ നെപ്പോളിയൻ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള ഷുഡ് ബി പ്രിസർവ്ഡ് വിത്ത് ചേഞ്ചസ് ഇനിഷ്യേറ്റഡ് ബൈ നെപ്പോളിയൻ എന്ന് പറഞ്ഞു നോക്കണം. ഈ പറഞ്ഞ നെപ്പോളിയൻ്റെ ഇനിഷ്യേറ്റീവിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളും മാറ്റിയിട്ട് തിരിച്ച് രാജ്യഭരണത്തിലേക്ക് തിരിച്ചു പോവുക എന്നാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇൻ 1815 റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി യൂറോപ്യൻ പവേഴ്സ് ബ്രിട്ടൻ, റഷ്യ ആൻഡ് ഓസ്ട്രിയ ഹാഡ് കളക്റ്റീവ്ലി ഡിഫീറ്റഡ് നെപ്പോളിയൻ. ആരൊക്കെ തോപ്പിച്ചത്? ഓസ്ട്രിയ ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, ബ്രിട്ടൻ ആയിക്കോട്ടെ, ഇവരുടെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു പവർ ആരെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള നെപ്പോളിയനെ തോൽപ്പിച്ചു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണ് ഈ പറഞ്ഞ ട്രീറ്റി ഓഫ് വിയന്ന വരുന്നത് 1815 വിയന്ന കരാർ അല്ലെങ്കിൽ വിയന്ന ഉടമ്പടി, ട്രീറ്റി ഓഫ് വിയന്ന വരുന്നത് അൺഡൂയിങ് മോസ്റ്റ് ഓഫ് ദ ചേഞ്ചസ് ദാറ്റ് ഹാഡ് കം അബൌട്ട് ഇൻ യൂറോപ്പ് ഡ്യൂറിംഗ് ദ നെപ്പോളിയനിക് വാർസ്. ഈ പറഞ്ഞ നെപ്പോളിയന്റെ യുദ്ധകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും, എല്ലാ ചേഞ്ചസിനെയും തിരിച്ചെന്തുകൊണ്ടുവരിക, തിരിച്ച് പഴയ പോലെ ആക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ദ ബോർബൺ ഡൈനാസ്റ്റി വിച്ച് ഹാഡ് ബീൻ ഡിപ്പോസ്ഡ് ഡ്യൂറിംഗ് ദ ഫ്രഞ്ച് റവല്യൂഷൻ വാസ് റീസ്റ്റോർഡ് ടു പവർ. അങ്ങനെ ഫ്രഞ്ച് റവല്യൂഷന്റെ സമയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ഈ പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് റവല്യൂഷൻ സമയത്ത് ഇല്ലാണ്ടായി പോയ ബോർബൺ ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു അല്ലേ, ബോർബൺ രാജവംശം ഉണ്ടായിരുന്നു. ആ രാജവംശത്തും വരെ തിരിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതായത് നെപ്പോളിയന്റെ മരണശേഷം ഈ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഇല്ലാണ്ടാക്കിയിട്ടുള്ള ഒരുപാട് മോശം കാര്യങ്ങൾ, അതായത് ഈ പറഞ്ഞിട്ടുള്ള ബോർബൺ ഡൈനാസ്റ്റിനെ ഇല്ലാണ്ടാക്കുക, ഈ ക്ലെർജി പറഞ്ഞ നോബിൾസിൻ്റെ അധികാരങ്ങൾ, അതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതൊക്കെ ഈ സമയത്ത് നടന്നു എന്നാണ് പറയുന്നത്. എ സീരീസ് ഓഫ് സ്റ്റേറ്റ്സ് ക്രിയേറ്റഡ് ഇൻ ദ ഫ്രഞ്ച് ബൗണ്ടറീസ് ടു പ്രിവെന്റ് ഫ്രഞ്ച് എക്സ്പാൻഷൻ ഇൻ ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് കാലം കഴിയുമ്പോൾ ഈ പറഞ്ഞ ഫ്രഞ്ചിൻ്റെ എക്സ്പാൻഷൻ കൂടി ഇല്ലാണ്ടാക്കുന്ന പരിപാടികളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ മക്കളെ? ഇനി ഒറ്റ സെക്കൻഡേ ഈ കാര്യം ഒന്ന് ചെയ്യട്ടെ. ഓക്കെ, ഇത് വർക്ക് ചെയ്യില്ലേ മൗസ് മക്കളെ? ഒറ്റ സെക്കൻഡേ, നിങ്ങളെ ചാറ്റ് അല്ലെങ്കിൽ ഞാൻ കാണാൻ പറ്റണില്ല. ഒറ്റ സെക്കൻഡ്. ബാറ്ററി തീർന്നതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒറ്റ സെക്കൻഡേ.
അജയ് ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് എടുത്തോ, ഒന്ന് ന്യൂ 4ലേക്ക് ഒന്ന് നോക്കുമോ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. തപ്പി നോക്കും, അത്യാവശ്യമാണേ. അത്യാവശ്യം ഒന്ന് ഞാൻ പറയാം, വിളിക്കാം. ശരി. ഓക്കെ മക്കളെ, നിങ്ങളെ ചാറ്റൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ബ്ലാങ്ക് വന്ന് കിടക്കുകയാണ്. അത് മൗസ് അടിച്ചു പോയി എന്ന് തോന്നണം. ഓക്കെ, എനിവേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എനിവേ ഈ പറഞ്ഞിട്ടുള്ള സീരീസ് ഓഫ് സ്റ്റേറ്റ്സ് ക്രിയേറ്റഡ് ഓൺ ദ ഫ്രഞ്ച് ബൗണ്ടറീസ് ടു പ്രിവെന്റ് ഫ്രഞ്ച് എക്സ്പാൻഷൻ ഇൻ ദ ഫ്യൂച്ചർ ദ ജർമ്മൻ ഫെഡറേഷൻ ഓഫ് 39 സ്റ്റേറ്റ്സ് ദാറ്റ് ഹാഡ് ബീൻ സെറ്റ് അപ്പ് ബൈ നെപ്പോളിയൻ വാസ് ലെഫ്റ്റ് അൺടച്ച്ഡ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ സമയത്താണ് ഈ പറഞ്ഞിട്ടുള്ള നെപ്പോളിയൻ്റെ ഒരു കോൺകറിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള പല സ്ഥലങ്ങളും എന്ത് ചെയ്തു, കോൺകർ. അജയ് അത് സ്റ്റക്കായിക്കോ, ഒന്ന് ജസ്റ്റ് ഒന്ന് അനങ്ങളിൽ നോക്കണേ. അത് ചുമപ്പ് ചിലപ്പോൾ മേലെയാണെങ്കിൽ ബാറ്ററി. ഓക്കെ, ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി എന്താണ് ദ റവല്യൂഷണറീസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകൾ ചെയ്തിട്ടുള്ള കാര്യം നമുക്ക് നോക്കാം. ലിബറലിസ്റ്റ് എഗെയിൻസ്റ്റ്, മക്കളെ നിങ്ങൾ സത്യമായിട്ട് നിങ്ങൾ ഒരു ചാറ്റ് ഞാൻ കാണുന്നില്ല കേട്ടോ, സത്യമായിട്ട് ഞാൻ ഒന്നും കാണുന്നില്ല. ഓക്കെ, ലിബറലിസ്റ്റ് എഗെയിൻസ്റ്റ് ദ ഐഡിയാസ് ഓഫ് റവല്യൂഷണറീസ് ഓപ്പോസ് ദ മൊണാർക്കി ഫോംസ് ദാറ്റ് ഹാഡ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ആഫ്റ്റർ ദ വിയന്ന കോൺഗ്രസ് ഫൈറ്റ് ഫോർ ദ ലിബർട്ടി ആൻഡ് ഫ്രീഡം എന്ന് പറഞ്ഞു നോക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള ലിബർട്ടി ആയിക്കോട്ടെ ഫ്രീഡത്തിന് വേണ്ടി ചെക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ ആളുകൾ പോരാടിയിട്ടുള്ള കുറച്ച് ആളുകളെയാണ് നമ്മൾ റവല്യൂഷണറീസ് എന്ന് വിളിക്കുക കേട്ടോ. ഇനി അതിലൊരാളാണ് ഗെസിപ്പി മെസീനി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. ബോൺ ഇൻ ജനോവ, എന്താ പറയണത്, ഈ പറഞ്ഞിട്ടുള്ള ജനോവയിൽ 1807 അദ്ദേഹം ജനിക്കുന്നത്. എ മെമ്പർ ഓഫ് ദി സീക്രട്ട് സൊസൈറ്റി ഓഫ് കാർബണാരി. ഇത് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പഠിക്കുക. ഈ പറഞ്ഞൊരു സീക്രട്ട് സൊസൈറ്റി ഉണ്ട്, ആരുടെ, ഈ പറഞ്ഞ നമ്മുടെ ഗെസിപ്പി മെസീനിയുടെ ഒരു സീക്രട്ട് സൊസൈറ്റി ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കാർബണാരി. ഫൗണ്ടഡ് യങ് ഇറ്റലി ഇൻ മെഴ്സലീസ്, യങ് യൂറോപ്പ് ഇൻ ബേൺ എന്ന് പറഞ്ഞു നോക്കുന്നത്. അതായത് ഈ പറഞ്ഞിട്ടുള്ള മെഴ്സലീസ് ആയിക്കോട്ടെ, യങ് യൂറോപ്പ് ഇൻ ബേൺ പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് അസോസിയേഷൻസ് കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാലയളവിൽ എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക. ബിലീവ്ഡ് ദ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി ഇൻ ടു എ റിപ്പബ്ലിക്. എന്താ പറയണത്, ഈ പറഞ്ഞിട്ടുള്ള റിപ്പബ്ലിക്കിൻ്റെ ഒരു അതായത് ഈ പറഞ്ഞ ജർമ്മനി ആയിക്കോട്ടെ അതിൻ്റെ ഒരു യൂണിഫിക്കേഷൻ ആര് മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ ഗെസിപ്പി മെസീനി മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി ദ ഏജ് ഓഫ് റെവല്യൂഷൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ട് ഇൻ ജൂലൈ 1830 ദ ബോർബൺ കിങ്സ് ഓഫ് ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, റെഡി. ഇപ്പോൾ നിങ്ങളെ ചാറ്റ് ചെയ്യണം. റെഡി, സെറ്റ്. അത് മൗസ് പോയതാണേ. റെഡി. ഇപ്പോൾ ഓക്കെ അല്ലേ? റെഡി, സെറ്റ്. എനിക്ക് ഓക്കെയാണ് കേട്ടോ, നിങ്ങളെല്ലാവരും ഓക്കെയാണ്. ഓക്കെ സാർ, മാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതോ എന്താണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, റെഡി. അപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരിക. ഇൻ ജൂലൈ 1830 ദ ബോർബൺ കിങ്സ് ഓഫ് ഫ്രാൻസ് വെർ ഓവർത്രോൺ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി വാസ് എസ്റ്റാബ്ലിഷ്ഡ്. അതായത് ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബോർബൺ കിങ്സിനെ ഒഴിവാക്കിക്കൊണ്ട് ഫ്രാൻസിൽ പിന്നെയും 1830 ആയപ്പോഴത്തേക്ക് വീണ്ടും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ബെൽജിയം ബ്രോക്ക് അവേ ഫ്രം ദ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ദി നെതർലാൻഡ്സ്. അതായത് ബെൽജിയം എന്ന് പറയുന്നത് UK ഭാഗമായിരുന്നു. അത് പിന്നീട് മാറിയിട്ട് അവർ സ്വന്തമാവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീസ് വിച്ച് ഹാഡ് ബീൻ എ പാർട്ട് ഓഫ് ദി ഓട്ടോമൻ എംപയർ സിൻസ് ദ 15th century സ്ട്രഗിൾഡ് ഫോർ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഗ്രീസ് എന്ന് പറയുന്നത് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ദെൻ പിന്നീട് അത് ഇൻഡിപെൻഡൻസിന് വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കാലയളവിൽ. ഓക്കെ, അപ്പോൾ ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 1832 റെക്കഗ്നൈസ് ദ ഗ്രീസ് ആസ് ആൻ ഇൻഡിപെൻഡന്റ് നേഷൻ എന്നാണ് പറഞ്ഞു നോക്കുന്നത്. ഗ്രീസിനെ എന്താണ് പറയുന്നത്, ഈ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ ഉടമ്പടി പ്രകാരം അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ പ്രകാരം ഗ്രീസ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് നേഷൻ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ദ റൊമാൻറ്റിക് ഇമാജിനേഷൻ ഓഫ് നാഷണൽ ഫീലിംഗ് എന്ന് പറഞ്ഞു നോക്കുന്നത്. അതായത് ഓൾ റെവല്യൂഷണറീസ് വെയർ നോട്ട് ലിബറൽസ് എന്ന് പറഞ്ഞു നോക്കുന്നത്. അല്ല, എല്ലാ റെവല്യൂഷണറീസും എന്തുണ്ട്, അവർ ലിബറൽസ് അല്ലായിരുന്നു. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് നോട്ട് കിട്ടുമോ? അത് ഇതിൽ വെച്ചിട്ടുണ്ടോ? ഇതിൽ വെച്ചിട്ടുണ്ട്, സെറ്റാണ്, എല്ലാം ഉണ്ട് ഇതിൽ. ഓക്കെ, നോ സീൻ. ഓക്കെ, ദർ വെർ ആർട്ടിസ്റ്റ് ആൻഡ് റൊമാൻറ്റിസിസ്റ്റ് എന്ന് പറഞ്ഞു നോക്കുന്നത്. അതായത് കുറച്ച് ആളുകൾ എന്ന് പറയുന്നത് എന്താണ്, കലാകാരന്മാരാണ്, ഒപ്പം തന്നെ അവരെന്താണ്, റൊമാൻറ്റിസിസ്റ്റ് ആണ്. അതായത് കുറച്ചുകൂടെ റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേഗം മനസ്സിലാവുമായിരിക്കും അല്ലേ. ഈ റൊമാൻറ്റിക് ആണ്. ഫെബ്രുവരി ആവാനായല്ലോ അല്ലേ, 14 ആവാനായല്ലോ അല്ലേ. എനിവേ, ഈ പറഞ്ഞിട്ടുള്ള റൊമാൻറ്റിസിസ്റ്റുകളും ഈ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഈ റൊമാൻറ്റിസിസ്റ്റുകൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ആളുകളാണ്. എ കൾച്ചറൽ മൂവ്മെൻറ്റ് ദാറ്റ് സോട്ട് ടു ഡെവലപ്പ് എ പെർട്ടിക്കുലർ ഫോം ഓഫ് നാഷണലിസ്റ്റ് സെന്റിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ദേശീയപരമായിട്ട് ഒരു വികാരം ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇത് ശ്രമിച്ചിട്ടുണ്ടെന്ന്. ഫോക്കസ്ഡ് ഓൺ ഇമോഷൻസ്,
ആളുകളുടെ ഇമോഷൻസ് ആയിക്കോട്ടെ, ഇൻറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, അതായത് ആളുകൾ ചിന്തിക്കും ഇതിങ്ങനെ നടക്കാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ നടക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഇൻറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മിസ്റ്റിക്കൽ ഫീലിങ്സ് ആയിക്കോട്ടെ, എന്തോ മാജിക്കൽ പവേഴ്സിൽ വിശ്വസിക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞിട്ടുള്ള കൾച്ചറൽ മൂവ്മെന്റിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഈ പറഞ്ഞ റൊമാൻറ്റിക് ഇമാജിനേഷൻ ഓഫ് നാഷണൽ ഫീലിംഗ് അല്ലെങ്കിൽ റൊമാൻറ്റിസിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജർമ്മൻ ഫിലോസഫർ ജോവാൻ ഗോട്ട്ഫ്രൈഡ് ഹേർഡർ ട്രൈ ടു ഡിസ്കവർ ദ കൾച്ചർ among common people through folk song, folk poetry, folk dances and paintings എന്ന് പറഞ്ഞു നോക്കേണ്ട. എന്താ പറയുന്നത്? ജോവാൻ ഗോട്ട്ഫ്രീഡ് ഹേർഡർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ പറഞ്ഞ ഫോക്ക് സോങ്ങും ഫോക്ക് പോയട്രിയും ഫോക്ക് ഡാൻസും പെയിൻറ്റിങ്സും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്തിട്ടുള്ളത് മെയിനായിട്ടും ഈ പറഞ്ഞിട്ടുള്ള റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞ സാധനത്തിൽ കുറച്ചും കൂടെ എന്ത് ചെയ്ത് അവർ കാണിച്ചിട്ടുള്ളത് സ്വഭാവമായിട്ട് ഹങ്കർ, ഹാർഡ്ഷിപ്പ് ആൻഡ് പോപ്പുലർ റിവോൾട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കും മോസ്റ്റ് കൺട്രീസ് ദർ വർ മോർ സീക്കേഴ്സ് ഓഫ് ജോബ്സ് ദാൻ എംപ്ലോയ്മെൻറ്റ്. അതായത് എല്ലാ രാജ്യങ്ങളിലും ജോലിയെക്കാളും കൂടുതൽ ആരാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ അന്വേഷിക്കുന്നവരെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക. പോപ്പുലേഷൻ ഫ്രം റൂറൽ ഏരിയാസ് മൈഗ്രേറ്റഡ് ടു അർബൻ സിറ്റീസ് ടു ലിവ് ഇൻ ഓവർ ക്രൗഡഡ് സ്ലംസ് എന്ന് പറഞ്ഞു നോക്കേണ്ടത്. അതായത് സാധാ സ്ഥലങ്ങളിൽ നിന്ന് ഇവരെന്ത് ചെയ്തു ഈ പറഞ്ഞ വലിയ വലിയ നഗരങ്ങളിലേക്ക് വന്നപ്പോൾ ഇവർക്ക് താമസിക്കാൻ സ്ഥലങ്ങളൊന്നും ഇല്ല. സ്വാഭാവികമായിട്ട് അത് പിന്നീട് എന്തിലേക്ക് മാറി? ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള സ്ലമ്മുകൾ ക്രിയേറ്റ് ചെയ്യാൻ കാരണമായി, അതായത് തെരുവുകൾ ക്രിയേറ്റ് ചെയ്യാൻ കാരണമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടുമ്പോൾ ഫുഡിൻ്റെ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്, ഫുഡിൻ്റെ അവൈലബിലിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ലൂയി ഫിലിപ്പ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള നാഷണൽ അസംബ്ലിനെ ഒരു റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കുന്നത് 1848. അങ്ങനെ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ 1845 വീവേഴ്സ് ഇൻ സിലീസിയ, അങ്ങനെ ആളുകൾക്ക് ജോലിയും കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ പ്രതിഷേധമാണ് പിന്നീട് 1845 വീവേഴ്സ് ഇൻ സിലീസിയ അല്ലെങ്കിൽ സിലീസിയയിലെ തുണി നെയ്ത്തുകാർക്കിടയിൽ നടന്നിട്ടുള്ള ഒരു വിപ്ലവം എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും സിലീസിയൻ റിവോൾട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വീവേഴ്സ് എന്ത് ചെയ്തു? സിലീസിയയിൽ നടന്നിട്ടുള്ള ഒരു പ്രത്യേക ഏരിയയാണ് സിലീസിയ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള കോൺട്രാക്ടേഴ്സ് ഹു സപ്ലൈഡ് ദം വിത്ത് റോ മെറ്റീരിയൽസ് ആൻഡ് ഓർഡേഴ്സ് ഫ്രോം ഫിനിഷ്ഡ് ടെക്സ്റ്റൈൽസ് ആൻഡ് ബട്ട് ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ദർ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞു. അതായത് പണിയെ കുറേ എടുക്കുന്നുണ്ട്, ടെക്സ്റ്റൈലിൽ കുറേ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇവരുടെ കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ കൊടുക്കുന്ന വേതനം എന്ന് പറയുന്നത് വളരെ കുറച്ചു. അതാണ് ഇവിടെ പറഞ്ഞിട്ട് അവരുടെ പേയ്മെന്റ് വളരെ കുറച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെന്ത് ചെയ്തു? ഇതിനെതിരെ പ്രതികരിച്ചു. ഈ പറഞ്ഞ വീവേഴ്സ് എന്ത് ചെയ്തു? കോൺട്രാക്ടർമാർ വീടുകൾ കയറിയിട്ട് ആക്രമിച്ചു. അങ്ങനെ സ്വാഭാവികമായിട്ട് അവരുടെ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. വേറെ കുറച്ച് ആളുകൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞിട്ടുള്ള തുണി ഷോപ്പിൽ കയറിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോർ ഹൗസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി കുട്ടിച്ചോറാക്കി എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള ചില ടീംസ് എന്ത് ചെയ്തു? ദ കോൺട്രാക്ടർ ഫ്ലഡ് വിത്ത് ഹിസ് ഫാമിലി. ഒരു കോൺട്രാക്ടർ എന്ത് ചെയ്തു? അയാളുടെ കുടുംബടക്കം പലായനം ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള വില്ലേജസ് ഹവർ റെഫ്യൂസ് ടു അക്കോമഡേറ്റ് സച്ച് എ പേഴ്സൺ. കുറച്ച് ആളുകൾ ഇയാളെ കുടുംബടക്കം വീട്ടിലേക്ക് സഹായത്തിന് വേണ്ടി കയറ്റിയില്ല. കാരണം ഇയാൾ എന്തായിരുന്നു? ഇയാൾ പൈസ കൊടുക്കാത്തതിന് ഈ പറഞ്ഞ സാധാരണക്കാരായിട്ടുള്ള ആളുകളാൽ വേട്ട ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഹണ്ട് ചെയ്യപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇയാളെ വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ ഇവർക്കും പണിയായിരിക്കും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തില്ല? ഇവരുടെ വീട്ടിലേക്കും ഈ പറഞ്ഞിട്ടുള്ള രക്ഷപ്പെട്ട് ഓടി വന്ന ഈ കോൺട്രാക്ടറെയും ഫാമിലിയും കയറ്റിയില്ല. ബട്ട് 24 hours ലേറ്റർ, ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഇയാളുടെ ആർമിയുടെ സപ്പോർട്ടൊക്കെ കിട്ടിയിട്ട് ഇയാൾ തിരിച്ച് എന്ത് ചെയ്തു? 11 വീവേഴ്സിനെ തിരിച്ച് വെടിവെച്ച് കൊന്നു എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഇത് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഓക്കെ, 1848 റവല്യൂഷൻ ഓൺ ദ റിബൽസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ സമയത്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ഉണ്ടായി വന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു വിഭാഗം മധ്യവർഗം ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അതെന്തിലേക്ക് നയിച്ചു? ഇവർ നയിച്ചിട്ടുള്ള ഒരു വിപ്ലവത്തിലേക്ക് അത് വഴിതെളിച്ചു. സ്വാഭാവികമായിട്ട് മിഡിൽ ക്ലാസ് നയിച്ചിട്ടുള്ള വിപ്ലവം പിന്നീട് പതുക്കെ എന്ത് ചെയ്തു? കോൺസിക്വൻ്റ്ലി അവർക്ക് വർക്കേഴ്സ് ആയിക്കോട്ടെ ഈ പറഞ്ഞിട്ടുള്ള ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ പതുക്കെ അങ്ങോട്ട് കുറയാൻ തുടങ്ങി. ബിക്കോസ് ഓഫ് ഇവരെന്ത് ചെയ്തു? ഈ പറഞ്ഞ സോഷ്യൽ ബേസിസ് ഓഫ് പാർലമെന്റ് ഇറോഡ് ചെയ്തു. ഇപ്പം നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഈ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ ആളുകൾ റിബല്യന് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഈ പറഞ്ഞിട്ടുള്ള യുദ്ധത്തിന് പുറപ്പെട്ടു. പക്ഷേ പോകെ എന്ത് സംഭവിച്ചു? മിഡിൽ ക്ലാസ് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടി. ഇവരുടെ കാര്യം മാത്രം നോക്കാൻ പറ്റി. അപ്പോൾ ഡിമാൻഡ്സ് ഓഫ് വർക്കേഴ്സ് ആൻഡ് ആർട്ടിസൻസ് ആൻഡ് കോൺസിക്വൻ്റ്ലി ലോസ്റ്റ് ദെയർ സപ്പോർട്ട്. അതായത് ഈ പറഞ്ഞ സാധാരണക്കാരായിട്ടുള്ള ആളുകളായിക്കോട്ടെ, വർക്കേഴ്സ് ആയിക്കോട്ടെ, പെസൻസിനായിക്കോട്ടെ, ഇവരുടെ ഡിമാൻഡ്സ് ഒന്നും ഇവരെന്ത് ചെയ്യാൻ തുടങ്ങിയില്ല, അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പതുക്കെ ഇവരുടെ ഈ മിഡിൽ ക്ലാസ്സിനോടുള്ള സപ്പോർട്ട് പതുക്കെ കുറയാൻ തുടങ്ങി. ഇൻ ദെൻ ട്രൂപ്സ് വെയർ കോൾഡ് ഇൻ ദ അസംബ്ലി വാസ് ഫോഴ്സ്ഡ് ഡിസ്പാൻഡ്. അങ്ങനെ ഈ പറഞ്ഞ അസംബ്ലിയിലുള്ള ഗ്രൂപ്പിനെ തന്നെ ഡിസ്പാൻഡ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടൊക്കെ ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകാൻ പറ്റി. ഇനി ഇത് എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ദ മേക്കിംഗ് ഓഫ് ജർമ്മനി ആൻഡ് ഇറ്റലി എന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഈ പറഞ്ഞ ജർമ്മനിയുടെ ഇറ്റലിയിലെ ഒരു മേക്കിംഗ് എന്താണെന്നാണ് പറഞ്ഞു നോക്കുന്നത്. ജർമ്മനിയുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ 2-3 പേര് നിങ്ങൾ ഓർത്ത് വെക്കാം. ഓട്ടോ വാൻ ബിസ്മാർക്ക് എന്നുള്ള പേര് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ദ ഹെൽപ്പ് ഓഫ് പ്രഷ്യൻ ആർമി ബ്യൂറോക്രാറ്റിക് ടുക്ക് ഓൺ ദ ലീഡർഷിപ്പ് ഓഫ് ദ മൂവ്മെന്റ് ഓഫ് ദി നാഷണൽ യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞു. ജർമ്മനിയുടെ ഒരു യൂണിഫിക്കേഷന് വേണ്ടിയിട്ട് ശ്രമിച്ചുള്ള ഒരു വ്യക്തിയാണ് ഓട്ടോ വാൻ ബിസ്മാർക്ക് എന്ന് പറയുന്നത്. ദർ വെർ 7 years ഓഫ് വാർ എന്ന് പറഞ്ഞു നോക്കുന്നത്. അതായത് അവിടെ ഏകദേശം 7 കൊല്ലത്തിനിടയ്ക്ക് 3 യുദ്ധങ്ങളോളം സംഭവിച്ചിട്ടുണ്ട്. നോക്കിക്കേ, there were 7 years, there were 3 wars in 7 years എന്ന് പറഞ്ഞു നോക്കുന്നത്. ഓക്കെ, 3 wars over 7 years ended in Persian victory and completed the process of unification.
ജർമ്മനിയുടെ യൂണിഫിക്കേഷൻ അങ്ങനെ സാധ്യമായിട്ടുണ്ടായിരുന്നു. പ്രഷ്യൻ ആർമി വിജയിച്ചിട്ടുണ്ടായിരുന്നു. കൈസർ വില്യം വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേർഷ്യൻ ഹെഡഡ് ആയിട്ടുള്ള ആളായിരുന്നു പുതിയ ജർമ്മൻ എംപയറിന്റെ തലപ്പത്ത് വന്നിട്ടുള്ള ഒരു കിരീടാവകാശി എന്ന് പറയുന്ന ആ ഒരു ആളായിട്ട് മാറിയിട്ടുള്ളത്. ഇനി ഇറ്റലിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നേരെ ഇതേപോലെ തന്നെ ഒരു കേസ് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ഇറ്റലിനെ 7 സ്റ്റേറ്റുകളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് സർഡീനിയ പീഡ്മോൺ റൂൾഡ് ബൈ എൻ ഇറ്റാലിയൻ പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഈ പറഞ്ഞ ഇറ്റാലിയൻ പ്രിൻസ്ലി സ്റ്റേറ്റ് ഭരിച്ചുകൊണ്ടിരുന്നത് സർഡീനിയ പീഡ്മൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇനിഷ്യലി യൂണിഫിക്കേഷൻ പ്രോഗ്രാം വാസ് ഇനിഷ്യേറ്റഡ് ബൈ ഗസീപ്പി മസീനി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഫെയിൽഡ്. ഓക്കെ, ഗസീപ്പി മസീനി ആരാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കണ്ടതാണ്, അറിഞ്ഞതാണ്, പഠിച്ചതാണ്. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള ഗസീപ്പി മസീനി ആയിരുന്നു ആദ്യം ശ്രമിച്ചിരുന്നത്. പക്ഷേ അതേ ഫെയിലർ ആയിപ്പോയി. ചീഫ് മിനിസ്റ്റർ കാവോർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ലെഡ് ദ മൂവ്മെന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗസീപ്പി ഗെരിബാൾഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് കാവോർ എന്ത് ചെയ്തു, പിന്നെയും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ട് 1861 വിക്ടർ ഇമ്മാനുവൽ II വാസ് പ്രൊക്ലെയിംഡ് കിങ് ഓഫ് യുണൈറ്റഡ് ഇറ്റലി എന്ന് പറഞ്ഞു നോക്കേണ്ടത്. ഇറ്റലിയിലെ കിങ് ആയിട്ട് ആര് വരികയാണ്? വിക്ടർ ഇമ്മാനുവൽ II വരികയാണ്. ഇവിടെ ആരാ? ജർമ്മനിയിൽ കൈസർ വില്യം I വരികയാണ്. ഈ പറഞ്ഞിട്ടുള്ള ഇറ്റലിയിൽ വിക്ടർ ഇമ്മാനുവൽ II വരികയാണ്. ഓക്കെ, ഇനി ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ബ്രിട്ടന്റെ കയറി വരികയാണെങ്കിൽ 1688 വരെ ഒരു പാർലമെന്റ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷ് പാർലമെന്റ് ആരുടെ കൺട്രോളിലായിരുന്നു? മൊണാർക്കിയുടെ കൺട്രോളിലായിരുന്നു ഉണ്ടായിരുന്നത്. ദ ആക്ട് ഓഫ് യൂണിയൻ 707, അതായത് 1707, അതായത് 1707 റിസൾട്ടഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറഞ്ഞു നോക്കേണ്ടത്. അതായത് ഗ്രേറ്റ് ബ്രിട്ടന്റെ കീഴിൽ യുണൈറ്റഡ് കിങ്ഡം ഉണ്ടായി വരികയാണ്. ഇൻ 1801, അതായത് 1801 അയർലൻഡ് വാസ് ഫോഴ്സിബിളി ടേക്കൺ ബൈ ദ ബ്രിട്ടീഷ് ആഫ്റ്റർ ദ ഫെയിൽഡ് റെവല്യൂഷൻ എന്ന് പറഞ്ഞു നോക്കേണ്ടത്. ഈ പറഞ്ഞ ഫെയിൽഡ് റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് അയർലൻഡ് എന്ത് ചെയ്തു? ആര് പിടിച്ചെടുക്കുകയാണ്? ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, റെഡി, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. സർ, പഠിച്ചു മാർക്ക് കിട്ടാൻ ഈ സ്ലൈഡ് മതിയോ? മതി. ഇത് പഠിച്ചാൽ മതിയോ? മതി. യെസ്, ഓക്കെ, റെഡി, സെറ്റ്. അപ്പോൾ എ ന്യൂ ബ്രിട്ടീഷ് നേഷൻ വാസ് ഫൗണ്ടഡ് ത്രൂ ദ പ്രൊപ്പഗേഷൻ ഓഫ് ഡോമിനന്റ് ഇംഗ്ലീഷ് കൾച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് കൾച്ചറിൻ്റെ ഒരു ഡോമിനൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുക, ബ്രിട്ടീഷുകാരുടെ ഒരു ഡോമിനൻസും കാര്യങ്ങളും കാണുക. വെൻ ആൻ ആബ്സ്ട്രാക്ട് ഐഡിയ, ഫോർ ഇൻസ്റ്റൻസ് ഗ്രീഡ്, എൻവൈ, ഫ്രീഡം, ലിബർട്ടി ആൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ത്രൂ എ പേഴ്സൺ ഓർ എ തിങ്, ഇറ്റ് ഈസ് സിംബോളിക് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ ആഗ്രഹങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ എൻവി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രീഡം ആയിക്കോട്ടെ, എല്ലാം എന്താണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ എക്സ്പ്രസ്ഡ് ആണ്. ഇറ്റ് ഈസ് സിംബോളിക് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി, മരിയാൻ, ജർമ്മനിയൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെയൊക്കെ ഒരു എന്താ പറയുക, ഒരു സ്ത്രീകളുടെ ഒരു ഇമോഷൻ വൈസ് നമ്മൾ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നതിൽ നമ്മൾ കാണുന്ന ഒരു സ്ത്രീയുടെ ഒരു മുഖമാണ് അല്ലേ, സ്വാഭാവികമായിട്ട് അമേരിക്കയിലാണ്. മരിയാൻ എന്ന് പറയുന്നത് ഫ്രാൻസിലുള്ള ഒരു സാധനമാണ്. ഓക്കെ, ഫ്രാൻസിലുള്ള ഒരു എന്താ പറയുക, ഒരു ശില്പമാണ്, അല്ലെങ്കിൽ ഒരു പ്രതിബിംബമാണ്, ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇനി ഇവിടെ ജർമ്മനിയിൽ വരുമ്പോൾ ജർമ്മനി ആണെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. സ്വാഭാവികമായിട്ട് ഇവരൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന സാധനമാണ് ഈ പറഞ്ഞിട്ടുള്ള ഗ്രീഡ് ആയിക്കോട്ടെ, എൻവൈ ആയിക്കോട്ടെ, ഫ്രീഡം ആയിക്കോട്ടെ, ലിബർട്ടി ഒക്കെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ഒരു ഇമോഷനുമായിട്ട് കണക്ട് ചെയ്ത് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്ത്യയുടെ കേസ് വരുമ്പോൾ നമ്മൾ ഇന്ത്യനെ എന്തായിട്ടാണ് പറയുന്നത്? ഇന്ത്യ മൊത്തത്തിൽ നമ്മൾ കാണുമ്പോൾ ഭാരത് മാത എന്നാണ് നമ്മൾ പറയാറുള്ളത്. മാത അഥവാ മാതാവ്, അമ്മ എന്നാണ് പറയാറുള്ളത്. ലാൻഡ്, ഓക്കെ, എന്നാണ് പറയാറുള്ളത്. ഓക്കെ, സ്വാഭാവികമായിട്ട് എന്താണ് ഈ പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീയമായിട്ടാണ് എപ്പോഴും നമ്മൾ ലാൻഡിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ളൊരു ദേശീയതയെ നമ്മൾ കാണുക. സെൻറ്റിമെൻ്റലാണ്. ഓക്കെ, കുറച്ചും കൂടെ എന്താണ് സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ കാണുക എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി എവിടെ കാണാൻ പറ്റുക, അതെന്താണ്, അല്ലെങ്കിൽ മരിയാൻ ഏത് രാജ്യമാണ്, അല്ലെങ്കിൽ ജർമ്മനിയിലാണ് ആര് കാണാൻ പറ്റുക, ജർമ്മനിയ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കാണാൻ പറ്റുക. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അലിഗോറീസ് ആണ് ഇല്ലേ, എല്ലാ അലിഗോറീസ് ആണ്, കറക്റ്റാണ് കേട്ടോ, എല്ലാം അലിഗോറീസ് ആണ്. അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണും കേട്ടോ. ഇനി വിഷ്വലൈസിങ് ദ നേഷൻ, ഇതാണ് സാർ പറഞ്ഞ അലിഗോറി എന്ന് പറഞ്ഞുള്ള സംഭവം. അതായത് എ ഫീമെയിൽ ഫിഗർ, എല്ലാത്തിലും ഒരു ഫീമെയിൽ ഫിഗറിനെ നമുക്ക് കാണാൻ പറ്റും. ദ ഫീമെയിൽ ഫോം ദാറ്റ് വാസ് ചൂസൺ ടു പേഴ്സണിഫൈ ദ നേഷൻ ഡിഡ് നോട്ട് സ്റ്റാൻഡ് ഫോർ എനി പെർട്ടിക്കുലർ വുമൻ ഇൻ റിയൽ ലൈഫ്, റാദർ ഇറ്റ് സോട്ട് ടു ഗിവ് ദ ആബ്സ്ട്രാക്ട് ഐഡിയ ഓഫ് ദ നേഷൻ ഇൻ കോൺക്രീറ്റ് ഫോം എന്ന് പറഞ്ഞു നോക്കണം. അതായത് നമുക്കൊരു ആശയമുണ്ട്, നമുക്കൊരു കാര്യം അറിയാം, അത് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഫീമെയിൽ ഫിഗർ വെച്ചിട്ടായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അതിനൊരു എക്സാമ്പിളാണ് ഈ പറഞ്ഞ ഫ്രാൻസ് ദ ഗ്രിഗറി വാസ് ക്രിസ്ത്യൻ ആസ് മരിയാൻ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ജർമ്മനി ഒരു എക്സാമ്പിളാണ്. ഇതൊക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കുന്നത് നാഷണലിസം ആൻഡ് ഇമ്പീരിയലിസം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അവിടെ നിങ്ങൾ കണ്ടാൽ മതി, ലാസ്റ്റ് ഭാഗങ്ങളിലാണ് ഈ ചാപ്റ്ററിൻ്റെ. അവിടെ ഈ പറഞ്ഞിട്ടുള്ള ബാൾക്കൻ കംപ്രൈസ്ഡ് മോഡേൺ ഡേ റൊമേനിയ എന്താ പറഞ്ഞു നോക്കുന്നത്, ബാൾക്കൻ റീജിയൻ എന്ന് പറഞ്ഞ റീജിയൻ ഉണ്ട്, ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് കാണുന്ന കുറച്ച് രാജ്യങ്ങളാണ് റൊമേനിയ, ബൾഗേറിയ, അൽബേനിയ, ഗ്രീസ്,
മെസിഡോണിയ, അതുപോലെ തന്നെ ക്രൊയേഷ്യ, ബോസ്നിയ, ഹെർസ്ഗോവിനിയ ആൻഡ് സ്ലൊവേനിയ, അതുപോലെ തന്നെ സെർബിയ പോലുള്ള രാജ്യങ്ങളൊക്കെ, മോണ്ടൻഗാരോ പോലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ബാൽക്കൻ റീജിയൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റും. ഈ ബാൽക്കൻ റീജിയൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമുള്ള പ്രദേശങ്ങൾ, അതായത് ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. സ്വാഭാവികമായിട്ട് ബാൽക്കൻ വാസ് എ റീജിയൻ ഓഫ് ജോഗ്രഫിക്കൽ ആൻഡ് എത്നിക് വേരിയേഷൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഓട്ടോമൻ എംപയർ എന്ന് പറഞ്ഞു നോക്കുന്നത്. അതായത് ഓട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരിക്കും നമുക്ക് ഇവരെയൊക്കെ കാണാൻ പറ്റുക. The idea of romantic nationalism made this region very explosive എന്ന് പറഞ്ഞു. അതായത് ഈ പറഞ്ഞ നാഷണലിസം അഥവാ ഈ പറഞ്ഞ റൊമാൻറ്റിക് നാഷണലിസം എന്ത് ചെയ്തു, ഇവർക്കിടയിൽ എന്ത് ചെയ്യും, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഇവരുടെ ഇടയിൽ തന്നെ എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ദ ബാൾക്കൻ സ്റ്റേറ്റ്സ് വെർ ഫിയേഴ്സ്ലി ജലസ് ഓഫ് സച്ച് അതർ ഈച്ച് അതർ. അതായത് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ രാജ്യം റൊമാനി വിചാരിക്കുകയാണ് ബൾഗേറിയനെ കീഴടക്കാം, ബൾഗേറിയ വിചാരിക്കുകയാണ് അൽബേനിയനെ കീഴടക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉള്ളിൽ കൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ജലസാണ്, ഒരു ജലസ് ടൈപ്പ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. They hope to gain more territory at the expenses of each other. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ടെറിട്ടറി സ്പ്രെഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ടെറിട്ടറി കുറച്ചും കൂടെ വിപുലമാക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ യൂറോപ്യൻ പവേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ബാൽക്കൻ റീജിയനിൽ വന്നിട്ട് ഇവരുടെ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇവർക്കൊരു പ്രശ്നമുണ്ട്, അപ്പോൾ അതിന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാന്ന് വെച്ചിട്ട് യൂറോപ്യൻ പവേഴ്സ് ആയിട്ടുള്ള ബ്രിട്ടൻ ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, ഇവരെന്ത് ചെയ്തു, ഇവരെ തമ്മിലടിപ്പിച്ചിട്ട് അവസാനം അത് എന്തിലേക്ക് നയിച്ചു എന്ന് അറിയാം, ഈ പറഞ്ഞ വേൾഡ് വാറിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. എന്തിലേക്ക് നയിച്ചു, വേൾഡ് വാർ അഥവാ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് അത് നയിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള വേൾഡ് വാർ 1 എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് വർഷം എന്നറിയാം, 1914 ഈ സംഭവം എത്തിച്ചേർന്നു. 1914 ആ വേൾഡ് വാർ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഈ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ് ബാൽക്കൻ റീജിയനിൽ നടന്നിട്ടുള്ള ഈ ഒരു പ്രശ്നം. ഓക്കെ, അപ്പോൾ 1918 വരെയാണ് വേൾഡ് വാർ നടന്നിട്ടുള്ളത് കേട്ടോ, 14 മുതൽ 18 വരെ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എൻഡ് ആവുകയാണ് മകളെ. നമ്മുടെ രണ്ടാമത്തെ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രിന്റ് കൾച്ചർ ആൻഡ് മീഡിയ, ഈ പ്രിന്റ് കൾച്ചർ ആൻഡ് മോഡേൺ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലേക്ക് നമ്മൾ പതുക്കെ കടക്കാണ് കേട്ടോ. ഹിസ്റ്ററി മാത്രമേ കുറച്ച് ടൈം എടുത്ത് നമുക്ക് പറയാനുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് വേഗം പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഹിസ്റ്ററി മാത്രം കുറച്ചൊന്ന് നിങ്ങളൊന്ന് ടൈം എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ശ്രീഹരി കിട്ടൂടോ, സെറ്റാണ്. ഓക്കെ, അതിന് മുന്നേ സാർ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കളെ, നിങ്ങൾ പ്ലസ് 1ലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഗൈഡുണ്ട്, എല്ലാ വിഷയങ്ങളുടെയും ഗൈഡും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ ഗൈഡ് നിങ്ങൾക്ക് ഫ്രീ പറഞ്ഞല്ലോ ഓഫർ പ്രൈസിന് കിട്ടുകയാണെങ്കിൽ ഓക്കെ, അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം. വിളിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഗൈഡ് നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, പ്രിന്റ് കൾച്ചർ ആൻഡ് മോഡേൺ വേൾഡ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് പ്രിന്റഡ് ബുക്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനീഷ്യൽ ഫോമിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഹാൻഡ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റമാണ് നമ്മൾ ആദ്യം കാണുക. അതായത് ഈ പറഞ്ഞിട്ടുള്ള കൈ കൊണ്ട് ഇങ്ങനെ കുത്തി വരയ്ക്കുന്ന പരിപാടിക്കാണ് ഹാൻഡ് പ്രിന്റിംഗ് എന്ന് പറയാം. അത് നമുക്ക് എവിടെ കാണാൻ പറ്റുക, ചൈനയിലും ജപ്പാനിലും കൊറിയയിലേക്ക് നമ്മൾ കാണാൻ പറ്റുക. എവിടെയൊക്കെ നമ്മൾ കാണാൻ പറ്റുക, ചൈന, ജപ്പാൻ, കൊറിയ പോലുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പ്രിന്റഡ് ബുക്സിൻ്റെ ഒരു ഫസ്റ്റ് പ്രാക്ടീസ് നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇങ്ക്ഡ്, വുഡൻ ബ്ലോക്സ്, ഇവരെങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടി കഷ്ണത്തിൽ ഈ പറഞ്ഞിട്ടുള്ള മാർക്ക് ചെയ്തിട്ട് ഓരോ അക്ഷരങ്ങൾ എന്ത് ചെയ്തു, മഷിയിൽ മുക്കുന്നു കുത്തുന്നു, ഡിം 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 ഡിം. ഇതാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, ആദ്യ കാലങ്ങളിൽ ചെയ്തിട്ടുള്ളത്. ആൽഫബറ്റ്സ് ആയിരുന്നു അതിൽ കാർവ് ചെയ്തിട്ടുണ്ടായിരുന്ന. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള പേപ്പറിൽ റബ്ബ് ചെയ്തിട്ട് അതിൽ ചെയ്തിട്ടുണ്ടാവുക. പോറസ് ആണ്, അതായത് ഈ കടലാസ് കഷ്ണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഇവർ മുക്കി ഒട്ടിക്കുന്ന സാധനമില്ലേ, അതായത് അച്ചടിക്കുന്ന പേപ്പറില്ലേ, അത് പോറസ് ആണ്. പോറസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ തിന്നായിട്ടുള്ള ലെയറുള്ള സാധനമാണ്. എപ്പോൾ വേണമെങ്കിൽ കീറിപ്പോവാം, ചിലപ്പോൾ പറഞ്ഞു പോവാം, ചിലപ്പോൾ പാറിപ്പോവാം. അത്രത്തോളം എന്താണ് തിന്നായിട്ടുള്ള ലെയർഡായിട്ടുള്ള സാധനത്തിനാണ് നമ്മൾ പോറസ്, അതായത് സുഷിരങ്ങളുള്ള സാധനം എന്ന് പറയില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ 2-sided പ്രിന്റിംഗ് കനോട്ട് ബി പബ്ലിഷ്, അതായത് ഒരു സൈഡിൽ അടിച്ചു കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ അടിക്കാൻ പറ്റില്ല, മഷി പാടരും. ഓക്കെ, സ്വാഭാവികമായിട്ട് ഒരു സൈഡ് മാത്രമേ ഇവർ അച്ചടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സച്ച് ബുക്സ് ആർ കോൾഡ് അക്കോർഡിയൻ ബുക്സ്. ഈ കാണുന്ന ബുക്കിൽ ഒരു സൈഡ് മാത്രം ഇങ്ങനെ അച്ചടിച്ച് വരുന്ന സാധനത്തിനെയാണ് നമ്മൾ അക്കോർഡിയൻ ബുക്സ് എന്ന് വിളിക്കുക. ചിലപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സച്ച് ബുക്സ് ആർ കോൾഡ് അക്കോർഡിയൻ ബുക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ റെഡി, യെസ്, ഓൺലി വൺ സൈഡ് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ ഈ ചൈനയിൽ എങ്ങനെയാണ് പ്രിന്റിംഗ് കാര്യങ്ങളും വന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ. 16ാമത്തെ സെഞ്ചുറിയിൽ ലാർജ് സ്കെയിൽ പ്രിന്റിംഗ് നടക്കുന്നുണ്ടായി. അതായത് ഈ പറഞ്ഞ ചൈനയിൽ ലാർജ് സ്കെയിൽ പ്രിന്റിംഗ് നടന്നു. ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും എക്സാമിനേഷൻസ് ലൈക്ക് സിവിൽ സർവീസ് പോലുള്ള സാധനങ്ങളൊക്കെ ചൈനയിൽ നടന്നിട്ടുണ്ടായിരുന്ന ഈ സമയത്ത് ഗ്രാജുവലി അതർ പ്രിന്റിംഗ് മാറ്റേഴ്സ് ബിക്കം അവൈലബിൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞിട്ടുള്ള സിവിൽ സർവീസ് എക്സാമിനേഷൻ പോലുള്ള എക്സാം ആയിക്കോട്ടെ, ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, അതിലുപരി നോവൽ, കഥ, കവിത പോലുള്ള സാധനങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാവാൻ തുടങ്ങി. സ്റ്റോറീസ്, ഫിക്ഷൻ, നോവൽസ്, പോയട്രീസ്, ഓട്ടോബയോഗ്രഫീസ് പോലുള്ള സാധനങ്ങളൊക്കെ ഈ സമയത്ത് അവർ പിന്നീട് അച്ചടിച്ചിറക്കാൻ ഈ പറഞ്ഞ പ്രിന്റ് ചെയ്തിറക്കാൻ വേണ്ടിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ആൻഡ് ട്രേഡ് ഇൻഫോ വാസ് പബ്ലിഷ്ഡ് യൂസ്ഡ് ബൈ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രേഡേഴ്സിൻ്റെ ഒരു ട്രേഡ് ഇൻഫോം കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, പബ്ലിഷും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. റൈസ് ഓഫ് ദ പോപ്പുലേഷൻ ഡിമാൻഡ് ഇൻക്രീസസ് ഫോർ മോർ പ്രിന്റഡ് മെറ്റീരിയൽസ്. അപ്പോൾ ആളുകൾ
വായിക്കാൻ തുടങ്ങി. ആളുകൾ വായനശീലം കൂടിയപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് എന്ത് ചെയ്തു, വീണ്ടും വീണ്ടും വായിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഹരിസാർ വായിക്കുന്ന ഒരു പുസ്തകമാണ്, ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് മരണവംശം എന്നാണ് ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ പേര്. ഹരിസാർ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ പേരാണ് മരണവംശം എന്നുള്ളത്. ആ മരണവംശം വായിച്ച് തീരുമ്പോഴത്തേക്ക് എനിക്ക് ഉറപ്പായിട്ടും അത് എഴുതിയ ആളുടെ വേറൊരു പുസ്തകം കൂടെ വായിക്കാൻ എൻ്റെ ഉള്ളിൽ തോന്നും. ബിക്കോസ് അത്ര അടിപൊളിയായിട്ടാണ് ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, വായന എന്താണെന്ന് അറിയാത്ത ആളുകൾ, വായിച്ച് തുടങ്ങുന്ന സമയത്തുള്ള ആളുകൾ, സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് ചെയ്തു, വീണ്ടും 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 സാധനങ്ങൾ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വായിക്കാനുള്ളൊരു ത്വര അവരുടെ ഉള്ളിലേക്ക് ഉണ്ടായി വരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ നീഡ് ടു പബ്ലിഷ് ക്വിക്കർ വെസ്റ്റേൺ ടെക്നിക്സ് ആൻഡ് പ്രോസസ് വെയർ ഇൻട്രൊഡ്യൂസ് ഇൻ ചൈന. അപ്പോൾ ആളുകളുടെ ആവശ്യം കൂടുന്നതിനനുസരിച്ച് ചൈനക്കാർ എന്ത് ചെയ്തു, അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ വെസ്റ്റേൺ ടെക്നിക്സും കാര്യങ്ങളൊക്കെ അവർ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. ഓക്കെ സാർ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് സാർ ഇടുക. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ സാർ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. നിങ്ങൾ ഇവിടെ കണ്ടാൽ മനസ്സിലാവും, സാർ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് യെല്ലോ കളറിൽ. അത് മാത്രമാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇവിടെ നിങ്ങൾ എല്ലാം ഒന്ന് പഠിക്കേണ്ട കാര്യമില്ല, എന്താണ് ഇമ്പോർട്ടൻസ് അവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പിടിച്ചോളൂ, എമർജൻസ് ഓഫ് ന്യൂ റീഡിംഗ് ക്ലാസ് ഇൻ ചൈന. അങ്ങനെ ആളുകളുടെ ആവശ്യം കൂടി, ആളുകൾക്ക് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ന്യൂ റീഡിംഗ് ക്ലാസ് ഉണ്ടായി. ചൈനയിൽ എന്ത് സംഭവിച്ചു, പുതുതായിട്ടൊരു റീഡിംഗ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അതായത് ഒരു വിഭാഗം ആളുകൾക്ക് വായന മാത്രമായിട്ടുള്ള ആളുകൾ ഉണ്ടാവാൻ തുടങ്ങി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഷാങ്ഹായ് ബിക്കം ദ ഹബ് ഓഫ് ദി ന്യൂ പ്രിന്റ് കൾച്ചർ. എന്താ പറഞ്ഞു വെക്കുന്നത്, ഷാങ്ഹായ് എന്ന് പറയുന്നത് ഒരു പ്രിന്റ് കൾച്ചറിൻ്റെ ഒരു ഹബ്ബായിട്ട് മാറി എന്ന് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, പ്രിന്റ് കൾച്ചറിൻ്റെ ഹബ്ബായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം പുസ്തകങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായിട്ട് എന്ത് മാറി, ഷാങ്ഹായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം മാറി. ഇനി ജപ്പാനിൽ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജപ്പാനിൽ പ്രിന്റിംഗ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ AD 768 ആൻഡ് 770 എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ബുദ്ധിസ്റ്റ് മിഷണറീസ് ആണ് ഈ ജപ്പാനിൽ ഈ സംഭവം ആദ്യം കൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ചൈനയിൽ നിന്ന് ജപ്പാനിലേക്ക് പോകുന്നവരാണ്. ഇവരാണ് ഡയമണ്ട് സൂത്ര എന്ന് പറഞ്ഞൊരു ബുക്ക് ജപ്പാനിൽ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് ബുക്ക് ഇൻ ജപ്പാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ദാറ്റ് ഈസ് ഡയമണ്ട് സൂത്ര. അത് ആര് ചെയ്തത്, ഈ പറഞ്ഞ ബുദ്ധിസ്റ്റ് മിഷണറീസ് ആണ് ചെയ്തത്. അത് AD 868 അത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. ഹാൻഡ് പ്രിന്റ്സ് വേറെ കോമൺ സൈറ്റ് ഇൻ ജാപ്പനീസ് മാർക്കറ്റ്. ഈ പറഞ്ഞിട്ടുള്ള ഹാൻഡ് പ്രിന്റ്സ് ആണ് ജാപ്പനീസ് മാർക്കറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുക. സ്റ്റോറീസും പോയട്രീസും പെയിന്റിങ്സ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്കവിടെ കാണാൻ പറ്റും. ബുക്ക്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. മാനേഴ്സ്, എറ്റിക്വേറ്റ്, കുക്കിംഗ് ആൻഡ് മെനി മോർ എന്ന് പറഞ്ഞു നോക്കേണ്ടത്. അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർ പറയാണ് മാനേഴ്സ്, നല്ല നടപ്പിന് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ, എറ്റിക്വേറ്റ് അതായത് എങ്ങനെ പെരുമാറണം എന്നുള്ള പുസ്തകങ്ങൾ, കുക്കിംഗ് പാചകം, അതുപോലെ തന്നെ മെനി മോർ. ഇത് നടക്കുന്നത് പുരാതന കാലമെന്ന് വിചാരിക്കണം. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത്. ഇന്നിങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ ഇറക്കുന്നവൻ്റെ കാല് തല്ലി ഓടിക്കണം. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കുക്കിംഗ് ക്ലാസ്സിന് ബുക്ക് ഇറക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക ഓരോ കാര്യത്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അതിൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. സ്വാഭാവികമായിട്ടും ഇത് അന്ന് ഇറക്കിയതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇന്ന് ഇറക്കി കഴിഞ്ഞാൽ ഓക്കെ. പെയിൻറ്റിങ് ബിക്കെയിംസ് ഫേമസ് ഇല്ലസ്ട്രേറ്റഡ് ആൻഡ് എലഗൻറ്റ് അർബൻ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ നാട്ടിൽ ജപ്പാനിൽ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ എഴുത്ത് മാത്രമല്ല, ഒരുപാട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അർബൻ കൾച്ചറും കാര്യങ്ങളും കാണുന്നുണ്ട്. പെയിൻറ്റിങ് എന്ന് പറയുന്നത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് പ്രിന്റ് ഇൻ യൂറോപ്പ്. അതായത് പെയിൻറ്റിങ്ങിൻ്റെ കാര്യം വരികയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ജപ്പാനിൽ ഒരുപാട് നമ്മളൊരു പെയിൻറ്റിങ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ജപ്പാനിൽ അന്നുണ്ടായിരുന്നൊരു അവസ്ഥ എന്താണ്, ഒരു സാമ്പത്തികപരമായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള അവസ്ഥ എന്താണ് നമുക്ക് എന്ന് ആ സമയത്ത് മനസ്സിലാവും. ഓക്കെ, സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് പ്രിന്റ് ഇൻ യൂറോപ്പ് എന്താണെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ ഓഫ് ചൈനീസ് പേപ്പർ ടു യൂറോപ്പ് എന്ന് പറഞ്ഞു വെക്കുന്നത്. എന്താ പറഞ്ഞു വെക്കുന്നത്, ഈ പറഞ്ഞ ചൈനീസ് പേപ്പർ യൂറോപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കുക. ദേ മെയ്ഡ് മെനുസ്ക്രിപ്റ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്കിൽഡ് ആൻഡ് ഹാൻഡ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ മെനുസ്ക്രിപ്റ്റ്സും കാര്യങ്ങളും ചെറിയ ചെറിയ മെനുസ്ക്രിപ്റ്റ്സ് ഉണ്ട്, ഒരുപാട് നോട്ട്സ്, ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എഴുതിയുള്ള സാധനത്തിനാണ് നമ്മൾ മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുക. വിത്ത് ഹെൽപ്പ് ഓഫ് സ്കിൽഡ് ഹാൻഡ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല കഴിവുള്ള എഴുത്തുകാർ, നല്ലോണം കൈ എഴുത്താൻ പറ്റുന്ന ആളുകൾ. സ്ക്രൈബ് എന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞു കൊടുത്തിട്ട് വേറൊരാൾ എഴുതുന്നതാണ് നമ്മൾ സിമ്പിളായിട്ട് സ്ക്രൈബുകൾ എന്ന് പറയാം കേട്ടോ. സോ ആയിട്ട് നിങ്ങൾ മനസ്സിലേക്ക് വരിക. ഈ പറഞ്ഞ ഇനീഷ്യലി ദി സ്കിൽഡ് വർക്കേഴ്സ് വെർ അവൈലബിൾ ഓൺലി ടു അരിസ്റ്റോക്രാറ്റ്സ് ആൻഡ് ദെയർ വെർ എക്സ്പെൻസീവ് ടു എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് ആദ്യകാലങ്ങളിൽ ഈ പറഞ്ഞ അരിസ്റ്റോക്രാറ്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പൈസയുള്ള ആളുകൾക്ക് മാത്രമേ ഇവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇവർ കുറച്ച് കോസ്റ്റ്ലിയാണ്, സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സാണ്. അപ്പോൾ ഇവരെന്താണ് കുറച്ച് കോസ്റ്റ്ലി ആണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഇൻട്രൊഡക്ഷൻ ഓഫ് പേപ്പർ ക്രിയേറ്റഡ് മെനി മാനുസ്ക്രിപ്റ്റ്സ് ആൻഡ് എക്സ്പോർട്ടഡ് ദം ടു ഡിഫറെൻറ്റ് പ്ലേസസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഒക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് ഈ മാനുസ്ക്രിപ്റ്റ്സും കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ പേപ്പറും കൊണ്ട് ഉണ്ടാക്കിയിട്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സ്ക്രൈബ്സ് ഫൗണ്ട് എംപ്ലോയ്മെന്റ് നോട്ട് ഓൺലി വിത്ത് വെൽത്തി പീപ്പിൾ ബട്ട് ഓൾസോ ബൈ ബുക്ക് സെല്ലേഴ്സ്. അങ്ങനെ എന്ത് സംഭവിച്ചു, ഈ പറഞ്ഞിട്ടുള്ള ബുക്ക് സെല്ലേഴ്സിനും എന്ത് ചെയ്തു, സ്ക്രൈബ്സിന് പണി അതായത് എംപ്ലോയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക. സർ മോട്ടിവേഷൻ പ്ലീസ്. പഠിക്കുക, പഠിച്ചില്ലെങ്കിൽ പോയി, ദാറ്റ് ഇസ് എ ഫാക്റ്റ്. തിരിഞ്ഞു നോക്കുമ്പോൾ, കണ്ണാടി നോക്കുമ്പോൾ നീ എന്താടാ പഠിക്കാത്തത് നിന്നോട് തന്നെ നീ ചോദിക്കും. അപ്പോൾ ഒരു ഉത്തരമില്ലാണ്ട് നിന്ന് കഴിഞ്ഞാൽ പണിയായി. അതുകൊണ്ട് സ്വന്തം കണ്ണാടി മുന്നിലുണ്ടെങ്കിൽ നോക്കുക, നോക്കിയിട്ട് ചോദിക്കുക നീ പഠിച്ചോ,
പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ നീ എന്താ അവസ്ഥ എന്ന് ചോദിച്ചു നോക്കുക. തിരിച്ചു വരുന്ന റിപ്ലൈ നീ ഒന്നും പഠിച്ചില്ല എന്നാണെങ്കിൽ ഒന്നും പഠിച്ചില്ല. ഇനി നീ എന്തെങ്കിലും പഠിച്ചു, നീ കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ട്, അത് മതി, സെറ്റാണ്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നീ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളെ ഭാഗത്ത് നിന്ന് കണ്ണാടി നോക്കുമ്പോൾ തിരിച്ച് നിങ്ങളെ സെൽഫ് തന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ യു ആർ ഗ്രേറ്റ്. ഇല്ലേച്ച തീർന്ന്, ഇല്ലേച്ച മാർക്ക് പോയി. ഫാക്റ്റാണ് പറയണം. എനിക്ക് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാറേ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ലേ സാർ, ഞാൻ മോട്ടിവേഷനല്ലേ ചോദിച്ചുള്ളൂ, പേടിപ്പിക്കല്ലേ. നോ, ദാറ്റ്സ് എ ഫാക്റ്റ്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് പഠിച്ചില്ലെങ്കിൽ മാർക്ക് പോകുന്നുള്ളത് അതൊരു യൂണിവേഴ്സൽ ലോയാണ്. ഒരു കാര്യം പഠിച്ചില്ലെങ്കിൽ മാർക്ക് ഉണ്ടാവില്ല, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, കണ്ണാടി ചെന്നൊന്ന് ചോദിച്ചു നോക്ക്. ഇപ്പം നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കല്ലേ, ഒന്ന് ചെന്നിട്ട് കണ്ണാടി ചെന്നിട്ട് വല്ലതും പഠിക്കണ്ട എന്നൊന്ന് ചോദിച്ചു നോക്ക്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സാധനം വരും, പഠിക്കുന്നില്ല, അപ്പോൾ പഠിക്കാനുള്ളൊരു സാധനം വരും. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് മനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഓക്കെ, അതായത് മനുസ്ക്രിപ്റ്റ്സിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാ പ്രശ്നങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. സ്വാഭാവികമായിട്ട് കോപ്പിംഗ് വാസ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് കോപ്പി ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം. അതങ്ങനെ പെട്ടെന്നൊന്നും നടക്കുന്ന കേസല്ല. ഓക്കെ, അതായത് ഇതിങ്ങനെ ഉണ്ടാക്കി എഴുതി പറ്റൂല. അപ്പോൾ ടൈം കൺസ്യൂമിങ് ആൻഡ് ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് എന്താ പറയുന്നത്, കുറേ സമയം എടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പം തന്നെ അതെന്താണ്, ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു സാധനം, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ എന്നാണ് ഹെർക്കൂലിയൻ ടാസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ടു ക്യാരി അറൗണ്ട് ഈസിലി, അതായത് വല്ലാണ്ട് ഈ പറഞ്ഞിട്ടുള്ള സാധനം എടുത്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിൽ തകർന്ന് തരിപ്പണാവാം, ഇല്ലാണ്ടായിപ്പോൾ തൊട്ടാൽ ചിലപ്പോൾ പൊട്ടും. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ. അതായത് മനുസ്ക്രിപ്റ്റ്സ് എപ്പോഴും എന്താണ്, ഫ്രജൈൽ ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ മനുസ്ക്രിപ്റ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മനുസ്ക്രിപ്റ്റ്സും കാര്യങ്ങളൊക്കെ വിത്ത് ദ ഗ്രോയിങ് ഡിമാൻഡ് ഫോർ ബുക്സ് മനുസ്ക്രിപ്റ്റ്സ് വെയർ ഇൻസഫിഷ്യൻറ്റ് ടു ഫുൾഫിൽ ദ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ആളുകളുടെ ആവശ്യങ്ങൾ പാലിക്കാത്ത അല്ലെങ്കിൽ ആളുകളുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പിന്നീട് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ സർ, അന്നേരം വുഡൻ ബ്ലോക്ക് പ്രിൻറ്റിങ് അല്ലേ? അതെ കേട്ടോ. ഓക്കെ, ഇൻ 2095 1295 അതായത് 1295 മാർക്കോ പോളോ ഇൻട്രൊഡ്യൂസ്ഡ് വുഡ് ബ്ലോക്ക് പ്രിൻറ്റിങ് ഇൻ ഇറ്റലി. അങ്ങനെ പതുക്കെ വുഡ് ബ്ലോക്ക് ആദ്യമായിട്ട് കണ്ടിട്ടുള്ള ചൈനയും കൊറിയയും ജപ്പാനിൽ നിന്നും മാർക്കോ പോളോ എന്ന് പറഞ്ഞ സഞ്ചാരി, ഒരു യാത്രികനുണ്ട്, അദ്ദേഹം എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഇറ്റലിയിലേക്ക് ഈ സാധനങ്ങളൊക്കെ എത്തിക്കുകയാണ്. ഇറ്റലി എവിടെയാണ്? യൂറോപ്പിലാണ്. ഇറ്റ് സ്പ്രെഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ വേൾഡ്. പതുക്കെ എന്ത് ചെയ്യും, ലോകം മുഴുവനാക്കി ഈ പറഞ്ഞിട്ടുള്ള വേൾഡിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. സൂൺ വുഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് ബിക്കേം വൈഡ്ലി യൂസ്ഡ് ടു പ്രിൻറ്റ് ബുക്സ്, ടെക്സ്റ്റൈൽസ്, പിക്ചേഴ്സ് ആൻഡ് മച്ച് മോർ എന്ന് പറഞ്ഞു നോക്കുന്നത്. അതായത് അതിനുശേഷം പ്രിൻറ്റ് ബുക്ക്, ടെക്സ്റ്റൈൽസും പിക്ചേഴ്സും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിട്ടുള്ള വുഡ് ബ്ലോക്കിൻ്റെ കേസിൽ കാണാൻ പറ്റും. ഓക്കെ, കാണാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അത് യൂറോപ്പിൽ വന്ന കേസാണ്. ആദ്യം എവിടെ കണ്ടിരുന്നത്? ജപ്പാനിലും കൊറിയയിലും ചൈനയിലൊക്കെ നമ്മൾ കണ്ടില്ലേ. അതുകൊണ്ടാണ് അവിടെ നീ പറഞ്ഞ മാർക്കോ പോളോയാണ് കൊണ്ടുവരുന്നത് എങ്ങോട്ട്, യൂറോപ്പിലേക്ക്. അതുകൊണ്ടാണ് യൂറോപ്യൻസ് ആദ്യമായിട്ട് ഇവിടെ കാണുന്നത്. ഓക്കെ, ഗുട്ടൻബർഗ് ആൻഡ് ദി പ്രിന്റിംഗ് പ്രസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഹി ഹാഡ് സീൻ ഒലീവ് ആൻഡ് വൈൻ പ്രോസസ് വൈൽ ഹി ഗ്രോയിങ് അപ്പ്. അതായത് വളരുന്നതിനനുസരിച്ചിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഗുട്ടൻബർഗ് എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം കണ്ടിരുന്നത് ഒലീവ് ആൻഡ് വൈൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു. ബിക്കേം എ ഗോൾഡ് സ്മിത്ത്, അതായത് അദ്ദേഹത്തിന് സ്വർണ്ണപ്പണിക്കാരനാവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ട്വിസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ സ്വർണ്ണപ്പണിക്കാരനായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലെഡ് മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടി, അതായത് മോൾഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർണ്ണം കുഴിച്ച് ഈ പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കൂലേ, ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയൊക്കെ എടുക്കില്ല, അതേപോലത്തെ സാധനമാണ് ലെഡ് മോൾഡ് എന്ന് പറയുന്നത്. ഈ ലെഡ് മോൾഡ് വെച്ചിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം അക്ഷരങ്ങൾ അതിൽ പ്രിൻറ്റ് ചെയ്യാൻ തുടങ്ങി. ക്രിയേറ്റിംഗ് ദ പ്രിൻറ്റിംഗ് പ്രസ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായി. സ്വഭാവമായിട്ട് അദ്ദേഹത്തിൻ്റെ നോളജ് വെച്ചിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ആൽഫബറ്റ്സ് ആണ് പിന്നീട് ഈ പറഞ്ഞിട്ടുള്ള ലെഡ് മോൾഡിലേക്ക് കാർവ് ചെയ്തത്. ദെൻ അദ്ദേഹം ആദ്യമായിട്ടൊരു പുസ്തകം എന്ത് ചെയ്യാണ്, പ്രിൻറ്റ് ചെയ്തെടുക്കുകയാണ് 1448 1448. ദാറ്റ് ഈസ് ദി ബൈബിൾ. ഓക്കെ, പബ്ലിഷ്ഡ് 180 കോപ്പീസ് ഇൻ 3 years. അതായത് 3 കൊല്ലം കൂടിയിട്ട് അദ്ദേഹം ഏകദേശം 180 കോപ്പി മാത്രമേ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഇവിടെ ടെക്നോളജി ഉണ്ടായി വരുന്നേ ഉള്ളൂ. അത് 3 കൊല്ലത്തിനിടയിൽ ഏകദേശം 180 കോപ്പീസോളം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. Later, the more developed printing press came. Many books were published. Hand printing to automated printing made a print revolution, though it did not entirely stop hand printing എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞിട്ടുള്ള പ്രിൻറ്റിംഗ് വന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് ഹാൻഡ് പ്രിൻറ്റിംഗ് ഇല്ലാണ്ടായെന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ട് ഹാൻഡ് പ്രിൻറ്റിങ്ങും എന്തായിട്ട് മാറി, ഹാൻഡ് പ്രിൻറ്റിംഗ് പതുക്കെ ഓട്ടോമേറ്റഡ് പ്രിൻറ്റിങ്ങിലേക്ക് മാറി, അതായത് പ്രിൻറ്റിങ്ങിലേക്ക് മാറി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. though it did not entirely stop hand printing. പക്ഷേ എന്ന് കരുതിയിട്ട് ഹാൻഡ് പ്രിൻറ്റിംഗ് മൊത്തത്തിൽ ഇല്ലാണ്ടായോ? ഇല്ല, ഹാൻഡ് പ്രിൻറ്റിങ്ങും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക. ഓക്കെ സാർ, ഇനി പഠിച്ചാൽ മാർക്ക് കിട്ടുമോ? പേളിയല്ലല്ലോ, പീലവർ. പഠിച്ചാൽ മാർക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. പഠിക്കണം എന്നുള്ളൂ. പഠിച്ചാൽ
മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. യെസ്, അതാ ഒരാളവിടെ തമ്മിൽ കിട്ടും ബ്രോ, ട്രൈ ഹാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ട്രൈ ഹാർഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരു സാധനം നിങ്ങൾക്ക്, ഒരു തേങ്ങ നിങ്ങളുടെ മുന്നിലേക്ക് ആരും കൊണ്ടുതരാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഇനി പഠിച്ചാലെങ്കിലും മാർക്ക് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ പഠിക്കാം, ഉറപ്പായിട്ടും കിട്ടും, ഞാനാ പറയണത്. ഓക്കെ, കുറേ പേര് പഠിപ്പിച്ചതിൻ്റെ എക്സ്പീരിയൻസ് പറയാണ്. യെസ്, യു ക്യാൻ. ഓക്കെ, അത്രേ ഉള്ളൂ. എ ന്യൂ റീഡിംഗ് പബ്ലിക് ബിഫോർ ദ പ്രിന്റിംഗ് പ്രസ് റീഡിംഗ് വാസ് റെസ്ട്രിക്റ്റഡ് ടു എ ലിമിറ്റഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ ലിമിറ്റഡ് പോപ്പുലേഷൻ മാത്രമേ ആദ്യകാലങ്ങളിൽ ഈ പറഞ്ഞ പ്രിന്റിംഗ് പ്രസ്സും കാര്യങ്ങളൊക്കെ ആക്റ്റീവ്ലി അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ. പക്ഷേ ബുക്സ് വെയർ എക്സ്പെൻസീവ് ആൻഡ് ലിമിറ്റഡ് നമ്പർ ഓഫ് കോപ്പീസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ലിമിറ്റഡ് നമ്പറായിട്ട് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. അരിസ്റ്റോക്രാറ്റ്സ് അല്ലെങ്കിൽ പണമുള്ളവൻ മാത്രം വായിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു ഈ പറഞ്ഞ പ്രിന്റിംഗ് പ്രസ്. ഓർഡിനറി പീപ്പിൾ അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഓറൽ കൾച്ചർ ആയിരുന്നു അവരുടെ ആശ്രയം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഓറൽ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം പറയുന്നു, നമ്മുടെ മുതുമുത്തച്ഛന്മാരൊക്കെ പറഞ്ഞ് കേട്ട് വന്നിട്ടുള്ള കഥകളൊക്കെ ആയിരിക്കും ഓറൽ കൾച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ബുക്സ് റീഡ് ലൗഡ്ലി ദ പെർഫോമൻസ് ഓഫ് ഫോക്ക് സ്റ്റോറീസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഈ പറഞ്ഞിട്ടുള്ള പെർഫോമൻസ് ഓഫ് ഫോക്ക് സ്റ്റോറീസ് ബിഫോർ പ്രിന്റ് കൾച്ചർ ദെയർ ആർ ഓറൽ കൾച്ചർ. ഓക്കെ, ഈ പറഞ്ഞ പെർഫോമൻസ് ഓഫ് ഫോക്ക് സ്റ്റോറീസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ആഫ്റ്റർ ദ പ്രിന്റിംഗ് പ്രസ് ബുക്സ് വെയർ ചീപ്ലി അവൈലബിൾ ബട്ട് നോട്ട് മെനി കുഡ് റീഡ് ദം എന്നാ പറഞ്ഞു നോക്കുന്നത്. നോട്ട് മെനി കുഡ് റീഡ് ദം, ആളുകൾക്കത് വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞു നോക്കുന്നത്. അപ്പോൾ ആളുകൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? വാമൊഴിയായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, വൈ ആം ഐ ലാഫിങ്? ഞാൻ എന്തിനു ചിരിക്കണേ? ഓക്കെ, ബിക്കോസ് എ ലാർജ് സെക്ഷൻ ഓഫ് യൂറോപ്യൻ പീപ്പിൾ വെർ ഇല്ലിട്രേറ്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താ പറഞ്ഞു വെക്കുന്നത്? കുറേ ആളുകൾ എന്ത് ചെയ്യുന്നു? ഇല്ലിട്രേറ്റ് ആയിട്ടുള്ള ആളുകളാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, സോ ബൈറ്റ് ദ ബുക്സ് വെയർ പബ്ലിഷ് ഇൻ ദ ഫോർമാറ്റ് ഓഫ് പിക്ചേഴ്സ് ഫോർ ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ദ ബുക്സ് എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള ഇല്ലസ്ട്രേഷന് വേണ്ടിയിട്ടാണ്, പിക്ചറായിരുന്നു ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഗ്രാജുവലി പീപ്പിൾ ബിക്കേം ലിറ്ററേറ്റ് ഡ്യൂ ടു ദ അവൈലബിലിറ്റി ഓഫ് ബുക്സ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, എന്താ പറഞ്ഞു വെക്കുന്നത്? ഈ സമയത്ത് ആളുകൾക്ക് വായിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് തന്നെ പിക്ചറായിരുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പിക്ചറാണ് എന്ത്? ഫോർ ഇല്ലസ്ട്രേഷൻ എന്നുകൊണ്ട് ഇല്ലസ്ട്രേഷനാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പിക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഗ്രാജുവലി പീപ്പിൾ ബിക്കേം ലിറ്ററേറ്റ് ഡ്യൂ ടു ദ അവൈലബിലിറ്റി ഓഫ് ബുക്സ് എന്ന് പറഞ്ഞുകൊണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഫൈൻ. ഓക്കെ സാർ, ക്വസ്റ്റ്യൻ ലീക്ക് ചെയ്യൂലേ? ഇപ്പം ചെയ്യണോ? ഇപ്പം ചെയ്യാലോ. എന്താ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വാട്ട് മെയ്ഡ് പ്രിന്റിംഗ് മോർ എസെൻഷ്യൽ among the people. ദാ ഒരു ക്വസ്റ്റ്യൻ ലീക്ക് ചെയ്തിട്ടുണ്ട്, പിടിച്ചോ. ഞാൻ ആരാ മക്കളെ? CBSE ആരാ? നിങ്ങൾ പറയില്ലേ CBSE എന്ന് പറയണത്? എൻ്റെ ആരുമല്ല CBSE ഇരിക്കണം. ഓക്കെ, റെഡി? ആൻസർ എന്താണെന്നോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, റെഡി? അപ്പം ഇതൊന്നുകൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പ്രിന്റ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോളൂ. പ്രിന്റ് റെവല്യൂഷൻ ഒരു ന്യൂ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആളുകൾക്കിടയിൽ. ഈ പറഞ്ഞിട്ടുള്ള ആദ്യകാലങ്ങളിൽ ആളുകൾക്ക് വായിക്കാൻ പറ്റുന്നതുകൊണ്ട് ഓറൽ കൾച്ചറിലൂടെയാണ് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള പെർഫോമൻസ്, അതായത് ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് വായിക്കാനുള്ള കഴിവുകളോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് പിക്ചറായിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പിക്ചർ എന്താണ്? ഒരു കഥ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാക്കി മാറ്റുന്നുണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. സാർ, കുറച്ചുകൂടി എനർജിയോ? ഒരു ചാപ്റ്റർ കഴിഞ്ഞു, രണ്ടാമത്തെ ചാപ്റ്റർ തീരാനായി, എനർജി കുറഞ്ഞു അല്ലേ? പിടിക്കാം. Because a large section of European people were illiterate, so the books were published in the format of pictures. അത് നമ്മൾ മനസ്സിലാക്കി, അടിച്ച് പൊളിച്ച് മനസ്സിലാക്കി. ഓക്കെ, ഇനി റിലീജിയസ് ഡിബേറ്റ്സ് ആൻഡ് ദ ഫിയർ ഓഫ് പ്രിന്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് കുറച്ച് ആളുകൾക്ക് പേടിയുണ്ടായി, റിലീജിയസ് ഡിബേറ്റ്സിനെ പറ്റി പേടിയുണ്ടായി, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള പ്രിന്റിനെ പേടിക്കാൻ തുടങ്ങി കുറച്ച് ആളുകളുണ്ടായിരുന്നു. അതായത് പ്രിന്റിങ് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് വിവരം വെക്കും, ആളുകൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ എന്താ പറയുക, ഞങ്ങൾക്കെതിരെ തിരിയും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടുള്ള കുറച്ച് ആളുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഓറൽ കൾച്ചർ റിലീജിയസ് തോട്ട്സ് വെയർ പാസ്ഡ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ, അല്ലെങ്കിൽ അനദർ, അതായത് ഒരു കൾച്ചറിൽ നിന്ന് മറ്റൊരു കൾച്ചറിലേക്ക് സംസാരത്തിലൂടെ അല്ലെങ്കിൽ വാമൊഴിയിലൂടെ മാത്രം കിട്ടിയിരുന്ന കാര്യങ്ങൾ ആളുകൾ ശരിക്കും വായിക്കാൻ തുടങ്ങി. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, എനിക്ക് വായിക്കാൻ കഴിവുണ്ടെന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് ആർക്കും വായിക്കാൻ എഴുതാനും കഴിവില്ല, നിങ്ങൾക്ക് കേൾക്കാൻ മാത്രമേ കഴിവുള്ളൂ എന്ന് വിചാരിക്കാം. ഞാനൊരു പുസ്തകം വായിക്കുന്നു, ആ പുസ്തകത്തിൽ പറയാണ്
നാളെ മുതൽ CBSEക്ക് A1 കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും തലകുത്തി നിൽക്കുക എന്നാണ് ഞാൻ ആ പുസ്തകത്തിൽ വായിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാണ്, നാളെ മുതൽ നിങ്ങൾക്ക് CBSEയിൽ SSTയിൽ ഫുൾ A+ ഫുൾ A1 കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 2 റൗണ്ട് ഗ്രൗണ്ടിൽ ചുറ്റും ഓടുക, എന്നിട്ട് തലകുത്തി നിൽക്കുക. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്, എന്താ ഞാൻ വായിച്ചത് ബുക്കിൽ 2 ഡിഫറൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് എന്തും പറയാം. അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കും. അതാണ് ഈ പറഞ്ഞിട്ടുള്ള സംഭവത്തിനെ പേടിപ്പിച്ചത്. അതായത് റിലീജിയസ് ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ടായിരുന്നു, അവർ പറഞ്ഞു പരത്തിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആളുകളോട് ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കുക, അവരത് വിശ്വസിക്കും. കാരണം പറയുന്നത് ഒരുപക്ഷെ ചർച്ചിലുള്ള പുരോഹിതനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനം വഹിക്കുന്ന വലിയ ലോഡായിരിക്കാം. ആ ലോഡ് പറയുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ക്ലർജി പറയുന്നതൊക്കെ പറഞ്ഞിട്ടുള്ള കേട്ട് വിശ്വസിച്ച ആളുകൾ അത് മാത്രമേ കേൾക്കുള്ളൂ. കാരണം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അവർക്ക് പുസ്തകത്തിൽ പറയുന്നില്ല. ഇതാണ് നമ്മുടെ വിശുദ്ധ പുസ്തകം, ഈ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഇതുപോലെ അനുസരിക്കുക. അപ്പം നമ്മൾ അനുസരിക്കും. അത് വായിക്കാനുള്ള കഴിവ് നമുക്ക് എന്ന് വരുന്നോ ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഇത് അവരുടെ ആവശ്യത്തിന് വേണ്ടി, അവരുടെ ലാഭത്തിന് വേണ്ടി അവർ പറഞ്ഞു പരത്തിയ കാര്യങ്ങളാ, ഈ പുസ്തകത്തിൽ അങ്ങനെ ഒരു സാധനം ഞാൻ കാണുന്നില്ലല്ലോ എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുമോ എന്നൊരു പേടിയിലാണ് ഈ പറഞ്ഞിട്ടുള്ള ഫിയർ ഓഫ് പ്രിന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫിയർ ഓഫ് പ്രിന്റിനെ പേടിക്കുന്നത്. അപ്പം നോക്കിക്കേ, പ്രിന്റിംഗ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് പ്രിന്റ് കൾച്ചർ ആളുകൾക്കിടയിൽ വന്നപ്പോൾ ആളുകൾ ബിക്കെയിം അവെയർ, ആളുകൾ ബിക്കെയിം റെഡ്. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള സ്വാഭാവികമായിട്ട് ക്യാൻ റീഡ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ട് പബ്ലിഷ്ഡ് ആൻഡ് ഡിബേറ്റഡ് അബൌട്ട് ദെയർ പെർസെപ്ഷൻ ഓഫ് റിലീജിയസ് മാറ്റേഴ്സ്. അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ ഇടപെടാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. ഗെറ്റ് റിഡ് ഓഫ് ദ ഓൾഡ് ഏജ് നോംസ് എന്ന് പറഞ്ഞുകൊണ്ട് പഴയ കാലത്തുള്ള കുറേ നോംസും കാര്യങ്ങളൊക്കെ എടുത്ത് കളയണം മിസ്റ്റർ എന്ന് പറയാനുള്ള ധൈര്യം ഇവർക്ക് ഉണ്ടാവാൻ തുടങ്ങിയത് ഇവിടുന്നാണ്. ഏതുകൊണ്ടാണ്? പ്രിന്റിംഗ് കൾച്ചർ വന്നുകൊണ്ടാണ്. ദിസ് ലെഡ് ടു ദ ഫിയർ ഓഫ് പ്രിന്റഡ് മാറ്റർ. മെനി തോട്ട് ദാറ്റ് ദ സർക്കുലേഷൻ ഓഫ് ദീസ് മാറ്റേഴ്സ് വുഡ് ലോസ് ദെയർ വാല്യൂ ലീഡിങ് ദ റിബല്ലിയസ് ആൻഡ് ഇറലിജിയസ് ഐഡിയാസ് എന്ന് പറഞ്ഞു നോക്കണത്. ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ പറഞ്ഞ ആളുകൾ അറിവ് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ച് റിബല്യൻ ആവും, അല്ലെങ്കിൽ റിബല്ലിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടും. ഈ പറഞ്ഞിട്ടുള്ള ചർച്ചിനെതിരെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മതത്തിനെതിരെ തിരിയുമെന്ന് പേടി അവർക്കുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇറിലീജിയസ് ആയിട്ടുള്ള ഐഡിയാസ് ആണ് എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുമോ? മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ എന്ത് സ്ഥാനമാണുള്ളത് എന്ന് തിരിച്ചറിവിലാണ് ഇവർക്ക് പേടിയുണ്ടായത്. ഫോർ ദീസ് റീസൺസ് മെനി വാണ്ടഡ് ടു റെസ്ട്രിക്ട് ദ പ്രിന്റ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞു നോക്കുന്നത്. അതായത് കുറേ പേർക്ക് സ്വാഭാവികമായിട്ടും പ്രിന്റ് ഒഴിവാക്കണം, അല്ലെങ്കിൽ പ്രിന്റ് വേണ്ട, അല്ലെങ്കിൽ അതിനെ ബാൻ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് ആളുകളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ദിസ് പേഴ്സൺ റൈറ്റ് ഹിയർ, ഇയാളെ വിളിക്കുന്ന പേരാണ് മാർട്ടിൻ ലൂതർ എന്നുള്ളത്. മാർട്ടിൻ ലൂതർ ചെയ്തൊരു കാര്യമുണ്ട് മക്കളെ. ഏകദേശം അദ്ദേഹം റിലീജിയസ് റിഫോമർ ആയിരുന്നു. അത് മതത്തിനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നത്. അദ്ദേഹം 1517 ഏകദേശം 95 തീസിസുകൾ. എന്താ സാർ തീസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾ പ്രബന്ധങ്ങൾ എന്ന് കേട്ടിരുന്നു. അതായത് ഗവേഷകരൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്, PhD സ്റ്റുഡൻസ് ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ്. സ്വാഭാവികമായിട്ടും 95 തീസിസ് അഗൈൻസ്റ്റ് റോമൻ കാത്തലിക് ചേർച്ചസിനെതിരെ അദ്ദേഹം നടത്തുകയാണ്. അതായത് ഈ പറഞ്ഞ റോമൻ കാത്തലിക് ചർച്ചസ് അന്ന് വരെ നടത്തിയിട്ടുണ്ടായിരുന്ന പല തരത്തിലുള്ള അനീതികൾക്കെതിരെ, പല തരത്തിലുള്ള അസമത്വങ്ങൾക്കെതിരെ ഈ പറഞ്ഞ മാർട്ടിൻ ലൂതർ എന്ത് ചെയ്യാണ്? 95 തീസിസ് അങ്ങോട്ട് എഴുതുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇങ്ങനെ 95 തീസിസ് എഴുതി ഇയാൾക്ക് എല്ലാ ആളുടെ കയ്യിലേക്ക് എത്തിക്കാൻ പറ്റുമോ? പറ്റും. ബിക്കോസ് എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ? പ്രിന്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചു. ആര്? ഗുട്ടേട്ടൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിസ് ഐഡിയ സ്പ്രെഡ് ലൈക്ക് എ ഫോറസ്റ്റ് ഫയർ. കാട്ടുതീ പോലെ അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള മാർട്ടിൻ ലൂതർ എഴുതിയിട്ടുള്ള ആശയങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. സെയിൽ ഓഫ് 5000 കോപ്പീസ് ഇൻ ജസ്റ്റ് 1 വീക്ക്. അതായത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, 3 വർഷം എടുത്തിട്ടാണ് 180 കോപ്പി ഓഫ് ബൈബിൾ ആർക്ക് ഉണ്ടാക്കാൻ പറ്റിയത്? ഗുട്ടൻബർഗിന് ഉണ്ടാക്കാൻ പറ്റിയത്. പക്ഷേ കാലം കഴിയുന്നതിനനുസരിച്ച് പതുക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ആഴ്ചക്കുള്ളിൽ 5000 കോപ്പീസ്, 1ഉം 2ഉം അല്ല മക്കളെ, 5000 കോപ്പീസാണ്. എന്താ കാരണം? മാർട്ടിൻ ലൂതറിന്റെ ഈ തീസിസ് കാരണം. മാർട്ടിൻ ലൂതറിന്റെ ഈ തീസിസ് അത്രയും ആളുകളിൽ എത്താൻ കാരണം ഒറ്റൊരാളാണ്, ദാറ്റ് ഈസ് ഗുട്ടേട്ടൻ. ആരാത്? ഗുട്ടേട്ടൻ ആരാ? ജോഹന്നാസ് ഗുട്ടേട്ടൻ. അപ്പോൾ ആഫ്റ്റർ ദിസ് there was a split in the church itself which led to the പ്രൊട്ടസ്റ്റന്റ് റിഫർമേഷൻ എന്ന് പറഞ്ഞു വെക്കുന്നത്. അതായത് മതത്തിനുള്ളിൽ തന്നെ എന്ത് സംഭവിച്ചു? പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മതത്തിനെതിരെ സംസാരിക്കുന്ന കുറച്ച് കൂട്ടം ആളുകൾ ഉണ്ടാവാൻ തുടങ്ങി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, പ്രിന്റ് ആസ് ദ അൾട്ടിമേറ്റ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് വൺ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താ പറഞ്ഞു വെക്കുന്നത്? പ്രിന്റ് എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് ഗിഫ്റ്റാണ്. അത് ഗുട്ടേട്ടൻ കണ്ടുപിടിച്ചത് അത്രയും ഭീകരമായിട്ടുള്ള സാധനമാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ദൈവം തന്നൊരു ഗിഫ്റ്റാണ്. ദാറ്റ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് വൺ എന്ന് പറഞ്ഞു വെക്കുന്നത്. ദാറ്റ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് വൺ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാധനം ഇനി കണ്ടുപിടിക്കാനില്ല ആ കാലഘട്ടത്തിൽ ആളുകൾക്കിടയിലേക്ക് അറിവുണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ നോക്കി, ഇവിടെ ഒരാൾ നിങ്ങൾ കാണും, മെനാക്യോ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കാണും. മെനാക്യോ, എ മില്ലർ ഇൻ ഇറ്റലി, സ്റ്റാർട്ടഡ് റീഡിങ് ബുക്സ്. അദ്ദേഹം എന്ത് ചെയ്തു? ബുക്ക് വായിക്കാൻ തുടങ്ങി. ഹിസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഗോഡ് ആൻഡ് ക്രിയേഷൻ വാസ് നോട്ട് അക്സെപ്റ്റബിൾ. അദ്ദേഹത്തിൻ്റെ
ഭാവനയിലുള്ള ദൈവം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇമാജിനേഷനിലുള്ള ദൈവം എന്ന് പറയുന്ന വേറെ തന്നെ ഒരാളാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും ടു ദ റോമൻ കാത്തലിക് ചർച്ചിന് ഇത് ഇഷ്ടമായില്ല. റോമൻ കാത്തലിക് ചർച്ച് പറയാണ് ദിസ് ഇസ് നോട്ട് അവർ ഗോഡ്, നമ്മളെ ദൈവം ഇങ്ങനെയല്ല എന്ന് പറയാണ്. ആൻഡ് ഹി വാസ് ഡ്രാഗ്ഡ് ആൻഡ് എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞു നോക്കുന്നത്. ഹി വാസ് ഡ്രാഗ്ഡ് ആൻഡ് എക്സിക്യൂട്ടഡ്, അതായത് കൊന്നുകളഞ്ഞു, തീർത്ത്. ഓക്കെ, ഫ്രം 1558 ഈ പറഞ്ഞിട്ടുള്ള 1558 ചർച്ച് എന്ത് ചെയ്തു? ബിഗാൻ ടു മെയിൻറ്റെയിൻ പ്രൊഹിബിറ്റഡ് ബുക്സ് ഇൻഡെക്സ്. കം ഓൺ ഗൈസ്, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അത്രയും നാൾ ഉണ്ടായിരുന്ന ആ ഒരു പ്രിന്റ് എന്ന് പറഞ്ഞ കൾച്ചറിന്റെ ഭാഗമായിട്ട് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? വായിക്കാൻ തുടങ്ങി, ചർച്ചിന് പേടിയാവാൻ തുടങ്ങി. ചർച്ച് തീരുമാനിച്ചു ഇനി നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്യും. പ്രൊഹിബിറ്റ് ചെയ്ത ബുക്കുകൾ വായിക്കാൻ ഒരാൾക്ക് പോലും അധികാരമില്ല. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് വായിച്ചാൽ മതി ആളുകൾ. അങ്ങനെയാണ് റീഡിങ് മാനിയ എന്ന് പറഞ്ഞ സാധനമൊക്കെ പതുക്കെ ഉണ്ടായി വരികയാണ്. PYക്ക് നമ്മൾ മാരത്തോണിൻ്റെ ടൈമിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. ഇന്ന് നമ്മൾ ചാപ്റ്റർ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ക്ലാസ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, 18th and 19th century യൂറോപ്പ് ഇൻക്രീസ് ഇൻ ദ ലിറ്ററസി റേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വരെ ഇലിറ്ററേറ്റ് ആയിരുന്ന ആളുകൾ, ഈ പറഞ്ഞിട്ടുള്ള വായിക്കാനോ എഴുതാനോ കഴിയാത്ത ആളുകൾ ഏകദേശം 18-19 സെഞ്ചുറികളിൽ, അതായത് 1700-കളിൽ എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞിട്ടുള്ള ലിറ്ററസി റേറ്റ് കൂടാൻ കാരണമായി യൂറോപ്പിൽ. വാവ്, കിട്ടില്ല. റൈസ് ഇൻ ബുക്ക് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആളുകൾ വായനാശീലം കൂടിയപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ബുക്കിൻ്റെ പബ്ലിക്കേഷൻ്റെ എണ്ണം അങ്ങോട്ട് കൂടാൻ തുടങ്ങിയെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. മെനി കൾട്ടിവേറ്റ് ദ ഹാബിറ്റ് ഓഫ് റീഡിങ്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഈ പറഞ്ഞിട്ടുള്ള വായിക്കാനുള്ള ഒരു ശീലം ആളുകൾക്കിടയിലേക്ക് പതുക്കെ ഉണ്ടായി വന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ സംഭവിച്ചപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. നിങ്ങൾ ചിന്തിക്കുക, വായിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ എനിക്കൊരു 10 ബുക്ക് വേണം, എനിക്ക് 10 ബുക്ക് ഷെയർ ഖാൻ എന്ന് പറയുമ്പോൾ 10 ബുക്ക് തരാൻ വേണ്ടിയിട്ട് ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതെന്തിലേക്ക് നയിക്കും? ഡിമാൻഡ് കൂടും. ബുക്കിൻ്റെ ഡിമാൻഡ് കൂടും. അത് 1-2 കഥ മാത്രമല്ല, കവിത മാത്രമല്ല, ബയോഗ്രഫീസ് മാത്രമല്ല എന്ന് വേണ്ട എല്ലാ ജോൺറയിലുമുള്ള പല സാധനങ്ങളും വായിക്കാനുള്ള ഒരു സാധനം ആളുകളുടെ ഉള്ളിൽ ഉണ്ടായി വന്നു. ദാറ്റ് ഈസ് കോൾഡ് റീഡിങ് മാനിയ. എന്താ അതിന് പറയാം? അതിനെയാണ് വായനാ ഭ്രാന്ത് എന്ന് വിളിക്കുക. റീഡിങ് മാനിയ എന്ന് പറയാം. ഓക്കെ, സ്വാഭാവികമായിട്ട് ടു സെൽ ദ ബുക്സ് ടു എവറി കോർണർ ഓഫ് യൂറോപ്പ് ദ ബുക്ക് സെല്ലേഴ്സ് ഹയർഡ് ചാപ്മാൻ. എന്താ പറയണത്? ചാപ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇവിടെയുള്ള പോസ്റ്റ്മാൻ ഇല്ലേ, അത് തന്നെ, അതിനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ചാപ്മാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ഫ്രാൻസ് ബിബ്ലിയോത്തേക്ക് ബ്ലൂ എന്നാണ് ഇതിന് പറയാം. എന്തായത് പ്രൊനൗൺസ് ചെയ്യാം? ഇറ്റ് ഈസ് ബിബ്ലിയോത്തേക്ക് ബ്ലൂ എന്നാ പറയാ. ചീപ്പ്, അത് ഫ്രാൻസിലായതുകൊണ്ടാണ് ഞാൻ ബ്ലൂ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ബ്ലൂ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കുക, ബുക്സ് പ്രിന്റഡ് ഓൺ ലോ ക്വാളിറ്റി പേപ്പർ ബൗണ്ടഡ് ഓൺ ബ്ലൂ കളർ. അതായത് നീല കളറുള്ള ഈ പുസ്തകത്തിനെയാണ് നമ്മൾ ബിബ്ലിയോത്തേക്ക് ബ്ലൂ എന്ന് പറയുക. സ്വാഭാവികമായിട്ടും ഫ്രാൻസിലേക്ക് ഈ പുസ്തകത്തിലേക്ക് എജാതി ഡിമാൻഡ് ആയിരുന്നു അറിയാം. ഓക്കെ, സ്വാഭാവികമായിട്ടും ദ പബ്ലിക്കേഷൻസ് ഹെൽപ്പ് ദ സയൻറ്റിസ്റ്റ്. ഓക്കെ, ഈ പബ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ സയൻറ്റിസ്റ്റുകൾക്ക്, അതായത് ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു സാധനം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. നോ അബൌട്ട് ദ ഓൺ ഗോയിങ് പറഞ്ഞിട്ടുള്ള പ്രോജക്ട്സ് അറൗണ്ട് യൂറോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഈ ലോകത്ത് പല ഏരിയകളിൽ നടക്കുന്ന പല സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെൻഷൻസിനെ പറ്റിയിട്ടും സയൻറ്റിഫിക് ആയിട്ടുള്ള തിയറീസിനെ പറ്റിയിട്ട് ഇവർക്ക് അറിയണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പബ്ലിക്കേഷൻസിലൂടെ സാധിക്കുള്ളൂ. ഐഡിയാസ് ഓഫ് തോമസ് പെയിൻ ആയിക്കോട്ടെ, വോൾട്ടയർ ആയിക്കോട്ടെ, ജീൻ ജാക്വസ് റോസോ ആയിക്കോട്ടെ, ഹാഡ് എ ഗ്രേറ്റ് ഇമ്പാക്ട് ഓൺ റീഡേഴ്സ് മൈൻഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്കിടയിൽ ഒരുപാട് വായനാശീലത്തിലൂടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് എന്താ പറയുക, ഒരു റീഡിങ് ഹാബിറ്റായി അതിനെക്കാട്ട് ഉപരി എന്താ പറയുക, ഈ പറഞ്ഞൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആർക്ക്? ഈ പറഞ്ഞിട്ടുള്ള എഴുത്തുകാരനും സയൻറ്റിസ്റ്റുകൾക്കൊക്കെ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. മാപ്പ് മക്കളെ, മാപ്പിന് വേണ്ടിയിട്ട് സാർ ഒരു വീഡിയോ സെപ്പറേറ്റ്ലി ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള മാപ്പ് നിങ്ങൾക്ക് എല്ലാം SSTയിൽ എന്തൊക്കെ മാപ്പ് ഉണ്ടോ ആ മാപ്പിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വെച്ചുകൊണ്ടൊരു വീഡിയോ ഹരിസാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരീക്ഷയോട് അനുബന്ധിച്ച് ചെയ്യുന്നതായിരിക്കും. വെയിറ്റ് ഫോർ ദാറ്റ്. ഓക്കെ, അങ്ങനെയാണ് ഈ പിടിച്ചോ. ട്രെംബിൾ ദെയർഫോർ ടൈറൻസ് എന്ന് പറഞ്ഞു വെക്കുന്നത്. അതായത് സ്റ്റേറ്റ്മെന്റ് ബൈ ലൂയിസ് സെബാസ്റ്റ്യൻ മെർസിയർ എന്ന് പറഞ്ഞു വെക്കുന്നത്. ഹി ഹാഡ് മെനി ബിലീവ് ദാറ്റ് പ്രിന്റ് കുഡ് എൻലൈറ്റൻ ദ പീപ്പിൾ ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ഓട്ടോക്രാറ്റിക് റൂൾ ആൻഡ് ഇൻജസ്റ്റിസ് എന്ന് പറഞ്ഞു വെക്കുന്നത്. പ്രിന്റ് എന്താ പറയുന്നത്? സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഇടയിൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ആളുകൾക്ക് മനസ്സിലാവും എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് അറിഞ്ഞിരിക്കും. ഓക്കെ, റെഡി സാർ? ഓൺലി ഫോർ CBSE വെക്കാമോ? ഇത് CBSEൻ്റെ മാത്രമേ ഉള്ളൂ, അല്ലാതെ ക്ലാസ് 9 ക്ലാസ് 8 സ്റ്റേറ്റ് സിലബസിൽ SSLC ഒന്നും ഇല്ല കേട്ടോ. ഇത് CBSE മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് CBSEൻ്റെ ചാനലാണ് എക്സാമിനറിൻ്റെ. ഓക്കെ, റെഡി, സെറ്റാണ് സാർ. മോഡൽ എക്സാം ആണ് സോഷ്യൽ. ഓൾ ദ വെരി ബെസ്റ്റ്. സെറ്റാക്കുക. നാളെ മോഡൽ എക്സാം ആണല്ലേ, പൊളിച്ചെടുക്കുക. മെനി വെയർ ഇൻസ്പയർഡ് ആൻഡ് ഫോളോ ദ ബുക്സ് ഓഫ് ദീസ് ലീഡേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ എന്ത് ചെയ്തു? ഇത്തരത്തിലുള്ള ലീഡേഴ്സിൻ്റെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് മുന്നേറാൻ തുടങ്ങി. അവർക്ക് ഇൻസ്പയർഡ് ആവാൻ തുടങ്ങി. Thus, the statement tremble therefore tyrants of the world എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രിന്റ് കൾച്ചർ ആൻഡ് ദി ഫ്രഞ്ച് റവല്യൂഷൻ? അതായത് ഫ്രഞ്ച് റവല്യൂഷനും പ്രിന്റ് കൾച്ചറായിട്ട് 3 ആർഗ്യുമെന്റ്സ് നിങ്ങൾ പഠിക്കാനുണ്ട്. ആ 3 ആർഗ്യുമെന്റ്സിൽ ഒന്നാമതാണ്
revolutionary ideas were spread through printed materials എന്ന് പറഞ്ഞു വെക്കുന്നത്. അതായത് ideas of Voltaire ആയിക്കോട്ടെ, റൂസോ ആയിക്കോട്ടെ, so many people were started thinking and questioning against the existing system എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഫ്രഞ്ച് റെവല്യൂഷന്റെ ഭാഗമായിട്ട് വോൾട്ടേറിനെ പോലുള്ള, മൊണ്ടേസ്ക്യൂവിനെ പോലുള്ള, റൂസോനെ പോലുള്ള ആളുകളൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറഞ്ഞൊരു ഒരു കോട്ട് വരെയുണ്ട്. അതായത് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് വരെ എഴുതിയത് ഇത്തരത്തിലുള്ള ആളുകളാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള റൂസോയുടെ ഒരു പുസ്തകമൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളാണ് പിന്നീട് ഫ്രഞ്ച് റെവല്യൂഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കാം. രണ്ടാമത്തെ ഒരു ആർഗ്യുമെന്റ് ആണ്, മെനി പീപ്പിൾ റീഡ് ന്യൂ ഐഡിയ, സം ഓഫ് ദം അഗ്രി വിത്ത് ദ ന്യൂ തോട്ട്, സം ഓഫ് ദം ഡു നോട്ട് അഗ്രി വിത്ത് ദാറ്റ്. അതായത് കുറച്ച് പേര് പുതിയ ആശയങ്ങൾ, അതായത് റൂസോയുടെയും വോൾട്ടേറിന്റെയും മൊണ്ടസ്ക്യൂവിന്റെ ഒക്കെ ആശയങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ആളുകൾക്ക് അതൊന്നും വേണ്ട, അവർക്ക് പഴയത് മതി. ബോബർ ഡൈനാസ്റ്റിയുടെ കീഴിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, അത് മതി എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. ദി ഡിബേറ്റ് വാസ് ഓർഗനൈസ്ഡ് ആൻഡ് ക്രിയേറ്റഡ് ദ പാത്ത് ടു സോഷ്യൽ റെവല്യൂഷൻ ഇൻ യൂറോപ്പ്. ഇത് പിന്നീട് എന്തിലേക്ക് നയിച്ചു? ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു സോഷ്യൽ റെവല്യൂഷനിലേക്ക്, ഒരു വിപ്ലവത്തിലേക്ക് യൂറോപ്പിൽ കൊണ്ടെത്തിക്കുക. അതാണ് നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷനിലും ഇനി മുന്നോട്ട് പോകുമ്പോൾ റഷ്യൻ റെവല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങളൊക്കെ എത്തിക്കുന്ന മൂന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദിസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. കാർട്ടൂൺസ് ആൻഡ് കാരിക്കേച്ചേഴ്സ് മെയ്ഡ് ഫൺ ഓഫ് മൊണാർക്കി ആൻഡ് അരിസ്റ്റോക്രസി ലേറ്റർ ക്രിയേറ്റഡ് എ സെൻസ് ഓഫ് ഹേറ്റ്രഡ് ടുവേഴ്സ് ദം എന്ന് പറഞ്ഞു നോക്കുന്നത്. അതായത് കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു, കാർട്ടൂണുകളിലൂടെ, കാരിക്കേച്ചേഴ്സിലൂടെ മൊണാർക്കികൾ അല്ലെങ്കിൽ രാജാക്കന്മാരെ കളിയാക്കാൻ തുടങ്ങി. ആ കളിയാക്കൽ ആക്ച്വലി അത് ഏറ്റു. നിങ്ങൾ ചിന്തിക്കുക, നമ്മളിപ്പോൾ പറയില്ലേ ഫണ്ണായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കാണില്ലേ. അതായത് ഇപ്പം എന്താ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസോ അല്ലെങ്കിൽ 24 അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാതൃഭൂമിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു സെഗ്മെൻറ്റ് തന്നെയുണ്ട്. നമ്മളിപ്പോൾ നടക്കുന്ന പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളെ ഒരു സർക്കാസ്റ്റിക് മൂഡിൽ അല്ലെങ്കിൽ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ലെവലിൽ അതിനെ കുറച്ച് തമാശയ്ക്ക് വെച്ചിട്ട് കാണിക്കുക എന്നുള്ളത്. ഇത് അതിൻ്റെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് വേർഷനാണ്. അതായത് കാർട്ടൂൺ ആയിക്കോട്ടെ, കാരിക്കേച്ചേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ മൊണാർക്കിനെ ഒന്ന് പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ഇവർ നോക്കുമ്പോൾ എന്താ, ആളുകൾക്കിടയിൽ ഈ സാധനങ്ങൾ സ്പ്രെഡ് ആവുന്നുണ്ട്, നമ്മളെ കളിയാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവർ കളിയാക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, റെഡി സാർ? MCQ സെക്ഷൻ വേണം? ഓഫ് കോഴ്സ് തരാം. മുൻഷി, നിങ്ങൾ പഴയൊക്കെ, ഞാൻ വെച്ച് നിങ്ങളൊന്ന് മുൻഷി അറിയാത്തവരാണ്, അതുകൊണ്ട് ഞാൻ മുൻഷി പറയാണ്ടിരുന്നത്. ഓ ഗോഡ്, യു ഗൈസ് നോ മുൻഷി. അങ്ങനെ എന്തോ അല്ലേ മുൻഷിൻ്റെ സാധനം? ഓക്കെ, ഒരു കോയിൻ എടുത്ത് നിൽക്കണ ചങ്ങായി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓക്കെ, റെഡി സാർ? ഈ ക്ലാസ് കണ്ടാൽ മതിയോ? കണ്ടാൽ മാത്രം പോരാ, ചില സാധനങ്ങൾ എഴുതിയെടുക്കണം. അപ്പം ശരിയാ, മതി, ധാരാളം. ഓക്കെ, റെഡി? ദ പീപ്പിൾ വെർ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ഡയറക്ട്ലി ബൈ എവറിത്തിങ് എന്ന് പറഞ്ഞു നോക്കണം. അതായത് ആളുകൾ കാണുന്നൊന്നും അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല, അവരെ പെട്ടെന്നൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അക്സെപ്റ്റഡ് സം ഐഡിയാസ് ആൻഡ് റിജക്റ്റഡ് സം ഐഡിയാസ് ടു. എന്താ പറയണത്, കുറച്ച് സാധനങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്തു, കുറച്ച് സാധനങ്ങൾ അവർ വേണ്ടാന്ന് വെച്ചു. എല്ലാം കണ്ണടച്ചിട്ട് വിഴുങ്ങുന്ന പരിപാടി അവർ ഒഴിവാക്കി. ഓക്കെ, അങ്ങനെ വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു പണ്ട് വിവരമില്ലാത്ത സമയത്ത്. ഓക്കെ, ഇന്റർപ്രറ്റഡ് തിങ്സ് ഇൻ ദ വേ പ്രിന്റ് ഡിഡ്ന്റ് ഡയറക്ട്ലി ഷേപ്പ് ദെയർ മൈൻഡ്സ് ബട്ട് ഓപ്പൺ ദ പോസിബിലിറ്റി ഓഫ് തിങ്കിങ് ഡിഫറൻ്റ്ലി. എന്താ പറയണത്, ഈ പറഞ്ഞ പ്രിന്റ് എന്ന് പറയുന്നത് അവരുടെ മൈൻഡ് സെറ്റിനെ കംപ്ലീറ്റ്ലി ഒറ്റയടിക്ക് സ്വിച്ചിട്ട പോലെ മാറ്റിയില്ല. പക്ഷെ അവർക്ക് മനസ്സിലായി ഏത് ശരി ഏത് തെറ്റെന്നുള്ളത്. ഓക്കെ, അവർക്ക് കുറച്ചും കൂടെ പോസിബിലിറ്റി ഓഫ് തിങ്കിങ് അവിടെ കുറച്ചും കൂടെ വർക്ക് ആവാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കുക. ഇനി ദ 19th സെഞ്ചുറിയിലെ വിമൺ, ചിൽഡ്രൻ ആൻഡ് വർക്കേഴ്സ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ചിൽഡ്രൻ്റെ കേസിൽ വരികയാണെങ്കിൽ ബുക്സ് ഫോർ ചിൽഡ്രൻ ബിക്കെയിം പോപ്പുലർ, പ്രൈമറി എഡ്യൂക്കേഷൻ ബിക്കെയിം കമ്പൽസറി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുന്നുണ്ട്. പ്രൈമറി എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. സ്റ്റോറീസ് ആൻഡ് ഫോക്ലോർ റീറിട്ടൺ സ്യൂട്ടഡ് ടു ചിൽഡ്രൻസ് മൈൻഡ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് കുട്ടികളുടെ മനസ്സിലേക്ക് കയറുന്ന രീതിയിലുള്ള കഥകളും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് നമ്മൾ കാണുക. ഇവിടെ ഗ്രിം ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ, ഗ്രിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരിക, ഗ്രിംസ് മീൻസ് ഓൾവേസ് റിലേറ്റഡ് ടു ദ ഹൊറർ സ്റ്റോറീസ് അല്ലെങ്കിൽ ഹൊറർ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഗ്രിംസ് എന്ന് പറഞ്ഞ സാധനം ടേം നമ്മൾ കാണുക. ഓക്കെ, പ്രേതം ഒഴിപ്പിക്കാൻ വരുന്ന ആളുകൾ എന്നൊക്കെയാണ് നമ്മൾ ഗ്രിമ്മുകൾ എന്നൊക്കെ പറയാം. എനിവേ, ഗ്രിം ബ്രദേഴ്സ് ആണ് എന്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ഇത്തരം കഥകളൊക്കെ ചെറിയ കഥ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, സാർ അവർ പ്രേത കഥകളാണോ പബ്ലിഷ് ചെയ്തത്? ഒരിക്കലും അല്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഗ്രിം ബ്രദേഴ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ള പബ്ലിക് ആയിട്ടുള്ള 1812 ഇറങ്ങിയിട്ടില്ല ഈ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ അവർ പബ്ലിഷ് ചെയ്യുന്നത് കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, കുട്ടികൾക്ക് ഭാഷയിൽ. അതായത് വലിയ വലിയ കഥകളെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അതായത് ഒരു തവള അതാ കിണറ്റിലേക്ക് എടുത്ത് ചാടുന്നു എന്ന് പറയുന്നത് കുട്ടികളുടെ ഭാഷയിലേക്ക് അതാ ഒരു കുഞ്ഞി തവള എടുത്ത് ചാടി കിണലിലേക്ക് വീഴുന്നു എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഭാഷ, അതിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വിമൻസിൻ്റെ കേസിൽ വരികയാണെങ്കിൽ ദേ ഓൾസോ ബിക്കെയിം റീഡേഴ്സ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അവരെന്താണ് വായനശീലം തുടങ്ങിയെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ബുക്സ് ഫോർ ഹൗസ് കീപ്പിംഗ് ആൻഡ് എറ്റിക്വേറ്റ് വെയർ പബ്ലിഷ്ഡ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള ഹൗസ് കീപ്പിംഗ് ആയിക്കോട്ടെ, എറ്റിക്വേറ്റ് ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ പഠിക്കാൻ വേണ്ടിയിട്ട്, വായിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറേ പുസ്തകങ്ങൾ വന്നു. ദേ ബിക്കെയിം റൈറ്റേഴ്സ്.
അവരും എന്തായി മാറി? എഴുത്തുകാരായിട്ട് മാറി. themselves, ജെയിൻ ഓസ്റ്റിനെ പോലുള്ള ആളുകൾ, ഈ പറഞ്ഞിട്ടുള്ള ബ്രോൺതെ സിസ്റ്റേഴ്സിനെ പോലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു? ഈ പറഞ്ഞ എഴുത്തുകാരിൽ പെട്ട സ്ത്രീകളാണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ജെയിൻ ഓസ്റ്റീൻ ആൻഡ് ബ്രോൺതെ സിസ്റ്റേഴ്സ് എന്നുള്ള കാര്യം ജസ്റ്റ് എൻ്റെ മക്കൾ എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോളൂ, അറിഞ്ഞിരുന്നോളൂ, പഠിച്ചു വെച്ചോളൂ, അറിഞ്ഞിരുന്നോളൂ. Okay, ready? അപ്പോൾ they portray different types of characters like a person who had an opinion of her own. അതായത് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ ഉള്ള ഒരു സ്ത്രീ കഥാപാത്രത്തെ പറ്റിയിട്ടൊക്കെ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. സാർ പ്രാർത്ഥിക്കുക കേട്ടോ, എഴുതിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ലൈക്ക് എ പേഴ്സൺ ഹു ഹാഡ് എൻ ഒപ്പീനിയൻ ഓഫ് ഹെർ ഓൺ, എ സ്ട്രോങ് വിൽ, അതായത് ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു സ്ത്രീകളെ പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എൻ ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു നോക്കണം, അതായത് ഒരു സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഒരു പേഴ്സണാലിറ്റിയൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവരെ സ്ത്രീകളെ ഈ പറഞ്ഞ ജെയിൻ ഓസ്റ്റിൻ ആയിക്കോട്ടെ, ബ്രോൺതെ സിസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് പോർട്രേ ചെയ്തിട്ടുള്ളത്. ഇനി വർക്കേഴ്സിൻ്റെ കാര്യം വരികയാണെങ്കിൽ ദേ ബിക്കം ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ റീഡിങ് ആൻഡ് ലേണിംഗ് ലാംഗ്വേജസ്, അല്ലെങ്കിൽ നോളജ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു, കുറച്ചും കൂടെ വായിക്കാൻ എഴുതാനുള്ള കഴിവ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരും വർക്കേഴ്സും എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. ദേ ഡിപ്പെൻഡഡ് ഓൺ കോമൺ ലൈബ്രറീസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പൊതുവായിട്ടുള്ള ലൈബ്രറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ലൈബ്രറീസിനാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, കുറച്ചും കൂടെ എന്ത് ചെയ്തിട്ടുള്ളത്, ആശ്രയിച്ചിട്ടുള്ളത്. ദ വർക്കിംഗ് അവേഴ്സ് ഗെറ്റിംഗ് ഷോർട്ടർ, ദേ ഫൗണ്ട് ഹാപ്പിനെസ് ആൻഡ് എക്സ്പ്രസിംഗ് ദെയർ തോട്ട്സ്. അതായത് ജോലി കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ പോയിട്ട് ബുക്ക് എടുക്കുക. നമ്മളിപ്പോൾ എന്താ ചെയ്യുക, റീൽ തോണ്ടൂല്ലേ? പണ്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നൈസായിട്ട് ഓടിപ്പോവും, ബുക്ക് എടുക്കും, ബുക്ക് എടുത്ത് വായിക്കും, അതിനെ പറ്റിയുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണെന്ന് പറഞ്ഞ് ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യുന്ന പരിപാടിക്കാണ് വർക്കേഴ്സ് പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അറിവുള്ളവരാവാൻ തുടങ്ങി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, റെഡി, സെറ്റാണ്. സാറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ PDF കിട്ടുമോ? അതിന് ഹരിസാറിൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഹരിസാറ് പരീക്ഷയ്ക്ക് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ ഞാനിപ്പോൾ SSLC-കാർക്കും 9ാം ക്ലാസ്സുകാർക്കൊക്കെയാണ് നോക്കുന്നത്. നിങ്ങൾ എക്സാം ആവുന്നേ ഉള്ളൂ. സോഷ്യൽ സയൻസിൻ്റെ എക്സാമും കുറേ കഴിഞ്ഞിട്ടാണ്, ലാസ്റ്റിലേക്കൊക്കെയാണ് വരുന്നത്. ആ ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് എൻ്റെ മക്കൾക്ക് ഒരാഴ്ച മുന്നേക്ക് ഞാൻ ആ നോട്ടും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ പഠിക്കേണ്ട ഭാഗങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. SST നമ്മൾ കൊണ്ടുപോകും. ഹരിസാറും എക്സാമിനറും നിങ്ങളുടെ കൂടെ SSTക്ക് ഉണ്ട്, പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ നോക്കി, ഇന്ത്യ ആൻഡ് ദ വേൾഡ് ഓഫ് പ്രിന്റ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ. അതിൽ മനുസ്ക്രിപ്റ്റ്സ്, ഇന്ത്യയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, മനുവിൻ്റെ സ്ക്രിപ്റ്റ് കാണാൻ പറ്റും. മനുവിൻ്റെ സ്ക്രിപ്റ്റ് അല്ല, മനുസ്ക്രിപ്റ്റ്സ്. ഓക്കെ, ബിഫോർ ദ ഏജ് ഓഫ് പ്രിന്റ് പ്രിസർവിംഗ് ഇൻഫർമേഷൻ ത്രൂ മനുസ്ക്രിപ്റ്റ്സ് വാസ് എൻ ഏൻഷ്യന്റ് പ്രാക്ടീസ്. അതായത് പഴയ കാലം തൊട്ടേ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ പറഞ്ഞ മനുസ്ക്രിപ്റ്റ്സും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതായിട്ട് കാണാൻ പറ്റും. താളിയോല ഗ്രന്ഥങ്ങൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? താളിയോല ഗ്രന്ഥങ്ങളിൽ ഉണ്ടാവുന്ന മന്ത്രങ്ങളും സുസ്തികളും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സർവമായ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിവിൻ പോളി ഒരു താളിയോല ഗ്രന്ഥം എടുത്ത് വായിക്കുന്നത്, ആ സാധനം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി, ഈ പറഞ്ഞ ഇന്ത്യ വേരിയസ് ലാംഗ്വേജസ് ലൈക്ക് സാൻസ്ക്രിറ്റ്, സംസ്കൃതം, അറബിക് ആയിക്കോട്ടെ, ആൻഡ് പേർഷ്യൻ ആൻഡ് സം ലോക്കൽ ലാംഗ്വേജസ്, അതായത് ലോക്കലായിട്ടുള്ള സാധാരണ റീജിയണൽ ആയിട്ട് സംസാരിക്കുന്ന ഡയലക്റ്റുകൾ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റിട്ടേൺ ഓൺ പാം ലീവ്സ് ഓർ എനി അതർ കൈൻഡ് ഓഫ് ഫോംസ് എന്ന് പറഞ്ഞുകൊണ്ട്, പാം ലീവ്സ് പറഞ്ഞാൽ പാമിൻ്റെ ലീവ്സിലൊക്കെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. പാം ലീവ്സ് എന്ന് പറഞ്ഞാൽ കൈപ്പത്തി പാമല്ല കേട്ടോ ഉദ്ദേശിച്ചത്, എൻ്റെ പൊന്നോ അങ്ങനെ ചിന്തിക്കല്ലേ. പാം ലീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലയാ. ഗോഡ്, പാം ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്. ഓക്കെ, റെഡി. അപ്പോൾ ചാലഞ്ച് ടു കീപ് സേഫ്, വെരി ഫ്രജൈൽ ഇൻ നേച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇല്ലാണ്ടായി പോവാം. ഈ ഇലയിലൊക്കെ എഴുതി കഴിഞ്ഞാൽ മക്കളെ എപ്പോൾ വേണമെങ്കിലും അത് ഇല്ലാണ്ടായി പോകില്ലേ. അപ്പോൾ ഫ്രജൈൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ദ ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് ഇൻ ഗോവയിലാണ് ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ഉണ്ടാകുന്നത് ബൈ പോർച്ചുഗീസ് മിഷണറീസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്താ പറഞ്ഞു നോക്കണം, പോർച്ചുഗീസ് മിഷണറീസ് ആണ് ആദ്യമായിട്ട് ഗോവയിൽ ഒരു പ്രിന്റിംഗ് പ്രസ് ഒക്കെ ഉണ്ടാക്കുന്നത്. 1579 എപ്പോഴാണ്, 1579 അത് ഉണ്ടാകുന്നത്. ഫസ്റ്റ് തമിഴ് ബുക്ക് പബ്ലിഷ്ഡ്, അതായത് ആദ്യത്തെ ഒരു തമിഴ് ബുക്കൊക്കെ ഉണ്ടാകുന്നത് 1579. ഈ ഒരു സാധനം നിങ്ങൾ എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കണേ. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടോ. ഇത് ഞാൻ വീണ്ടും മാരത്തോണിൻ്റെ ടൈമിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് ഇതേ സാധനം പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷേ എന്തിൽ പോലും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഈ ഒരു സാധനം. ഓക്കെ, 1710 1710 ദ ഫസ്റ്റ് മലയാളം ബുക്ക് പബ്ലിഷ്ഡ്, ആദ്യത്തെ മലയാളം ബുക്ക് പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഓക്കെ, എഡിറ്റഡ് ബംഗാൾ ഗസറ്റ് ഇൻ 1780 എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇൻഫർമേഷൻ അബൌട്ട് ട്രേഡ് ആൻഡ് അലൈഡ് മാറ്റേഴ്സ് ആൻഡ് സ്ലേവറി ഇൻ ഇന്ത്യ, ഇന്ത്യയെ പറ്റിയിട്ടുള്ള ട്രേഡും റിലേറ്റീവ് ആയിട്ടുള്ള മാറ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഭാഗത്ത് നോക്കുക. ദേ പബ്ലിഷ്ഡ് ഗോസിപ്പ് അബൌട്ട് ദ കമ്പനീസ് ഒഫീഷ്യൽ. ദെൻ ഗവർണർ വാറൻ ഹേസ്റ്റിംഗ്സ് അറസ്റ്റ് ഹിക്കി ഓൺ ദിസ് മാറ്റർ. ഹിക്കി എന്താ ചെയ്തറിയോ, ഹിക്കി ചെയ്തു ഈ പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷ് ഒഫീഷ്യൽസിൻ്റെയൊക്കെ കുറേ ഗോസിപ്പും കാര്യങ്ങളൊക്കെ ഇറക്കി ആ ഒരു പത്രത്തിൽ, അല്ലെങ്കിൽ ഇയാൾ അച്ചടിച്ചിറച്ച സാധനത്തിലേക്ക് ഇറക്കി വെച്ചു. ഇയാൾക്ക് ഇയാളുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇയാൾക്ക് ഈ വ്യക്തിയുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോസിപ്പൊക്കെ ഇറക്കി. അപ്പം അന്ന് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഗവർണർ. അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സ് ഹിക്കിനെ ഇങ്ങനെ പിടിച്ചു, മോനെ ഹിക്കിങ് ബാടാ എന്ന് പറഞ്ഞിട്ട് ഹിക്കിനോട് ചോദിച്ചു, ആവശ്യമില്ലാത്തൊക്കെ നീ പബ്ലിഷ് ചെയ്യില്ലടാന്ന് ചോദിച്ചിട്ട് ഹിക്കിനെ എടുത്ത് പുറത്ത് തള്ളി. ഓക്കെ, ഹിക്കി ഓൺ ദിസ് മാറ്റർ എന്ത് ചെയ്തു, ഈ പറഞ്ഞിട്ടുള്ള വാറൻ ഹേസ്റ്റിങ്സ് ഈ വ്യക്തിനെ പുറത്താക്കി. സോ ബട്ട് ആഫ്റ്റർ ദിസ് കമ്പനി പെർമിറ്റഡ് ന്യൂസ് പേപ്പർ പ്രിന്റിംഗ് അണ്ടർ ദെയർ കൺട്രോൾ എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ അതിനുശേഷം പിന്നീടാണ് ഈ പറഞ്ഞ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു, അവർ തന്നെ സ്വന്തമായിട്ട് അവർ പ്രിന്റ് ചെയ്തിട്ട് അവർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, റെഡി, സെറ്റാണ്. സാർ പുള്ളി ഇന്ത്യക്കാരനാണോ?
വാറൻ ഹേസ്റ്റിങ്സ് ഇന്ത്യക്കാരനാ? ഒരിക്കലും അല്ല കേട്ടോ. വാറൻ ഹേസ്റ്റിങ്സ് ഗവർണറായിരുന്നു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണറായിരുന്നു. ഓക്കെ, റെഡി, സെറ്റ്. അപ്പോൾ ഇന്ത്യൻസ് ഓൾസോ പബ്ലിഷ് സം ന്യൂസ് പേപ്പേഴ്സ് ലൈക്ക് ദ ബംഗാൾ ഗസറ്റ്. ഗംഗാധർ ഭട്ടാചാര്യ ക്ലോസ്ഡ് അലൈ ഓഫ് രാജാറാം മോഹൻ റോയ്ക്കാണ് ഈ പറഞ്ഞിട്ടുള്ള ബംഗാൾ ഗസറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. വേരിയഡ് ഫോംസ് ഓഫ് റീഡിംഗ് മെറ്റീരിയൽസ് കേം ഇൻ പബ്ലിഷിംഗ് വിത്തിൻ ദ ഇൻക്രീസ് ഓഫ് റീഡേഴ്സ് ഡിമാൻഡ്. അപ്പോൾ ആളുകളുടെ ആവശ്യം കൂടുന്നതിനനുസരിച്ചിട്ട് പലതരത്തിലുള്ള ആവശ്യങ്ങൾ കൂടി, ഇപ്പോൾ റീഡിംഗ് ബുക്കിൻ്റെ എണ്ണം കൂടേണ്ട ആവശ്യം വന്നു. ഇപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈൽസ് ആവശ്യമായിട്ട് വന്നു. പോപ്പുലറായിട്ട് നോവലാവുന്നത് കണക്റ്റഡ് ടു ദ ലൈഫ് ഓഫ് എൻ ഓർഡിനറി പേഴ്സൺ. അതായത് മറ്റേ സാധനമില്ലേ ഈ പറഞ്ഞ നോവലിൽ നമ്മളിപ്പോൾ എന്താണ് സാധാരണക്കാരായിട്ടുള്ള ഒരാളുടെ ജീവിതമാണ് ഒരു നോവലിൽ പറയാന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ പരിപാടി. അതാണ് ഈ പറഞ്ഞിട്ടുള്ള നോവൽ വന്നു. പക്ഷേ നോവൽ മാത്രം വായിച്ച ആളുകൾക്ക് അത് ഇഷ്ടാവില്ല അല്ലേ. സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞേക്ക് ദെൻ ദ വ്യൂസ് ഓഫ് ദ പബ്ലിക് കംപ്ലീറ്റ്ലി ഷിഫ്റ്റഡ് ടു എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ആളുകളുടെ ഈ പറഞ്ഞിട്ടുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ മാറി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. കാരിക്കേച്ചേഴ്സ് ആൻഡ് കാർട്ടൂൺ, സ്ട്രോങ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. സാർ നാളെ ഞങ്ങൾക്ക് മോഡൽ എക്സാം ആണ്, ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്, തൂക്കുക, അടിച്ചു പൊളിച്ച് തൂക്കി എഴുതിക്കോ, റെഡി, സെറ്റ്. അങ്ങനെയാണെങ്കിൽ വിമൺ ആൻഡ് പ്രിന്റ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് എന്താണ് ഈ പറഞ്ഞ റോൾ എന്ന് നോക്കാം നമുക്ക്. ഈ ഒരു കാലത്ത് ഇൻഫ്ലുവൻസ്ഡ് ബൈ പ്രിന്റ് കൾച്ചർ വുമൺ സ്കൂൾ വന്നു. ഈ പറഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ വന്നു. ഇവർക്ക് ആദ്യകാലങ്ങളിൽ പഠിക്കാനുള്ള അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം പിന്നീട് കിട്ടിയെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്. ഇവരെന്ത് ചെയ്തു, വായിക്കാൻ എഴുതാനുള്ള കഴിവ് വന്നു. സ്വാഭാവികമായിട്ട് റിലീജിയൻ എന്നുള്ള ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ പോലും അവരെന്ത് ചെയ്തു, ചില സർട്ടൺ റിലീജിയൻ എന്നുള്ള ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ പോലും അവർ വായിക്കാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. രാജ് സുന്ദരി ദേവി ഓട്ടോബയോഗ്രഫി അമർ ജിബാൻ 1876. ഇത് കഴിഞ്ഞ കൊല്ലത്തെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. രാജ് സുന്ദരി ദേവി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എഴുത്തുകാരി എഴുതിയിട്ടുള്ള ഓട്ടോബയോഗ്രഫിയാണ് അമർ ജിബാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോഗ്രഫി. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കൈലാഷ് ഭാഷിണി ദേവി റോട്ട് അബൌട്ട് വുമൻസ് എക്സ്പീരിയൻസസ് ഇൻ ഹൗസസ്. അതായത് വീടുകളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്തു, കൈലാഷ് ഭാഷിണി ദേവി എന്ത് ചെയ്തു, എഴുതിയെന്ന് പറഞ്ഞു വെക്കുന്നത്. താരാബായ് ഷിൻഡെ ആൻഡ് പണ്ഡിത രമാബായ് റോട്ട് മിസറബിൾ ലൈഫ് ഓഫ് അപ്പർ കാസ്റ്റ് ആൻഡ് ഹിന്ദു വുമൻസ്. അതായത് സ്ത്രീകൾ നേരിടുന്ന, അപ്പർ കാസ്റ്റ് ഹിന്ദുസ് നേരിടുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവരും എഴുതി എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, റെഡി, ഹായ്, പറയൂ. മാർക്കൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ? പറഞ്ഞു കൊടുക്കും എല്ലാവരും മാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. ബ്ലാക്ക് കീപ്പറടാ എന്താ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ നോക്കുന്ന പ്രിന്റ് ആൻഡ് സെൻസർഷിപ്പ് എന്ന് പറഞ്ഞ ഭാഗമാണ്. സ്വാഭാവികമായിട്ടും ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫിയർഡ് ലൂസിങ് ഇറ്റ്സ് മൊണോപോളി. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പേടിച്ചു, എങ്ങനെ നമ്മൾ ഈ പറഞ്ഞ ആളുകൾ അറിവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒഴിവാക്കുക, അല്ലെങ്കിൽ നമ്മളെ തിരിച്ച് ആക്രമിക്കുക എന്നുള്ള പേടി ഇവർക്ക് വരാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് ദ ക്രിറ്റിസിസം റീച്ച് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ടുക്ക് മെഷേഴ്സ് ടു കൺട്രോൾ ദ പ്രസ്. അതായത് പ്രസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള മെഷറും കാര്യങ്ങളൊക്കെ ഇവരെന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഗവൺമെന്റ് കയ്യിൽ നിന്ന് എടുക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ട് കൽക്കട്ട സുപ്രീം കോർട്ട് പാസ്റ്റ് എ ലോ ടു കൺട്രോൾ ഫ്രീഡം ഓഫ് ദ പ്രസ് എന്ന് പറഞ്ഞു. പ്രസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രീഡം കാര്യങ്ങളൊക്കെ എടുത്തു കളയാൻ വേണ്ടിയുള്ള ഒരു സംഭവം കൽക്കട്ട സുപ്രീം കോടതി പാസ് ചെയ്തു. പക്ഷേ 1835 ഇത് പ്രസ് ലോസ് എന്ന പേരിൽ അറിയപ്പെടുക കേട്ടോ. തോമസ് മെക്കാളെ കൊളോണിയൽ ഒഫീഷ്യൽ ഫോർമുലേറ്റഡ് ന്യൂ റൂൾസ് ആൻഡ് ഗേവ് ദ ഫ്രീഡം ടു പ്രിന്റ് ഇൻ ദ പ്രസ്. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തോമസ് മെക്കാളെ വന്നിട്ട് എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് അങ്ങനെ റൂളും കാര്യങ്ങളൊന്നും ഇനി നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിന്റ് ചെയ്തോളൂ എന്ന് പറയാണ്. അങ്ങനെ ആഫ്റ്റർ 1857 സ്ട്രിക്ട് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ ദ പ്രസ് എന്ന് പറയാണ്. സ്വാഭാവികം 1857 ഇന്ത്യയിൽ മുഴുവനായിട്ട് ഈ പറഞ്ഞിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസും കാര്യങ്ങളും വരികയാണ്. 1878 ദ വെർണാക്കുലർ പ്രസ് ആക്ട്, അഥവാ ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക, വെർണാക്കുലർ പ്രസ് ആക്ട് കംപ്ലീറ്റ്ലി റെസ്ട്രിക്ട് ദ പീപ്പിൾ, വായിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം ഇല്ലാണ്ടായി. അതായത് എന്ത് പറയണം, എന്ത് ചിന്തിക്കണം, എന്ത് എഴുതണം, എന്ത് പബ്ലിഷ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞിട്ടുള്ള വെർണാക്കുലർ പ്രസ് ആക്ട് തീരുമാനിക്കാൻ തുടങ്ങി. അത് പ്രകാരം കട്ട് ചെയ്ത് കൊണ്ടുപോകാനും ശ്രമിച്ചു എന്ന് പറഞ്ഞു. ദ ആക്ട് പാസ്ഡ് ഗവൺമെന്റ് കൺട്രോൾ ഓവർ ദി പ്രിന്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം പ്രിന്റിംഗ് മെറ്റീരിയൽസിൽ വരെ ഈ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. ദ റെസ്ട്രിക്ഷൻസ് ഈവൻ മോർ ഇഗ്നൈറ്റഡ് ദ ഫ്രീഡം സ്ട്രഗിൾ. നോക്കിക്കേ, നമ്മളോട് പറയാണ് നാളെ മുതൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കും. നാളെ മുതൽ നിങ്ങൾ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്തോട് നടക്കും. സ്വാഭാവികമായിട്ടും ഇന്ത്യൻസിനുള്ളിൽ എന്ത് സംഭവിച്ചു, നമ്മളോട് പറയാണ് ഇനി മുതൽ നിങ്ങൾ പ്രിന്റ് ചെയ്യാൻ പാടില്ല, അതായത് നിങ്ങൾ ഈ പറഞ്ഞ വാർത്തകളൊന്നും പ്രിന്റ് ചെയ്യരുത്. അങ്ങനെ ഉള്ളിനുള്ളിൽ ആളുകൾക്ക് എന്ത് ചെയ്തു, ഇന്ത്യക്കാരനെ വീണ്ടും എന്ത് ചെയ്തു, ആ ഒരു സാധനം ഉള്ളിലടിച്ചു. നമ്മളെ റെസ്ട്രിക്ട് ചെയ്യാൻ ഇവരാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ പോരാടി. അതിനൊരു എക്സാമ്പിളാണ് ബാലഗംഗാധര തിലകിൻ്റെ കേസരി പോലുള്ള പത്രങ്ങൾ. ഓക്കെ, ബാലഗംഗാധര തിലകിൻ്റെ കേസരി പോലുള്ള പത്രങ്ങൾ അതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മളെ 2 ചാപ്റ്റർ നമ്മൾ തീർത്തിട്ടുണ്ട്. എനിക്കറിയില്ല മക്കൾ ഇന്ന് എത്ര സമയം പോകുന്നുള്ളത്. 2 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നാഷണലിസം ഇൻ ഇന്ത്യ. ഞാൻ ആദ്യം വിചാരിച്ച എന്താ അറിയാം, നിങ്ങൾക്ക് ഇത് എല്ലാ ചാപ്റ്ററും 10 മിനിറ്റ് വെച്ച് പോകാമെന്ന് വിചാരിച്ചു. ബട്ട് അതുകൊണ്ട് കാര്യമില്ല, സാർ ഇന്ന് ഇത് ഓടിച്ച് വിടുകയാണ്. എങ്കിൽ പോലും നമുക്കിനി ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെഷൻ ഉണ്ടാവും, എക്കണോമിക്സിന് വേണ്ടി സെപ്പറേറ്റ് സെഷൻ ഉണ്ടാവും, പൊളിറ്റിക്സിന് വേണ്ടി സെപ്പറേറ്റ് സെഷൻ ഉണ്ടാവും. അപ്പോൾ അന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് കുറച്ചൊന്ന് സ്പീഡിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്ത് പോകുന്നത്. ഇതേ കാര്യങ്ങൾ നമ്മൾ മാരത്തോൺ ടൈമിൽ ഒന്നും കൂടെ നോക്കും. ഓക്കെ, ഒന്നുകൂടെ നോക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ സബ്ജക്റ്റ് വെച്ചിട്ടായിരിക്കും അന്ന് നോക്കുന്നുണ്ടാവുക. അത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സമയം എടുത്തിട്ട് നമുക്ക് ഹിസ്റ്ററിയും ജോഗ്രഫിയും പൊളിറ്റിക്സും എക്കണോമിക്സും പഠിക്കണം.
അപ്പോൾ അത് സെറ്റാക്കാം. ഇത് ഹിസ്റ്ററിയിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്. ഈ ലാസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേക്കിംഗ് ഓഫ് ഗ്ലോബൽ വേൾഡ് കൂടി ഉണ്ടാവും. മേക്കിംഗ് ഓഫ് ഗ്ലോബൽ വേൾഡ് നിങ്ങൾ ആ സബ് ടോപ്പിക്സ് 1 to 1 വരെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അത് നാഷണലിസത്തിൽ ഫസ്റ്റ് ടോപ്പിക് എന്താ ഞാനിവിടെ വെച്ചിട്ടുണ്ട്, നോക്കാം നമുക്ക്. ഓക്കെ, റെഡി, സെറ്റാണ്. ഇപ്പോൾ സമയം എത്രയായി? 8:40. 8:40 കൊണ്ട് നമ്മൾ 2 ചാപ്റ്റർ തീർത്തിട്ടുണ്ട് അല്ലേ. ദ ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് നാഷണലിസം, അതായത് ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ് മക്കളെ. നമ്മുടെ ഇന്ത്യനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. സ്വാഭാവികമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ദ ഫസ്റ്റ് വേൾഡ് വാർ ക്രിയേറ്റഡ് എക്കണോമിക് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു 1914 മുതൽ 18 വരെയുള്ള കാലഘട്ടത്തിൽ. അതേ സമയത്ത് ഇന്ത്യയിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിലെ സമയത്ത് പ്രൈസ് ഓഫ് ഗുഡ്സിൻ്റെ പ്രൈസ് വളരെയധികം കൂടിയിട്ടുണ്ടായിരുന്നു. ഫോഴ്സ് റിക്രൂട്ട്മെന്റ്, അതായത് യുദ്ധത്തിൽ വേണ്ടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാർ പലരും അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രോപ്പ് ഫെയിലറൊക്കെ ഇന്ത്യയിൽ സുലഭമായിട്ട്, അതായത് ഈ പറഞ്ഞിട്ടുള്ള വിളനാശമൊക്കെ നമ്മുടെ നാട്ടിൽ വളരെയധികം ആ സമയത്ത് ഉണ്ടായ ഒരു സംഭവമായിരുന്നു പറഞ്ഞു നോക്കുന്നുണ്ട്. എപ്പിഡമിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ. അവിടെയാണ് നമ്മുടെ 1915 ഒരു വ്യക്തി വരികയാണ്, ദാറ്റ് ഈസ് മഹാത്മാഗാന്ധി വന്നിട്ട് ആദ്യമായിട്ട് ഇന്ത്യ 2 കൊല്ലം സന്ദർശിക്കുകയാണ് അദ്ദേഹം. 1917 ഇവിടെ ഒരു ഡേറ്റിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ തിരുത്തി തരാം. 1917 അദ്ദേഹം ചമ്പാരനിൽ ആദ്യത്തെ സത്യാഗ്രഹത്തിന് ഇരിക്കുകയാണ്. അതിനുശേഷം അത് വിജയിച്ചു കേട്ടോ. 1917 ചമ്പാരൻ, 1918 ഗേദ കേട്ടോ. 1918 ഗേദ. അതൊന്ന് ജസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 17 ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, 18 ദ ആക്ച്വൽ ഇയർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ചമ്പാരൻ നടക്കുന്നത് അങ്ങ് ദൂരെ ബീഹാറിലാണ്. ഗേദ നടക്കുന്നത് അങ്ങ് ദൂരെ ഗുജറാത്തിലാണ്. ഈ പറഞ്ഞ അഹമ്മദാബാദ് അങ്ങ് ദൂരെ നടക്കുന്നത് ഗുജറാത്തിൽ തന്നെയാണ്. ഓക്കെ, റെഡി, സെറ്റ്. അപ്പോൾ ബീഹാർ, ഗുജറാത്ത്, ഇതിൽ ആദ്യം നടക്കുന്നത് ചമ്പാരൻ, നെക്സ്റ്റ് നടക്കുന്നത് അഹമ്മദാബാദ്, ദെൻ നടക്കുന്നത് ഗേദ. ഇതാണ് അതിൻ്റെ ഓർഡർ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഓർഡർ. ഓർഡർ പിടിച്ചോ. 1, 2, 3 ഇതാണ് അതിൻ്റെ ഓർഡർ കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഇത് 3 ഗാന്ധിജി വിജയിച്ചു എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതിനിടയ്ക്ക് 1919 ഒരു ബ്ലാക്ക് ലോ പാസ്സാക്കുകയാണ്, ദാറ്റ് ഈസ് കരി നിയമം എന്ന് പറയും. അതിനാണ് റവലറ്റ് ആക്ട് എന്ന് പറയാം. സ്വാഭാവികമായിട്ട് വിത്തൗട്ട് ട്രയൽ, അതായത് ആളുകൾ എപ്പോൾ വേണമെങ്കിലും പിടിച്ചുകൊണ്ട് പോകാനും എത്ര കാലം വേണമെങ്കിലും വിചാരണ കൂടാതെ തുറങ്കിലടയ്ക്കാനുമുള്ള അധികാരം കൊടുക്കുന്നതിനാണ് നമ്മളെന്ന് വിളിക്കുക ഈ പറഞ്ഞ റവലറ്റ് ആക്ട് എന്ന് വിളിക്കുക. ഈ റവലറ്റ് ആക്ട് പതുക്കെ എന്ത് ചെയ്തു, 6 ഏപ്രിൽ 1990 ആയപ്പോഴത്തേക്ക് ഗാന്ധിജി എന്ത് ചെയ്തു, ഇതിനെതിരെ പോരാടാൻ വേണ്ടി ശ്രമിച്ചു. ഇതിൻ്റെ ഇടയിൽ 2 പേരെ അറസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ സത്യപാലൻ കിച്ലു എന്ന് പറഞ്ഞ ആളുകൾക്ക് അറസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ച് ജാലിയൻ വാലാബാഗ് എന്ന മൈതാനത്ത് അടിച്ചുകൂടിയ ആളുകൾക്ക് നേരെ ജനറൽ ഡയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്ത് ചെയ്തു, ഷോർട്ട് അറ്റ് സൈറ്റ്, അതായത് വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുത്തു. ആളുകൾ മരിച്ചു. ഏകദേശം 1000-ൽ പരം ആളുകൾ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇൻസിഡൻറ്റിനെയാണ് ഇൻഫേമസ് ആയിട്ടുള്ള 13 ഏപ്രിലെ ജാലിയൻ വാലാബാഗ് മസാക്കർ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ജാലിയൻ വാലാബാഗ് മസാക്കർ എന്ന് വിളിക്കുക. സർ, ഓൺലി 2 years. എന്ത് 2 years? അതായത് ഈ പറഞ്ഞിട്ടുള്ള 1917 കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്നത് 1919. യെസ്, 2 years. ശരിയാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഖിലാഫത്ത് മൂവ്മെൻ്റ് ആണ്. ഖിലാഫത്ത് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്നുള്ള കാര്യം മാത്രം നിങ്ങളവിടെ ഓർത്ത് വെച്ചാൽ മതി. ഹിന്ദു മുസ്ലിം യൂണിറ്റി, അത് ഈ പറഞ്ഞിട്ടുള്ള 2 അലി ബ്രദേഴ്സിൻ്റെ നേതൃത്വം, മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ട് കൽക്കട്ട സെഷനിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഗാന്ധിജിയും അലിഗഡ് മൂവ്മെൻറ്റ് ഒന്നിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, സമരത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സ്വരാജിൻ്റെ ഭാഗമായിട്ട് 1920 ഒരു കൽക്കട്ട സെഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണ്. ഗാന്ധീസ് ഐഡിയാസ് ഇൻ ഹിസ് ബുക്ക് ഹിന്ദു സ്വരാജ്. ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. ഹിന്ദു സ്വരാജ് എന്ന് പറഞ്ഞ ബുക്കിൽ ഗാന്ധിയുടെ ഐഡിയാസ് നമുക്ക് കാണാൻ പറ്റും. സോ അവിടെ മൂവ്മെന്റ് വുഡ് അൺഫോൾഡ് ഇൻ സ്റ്റേജസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ടസിൽ വിത്തിൻ ദ കോൺഗ്രസ് ഓൺ പാർട്ടിസിപ്പേഷൻ ഇൻ കൗൺസിൽ ഇലക്ഷൻസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അഡോപ്ഷൻ ഓഫ് NCM അറ്റ് നാഗ്പൂർ സെഷൻ 1920, അതായത് 1920 ഒരു നാഗ്പൂർ സെഷനിൽ വെച്ചിട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പോലുള്ള കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ സമരം പോലുള്ള സമരമൊക്കെ ഈ സമയത്ത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റെഡി, സെറ്റാണ്. പരീക്ഷയ്ക്ക് 46 ഓൺലി, കുഴപ്പമില്ല, പിടിക്കാം, സെറ്റാക്കാം. ഓക്കെ, ഡിഫറിങ് സ്ട്രാൻഡ്സ് വിത്തിൻ ദ മൂവ്മെന്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ദ NCM ആൻഡ് ഖിലാഫത്ത് മൂവ്മെന്റ് ബിഗാൻ ഇൻ 1921. ദർ വർ ഡിഫറെൻറ്റ് ഐഡിയോളജീസ് ആൻഡ് റെസ്പോൺസസ് അബൌട്ട് ദ മൂവ്മെന്റ്. അതിൽ ടൗണിൽ വരികയാണെങ്കിൽ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ബോയ്ക്കോട്ട് സ്കൂൾ, കോളേജസ് പോലുള്ള സാധനങ്ങളൊക്കെയാണ് ടൗണിൽ നടന്നിട്ടുള്ളത്. ഇനി ഈ പറഞ്ഞ കൺട്രി സൈഡിലേക്കാണ് കൃഷിക്കാരെന്ത് ചെയ്തു, ഈ പറഞ്ഞിട്ടുള്ള ബാബ രാമചന്ദ്രൻ്റെ നേതൃത്വത്തിലൊക്കെ ബന്ധും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായി, ബന്ധുക്കളും കാര്യങ്ങളൊക്കെ നടത്തി. സ്വാഭാവികമായിട്ട് ലിമിറ്റേഷൻ്റെ കാര്യം വരികയാണെങ്കിൽ അവിടെ വയലൻസ് ആണ് ഉണ്ടായി വന്നിട്ടുള്ളത്, അപ്പോൾ ഒരു പ്രശ്നമാണ്. ഇനി ട്രൈബൽസിൻ്റെ കേസ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അല്ലൂരി സീതാരാമ രാജു ആന്ധ്രാപ്രദേശിലാണ് നിങ്ങൾ കാണുക. അല്ലൂരി സീതാരാമ രാജുവിൻ്റെ നേതൃത്വം നടന്നിട്ടുള്ള ഒരു സമരമുണ്ട്. ഓക്കെ, സമരത്തിൻ്റെ പേരാണ് ഈ പറഞ്ഞിട്ടുള്ള ഗൂഡം ഹിൽസിൽ നടന്നിട്ടുള്ള സമരം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സാധനം നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരിക. ഇത്
സീതാരാമരാജു പിന്നീട് മരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലേക്ക് വരിക കേട്ടോ. നോൺ വയലൻസ് എന്ന് പറഞ്ഞ ആശയം പിന്നീട് പതുക്കെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പ്ലാന്റേഷൻ മേഖലയിലാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ തോട്ടവിളകളുടെ ഏരിയകളിലാണെങ്കിൽ ദെയർ ഓൺ മോട്ടീവ് ഓഫ് സ്വരാജ് ഇൻലൻഡ് ഇമിഗ്രേഷൻ ആക്ട് പോലുള്ള ആക്റ്റൊക്കെ വന്നു. 1815 ബോയ്ക്കോട്ട് ഓഫ് പ്ലാന്റേഷൻ ഫീൽഡ്സും കാര്യങ്ങളും വന്നു. സ്വതന്ത്ര ഭാരതം എന്ന് പറഞ്ഞ ആശയം, അതായത് ഇന്ത്യ മൊത്തം ഫ്രീഡം കൊടുക്കുക അല്ലെങ്കിൽ ഫ്രീ ആക്കി മാറ്റുക എന്നുള്ളൊരു ആശയമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു. ചൗരി ചൗര ഇൻസിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? NCM ആര് പിൻവലിക്കുകയാണ്? ഗാന്ധിജി പിൻവലിച്ചു. അതായത് ചൗരി ചൗര ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഭാഗത്ത് യു പിയിലാണ് സംഭവം, ഉത്തർപ്രദേശിലാണ് സംഭവം. 22 പോലീസുകാർ അടങ്ങുന്ന ഒരു പോലീസ് സ്റ്റേഷൻ ആളുകൾ തീയിട്ട് നശിപ്പിച്ചപ്പോൾ 22 പോലീസുകാർ മരിച്ചുപോയി. അപ്പോൾ ഗാന്ധിയുടെ ആശയം എന്താ? നോൺ വയലൻസ് ആണ്. പക്ഷേ ആക്ച്വലി നടന്നത് എന്താ? വയലൻസ് ആണ്. അപ്പം എന്തുകൊണ്ടോ ഗാന്ധിജി വിചാരിച്ചു NCM പിൻവലിക്കാം എന്ന് വിചാരിച്ചു. അതാണ് സംഭവം കേട്ടോ. ഓക്കെ, ഇനി ടുവേഴ്സ് സിവിൽ ഡിസൊബീഡിയൻസിൽ വരികയാണ്. കുറച്ചു കാലത്തിന് ശേഷം പിന്നെയും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിന് ശേഷം വലിയ കാര്യമായിട്ടൊന്നും ഇന്ത്യയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല, വലിയ പോരാട്ടങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് 1929 നടന്നിട്ടുള്ള ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. അപ്പം 1930 മുതൽ 31 വരെ നടന്നിട്ടുള്ള ഒരു സമ്മേളനമുണ്ട്. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടി സമ്മേളനം. നിങ്ങൾ ചിന്തിച്ചാൽ മതി. 32 ആയപ്പോഴത്തേക്ക് നമുക്കറിയാം ഉപ്പ് സത്യാഗ്രഹം എന്ന് പറഞ്ഞ സമരമുണ്ട്, സാൾട്ട് സത്യാഗ്രഹം ഉണ്ടാവുകയാണ്. അത് എന്തിൻ്റെ ഭാഗമായിട്ട് നടന്നതാണ്? സിവിൽ ഡിസൊബീഡിയൻസിൻ്റെ ഭാഗമായിട്ട് നടന്നതാണ്. സ്വാഭാവികമായിട്ട് സ്വരാജ് പാർട്ടി ഈ സമയത്ത് ഗാന്ധിയുമായിട്ട് വിരോധമുള്ളവരൊക്കെ വേറൊരു പാർട്ടിയൊക്കെ രൂപീകരിക്കുന്നുണ്ടായി. സ്വരാജ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി CR ദാസ്, മോത്തിലാൽ നെഹ്റു ഒക്കെ രൂപീകരിച്ചു. ഫോംഡ് സ്വരാജ് പാർട്ടി ആർഗ്യൂഡ് പാർട്ടിസിപ്പേറ്റ് ഓഫ് കൗൺസിൽ ഓഫ് ഇലക്ഷൻസ്. അതായത് ഗാന്ധിയുടെ ആശയങ്ങളുമായിട്ട് ഒത്തുചേരാൻ പറ്റാത്തവരാണ് ഈ പറഞ്ഞ സ്വരാജ് പാർട്ടി പോലുള്ള പാർട്ടിയൊക്കെ രൂപീകരിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഇന്ത്യ അഫക്റ്റഡ് വേൾഡ് വൈഡ് എക്കണോമിക് ഡിപ്രഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലോകം മുഴുവനും ഈ പറഞ്ഞ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഡിപ്രഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗത്ത് ഇന്ത്യയും അതിൽ വീണു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഫോൾ ഇൻ ദ അഗ്രികൾച്ചർ പ്രൈസസ്, കൺട്രി സൈഡ് വാസ് ഇൻ ടേർമോയിൽ, പെസൻസ് കാൺ സെൽ ദെയർ ഹാർവെസ്റ്റ് ആൻഡ് പേ റവന്യൂ. അതായത് ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള റവന്യൂ കാര്യങ്ങളും കൊടുക്കാൻ പറ്റണ്ടായി, ടാക്സ് വളരെയധികം കൂടി, ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒന്നും ചെയ്യാൻ പറ്റണ്ടായി. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ആ സമയത്ത് വന്നു എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെയാണ് സൈമൺ കമ്മീഷൻ വരുന്നത്. ഓക്കെ, സൈമൺ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ 7 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു കമ്മീഷനായിരുന്നു. ആ കമ്മീഷനിൽ ബ്രിട്ടീഷുകാരായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. സർ ജോൺ സൈമൺ ആയിരുന്നു അതിൻ്റെ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഗോ ബാക്ക് സൈമൺ പോലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വന്നു. ബിക്കോസ് അതിൽ ഒരു ഒറ്റ ഇന്ത്യൻസ് പോലും ഇല്ല. ഇന്ത്യക്കാർക്ക് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു നയം ഉണ്ടാക്കാൻ വന്നതാണെങ്കിൽ, ഒരു പോളിസി ഉണ്ടാക്കാൻ വന്നതാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ഇന്ത്യക്കാരനെ വേണം. അല്ലേ, നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ വീട്ടിലൊരു തീരുമാനം എടുക്കുക, നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണോ നിങ്ങൾ വിളിക്കുക? അല്ല, നിങ്ങളുടെ വീട്ടിൽ തീരുമാനം എടുക്കുക, നിങ്ങളുടെ ആളെ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയായിരിക്കും തീരുമാനിക്കുക. നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ സർ ജോൺ സൈമൺ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ളത് മൊത്തം 7 പേരും ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ അതിനെതിരെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഗോ ബാക്ക് സൈമൺ ഒക്കെ വന്നിട്ടുള്ളത്. But to counter this, after domain status on round table conferences, Viceroy ഇർവിനുമായിട്ടൊരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ നടക്കുകയുണ്ടായി. 1ാം റൗണ്ട് ടേബിൾ കോൺഫറൻസ്, 2ാം റൗണ്ട് ടേബിൾ കോൺഫറൻസ്, 3ാം റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്നുള്ള 3 റൗണ്ട് ടേബിൾ കോൺഫറൻസും കാര്യങ്ങളും നടക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ 3 എണ്ണത്തിലും യാതൊരു വിധത്തിലുള്ള നേട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞില്ല യങ് ആൻഡ് റാഡിക്കൽ ലീഡേഴ്സ് സച്ച് ആസ് ജവഹർലാൽ നെഹ്റു ആൻഡ് സുഭാഷ് ചന്ദ്രബോസ് were not satisfied with this. ഈ പറഞ്ഞ 3 വട്ടമേശ സമ്മേളനങ്ങളിലും 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസിലും യാതൊരു വിധത്തിലുള്ള നല്ല കാര്യങ്ങളും ഇന്ത്യക്കാർക്ക് നേടിയെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ 1929 ലാഹോറിൽ വെച്ചൊരു സമ്മേളനം നടക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് പൂർണ്ണ സ്വരാജ് അഥവാ മൊത്തമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള നമുക്ക് ഇന്ത്യ മൊത്തം ഫ്രീഡം ഉണ്ടാവണം, പൂർണ്ണമായിട്ടുള്ള സ്വരാജ് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുകയാണ്. സാൾട്ട് മാർച്ച് അതിൻ്റെ ഭാഗമായിട്ട് 1930 സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള 31 ജാനുവരി ഞാൻ ഇവിടെ 32 എന്നല്ലേ 30 സംഭവിച്ചു. സ്വാഭാവികമായിട്ട് ഗാന്ധി സെൻഡ് ലെറ്റർ ടു വൈസ്രോയ് ഇർവിൻ സ്റ്റാർട്ടിങ് 11 ഡിമാൻഡ്സ് എന്ന് പറഞ്ഞു നോക്കേണ്ടത്. അതായത് ഏകദേശം 11 ഡിമാൻഡുകളോളം ഗാന്ധിജി ഇർവിൻ്റെ നേരൊക്കെ പറയാണ്. ഇത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഈ പറഞ്ഞിട്ടുള്ള സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റുമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, മുന്നോട്ട് പോകുന്നുണ്ടാവും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 1 ഡിമാൻഡ് വാസ് അബോളിഷ് ദ സാൾട്ട് ടാക്സ്, അഥവാ ഈ പറഞ്ഞ ഉപ്പിന് മുകളിലുള്ള നികുതി എടുത്ത് കളയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് വാസ് ആൻ അൾട്ടിമേറ്റം ടു ബി ഫുൾഫിൽ ബൈ ദ 11th മാർച്ച് എന്ന് പറഞ്ഞു നോക്കേണ്ടത്. അതായത് 11th മാർച്ചോട് കൂടിയിട്ട് ഇതിൻ്റെ ഏറ്റവും പരമോന്നത അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഉച്ചസ്ഥായിൽ എത്തുക എന്നൊക്കെ പറയില്ല, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇർവിൻ വാസ് അൺവീലിംഗ് ടു നെഗോഷിയേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇർവിൻ പറയണം നടക്കില്ല, 11 ഡിമാൻഡ് അല്ല, ഇനി 11,000 പേര് മുന്നിൽ വന്നു നിന്നാലും ഞാൻ നിങ്ങളെ ഡിമാൻഡ് ഒന്നും ചെയ്യാൻ പോണില്ല എന്ന് പറയുന്ന ഒരാളായിരുന്നു ഇർവിൻ എന്ന് പറയുന്നത്. അതാണ് ഗാന്ധി ഇർവിൻ പാക്ട് എന്ന പേരിലൊക്കെ പിന്നീട് അറിയപ്പെടുന്നത് കേട്ടോ. സാൾട്ട് മാർച്ച് എന്ന് പറയുന്നത് ഏകദേശം 240 മൈലുകളോളം സഞ്ചരിച്ചിട്ട് 24 ദിവസത്തോളം അല്ലെങ്കിൽ 78 ദിവസത്തോളം സഞ്ചരിച്ചിട്ടൊക്കെയാണ്, 78 വോളണ്ടിയേഴ്സിൻ്റെ കൂടെ 24 ദിവസത്തോളം സഞ്ചരിച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, സാൾട്ട് മാർച്ചും കാര്യങ്ങളൊക്കെ ഗാന്ധിജി ചെയ്യുന്നത്. ഇവിടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പയ്യന്നൂർ, കണ്ണൂരൊക്കെ നമ്മുടെ
കെ കേളപ്പൻ്റെ നേതൃത്വത്തിലൊക്കെ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചു. അപ്പോൾ ഓൺ 6th April ദേ റീച്ച് ദണ്ഡി സെറിമോണിക്കലി വയലേറ്റഡ് സാൾട്ട് ലോ, അതായത് ഈ പറഞ്ഞ ഉപ്പ് നിയമത്തിനെ കംപ്ലീറ്റ്ലി അവരെന്ത് ചെയ്തു, ഒരു എന്താ പറയുക, ഉപ്പ് കാച്ചി കുറുക്കി ഗാന്ധിജി എന്ത് ചെയ്തു, ആ നിയമത്തിന് ഇല്ലാണ്ടാക്കി എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ബിഗിനിങ് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് അവിടെയാണ് നമ്മൾ കാണുക. ഇനി എന്താണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പീപ്പിൾ വെർ നൗ ആസ്ക്ഡ് ടു റെഫ്യൂസ് കോപ്പറേഷൻ ആസ് വെൽ ആസ് ബ്രേക്ക് കൊളോണിയൽ ലോസ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള കോപ്പറേഷൻ നിസ്സഹകരണം മാത്രമല്ല, ഈ പറഞ്ഞിട്ടുള്ള ആളുകളുടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊളോണിയൽ ലോസും കൂടെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് അറിഞ്ഞിരിക്കാം. അഹമ്മദാബാദ് ഇൻ ഗുജറാത്ത്, യെസ്, ബ്രേക്കിംഗ് ഓഫ് സോൾട്ട് ലോ, മാനുഫാക്ചറിങ് സോൾട്ട് വാസ് ഡൺ ഇൻ ഡിഫറെൻറ്റ് പാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ ലംഘിക്കുന്ന പരിപാടികൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ. ഫോറിൻ ക്ലോത്ത് വേ ബോയ്ക്കോട്ടഡ്, ലിക്വർ ഷോപ്സ് വേ പിക്കറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഈ പറഞ്ഞിട്ടുള്ള വിദേശ വസ്ത്രങ്ങൾ ഇല്ലാണ്ടാക്കുക, ലിക്വർ ഷോപ്സ് വേ പിക്കറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് പറഞ്ഞിട്ടുള്ള എന്താ പറയുക, മദ്യം കിട്ടുന്ന സ്ഥലമില്ലേ, ബാറ്, ഓക്കെ, ഈ പറഞ്ഞ ലിക്കർ ഷോപ്സ് വേർ പിക്കറ്റഡ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ആയിട്ട് പെസൻസ് റെഫ്യൂസ് ടു പേ റവന്യൂ ആൻഡ് ചൗക്കിദാരി ടാക്സ് ദേ വയലേറ്റഡ് ഫോറസ്റ്റ് ലോസ് എന്ന് പറഞ്ഞു വെക്കുന്നത്, അതായത് ഫോറസ്റ്റ് ലോസ് ആയിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള ചൗക്കിദാരി ടാക്സ് ആയിക്കോട്ടെ, പേ റവന്യൂ ആയിക്കോട്ടെ, ഇതൊക്കെ ആളുകൾ കൊടുക്കുന്നതിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, വേണ്ടാന്ന് വെക്കാൻ തുടങ്ങി. ആളുകൾ പറയുകയാണ്, ഇനി ഞങ്ങൾ ഒരു തരി പൈസ പോലും നിങ്ങൾക്ക് തരാൻ പോകില്ല എന്ന് ബ്രിട്ടീഷുകാരോട് പറയുന്നുണ്ട്. ഓക്കെ, റെഡി. റിയാക്ഷൻ ഓഫ് കൊളോണിയൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അറസ്റ്റിംഗ് ഓഫ് കോൺഗ്രസ് ലീഡർ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞ അബ്ദുൽ ഗാഫർ ഖാന്റെ അറസ്റ്റും മഹാത്മാഗാന്ധി ഹിംസെൽഫ് അറസ്റ്റഡ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രൊട്ടസ്റ്റേഴ്സ് ഓപ്റ്റഡ് ഫോർ വയലൻസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്തു, വയലൻസിന് വേണ്ടി ശ്രമിച്ചു. ബ്രൂട്ടൽ റിപ്രഷൻ ബൈ ബ്രിട്ടീഷ്, അതായത് ബ്രിട്ടീഷുകാരൊന്നും നോക്കിയില്ല, എല്ലാവരെയും കംപ്ലീറ്റ്ലി ഒപ്രസ് ചെയ്തിട്ടുള്ള നയങ്ങളാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഗാന്ധി ഇർവിൻ പാക്ട് വാസ് സൈൻഡ്. ഗാന്ധിജി വെൻ ഫോർ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറഞ്ഞു. ഗാന്ധി എന്ത് ചെയ്തു, രണ്ടാം റൗണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ഇടയ്ക്കാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇനി ഹൗ പാർട്ടിസിപ്പൻസ് ഓ ദിസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. കൺട്രി സൈഡിലാണെങ്കിൽ റിച്ച് പെസൻസ് ആൻഡ് പുവർ പെസൻസ് രണ്ടുപേരും ഒരേപോലെ നോക്കി കണ്ടു. ടൗൺസ് ആൻഡ് സിറ്റീസിൽ മെർച്ചൻസ് ആൻഡ് ഇൻഡസ്ട്രീസ് വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇടപെട്ടു. വിമൺ ആണെങ്കിൽ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ അവരുടെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി എന്താണ് CDMന്റെ ലിമിറ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, കാസ്റ്റ് ഇഷ്യൂ ഉണ്ട്. അൺടച്ചബിൾ ആയിട്ടുള്ളതും സനാതനീസ് എന്ന് പറഞ്ഞ കുറച്ച് ആളുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കാസ്റ്റ് ഇഷ്യൂ വളരെയധികം കൂടുതലൊരു സമയമായിരുന്നു. ഹരിജൻസ് ഇൻ ഗാന്ധീസ് വി വാണ്ടഡ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് റിസർവ് സീറ്റ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള അൺടച്ചബിൾ ആയിട്ടുള്ള ഹരിജൻസ് ആയിട്ടുള്ള സാധാരണക്കാരായ ആളുകൾക്ക് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വേണം, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഭരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വോട്ടവകാശത്തിന് വേണ്ടിയിട്ടൊക്കെ അവർ പോരാടുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡോക്ടർ അംബേദ്കർ നേതൃത്വത്തിലൊക്കെ, ഗാന്ധിയുടെ നേതൃത്വത്തിലൊക്കെ നമ്മളിവിടെ കാണുന്നതാണ് ദളിത്സ് ഇൻ ടു ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ, അതായത് ദളിത്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ക്ലാസും കാര്യങ്ങളൊക്കെ ഡോക്ടർ അംബേദ്കർ നടത്തുകയുണ്ടായി. ഡിമാൻഡഡ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് ഫോർ ദളിത്സ്. ഗാന്ധിജി ഓപ്പോസിഷൻ ഓഫ് പൂന പാക്ട് സെപ്റ്റംബർ 1938. ഈ പറഞ്ഞിട്ടുള്ള പൂന പാക്ടിനേക്ക് ഗാന്ധിജി ഓപ്പോസ് ചെയ്തു സെപ്റ്റംബർ 1932. ഓക്കെ, റിലീജിയസ് മാറ്റേഴ്സ് ഉണ്ട്. ഹിന്ദു ആൻഡ് മുസ്ലിം കോൺഗ്രസ് കെയിം ടു ബി വിസിബിളി അസോസിയേറ്റഡ് ഓപ്പൺലി വിത്ത് ഹിന്ദു റിലീജിയസ് ആയിട്ടുള്ള നാഷണലിസ്റ്റ് മുസ്ലിം ലീഗ്, റിലീജിയസ് പ്രൊസഷൻസ് ആൻഡ് മിലിറ്റന്റ് ഫേവർ പ്രൊവോക്കിംഗ് ഹിന്ദു മുസ്ലിം കമ്മ്യൂണൽ ക്ലാഷസ്. ഇത്രയേ ഉള്ളൂ. ഹിന്ദു മുസ്ലിം ഭിന്നിപ്പിന് വേണ്ടിയിട്ടൊക്കെ ഈ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ഇൻഡിവിജ്വൽസിൻ്റെ കേസിലാണെങ്കിൽ മുഹമ്മദ് അലി ജിന്നി, മിസ്റ്റർ MR ജയാക്കർ ഫെയിൽ ടു നെഗോഷിയേറ്റ് ഓവർ ദി ഡിമാൻഡ് ഫോർ റിസർവ്ഡ് സീറ്റ്സ്. ഈ മുഹമ്മദ് അലി ജിന്നിയാണ് പിന്നീട് പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള രാജ്യം വേണമെന്ന് അവകാശപ്പെടുകയും ആ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ടൊക്കെ മാറുകയൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, റെഡി. ഇനി നോക്കാതെ സെൻസ് ഓഫ് കളക്റ്റീവ് ബിലോങ്ങിങ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ നമ്മളൊരു ഒന്നാണ്, ഇന്ത്യക്കാരെല്ലാം ഒന്നാണ്, നേഷൻ ടു നാഷണലിസം എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ അച്ചീവ്ഡ് പാർഷ്യലി ത്രൂ യുണൈറ്റഡ് സ്ട്രഗിൾസ് ആൻഡ് പാർഷ്യലി ത്രൂ കൾച്ചറൽ പ്രോസസ്സസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഹിസ്റ്ററി, ഫിക്ഷൻ, ഫോക്ലോർ ആൻഡ് സോങ്സ്, പോപ്പുലർ പ്രിന്റ്സ് ആൻഡ് സിംബൽസ് ഓൾ പ്ലേഡ് ഇൻ പാർട്ട് ഓഫ് മേക്കിംഗ് നാഷണലിസം എന്ന് വേണ്ട. സൂചി മുതൽ എന്താ പറയുക, ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ദേശീയതയെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ കെയിം ടു ബി വിഷ്വലൈസ്ഡ് വിത്ത് ഇമേജ് ഓഫ് ഭാരത് മാത. നമുക്കറിയാം ഇതിന് വിളിക്കുന്ന പേരാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അലി ഗോറി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അല്ലേ. വന്ദേ മാതരം പോലുള്ള ഈ പറഞ്ഞിട്ടുള്ള ദേശഭക്തി ഗാനം ആയിക്കോട്ടെ, പാട്രിയോട്ടിക് സോങ് ആയിക്കോട്ടെ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക. മൂവ്മെൻറ്റ് ഇൻ റിവൈവിംഗ് ഇന്ത്യൻ ഫോക്ലോർ, കോൺട്രിബ്യൂഷൻ ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ ആയിക്കോട്ടെ, നാദാ ശാസ്ത്രി ആയിക്കോട്ടെ, ഫോക്ലോർ ഓഫ് സദേൺ ഇന്ത്യ ആയിക്കോട്ടെ, യൂസ് ഓഫ് ഐക്കൺ, സിംബിൾസ്, യുണൈറ്റിയൻ പീപ്പിൾ ഫ്ലാഗ്, അതായത് ഒരു ഫ്ലാഗിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ കീഴിൽ എല്ലാവരും ഒന്നിപ്പിക്കുക എന്നുള്ള സംഭവമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. റീ ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി ടു ഇൻഫ്യൂസ് കോൺഫിഡൻസ്, ഗ്ലോറിയസ് ടൈം ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഈ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ഇന്ത്യൻ യൂണിയൻ ആണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം ഇന്ത്യക്കാരാണെന്നുള്ളൊരു ഫീലിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ നടന്നിട്ടുള്ളത്. അവസാനമൊക്കെ ഭാഗത്ത് എത്തുമ്പോൾ നമുക്കറിയാം 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുകയാണ്. ഡു ഓർ ഡൈ എന്നൊക്കെയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ സ്ലോഗൻ എന്ന് പറയുന്നത്. വിഡ്രോവൽ ഓഫ് ദി ബ്രിട്ടീഷ് ഫ്രം ഇന്ത്യ, അതായത് ഈ ബ്രിട്ടീഷുകാരോട് കംപ്ലീറ്റ്ലി ഇന്ത്യ വിട്ടു പോവുക എന്നുള്ളതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ കോൾ ഓൾമോസ്റ്റ് ബ്രോട്ട് ദ ഹോൾ സ്റ്റേറ്റ് മിഷനറീസ് ടു സ്റ്റാൻഡ് സ്റ്റോൾ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡ് ടോൾ എന്ന് പറഞ്ഞു, നമ്മൾ
പൊന്തി നിൽക്കുക. നമ്മൾ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മൾ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് പായിക്കുക, നമുക്കിവിടെ സ്വാതന്ത്ര്യം കിട്ടുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. On July 14, 1942, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി വാർധ പാസ്റ്റ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, അതായത് വാർധ കമ്മീഷൻ അല്ലെങ്കിൽ വാർധ ആണ് എന്ത് സംഭവിക്കുന്നത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് പാസ് ചെയ്യുന്നതൊക്കെ എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി മേക്കിംഗ് ഓഫ് ഗ്ലോബൽ വേൾഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്ററിയിൽ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ദ സിൽക്ക് റോഡ്സ് ആർ ഗുഡ് എക്സാമ്പിൾ ഓഫ് വൈബ്രന്റ് പ്രീ മോഡേൺ ട്രേഡ് ആൻഡ് കൾച്ചറൽ ലിങ്ക്സ് ബിറ്റ്വീൻ ഡിസ്റ്റന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ദ നെയിം സിൽക്ക് റോഡ്സ് പോയിന്റഡ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് വെസ്റ്റ് ബൗണ്ട് ചൈനീസ് സിൽക്ക് ആൻഡ് കാർഗോസ് അലോങ് ദിസ് റൂട്ട് എന്ന് പറഞ്ഞു നോക്കുന്നത്. അതായത് ആദ്യ കാലങ്ങളിൽ നമുക്കറിയാം ഈ പറഞ്ഞ പട്ടുതുണി പാത എന്നൊക്കെ പറഞ്ഞ പാതയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഒരു വൈബ്രന്റ് പ്രീ മോഡേൺ എറയ്ക്ക് എക്സാമ്പിളായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ആൻഷ്യൻ സിൽക്ക് റോഡാണ് ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, റെഡി, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ നോക്കുന്നത് ഹിസ്റ്റോറിയൻസ് ഹാവ് ഐഡന്റിഫൈഡ് സെവറൽ സിൽക്ക് റൂട്ട്സ് ഓവർ ലാൻഡ് ബൈ സീ നിറ്റിംഗ് ടുഗെദർ വാസ്റ്റ് റീജൻസ് ഓഫ് ഏഷ്യ ആൻഡ് ലിങ്കിങ് ഏഷ്യ വിത്ത് യൂറോപ്പ് ആൻഡ് നോർത്തേൺ ആഫ്രിക്ക എന്ന് പറഞ്ഞു നോക്കുന്നത്. ആഫ്രിക്ക ആയിട്ടും ഈ പറഞ്ഞ ഏഷ്യയുമായിട്ടൊക്കെ ലിങ്കിങ് ഉള്ള പല ഏരിയാസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഓക്കെ, റെഡി, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ദേ ആർ നോൺ ടു ഹാവ് എക്സിസ്റ്റഡ് സിൻസ് ബിഫോർ ദ ക്രിസ്ത്യൻ എറ ആൻഡ് ത്രൈവ്ഡ് ഓൾമോസ്റ്റ് ടിൽ ദ 15th century. അതായത് ക്രിസ്ത്യൻ എറ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവർ വന്നു, പക്ഷേ 15ാം നൂറ്റാണ്ട് വരെയൊക്കെ അവർ അവരെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ബട്ട് ചൈനീസ് പോട്ടറി ഓൾവേസ് ട്രാവൽ ടു സെയിം റൂട്ട് ആൻഡ് ഡിഡ് ടെക്സ്റ്റൈൽസ് സ്പൈസസ് ഫ്രം ഇന്ത്യ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇൻ റിട്ടേൺ പ്രഷ്യസ് മെറ്റൽസ് ഗോൾഡ് ആൻഡ് സിൽവർ ഫ്ലോഡ് ഫ്രം യൂറോപ്പ് ടു ഏഷ്യ. അതായത് യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ള സിൽവറും ഗോൾഡൊക്കെ വരാൻ തുടങ്ങി. ചൈനീസ് പോട്ടറി എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ സ്പ്രെഡ് ഔട്ട് ആയി തുടങ്ങി. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഇവരുടെ സ്പൈസസും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാനൊക്കെ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ട്രേഡ് ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച് ഓൾവേസ് വെന്റ് ഹാൻഡ് ഇൻ ഹാൻഡ്. എയർലി ക്രിസ്ത്യൻസ് മിഷണറീസ് ഓൾമോസ്റ്റ് certainly traveled this route to Asia as did early Muslim preachers for centuries later. പിന്നീട് ക്രിസ്ത്യൻസ് വന്നു, ദെൻ ഇസ്ലാംസ് വന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. നോക്കി, ഇനി ഫുഡ് ട്രാവൽസ് സ്പിഗറ്റി ആൻഡ് പൊട്ടാറ്റോ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഫുഡ് ഓഫേഴ്സ് മെനി എക്സാമ്പിൾസ് ഓഫ് ലോങ് ഡിസ്റ്റൻസ് കൾച്ചറൽ എക്സ്ചേഞ്ച്. ട്രേഡേഴ്സ് ആൻഡ് ട്രാവലേഴ്സ് ഇൻട്രൊഡ്യൂസ് ന്യൂ ക്രോപ്സ് ടു ദ ലാൻഡ്സ് ദേ ട്രാവൽഡ്. ഈവൻ റെഡി ഫുഡ് സ്റ്റഫ് ഇൻ ഡിസ്റ്റന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് മൈറ്റ് ഷെയർ കോമൺ ഒറിജിൻസ് എന്ന് പറഞ്ഞു വെക്കുന്നത്. അതായത് ചില ഏരിയയിലുള്ള സാധനങ്ങളൊക്കെ സ്പിഗറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല, പൊട്ടാറ്റോ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ ആ സാധനങ്ങളൊക്കെ എവിടെ നിന്ന് വന്നതെന്നൊക്കെ നോക്കണം അല്ലേ. Take spaghetti and noodles. It is believed that noodles travel west from China to spaghetti. ഈ പറഞ്ഞിട്ടുള്ള ചൈനയിൽ നിന്നാണ് എന്ത് വരുന്നത്, ന്യൂഡിൽസ് എന്ന് പറഞ്ഞ സാധനം വരുന്നത്. ടു ബിക്കേം സ്പിഗറ്റി എന്ന് പറഞ്ഞു എന്താ വെക്കുന്നത്, സ്പിഗറ്റി എന്ന് പറഞ്ഞ സാധനമാക്കി മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ന്യൂഡിൽസും കാര്യങ്ങളൊക്കെ പിന്നീട് അത് മാറുകയുണ്ടായി എന്ന് പറഞ്ഞു വെക്കുന്നത്. പെർഹാപ്സ് അറബ് ട്രേഡേഴ്സ് ടു പാസ്ത ടു 5th century സിസിലി ആൻ ഐലൻഡ് നൗ ഇൻ ഇറ്റലി. ഇറ്റലിയിലൊരു സ്ഥലമാണ് സിസിലി എന്ന് പറയുന്നത്. റോം, വെനീസ് കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ സിസിലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള അറബ് എത്തിക്കുന്ന ഈ സാധനം എന്ന് പറയുന്നത് വെക്കുന്നുണ്ട്. സിമിലർ ഫുഡ്സ് were also known in India and Japan to the so the truth about their origins may never be known. അതായത് ചില ഫുഡ് എവിടെ നിന്നാണ് ഉണ്ടായതെന്നോ ആരാണ് കണ്ടുപിടിച്ചതെന്നോ പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും പിസ്സ എന്ന് പറഞ്ഞ സാധനം എവിടെ നിന്ന് ഉണ്ടായത്, ഇറ്റലിയിൽ നിന്ന് പറയാൻ പറ്റും. ബർഗർ എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഈ പറഞ്ഞ അമേരിക്കൻ്റെ ഏതോ സൈഡിൽ നിന്നാണ് ഉണ്ടായെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്പിഗറ്റി ആയിക്കോട്ടെ, ന്യൂഡിൽസ് ആയിക്കോട്ടെ, ഒക്കെ നമുക്ക് ഓരോ സ്ഥലങ്ങളിലെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടായി ജപ്പാൻ എന്ന് പറഞ്ഞ സ്ഥലം ഉള്ളത്. ജപ്പാനിലൊക്കെ ഈ സാധനം വരുന്നത് ചൈനയിൽ നിന്നൊക്കെയാണ്. ന്യൂഡിൽസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ചൈനയിൽ നിന്നാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. യെറ്റ് സച്ച് ഗസ് വർക്ക് സജസ്റ്റ് ദ പോസിബിലിറ്റീസ് ഓഫ് ലോങ് ഡിസ്റ്റൻസ് കൾച്ചറൽ കോൺടാക്ട് ഈവൻ ദ പ്രീ മോഡേൺ വേൾഡ്. അതായത് ഇന്ന് കാണുന്ന പോലെയല്ല, പണ്ടും എന്തുണ്ടായിരുന്നു, പ്രീ മോഡേൺ വേൾഡിൽ തന്നെ ഒരുപാട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കച്ചവടങ്ങളിൽ ഏർപ്പെട്ടു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നോക്കുക. മെനി ഓഫ് അവർ കോമൺ ഫുഡ് സച്ച് പൊട്ടേറ്റോസ്, സോയ, ഗ്രൗണ്ട് നട്ട്സ്, maize, tomatoes, chilies, sweet potatoes and so on were not known to our ancestors until about 5 centuries ago. അതായത് 500 വർഷങ്ങൾക്ക് മുന്നേ ഒന്നും ഈ പറഞ്ഞിട്ടുള്ള 5 centuries ago എന്ന് പറഞ്ഞാൽ 500 വർഷങ്ങൾക്ക് മുന്നേ ഒന്നും നമ്മുടെ ആൻസസ്റ്റേഴ്സിന് ഇതൊന്നും അറിയില്ല. പിന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള പൊട്ടേറ്റോസും സോയ ചങ്കില്ലേ, സോയാസും ഗ്രൗണ്ട് നട്ട്സും മെയ്സും ടൊമാറ്റോസും ചില്ലീസും സ്വീറ്റ് പൊട്ടേറ്റോസും ഒക്കെ നമുക്ക് എന്താ ഈ 5 ദശാബ്ദങ്ങൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ 5 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് നമുക്ക് തന്നെ അറിവുണ്ടാകുന്നത്. ദീസ് ഫുഡ്സ് were only introduced in Europe and Asia after Christopher Columbus accidentally discovered the vast continent that would later become known as the America. അമേരിക്ക കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഈ നാട്ടിലേക്ക് എത്താൻ തുടങ്ങിയത്, നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയതൊക്കെ. അപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത് ഏകദേശം 1400 ആ സംതിങ് ആണ്, ലാസ്റ്റ് എറയാണ് എന്ന് തന്നെ എൻ്റെ വിശ്വാസം. 1470 സംതിങ് 1400 അങ്ങനെയാണ് ഈ പറഞ്ഞ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നാണ് ഈ പറഞ്ഞ പതുക്കെ ഈ സാധനങ്ങളൊക്കെ പുറം ലോകവുമായിട്ട് കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. ഇൻഫാക്ട് മെനി ഓഫ് അവർ കോമൺ ഫുഡ്സ് കെയിം ഫ്രം അമേരിക്കാസ് ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ദ അമേരിക്കൻ ഇന്ത്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് അമേരിക്കയിൽ കുടിയേറിയിട്ടുള്ള ഇന്ത്യൻസ് ഒക്കെയാണ് പല ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്.
Sometimes the new crops could make the differences between life and death. Europe's poor began to eat better and live longer with the introduction of the humble potato. അതായത് ഒരു പൊട്ടറ്റോ ഉണ്ടെങ്കിൽ, ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്കും ജീവിക്കാൻ പറ്റുമെന്ന് അമേരിക്കയിൽ കാണാൻ പറ്റി. The Ireland's poorest peasants became so dependent on potatoes that even diseases destroyed the potato crop in the mid-1840s. Hundreds of thousands died in starvation. അതായത് അയർലൻഡിലേക്ക് പൊട്ടേറ്റോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോപ്പാണ്. പക്ഷേ 1840 ആയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ രോഗങ്ങൾ വന്നിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഒരുപാട് ആളുകൾക്ക് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പൊട്ടേറ്റോ എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ ആ വസ്തുവിനെ ഇല്ലാണ്ടാക്കാൻ, അത് കൃഷി ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് അയർലൻഡിലെ ഒരുപാട് ആളുകൾക്ക് സ്റ്റാർവേഷനിലേക്ക് നയിച്ചു, അതായത് വിശപ്പിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞു നോക്കുന്നത്. കോൺക്വസ്റ്റ്, ഡിസീസ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. ദ പ്രീ മോഡേൺ വേൾഡ് shrank greatly in the 16th century after European sailors found a sea route to Asia and also successfully crossed the Western Ocean to America. ഈ പറഞ്ഞിട്ടുള്ള അറ്റ്ലാന്റിക് ഓഷ്യൻ ക്രോസ് ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ നമുക്ക് പതുക്കെ കാണാൻ പറ്റുക. പക്ഷേ ഈ പറഞ്ഞ മാറ്റങ്ങൾ കാരണം രോഗങ്ങളും കാര്യങ്ങളൊക്കെ പടർന്നു വന്നിരിക്കാൻ തുടങ്ങി. ഫോർ സെഞ്ചുറീസ് ബിഫോർ ദി ഇന്ത്യൻ ഓഷ്യൻ ഹാഡ് നോൺ എ ബസ്ലിംഗ് ട്രേഡ് എന്ന് പറഞ്ഞു വെക്കുന്നത്, വിത്ത് ഗുഡ്സ്, പീപ്പിൾ, നോളജ്, കസ്റ്റംസ് എക്സെട്ര ക്രിസ് ക്രോസിംഗ് ദ വാട്ടേഴ്സ്. ഈ വാട്ടറിലൂടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല അറിവ് ഷെയർ ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ട്രേഡിനായിക്കോട്ടെ, കച്ചവടത്തിനായിക്കോട്ടെ, എല്ലാം ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് വാസ് സെൻട്രൽ ടു ദീസ് ഫ്ലോസ് ആൻഡ് എ ക്രൂഷ്യൽ പോയിന്റ് ഇൻ ദർ നെറ്റ്വർക്ക്സ്. ദ എൻട്രി ഓഫ് ദി യൂറോപ്യൻസ് ഹെൽപ് ടു എക്സ്പാൻഡ് ഓർ റീഡയറക്ട് സം ഓഫ് ദീസ് ഫ്ലോസ് ടുവേഴ്സ് ദി യൂറോപ്പ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ഓഷ്യനിലൂടെ ട്രേഡും കാര്യങ്ങളൊക്കെയാണ് പലതരത്തിലുള്ള കച്ചവടത്തിന് കാരണമായത്, യൂറോപ്യന് എത്തിപ്പെടാൻ കാരണമായെന്നൊക്കെയാണ് പറയുന്നത്. ബിഫോർ ഇറ്റ്സ് ഡിസ്കവറി അമേരിക്ക ഹാഡ് ബീൻ ഔട്ട് ഫ്രം റെഗുലർ കോൺടാക്ട് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാലത്തിന് ശേഷം പിന്നെ അമേരിക്ക യാതൊരു ബന്ധവും പിന്നെ പുറം ലോകവുമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇറ്റ് ഈസ് വാസ്റ്റ് ലാൻഡ്സ് ആൻഡ് അബണ്ടന്റ് ക്രോപ്സ് ആൻഡ് മിനറൽസ് ബിഗാൻ ടു ട്രാൻസ്ഫോം ട്രേഡ് ആൻഡ് ലൈഫ്സ് എവരിവെയർ. അതായത് ഈ പറഞ്ഞിട്ടുള്ള ട്രേഡ് ആയിക്കോട്ടെ, ലൈഫ്സ് ആയിക്കോട്ടെ, കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പ്രഷ്യസ് മെറ്റൽസും കാര്യങ്ങളൊക്കെ കിട്ടി. പെറുവിൽ നിന്നൊക്കെ നമുക്കറിയാം, പെറുവിലും മെക്സിക്കോയിലൊക്കെ ഇൻകാസ്, മായാസ്, ആസ്ടെക്സ് പോലുള്ള സംസ്കാരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ലെജൻഡ് സ്പ്രെഡ് ദ 17th century യൂറോപ്സ് അബൌട്ട് സൗത്ത് അമേരിക്കസ് ഫേബിൾഡ് വെൽത്ത്. മെനി എക്സ്പെഡീഷൻസ് സെറ്റ് ഓഫ് ഇൻ സെർച്ച് ഫോർ എൽ ഡൊറാഡോ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ദ ഫേബിൾഡ് സിറ്റി ഓഫ് ഗോൾഡ് എന്താ പറയുന്നത്, എൽ ഡൊറാഡോ, ദ ഫാബിൾഡ് സിറ്റി ഓഫ് ഗോൾഡ്. നിങ്ങൾ KGF സിനിമ കണ്ടു കഴിഞ്ഞാൽ എൽ ഡൊറാഡോ എന്ന് പറഞ്ഞുള്ള ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും. ബിക്കോസ് അത് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്ത് നോക്കാനുള്ളത്. ഇനി ലാസ്റ്റ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റീസ് വെയർ ക്രൗഡഡ് ആൻഡ് ഡെഡ്ലി ഡിസീസസ് വെയർ വൈഡ് സ്പ്രെഡ്. Religious conflicts were common and religious dissenters were persecuted എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. Thousands of therefore fled Europe for America. Here in the 18th century, plantations worked by slaves captured in Africa were growing cotton and sugar for European markets എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞ മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഈ ഭാഗത്തു നിന്നാണ് കിട്ടി തുടങ്ങിയത്. സ്വാഭാവികമായിട്ട് റിലീജിയസ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സും കാര്യങ്ങളും ഈ ഭാഗത്തുണ്ടായി, മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. Until well in the 18th century, China and India were among the world's richest countries. അതായത് ചൈനയും ഇന്ത്യയും എന്ത് ചെയ്തു, ഏകദേശം 18th century ഒക്കെ ആയപ്പോഴത്തേക്ക് റിച്ചസ്റ്റ് കൺട്രീസ് ആയിട്ട് മാറാൻ തുടങ്ങി. ദ വെർ ഓൾസോ പ്രീമിനൻ്റ് ഇൻ ഏഷ്യൻ ട്രേഡ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഹവർ ഫ്രം ദ 15th century, China is said to have restricted overseas contract and restricted to ഈ പറഞ്ഞിട്ടുള്ള റിട്രീറ്റഡ് ഇൻ ടു ഐസൊലേഷൻ. ചൈന എന്ന് പറയുന്ന അത്രയും കാലം പിന്നീട് എന്ത് ചെയ്തു, ഐസൊലേറ്റഡ് ആയിട്ടുള്ള രാജ്യമായിട്ട് മാറി. ചൈനയെ പറ്റി പിന്നെ വിവരമൊന്നും നമുക്ക് കിട്ടാൻ തുടങ്ങിയില്ല. ചൈന റെഡ്യൂസ്ഡ് റോൾ ഓഫ് ദ റൈസിംഗ് ഇമ്പോർട്ടൻസ് ഓഫ് ദ അമേരിക്കാസ് ഗ്രാജുവലി മൂവ്ഡ് സെൻറ്റർ ഓഫ് വേൾഡ് ട്രേഡ് വെസ്റ്റ്വേർഡ്സ്. അതായത് ആ സമയത്ത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ പറഞ്ഞിട്ടുള്ള വളരാൻ തുടങ്ങി. ചൈന ആരാലും കാണാത്തൊരു സ്ഥലത്തേക്ക് മാറി. അതായത് പുറത്തേക്ക് ഈ പറഞ്ഞിട്ടുള്ള നിങ്ങൾ ചിന്തിച്ചാൽ മതി, ചൈന എന്ന് പറയുന്ന രാജ്യം പുറം രാജ്യമായിട്ട് യാതൊരു വിധത്തിലുള്ള കണക്ഷനും ആ സമയത്ത് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇപ്പം സാറിൻ്റെ എൻജിൻ ഓഫാകും. ഈ എൻജിൻ ഓഫാവുമെങ്കിൽ നിങ്ങൾ പിന്നെ എങ്ങനെ പഠിക്കുക? ഈ എൻജിൻ ഇപ്പം ഒന്നും ഓഫാവില്ല കേട്ടോ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹിസ്റ്ററിയിൽ കാണുന്നത്. ഇനി നമുക്ക് നോക്കാം എക്കണോമിക്സിലും ജോഗ്രഫിയിലും പൊളിറ്റിക്സിലൊക്കെ എന്താണുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, ഇതാണ് ഹിസ്റ്ററി. ഡ്രൈ പാർട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ സമയം 9 മണി ആയിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഇത് എത്ര സമയം പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ സാർ, ഡിഫറൻസ് സ്റ്റാൻഡ് വിത്തിൻ മൂവ്മെൻറ്റ് സാർ ലീവ്. സാർ പ്ലീസ് റിപ്ലൈ. മനസ്സിലായില്ല എന്തുദ്ദേശിച്ചത്? സാറിനോട് എണീച്ചിരിക്കാനാണോ ശ്രീഹരി? We completed almost 2 hours, right? ഒരു പാട്ട് പാടി സാർ. പാട്ട് പാടിക്കഴിഞ്ഞാൽ 12 മണി വരെ ക്ലാസ് പോടെ. അതുകൊണ്ട് വേണോ?
അയ്യോ, ഒരു കവിളും കൂടെ കുടിച്ചിട്ട് നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം, അതായിരിക്കും നല്ലത്. അയ്യോ, ഇതിന് മുന്നേ ഹരിസാർ നിങ്ങൾക്ക് ലൈവ് എടുക്കുന്നതിന് മുന്നേ വേറൊരു ലൈവ് ഉണ്ടായിരുന്നു, ഇപ്പം എല്ലാം കൂടെ ആയി. സാറ് ലീവാക്ക്, മിക്കവാറും ലീവാക്കേണ്ടി വരുന്ന തോന്നണേ. ഓക്കെ, റെഡി. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഡെവലപ്മെന്റ് അല്ലേ. ഡെവലപ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കണം. ഡെവലപ്മെന്റ് വികസനം എന്നാണ് പറയുന്നത്. യെസ് യു ക്യാൻ ഹരി, യെസ് യു ക്യാൻ. യെസ് ബാ. ഡെവലപ്മെന്റ്, സ്വാഭാവികമായിട്ടും ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ വികസനം. നിങ്ങൾ ചിന്തിക്കുക, വികസനം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ബെറ്റർമെന്റിനാണ് ഈ പറഞ്ഞ ഡെവലപ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെഡി. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇന്ന് ഇപ്പോൾ ഈ കാണുന്നത് ചിലപ്പോൾ ഫോണിലായിരിക്കും വിചാരിക്കുക. ഹരിസാറിൻ്റെ ക്ലാസ് ചിലപ്പോൾ ഫോണിലായിരിക്കും കാണുന്നുണ്ടാവുക അല്ലേ, അല്ലേ ഹരിയെ കാണുന്ന അങ്ങനെ ആയിരിക്കില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ നിങ്ങൾ ഐപാഡിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വലിയ സിസ്റ്റത്തിലോ കാണുകയെന്ന് വിചാരിച്ചോ, അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരു ബെറ്റർമെൻ്റ് ആണോ ഡെവലപ്മെൻ്റ് ആണോ, ഗ്രോത്ത് ആണോ ഡെവലപ്മെൻ്റ് ആണോ, അത് പറഞ്ഞേ ഒന്ന് നോക്കിയിട്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഡെവലപ്മെൻറ്റും ഗ്രോത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത്രേ ഉള്ളൂ. ബെറ്റർ ആയിട്ടുള്ള ഒരു എന്തുണ്ടായാലും, ഫോർ എക്സാമ്പിൾ ഹരിസാർ ഇന്ന് iPhone 50 ഉപയോഗിക്കുന്നു, നാളെ ഹരിസാർ iPhone 20 Pro വാങ്ങിക്കാമെന്ന് വിചാരിച്ചോ. ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുമ്പോൾ വാങ്ങിക്കാം. ഓക്കെ, വാങ്ങിച്ചെന്ന് വിചാരിച്ചോ. അത് ഡെവലപ്മെൻ്റ് ആണോ അത് ഗ്രോത്ത് ആണോ? സാർ അത് ഗ്രോത്താണ്. ബിക്കോസ് സാറിൻ്റെ സാലറി കൂടിയിട്ടുണ്ടാവും, അതുകൊണ്ട് സാർ ഈ ഫോണിൽ നിന്ന് കുറച്ചുകൂടി വലിയ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് ഗ്രോത്ത് ആണോ ഡെവലപ്മെൻ്റ് ആണോ? ഇത് ഗ്രോത്താണ്, എൻ്റെ വളർച്ചയാണ്. എൻ്റെ വയസ്സ് കൂടി. ഇന്നലെ എനിക്ക് 25 ഇന്നലെ എനിക്ക് 26 ഈ മാസത്തിൽ എനിക്ക് 27 ആവും. അതെൻ്റെ ഗ്രോത്താണ്, വളർച്ചയാണ്. ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് എനിക്ക് വികസനം ഉണ്ടായിരുന്നു. ഓക്കെ, ഡെവലപ്മെൻറ്റ് ഉണ്ടായി. ഡെവലപ്മെൻറ്റ് ഇൻ ദ സെൻസ് എന്താ, ഇന്നലെ ഞാനൊരു കാര്യം പഠിച്ചു, ഒരു പുതിയൊരു കാര്യം ഞാൻ ലേൺ ചെയ്തു, എങ്ങനെ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാമെന്ന് പഠിച്ചു. ഇന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു 10 മിനിറ്റിലാണ് ഞാൻ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്തെങ്കിൽ ഇന്ന് ഞാനത് 1 മിനിറ്റിൽ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ, 1 മിനിറ്റിൽ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ 10 മിനിറ്റിൽ നിന്ന് 1 മിനിറ്റ് ആയതാണ് എൻ്റെ ഡെവലപ്മെൻറ്റ്, എൻ്റെ വികാസം. ഇന്നലെ ഞാൻ ഒരു സാധനം ചെസ്സ് പഠിച്ചു, ഇന്ന് ഞാൻ ചെസ്സ് കളിച്ചു, ജയിച്ചു. ദാറ്റ് ഈസ് മൈ ഡെവലപ്മെൻറ്റ്, വികസനം. ഓക്കെ, അപ്പം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യം ഒരു റോഡുണ്ടെന്ന് വിചാരിക്കാം, തകർന്ന് തരിപ്പണമായിട്ടുള്ള റോഡുണ്ടെന്ന് വിചാരിക്കുക. ആ റോഡ് ഇപ്പോൾ ഉള്ളത് ടാറിട്ട റോഡാണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് വികസനം. മനസ്സിലായില്ലേ? അതാണ് വികസനം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഗ്രോത്തും വികസനവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടെ നോക്കിയേ, ഈ പറഞ്ഞിട്ടുള്ള പണ്ടുണ്ടായിരുന്ന കെട്ടിടങ്ങളിൽ നിന്ന് മാറിയിട്ട് വലിയ വലിയ കെട്ടിടങ്ങൾ വരിക, ഈ പറഞ്ഞിട്ടുള്ള റോഡ് ഡെവലപ്പ് ആവുക, റെയിൽവേ ലൈന് വരിക, ഈ പറഞ്ഞിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം കൂടുക, ഇതൊക്കെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗം, വികസനത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് പീപ്പിൾ ആൻഡ് ഡിഫറെൻറ്റ് ഗോൾസ് ഉണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, ഇതൊക്കെ എന്താ സാധനം നിങ്ങൾ അറിഞ്ഞിരിക്കുക. പണ്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരു കാലത്താണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിട്ടാണ് പലരും പഠിച്ചിട്ടുള്ളത് എന്നൊക്കെ കേൾക്കണം. ഓക്കെ, അപ്പോൾ ഇലക്ട്രിസിറ്റി വന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ ഡാമിൽ നിന്ന് നമ്മൾ കറക്കി ഉണ്ടാക്കിയിട്ടാണ് ഇലക്ട്രിസിറ്റി വന്നത്. സ്വാഭാവികമായിട്ട് അതെന്താണ്, ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരാൾക്ക് ഇലക്ട്രിസിറ്റിയാണ് അയാളുടെ ഡെവലപ്മെൻറ്റ്. ഇരുട്ടുള്ള റൂമിൽ നിന്ന്, അതായത് നിങ്ങൾ ചിന്തിക്കുക, ഒരു വീടില്ലാത്ത ഒരാൾക്ക് വീട് കിട്ടുന്നതാണ് അയാളുടെ ഡെവലപ്മെൻറ്റ്. വായിക്കാൻ അറിയാത്ത ഒരാൾക്ക് വായിക്കാൻ പറ്റുന്നതാണ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, വാട്ടർ സപ്ലൈ, വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് വെള്ളം വരുന്നതാണ് ഡെവലപ്മെൻറ്റ്. ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഈ പറഞ്ഞില്ല, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ട്രൈബൽ പോപ്പുലേഷൻ, ദേ ഹാവ് ടു ലീവ് ദർ പ്ലേസസ്. ഇങ്ങനെ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ട്രൈബൽ പീപ്പിൾ എന്ന് പറയുന്നത്. നിങ്ങളെ മനസ്സിലേക്ക് വരിക, കാടിൻ്റെ ഉള്ളിൽ, അപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫോറസ്റ്റ് ഏരിയ എന്നിരിക്കാം, ആ ഫോറസ്റ്റ് ഏരിയ വെട്ടി തിളച്ചിട്ട് അവിടെ വലിയൊരു ടൗൺഷിപ്പ് വരാമെന്നിരിക്കാം. ടൗൺഷിപ്പ് വന്നാൽ വികസനമാണ്, ആ നാട് നന്നാവും, ഒരുപാട് പേർക്ക് ജോലി കിട്ടും, പൈസ കിട്ടും. പക്ഷേ ആ ഫോറസ്റ്റിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെ ലൈഫ് ദുരിതത്തിലാവും. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ചിലപ്പം ചില ആളുകൾക്ക് നന്മയാവില്ല, ട്രൈബൽ പീപ്പിളിന് അത് നന്മയാവില്ല. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഫോർ വൺ മേ നോട്ട് ബി ഡെവലപ്മെൻറ്റ് ഫോർ അനദർ. ഒരാളുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മറ്റു ആൾക്ക് ചിലപ്പോൾ ഡെവലപ്മെൻറ്റ് ആവണമെന്നില്ല, അത് പല രീതിയിൽ ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മേ ബി ഈവൻ ഡിസ്ട്രക്റ്റീവ് ഫോർ ദ അതർ. വേറൊരാൾക്കത് ഡിസ്ട്രക്റ്റീവായിട്ട് തോന്നും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഹിസ്റ്ററി കഴിഞ്ഞു, നമ്മളിപ്പോൾ എക്കണോമിക്സിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, ക്വാളിറ്റി ഓഫ് അവർ ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ തിങ്സ് അല്ലേ. നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചിന്തിച്ചാൽ മതി, മണി എന്ന് പറഞ്ഞ സാധനം, മണി ക്യാൻ ബൈ ഹാപ്പിനെസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ നിങ്ങൾ കുറേ പേര് പറയും, സാർ മണി കനോട്ട് ബൈ ഹാപ്പിനെസ്. ഹരിസാർ പറയൂ, ഇത് പബ്ലിക്കായിട്ട് യൂട്യൂബിൽ കേൾക്കുന്ന സാധനമാണ്, നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട്, എന്നാലും ഞാൻ പറയാം. മണി
കനോട്ട് ബൈ ഹാപ്പിനെസ് എന്ന് പറയുന്ന ആളോട് പറയുക, ദാറ്റ് ഈസ് നോട്ട് ട്രൂ. മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. ഓക്കെ, പൈസ ഉള്ളവന് സന്തോഷം ഉണ്ടാവണം, ഉണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് നിങ്ങൾ ചിന്തിക്കും, സാർ എല്ലാ പൈസക്കാരും സന്തോഷമുള്ളവരാണോ? ഓക്കെ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കാനോ, നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ച്, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് വാങ്ങിച്ചിടാനോ, നല്ലൊരു ഫോൺ വാങ്ങിക്കാനോ, നല്ലൊരു സ്വന്തമായിട്ടൊരു ടാബ് വാങ്ങിക്കാനോ, അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഇതൊക്കെ എങ്ങനെ സാധിക്കുക? ഓൺലി ബിക്കോസ് ഓഫ് മണി ഇല്ലേ? പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കുള്ളൂ. പൈസ ഇല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. ദെർ ഈസ് നോ ഹാപ്പിനെസ്. ഓക്കെ, ശരിയാണോ? നിങ്ങൾക്ക് ഹരിസാറിൻ്റെ ആ ഒരു ഐഡിയോളജിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ സാർ അങ്ങനെയാണെങ്കിൽ പൈസ ഉള്ളവരെല്ലാവരും ഹാപ്പിയാണെന്നുള്ള ചോദ്യം ഞാൻ നിരോധിച്ചു. അങ്ങനെയാണെങ്കിൽ പൈസ ഇല്ലാത്തവരെല്ലാവരും ദുഃഖമുള്ളവരാണോ? അല്ല, പൈസ ഇല്ലാത്തവർ സന്തോഷമുള്ളവരുണ്ട്. നേരെ തിരിച്ചു സംഭവിക്കുക. അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇത്രേ ഉള്ളൂ. പൈസ എന്ന് പറയുന്ന സാധനം മെറ്റീരിയൽ തിങ്ങാണ്. അതുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആവും, ഉറപ്പായിട്ടും ആവും. അത് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പൈസ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരാളുടെ ലൈഫ് ഇമ്പ്രൂവ് ആയിരിക്കും. ഓക്കെ, അത് യാതൊരു ഡൗട്ടും ഇല്ല. നോൺ മെറ്റീരിയൽ തിങ്സ്, ജോബ് സെക്യൂരിറ്റി, ഗുഡ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, ഇതൊക്കെ ഒരാളുടെ ക്വാളിറ്റി ഉണ്ടാക്കും, ഒരാളുടെ ക്വാളിറ്റി കൂട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറിലാണ് ജീവിക്കുന്നതെങ്കിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എക്സാം വിന്നറിൻ്റെ കേസ് എടുത്തോ. എക്സാം വിന്നറിൽ ഹരിസാർ വന്നിട്ട് ഏകദേശം 2 വർഷത്തിന് മേലെയായി. 2 വർഷമായിട്ടും എനിക്കിവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ലൊരു ജോബ് സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, ഗുഡ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, നല്ല കൊളീഗ്സാണ്, അതായത് നല്ല കൂടുതലുള്ള വർക്ക് ചെയ്യുന്നവർ നല്ല കൊളീഗ്സാണ്. ഓക്കെ, അപ്പം ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ പേഴ്സണാലിറ്റീനെ ബാധിക്കും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗ്രോത്തിനെ അത് സ്വാധീനം ചെലുത്തും. ഓക്കെ, അപ്പം നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഒരാളുടെ ലൈഫിനെ സ്വാധീനം ചെലുത്തുന്ന പല ഘടകങ്ങളുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, എന്താണ് എക്സാം വിന്നർ ഉറപ്പാണോ സാർ? മനസ്സിലായില്ലടാ എന്താ ഉദ്ദേശിച്ചത്? ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, അണ്ടർ നാഷണൽ ഡെവലപ്മെൻറ്റ്, അതായത് നമ്മുടെ ഒരു രാജ്യത്തിന് എടുക്കുകയാണെങ്കിൽ പ്രയോറിറ്റി ഈസ് ഗിവൻ ടു ദോസ് ഗോൾസ് വിച്ച് ബെനിഫിറ്റ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. അതായത് നിങ്ങൾ ചിന്തിക്കുക, ഫോർ എക്സാമ്പിൾ ഇവിടെ ഇന്ത്യ എന്ന് എടുക്കാം. ഓക്കെ, ഇന്ത്യ എന്ന് എടുക്കാം. സ്വാഭാവികമായിട്ടും ഇന്ത്യ എന്ന് പറയുന്നത് ആളുകൾക്ക് എല്ലാവർക്കും തുല്യമായിട്ട് ബെനിഫിറ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടെങ്കിൽ, വിച്ച് മീൻസ് നമ്മളിപ്പം നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇന്ത്യയിൽ ഇന്ന് കാണുന്ന ഈ ഒരു നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലേ? നമുക്ക് എല്ലാവർക്കും ഇന്ത്യയിൽ എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് സംസാരിക്കാം, നമുക്ക് പുറത്തിറങ്ങി നടക്കാം, യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളോ മൊത്തത്തിൽ ഇല്ല എന്നല്ല ഞാൻ പറയണത്. ഇങ്ങനെ ഇല്ല, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ദേശീയപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഇത് ബാധിക്കും. അതായത് ആളുകൾക്ക് എല്ലാവർക്കും ബെനിഫിറ്റ് ഒരു രാജ്യത്തിന് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രാജ്യം ഓട്ടോമാറ്റിക്കലി വികസനത്തിലേക്ക് നയിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, റെഡി, സെറ്റാണ്. വെയിറ്റേജിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. വെയിറ്റേജിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. മണി ആൻഡ് ക്രെഡിറ്റും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റും, ഈ ഒരു ചാപ്റ്ററിനും മണി ആൻഡ് ക്രെഡിറ്റിനും കുറച്ചും കൂടെ എന്ത് ചെയ്യുക, വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം. ഓക്കെ, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ. ഓക്കെ സാർ, ഡിഫറൻറ്റ് സ്ട്രാൻഡ്സ് ഇൻ മൂവ്മെൻറ്റ് ടോപ്പിക്സ് ആർ ലീവ് ആണോ? അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാരത്തോണിൻ്റെ ടൈമിലായിരിക്കും എടുക്കുന്നുണ്ടാവുക. ഓക്കെ, മാരത്തോണിൻ്റെ ടൈമിലായിരിക്കും ഞാൻ കുറേ എടുക്കുന്നുണ്ടാവുക കേട്ടോ. ആ ഒരു ടോപ്പിക്ക് ഞാൻ ഒന്ന് സ്കിപ്പ് ചെയ്താണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലേ ശ്രീ? കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, റെഡി. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. അതായത് ഇൻകം ഓഫ് ഓൾ ദ റെസിഡൻസ് ഓഫ് ദ കൺട്രി ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞുള്ള കുറച്ച് കാലത്തിനിടയിൽ കുറച്ച് ആളുകൾക്കിടയിൽ ഉണ്ടാവുന്ന ഒരു വരുമാനത്തിനെയാണ് നമ്മളെന്ന് വിളിക്കുക ഈ പറഞ്ഞുള്ള നാഷണൽ ഇൻകം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾസോ നോൺ ആസ് ടോട്ടൽ ഇൻകം എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, എന്താ പറയുക നമ്മളതിനെ? ടോട്ടൽ ഇൻകം. അതായത് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ സാധന സേവനങ്ങളുടെയും മൊത്ത വാല്യൂവിനെയാണ് നമ്മളെന്ന് വിളിക്കുക ഈ പറഞ്ഞ നാഷണൽ ഇൻകം എന്ന് വിളിക്കുക. ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് എത്ര സെക്ടേഴ്സ് ഉണ്ട്? നമ്മളിനി സെക്ടേഴ്സ് ഓഫ് ദി ഇന്ത്യൻ എക്കണോമി കാണുമ്പോൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. നമുക്കറിയാം പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, തേഴ്സറി ഉണ്ട് അല്ലേ? ഈ പറഞ്ഞ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, അതുപോലെ തന്നെ സർവീസ് മേഖലയിലുള്ള എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും ആകെ തുകയെ നമ്മൾ വിളിക്കുന്ന പേരാണ് നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? നമ്മളതിനെ നാഷണൽ ഇൻകം നമ്മൾ വിളിക്കുക. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കൺട്രീസ് വിത്ത് ഹയർ ടോട്ടൽ ഇൻകം ആർ കൺസിഡർഡ് ടു ബി ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ USA, UK, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ നമുക്കറിയാം ഡെവലപ്ഡ് രാജ്യങ്ങളാണ്. അവർ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, ഇന്ത്യ പോലതൊക്കെ ഡെവലപ്പിംഗ് നേഷൻസ് ആണ്, അതായത് വികസിച്ചു കൊണ്ടിരിക്കുന്നുള്ളൂ, നമ്മൾ വികസിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളായിട്ട് കൺസിഡർ ചെയ്യുക. ഇനി പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താ പറഞ്ഞു വെക്കുന്നത്? പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ആണ്. ഈ കാര്യം നിങ്ങൾ മനസ്സിലേക്ക് എപ്പോഴും വരിക, ഒരു ആവറേജ് ആണ്. ആവറേജ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും അംബാനിക്കും ഒരേ സാലറിയാണ്. എന്താ പറയുന്നത്? എനിക്കും അംബാനിക്കും ഒരേ സാലറി ആണെന്ന് പറഞ്ഞു വെക്കുന്നത്.
ഫൈൻ, റെഡി. അപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരിക, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് നാഷണൽ ഇൻകം ഡിവൈഡ് ബൈ പോപ്പുലേഷൻ. അതായത് ഫോർ എക്സാമ്പിൾ ഒരാളുടെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇന്ത്യയിലെ മൊത്തത്തിലുള്ള വരുമാനത്തിലുണ്ട് ഇന്ത്യയിലുള്ള ആളുകളുടെ എണ്ണം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ബെറ്റർ കമ്പാരിസണും ഓൾസോ കോൾഡ് ആവറേജ് ഇൻകം. പക്ഷേ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനത്തിന് ആവറേജ് എടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും ഫീൽ ആവുക. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, ഈ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ് റൂം എടുക്കാമെന്ന് വെച്ചു. നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഒരു പെട്ടെന്നൊരു ആവശ്യം വരികയാണ്. എന്താ പറയുക, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഒന്ന് പറയുകയാണ്, എല്ലാവരും കൂടെ നാളെ വരുമ്പോൾ ഒരു സെർട്ടൻ എമൗണ്ട് എടുത്ത് വരിക, അത് നമുക്ക് ഒരു പാവപ്പെട്ട ഒരാൾ പുറത്തുണ്ട്, അയാളൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ആരൊക്കെയുള്ളത്, ഇറോൺ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇറോൺ കൊണ്ടുവരുന്നത് 10,000 രൂപ എന്നിരിക്കാം. ഹരിസാർ ആ ക്ലാസ്സിലുണ്ടെന്ന് വിചാരിക്കാം. ഹരിസാർ എടുക്കുന്നത് ചിലപ്പോൾ 10 റുപ്യ ആയിരിക്കും. എത്രയായിരിക്കും, 10 റുപ്യ ആയിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറോണും ഞാൻ അങ്ങനെ കുറേ പേര് എല്ലാം കൂടെ 10, 20, 30, 40 ഒക്കെ എല്ലാം കൂട്ടിച്ച് ഒരു പൈസയായി, ദാറ്റ് ഈസ് 15,000 രൂപയാണെന്ന് വിചാരിക്കാം. 15,000 രൂപ ഞങ്ങളുടെ ക്ലാസ്സിൽ 60 പേരുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ ആ 60 പേരും കൂടെ കളക്ട് ചെയ്തിട്ട് എത്ര എടുത്തു, ഈ പറഞ്ഞിട്ടുള്ള 15,000 രൂപ എടുത്തു. അപ്പം ഓരോരുത്തരും ഡിഫറെൻറ്റ് എമൗണ്ട് എടുത്തത് അല്ലേ. 60 പേരുണ്ട് ക്ലാസ്സിൽ. സ്വാഭാവികമായിട്ട് ഒരാളപ്പോൾ എത്ര എടുത്തുന്നു ആവറേജ് കണക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 15,000 ഡിവൈഡ് ബൈ 60 ചെയ്താൽ മതി, അല്ലെങ്കിൽ 12,000 ഡിവൈഡ് ബൈ 60 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 200 കിട്ടും. എത്ര കിട്ടും, 200 കിട്ടും അല്ലേ. 6, 12, 3, 0, യെസ് 12, 200 കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരിക. അപ്പോൾ ഒരാളപ്പോൾ എത്ര രൂപ വെച്ച് എടുത്തിട്ടുണ്ട്, 200 രൂപ വെച്ച് എടുത്തു എന്നാണ് പെർ ക്യാപിറ്റ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എടുത്തെന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി എന്താ, ഞാൻ എടുത്ത് 10, എറോൺ എടുത്ത് 10,000, അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള വേറെ ആരാണ് ഉള്ളത്, ഷെസിയ എടുത്തുള്ളത് കുറച്ച് കൂടുതൽ പൈസ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ആവറേജ് എടുക്കുമ്പോൾ ഇതാ പ്രശ്നം, എല്ലാവരുടെയും ഒരേപോലെ ആയിരിക്കും ഫീൽ ആവുക. അതൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നിങ്ങളത് പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന ഒരാളുടെ, ഇന്ത്യയിലുള്ള ഒരാളുടെ മൊത്ത വരുമാനത്തിന്, പ്രതിശീർഷ വരുമാനത്തിനെ സൂചിപ്പിക്കുന്ന സാധനമാണ് എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി ഈ പറഞ്ഞിട്ടുള്ള ഇൻകം എന്ന് പറയുന്ന സാധനം, കൺട്രീസ് വിത്ത് ഹയർ ഇൻകം ആർ മോർ ഡെവലപ്ഡ് ദാൻ അതേഴ്സ് വിത്ത് ലെസ് ഇൻകം. അപ്പോൾ ദിസ് ഇസ് ബേസ്ഡ് ഓൺ ദ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് മോർ ഇൻകം മീൻസ് മോർ ഓഫ് ഓൾ തിങ്സ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് നീഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഹ്യൂമൻ ബീങ്സിന് ആവശ്യമുള്ളതിനെക്കാട്ടിയും കൂടുതൽ എന്താണ് ആഗ്രഹങ്ങളുണ്ട് എന്നാണ് പറഞ്ഞു നോക്കുന്നത്. വിത്ത് ഗ്രേറ്റർ ഇൻകം പീപ്പിൾ ക്യാൻ ഹാവ് വാട്ട് എവർ ദേ ലൈക്ക്. അതായത് 1000 രൂപ മാസവരുമാനമുള്ളവനും 1,00,000 രൂപ മാസവരുമാനമുള്ളവൻ്റെയും ആഗ്രഹങ്ങളും അവൻ നടപ്പിലാക്കുന്ന കാര്യങ്ങളും കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞു വെക്കണം. ഓക്കെ, ഇനി എന്താണ് ബോഡി മാസ് ഇൻഡെക്സ്, BMI? വളരെ സിമ്പിളായുള്ള കാര്യമാണ്. ബോഡി മാസ് ഇൻഡെക്സ് ഈസ് എൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് യൂസ് ഡിറ്റർമിൻ വെദർ ദ അഡൽട്ട് പേഴ്സൺ ഈസ് അണ്ടർ നറിഷ്ഡ് ഓർ നോട്ട്. അതായത് ഒരാൾ ആരോഗ്യമുള്ളവനാണോ ഇല്ലാത്ത ഒരാളാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BMI എടുക്കുക. അത് മനസ്സിലാക്കാൻ ഇത്രയും മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരാളുടെ ഹൈറ്റ് ഡിവൈഡ് ബൈ വെയിറ്റ്. ഓക്കെ, വെയിറ്റ് ഡിവൈഡ് ബൈ ഹൈറ്റ് ആണോ, ഹൈറ്റ് ഡിവൈഡ് ബൈ വെയിറ്റ് അല്ലേ. വി ഗെറ്റ് റേഷ്യോ ഡിവൈഡ് ദ വെയിറ്റ് ഓഫ് എ പേഴ്സൺ ബൈ ദ സ്ക്വയർ ഓഫ് ഹിസ് ഓർ ഹൈറ്റ്. ശരിയാണ്, വെയിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഹരിസാറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 80 ആണ്, ഹരിസാറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 181 ആണ്. അപ്പോൾ ഇതിങ്ങനെ 180 എടുക്കുക അല്ലേ. അപ്പോൾ കാൽക്കുലേഷൻ എളുപ്പമായി. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കേണ്ടത് നോക്കിയേ, സ്ക്വയർ ഓഫ് ഹിസ് ഓർ ഹെർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ 180ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ, 180 × 180 എത്രയാണെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അതാണ് ഈ പറഞ്ഞിട്ടുള്ള സാധനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് BMI ആയിട്ട് കിട്ടുക. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയോളജി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ BMI കാണുക. അപ്പോൾ എത്രത്തോളം എൻ്റെ ശരീരത്തിന്, എൻ്റെ ഹൈറ്റിനും എൻ്റെ വെയിറ്റിനും കറക്റ്റ് ആണോ എൻ്റെ BMI എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കഴിക്കുന്ന ഫുഡ് കറക്റ്റ് ആണോ, ഞാൻ കഴിച്ചതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞിട്ടുള്ള ടു അണ്ടർസ്റ്റാൻഡ് ദ ലെവൽ ഓഫ് ന്യൂട്രീഷൻ ഓഫ് പേഴ്സൺ ഇൻഡെക്സ്, BMI എന്ന് പറയുന്നത് വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റേഴ്സ് 24. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, റെഡി, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നോക്കാം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് എന്താണെന്നുള്ളത്. ഓക്കെ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, റെഡി. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പബ്ലിഷ്ഡ് ബൈ UNDP എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ്സ് ടു മെഷർ ഡെവലപ്മെൻറ്റ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിലൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലിവിംഗ് സ്റ്റാൻഡേർഡ്, അതായത് ആളുകളുടെ പെർ ക്യാപിറ്റ ഇൻകം എന്താണെന്ന് നോക്കും. രണ്ടാമത്തെ ഹെൽത്ത് സ്റ്റാറ്റസ് അഥവാ ലൈഫ് എക്സ്പീരിയൻസ് നോക്കും. മൂന്നാമത്തെ എഡ്യൂക്കേഷൻ ലെവൽസ് അഥവാ ലിറ്ററസി റേറ്റ്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഇതാണ്, പെർ ക്യാപിറ്റ ഇൻകം പഠിക്കുക, ലൈഫ് എക്സ്പീരിയൻസ് പഠിക്കുക, ലിറ്ററസി റേറ്റ്. ഇത് 3 എണ്ണമാണ് എന്ത് കാൽക്കുലേറ്റ് നമ്മൾ എടുക്കുക,
HDI കാൽക്കുലേറ്റ് നമ്മൾ എടുക്കുക. എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ? HDI കാൽക്കുലേറ്റ് നമ്മൾ എടുക്കുക. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ഷുഡ് ടേക്ക് പ്ലേസ് വിതൗട്ട് ഡാമേജിങ് ദ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ദ പ്രസന്റ് ഷുഡ് നോട്ട് കോംപ്രമൈസ് വിത്ത് ദ നീഡ്സ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. ഇത്രയേ ഉള്ളൂ. ഭാവി തലമുറയ്ക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. എന്തുപയോഗിക്കുക? ഈ പറഞ്ഞുള്ള വിഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നാച്ചുറൽ റിസോഴ്സസ് ഷുഡ് ബി യൂസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ എൻവയോൺമെന്റൽ ബാലൻസ് ഈസ് ഓൾസോ മെയിൻറ്റെയിൻഡ് എന്ന് പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ പറഞ്ഞിട്ടുള്ള എൻവയോൺമെന്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ ആവശ്യമില്ലാത്ത നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ മണ്ണിൽ നമ്മൾ വളം ഇടുക എന്ന് വെച്ചോ. വളം ഇടുമ്പോൾ കെമിക്കലായിട്ടുള്ള യൂസേജ് നടത്തുകയാണെങ്കിൽ കെമിക്കലായിട്ടുള്ള യൂസേജ് നടത്തുകയാണെങ്കിൽ അത് മണ്ണിന് പ്രശ്നമാണ്. ഭാവി തലമുറയ്ക്ക് വളക്കൂറില്ലാത്ത മണ്ണ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അവർക്ക് വിള ചെയ്യാൻ പറ്റില്ല, കൃഷി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഉപയോഗം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? കൃത്യമായിട്ട് പ്രകൃതിയെ ദോഷകരമല്ലാത്ത രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. അറിയില്ല, ആ ക്ലാസ് എപ്പോൾ തീരുന്നു അറിയില്ല. ഓക്കെ, സത്യമായിട്ട് സാറിന് അറിയില്ല. 19 ചാപ്റ്റർ എപ്പോൾ തീരുന്നോ അപ്പോൾ ക്ലാസ് തീരും. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓൾസോ ബി അച്ചീവ്ഡ് ത്രൂ ഫോളോയിങ് വേസ്. ഏതൊക്കെ വേസിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക? ഈ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് can be achieved in the following ways. One is the scientific and proper use of the resources എന്ന് പറഞ്ഞു നോക്കുന്നത്. അതായത് പറഞ്ഞു നോക്കുന്നത് സയൻറ്റിഫിക് ആൻഡ് പ്രോപ്പർ യൂസ് ഓഫ് റിസോഴ്സസും ബൈ ഫൈൻഡിങ് ഔട്ട് വേസ് ടു സ്റ്റോപ്പ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. എന്താ പറയുന്നത്? ഈ പറഞ്ഞിട്ടുള്ള എൻവയോൺമെൻ്റലായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ബൈ ഡെവലപ്പിംഗ് റിന്യൂവബിൾ റിസോഴ്സസ് ലൈക്ക് വാട്ടർ, അതുപോലെ തന്നെ വിൻഡ്, സോളാർ എനർജി പോലുള്ള കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വെള്ളം നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ കാലാകാലത്തോളം വെള്ളത്തിന് ഉപയോഗം നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള വിൻഡും സോളാർ എനർജിയൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി നമ്മൾ മാക്സിമം കുറച്ചിട്ട് സോളാർ എനർജിയൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പ്രകൃതി കിടങ്ങുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എൻലാർജിങ് പീപ്പിൾസ് ചോയ്സസ് ആസ് വെൽ ആസ് ദ റേസിംഗ് ലെവൽ ഓഫ് വെൽബീയിങ് സോ ദാറ്റ് ദേ ക്യാൻ ലീഡ് എ പ്രൊപ്പോസ്ഫുൾ ആൻഡ് ക്രിയേറ്റീവ് ലൈഫ്. അതായത് കുറച്ചുകൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള ലൈഫ് നോക്കാൻ പറ്റുന്നതാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കൂടിയാലുള്ള കാര്യം. അപ്പോൾ അതിനുപയോഗിക്കുന്നതാണ് പെർ ക്യാപിറ്റൽ ഇൻകം, ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്, ലിറ്ററസി റേറ്റ്, നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ പോലുള്ളതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചാപ്റ്ററാണ് നമ്മുടെ സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞ ചാപ്റ്റർ. സ്വാഭാവികമായിട്ടും എക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മൾ ഇത്രയും കാറ്റഗറൈസിൽ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് പറയാൻ പറ്റും ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ആക്ടിവിറ്റി, ഓൺ ദ ബേസിസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻ, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ 3 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് 1, 2 and 3. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് വരിക ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. അതിന് നമ്മൾ ഒന്നാമത്തെയാണ് ഇതാണ് പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ സാർ ഇവിടെ 1 ഇടുക. ഓക്കെ, റെഡി. പ്രൈമറി സെക്ടർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒന്നാമത്തേൽ 1 എന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ, അതായത് കൃഷിയാണ്. ബേസിക്കലി കൃഷിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കിയേ, വെൻ വി പ്രൊഡ്യൂസ് സംതിങ് ബൈ എക്സ്പ്ലോയിറ്റിംഗ് നാച്ചുറൽ റിസോഴ്സ്, അതായത് നാച്ചുറൽ റിസോഴ്സിനെയാണ് നമ്മളിവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ പറഞ്ഞ പ്രകൃതി വിഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പ്രൈമറി സെക്ടർ. കൃഷിയാണ്, ബേസിക്കലി കൃഷിയാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് പ്രൈമറി സെക്ടർ. അപ്പോൾ ഇവിടെ നോക്കിയേ, കരിമ്പിൽ നിന്ന് നമുക്ക് പഞ്ചസാര ഉണ്ടാക്കാൻ പറ്റും, വെള്ളം ഉണ്ടാക്കാൻ പറ്റും. വിച്ച് മീൻസ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്രൈമറി സെക്ടറായിട്ട് നമ്മൾ എന്തിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്? കരിമ്പ് കൃഷിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, റെഡി. ഇനി സെക്കൻഡറി സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഉദ്ദേശിക്കാം, ഇവിടെ കോട്ടൺ ആണ് സാർ വെച്ചിട്ടുള്ളത്. ഈ പരുത്തിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോട്ടൺ തുണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനാണ് ഈ പറഞ്ഞ സെക്കൻഡറി സെക്ടർ. ഏതൊക്കെയോ പ്രോസസ്സിലൂടെ കടത്തി വിട്ട് കഴിയുമ്പോൾ ഈ പറഞ്ഞ പഞ്ഞി എന്താവും മാറും, അത് ഈ കോട്ടൺ എന്തായി മാറും? ഈ പറഞ്ഞിട്ടുള്ള കോട്ടൻ്റെ തുണിയായിട്ട് മാറും. അതിനാണ് സെക്കൻഡറി സെക്ടർ എന്ന് പറയുക. കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ സെക്ടർ അഥവാ വ്യാവസായിക മേഖല എന്ന് പറയും. ഇൻ വിച്ച് വി ചേഞ്ച് ദ പ്രൊഡക്റ്റ് ഓഫ് നേച്ചർ ഇൻ ടു ന്യൂ ഫോം എന്ന് പറഞ്ഞു നോക്കണം. അതായത് ഒരു സാധനത്തിന് വേറൊരു സാധനമാക്കി നമ്മൾ മാറ്റുന്ന പ്രക്രിയ. ഈ പറഞ്ഞ കോട്ടനെ നമ്മൾ എന്താക്കി മാറ്റി? കോട്ടൻ്റെ തുണിയാക്കി മാറ്റി. ഈ കരിമ്പിനെ നമ്മൾ എന്താക്കി മാറ്റി? ഈ പറഞ്ഞിട്ടുള്ള പഞ്ചസാരയാക്കി മാറ്റി. ഓക്കെ, അതിനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെഡി, സെറ്റാണ്. ഇനി എന്താണ് ടേഴ്ഷ്യറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സേവന മേഖല എന്ന് പറയാം. അതിന് നമ്മൾ ഈ പറഞ്ഞ ടീച്ചിങ്, ഡോക്ടർ, ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, വക്കീൽ എന്ന് വേണ്ട എല്ലാ സർവീസ് മേഖലകളിൽ പെട്ട സാധനങ്ങളും ഈ പറഞ്ഞ ടേഴ്ഷ്യറി സെക്ടറിൽ പെടും. സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞ ടെറിട്ടറി അല്ല കേട്ടോ, ടേഴ്ഷ്യറിയാണ്. tertiary sector. Okay, also known as service sector. It includes activities that help in the development of primary and secondary sectors എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള പ്രൈമറീസിന് അതായത് കൃഷിയെയും അതുപോലെ തന്നെ സെക്കൻഡറി സെക്ടർ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെയും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഉദ്ദേശം? tertiary സെക്ടറിന് ഉദ്ദേശം. ഇനി കമ്പയറിംഗ് ദീസ് 3 സെക്ടേഴ്സ്, ഈ പറഞ്ഞ 3 സെക്ടറിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈമറി, സെക്കൻഡറി, tertiary കമ്പയർ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് GDP എന്നുള്ളത്. എന്താ നമ്മളിതിനെ വിളിക്കുക? GDP എന്നാണ് നമ്മൾ വിളിക്കുക. അതിന് നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ്, ബിസ്ക്കറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് എപ്പോഴും ഓടി വരിക കേട്ടോ.
ഓക്കെ റെഡി സെറ്റാണ്. അപ്പോൾ നോക്കിയാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഈസ് എ കൺട്രി സം ഓഫ് ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഓൾ ദ 3 സെക്ടേഴ്സ് ഇൻ പർട്ടിക്കുലർ. ഇത്രയേ ഉള്ളൂ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അതായത് ഒരു ഫൈനാൻഷ്യൽ ഇയർ ഉണ്ട്. ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അതിനുള്ളിൽ ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക പറഞ്ഞ അഗ്രികൾച്ചർ ആയിക്കോട്ടെ, ഇൻഡസ്ട്രി ആയിക്കോട്ടെ, സർവീസ് മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധന സേവനങ്ങളിലും ഗുഡ്സ് ആൻഡ് സർവീസസിന് ആകെ തുക ടോട്ടൽ വാല്യൂവിനെയാണ് നമ്മളെന്ന് വിളിക്കുക ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നുകൊണ്ട് വിളിക്കുക. ഇറ്റ് ഷോസ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻ എ കൺട്രി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ദ ടാസ്ക് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ GDP ഓഫ് ഇന്ത്യ ഇസ് അണ്ടർടേക്കൻ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി. എന്താ പറയുന്നത്, ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും ഇത് നോക്കി നടത്തുന്നുണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇനി എന്തുകൊണ്ടാണ് ടെർഷ്യറി സെക്ടറിന് ഇത്രയും കൂടുതൽ പ്രാധാന്യം കിട്ടാൻ കാരണമാവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഡിമാൻഡ്സ് ഫോർ ബേസിക് സർവീസസ് ആർ ഇൻക്രീസ്ഡ്, അതായത് നമ്മുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ഗ്രേറ്റർ ഡെവലപ്മെന്റ് ഇൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ, അഥവാ ഈ പറഞ്ഞിട്ടുള്ള പ്രൈമറി സെക്ടറിലായിക്കോട്ടെ, കാർഷിക മേഖലയിലായിക്കോട്ടെ, ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഈ പറഞ്ഞ വ്യാവസായിക മേഖലയിലായിക്കോട്ടെ വ്യത്യാസം ഉണ്ടാവുമ്പോൾ, അതിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമ്പോൾ അത് എന്തിലേക്കൂടെ മാറ്റം വരുന്നുണ്ട്, സർവീസ് സെക്ടറിനും അതിൻ്റേതായിട്ടുള്ള മാറ്റം വരുന്നുണ്ട്. സോ ആയിട്ട് ട്രാൻസ്പോർട്ടേഷനും ട്രേഡും സ്റ്റോറേജും ഒക്കെ ഫെസിലിറ്റീസ് കൂട്ടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വിത്ത് ദ റൈസ് ഇൻ ഇൻകം സർട്ടൻ സർവീസസ് ആർ ഡിമാൻഡ് ലൈക്ക് ടൂറിസം, ഷോപ്പിംഗ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ സർവീസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പുതിയ ജോലി സാധ്യതകൾ ഉണ്ടായി വരികയാണ്. അപ്പോൾ ഡ്യൂ ടു ഗ്ലോബലൈസേഷൻ സർട്ടൻ ന്യൂ സർവീസസ് ഹവ് എൻറ്റേർഡ് ഇന്ത്യൻ മാർക്കറ്റ് ലൈക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ മേഖലയിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഗവൺമെൻറ് ക്യാൻ പ്രൊവൈഡ് ചീപ്പ് ലോൺസ് ടു സ്മോൾ ഫാർമേഴ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഫാർമേഴ്സിന് ചീപ്പായിട്ടുള്ള ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെ കൊണ്ട് സാധിക്കും, ഗവൺമെൻറ്റിനെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഗവൺമെൻറ് ക്യാൻ കൺസ്ട്രക്ട് ന്യൂ ഡാംസ് ആൻഡ് കനാൽസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. പുതിയ ഡാമുകളും കനാലുകളൊക്കെ ഗവൺമെൻറ്റിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ പലർക്കും ജോലി കൊടുക്കാൻ പറ്റും. സോ എംപ്ലോയ്മെൻറ്റ് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഗവൺമെൻറ്റിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഓക്കെ റെഡി സെറ്റാണ്. GDPക്ക് ഒരു എക്സാമ്പിൾ പറയോ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന് ഒരു എക്സാമ്പിൾ പറയോ, GDPക്ക് എക്സാമ്പിളോ മക്കളെ. GDP എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള എല്ലാ സാധനങ്ങളിലും വാല്യൂ. ഇപ്പം നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നില്ലേ, നാഷണൽ ഇൻകത്തിനൊരു എക്സാമ്പിൾ എന്താ, നാഷണൽ ഇൻകത്തിന് എക്സാമ്പിൾ ഇന്ത്യൻ നാഷണൽ ഇൻകം, ഇന്ത്യയിലുള്ള നാഷണൽ ഇൻകം. GDPക്ക് എക്സാമ്പിൾ എന്താ, ഈ പറഞ്ഞ ഇന്ത്യൻ്റെ അകത്ത് നടക്കുന്ന പ്രൈമറി സെക്കൻഡറി തേഴ്സറിയിലെ എല്ലാ വാല്യൂസും കൂട്ടി വെച്ചാലുള്ള ഒരു വാല്യൂ, അതിന് GDP എന്ന് വിളിക്കുന്നുള്ളൂ. ഒരു സാധനമല്ല. ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കണ്ട. കുറേ പേർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും അതെന്താണെന്നുള്ളത്. കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. ഓക്കെ റെഡി. നിങ്ങൾ മറ്റേ സാധനമാണെന്ന് വിചാരിക്കേണ്ട, ഏത് ടാക്സിൻ്റെ കൂടെ കൊടുക്കുന്ന സാധനമാണെന്ന് വിചാരിക്കേണ്ട. അതല്ല, GST അല്ല, GDP ആണ് കേട്ടോ. GSTക്ക് എക്സാമ്പിൾ ഇഷ്ടമാരുണ്ട്. GST അല്ല, അത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സാണ്. GDP എന്താ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഓക്കെ അത് എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ വാല്യൂവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ റെഡി സെറ്റാണ്. ഓക്കെ അപ്പോൾ ഗവൺമെൻറ് ക്യാൻ ഇൻവെസ്റ്റ് ഓൺ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് റോഡ് കൺസ്ട്രക്ഷൻ, ഫോക്കസ് ഓൺ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് റൂറൽ ഏരിയാസ്. ഗവൺമെൻറ് ക്യാൻ പ്രൊമോട്ട് ടൂറിസം എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഹെൽത്ത്, എഡ്യൂക്കേഷൻ സെക്ടർ, ഈ പറഞ്ഞാൽ ഹെൽത്ത് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ സെക്ടർ ആയിക്കോട്ടെ, ഈ സാധനത്തിനൊക്കെ ഒന്ന് ഡെവലപ്പ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സർവീസ് മേഖല നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഇത്രയേ ഉള്ളൂ തൊഴിലുറപ്പ് പദ്ധതി. സിമ്പിളായിട്ട് പറഞ്ഞാൽ MGNREGA എന്നാണ് പറയാം. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നോ ആക്ട് എന്നോ എന്തുവേണമെങ്കിലും പറയാം. സ്റ്റാർട്ടഡ് ഇൻ 2005. എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്, എല്ലാവർക്കും കൃത്യമായിട്ട് റൈറ്റ് ടു വർക്ക് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരാൻ വേണ്ടി. അതായത് എല്ലാവർക്കും വർക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട് അല്ലേ. സോ ആയിട്ട് 625 ഡിസ്ട്രിക്റ്റിലാണ് ആദ്യമായിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത്. ഏകദേശം 100 ഡേയ്സോളം 100 ദിവസത്തോളം ഉറപ്പായിട്ടുള്ള പണി കിട്ടും, അല്ലെങ്കിൽ ഉറപ്പായിട്ടുള്ള ജോലി ചെയ്യാൻ പറ്റുന്നുള്ള ഗവൺമെൻറ് ഉറപ്പ് കൊടുക്കുന്ന സ്കീമിനെയാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർ ആർ യു ഹംഗ്രി? യെസ് ഓഫ് കോഴ്സ് ഹംഗ്രിയാണ്, പക്ഷേ ക്ലാസ് കഴിഞ്ഞിട്ട് പോകാം. ഓക്കെ ഈ പറഞ്ഞ ഇഫ് ദി ഗവൺമെൻറ് ഫെയിൽസ് ടു പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ഇറ്റ് വിൽ പ്രൊവൈഡ് അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് ടു പീപ്പിൾ. അതായത് ഇൻ കേസ് 100 പണി ഗവൺമെൻറ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു അലവൻസ് ആയിട്ട് ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി രണ്ടാമത്തെയാണ് ഓൺ ദി ബേസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു വെക്കുന്നത്. അതായത് എവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ എക്കണോമിക് ആക്ടിവിറ്റി നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെയാണ് ഓർഗനൈസ് സെക്ടറും അൺഓർഗനൈസ് സെക്ടറും. ഇതിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം പഠിച്ചാൽ മതി, ഈ ഒരു സാധനം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, വേറെ ഒന്നും ഈ ഭാഗത്ത് നോക്കണ്ട. രജിസ്റ്റേർഡ് ബൈ ഗവൺമെൻറ്, അതായത് ആയിരിക്കും ഓർഗനൈസ്ഡ് ആയിരിക്കും, ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലായിരിക്കും. ഓർഗനൈസ് സെക്ടർ ഉണ്ടാവുക, നോട്ട് രജിസ്റ്റേർഡ് ബൈ ഗവൺമെൻറ്. ഗവൺമെൻറ് കീഴിൽ ആയിരിക്കില്ല എന്തുണ്ടാവുക, അൺഓർഗനൈസ് സെക്ടർ ഉണ്ടാവുക. ഇനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ഫോളോഡ്, അതായത് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന എവിടെയായിരിക്കും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്, ഓർഗനൈസ് സെക്ടറിലായിരിക്കും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ. ഓക്കെ
ഓക്കെ, അപ്പം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ഫോളോഡ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗനൈസ് സെക്ടർ ആണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ നോട്ട് ഫോളോഡ് ആണ് എന്ത് അൺഓർഗനൈസ് സെക്ടർ എന്നും കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, ജോബ് സെക്യൂരിറ്റി എവിടെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? ഓർഗനൈസ് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. നോ ജോബ് സെക്യൂരിറ്റി ആയിരിക്കും അവിടെ ഉണ്ടാവുക അൺഓർഗനൈസ് സെക്ടറിൽ ഉണ്ടാവുക. പെയ്ഡ് ഹോളിഡേയ്സ് അവിടെ കിട്ടും, പൈസ കൊണ്ടുള്ള ഹോളിഡേയ്സ് നമുക്ക് അവിടെ കിട്ടും, ഓർഗനൈസ് സെക്ടറിൽ കിട്ടും. പക്ഷേ നോ പെയ്ഡ് ഹോളിഡേയ്സ് ആണ് അൺഓർഗനൈസ് സെക്ടറിൽ കിട്ടുക. ഫിക്സഡ് വർക്കിംഗ് അവേഴ്സ് ഉണ്ട്. എന്താ പറയുന്നത്? ഒരു രാവിലെ മുതൽ ഇത്ര നേരം വരെ വർക്ക് ചെയ്താൽ മതി, 8 മുതൽ 8.5 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെയല്ല, അൺഓർഗനൈസിൻ്റെ കാര്യം വരികയാണെങ്കിൽ 10, 12, 14 മണിക്കൂർ വരെ വർക്ക് ചെയ്യേണ്ട കണ്ടീഷനിലേക്ക് നമ്മൾ എത്തേണ്ടതായിട്ട് വരും. ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് ആണ് ഇവിടെ പറയാൻ പറ്റുന്നത്. നമുക്ക് പുവർ വർക്കിംഗ് കണ്ടീഷൻസ്, അതായത് നമുക്ക് ചിലപ്പോൾ ഒരു AC-ൻ്റെ ചോട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു സാഹചര്യത്തിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും. ഓർഗനൈസിൻ്റെ കേസിൽ ഫാൻ്റെ ചോട്ടിൽ നിന്ന് വർക്ക് ചെയ്യാം. പക്ഷേ അങ്ങനെയല്ല, ഈ പറഞ്ഞില്ല പുവർ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വെയിലത്ത് നിന്ന് പണിയെടുക്കേണ്ടവരും, ഏറ്റവും മുകളിൽ പോകേണ്ടവരും, ഹസാഡസ് ആയിട്ടുള്ള ജോബ് ചെയ്യേണ്ടവരും, എപ്പോൾ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടാമെന്നുള്ള രീതിയിൽ എത്തേണ്ടവരും. അപ്പോൾ അൺഓർഗനൈസ് സെക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി പെൻഷൻ ഓൺ റിട്ടയർമെൻറ്റ്, 65-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് ചെയ്താൽ തന്നെ പെൻഷൻ കിട്ടും. മാസം സാലറിയുടെ പകുതി ഉറുപ്പ് കിട്ടും. ഒരാൾക്ക് 60,000 രൂപയാണ് അയാൾ ജോലിയിൽ നിന്ന് പിരിയുന്നെങ്കിൽ അയാൾക്ക് ഏകദേശം 30,000 രൂപയോളം എന്ത് കിട്ടും? പെൻഷനായിട്ട് അയാൾക്ക് ഒന്നും അറിയാണ്ട് മാസം കിട്ടും. സിമ്പിൾ ലോജിക്. പെൻഷൻ ഓൺ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, റെഡി, സെറ്റാണ്. ഈ പറഞ്ഞിട്ടുള്ള പെൻഷൻ നോ പെൻഷൻ ഓൺ റിട്ടയർമെൻറ്റ്. ഓക്കെ, ഇവിടെ നോ പെൻഷൻ ആട്ടാ. ഓക്കെ, റെഡി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആ ഭാഗത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ പറഞ്ഞ മൂന്നാമത്തെ കാര്യമാണ് ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഈ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ 2 രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മതി, പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. ഓക്കെ, എന്താ പറയേണ്ടത്? പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും. ഇത്രയുള്ള മക്കളെ. ഗവൺമെൻറ് ഓൺസ് മോസ്റ്റ് ഓഫ് ദി അസറ്റ്സ് ഇൻ ദ പ്രൊവൈഡ്സ് ഓൾ ദ സർവീസസ്. അതെന്താണ്? പബ്ലിക്കാണ്. അതായത് ഗവൺമെൻറ് കീഴിലാണെങ്കിൽ അത് പബ്ലിക്കാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് എ സെക്ടർ ഓർ ഗവൺമെൻറ് സെക്ടർ എന്നാണ് അറിയപ്പെടുക. സ്വാഭാവികമായിട്ട് ഇന്ത്യൻ റെയിൽവേ, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, കുറേ ഉണ്ട്, ഇഷ്ടംമാരുണ്ട്. ഗവൺമെൻറ് കീഴിൽ എന്താണുള്ളത് അതൊക്കെ പബ്ലിക് സെക്ടറാണ്. KSRTC പബ്ലിക് സെക്ടർ. ഓക്കെ, സിമ്പിൾ ലോജിക്. ഇനി എന്താണ് പ്രൈവറ്റ് സെക്ടർ? ഓണർഷിപ്പ് ഓഫ് അസറ്റ്സ് ആൻഡ് ഡെലിവറി ഓഫ് സർവീസസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓൺ പ്രൈവറ്റ് കമ്പനീസ്. റിലയൻസ് ആണ്, ടിസ്കോ ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. പ്രോഫിറ്റ് ഉണ്ടാക്കാനായിരിക്കും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടേഴ്സ് ഏറ്റവും കൂടുതൽ നോക്കുന്നുണ്ടാവുക എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, റെഡി, സെറ്റാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ചാപ്റ്റർ 3 മണി ആൻഡ് ക്രെഡിറ്റ്. അമ്മേ, ഒറ്റ മിനിറ്റ് മക്കളെ, ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. മണി ആൻഡ് ക്രെഡിറ്റ്. സാർ ടയേർഡായോ? ഒരു വെള്ളം തുണിയും ഒരു പഞ്ഞിയും കിട്ടുവാണെങ്കിൽ കിടക്കായിരുന്നു. പവർ വരട്ടെ. അയ്യോ, ഗോഡ്. യെസ്, മണി ആൻഡ് ക്രെഡിറ്റ്. നിങ്ങൾ അവിടെ കുറച്ച് ഫയർ മൂജി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പവർ വരും. ഓക്കെ, കുറച്ച് 9:30 ആയിട്ടുള്ളൂ അല്ലേ? 9:30 ആയില്ലേ? ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ ഇതാ പിടിച്ചോ, മണി ആൻഡ് ക്രെഡിറ്റ്. അതിൽ നിങ്ങൾ ആദ്യം കാണുന്ന സാധനമാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞ സംഭവം. ബാർട്ടർ സിസ്റ്റത്തിൽ നിങ്ങൾ ഇത്രയും കാര്യം അറിഞ്ഞാൽ മതി. ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ചക്ക കിട്ടും. അതാണ് സിമ്പിൾ ബാർട്ടർ സിസ്റ്റം. ഒരു സാധനം കൊടുത്താൽ വേറെ സാധനം കിട്ടുന്ന പരിപാടിക്കാണ് പറയാം. ഇത് ഡയറക്റ്റ്ലി എക്സ്ചേഞ്ച് ആയിരിക്കും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞു വെക്കുന്നത് ഇതിന് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, അതായത് നമ്മളിപ്പോൾ എനിക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ, എനിക്ക് വേണ്ടത് എന്താണ്? കോയിനെ വേണം. അയ്യോ, അത് വേണ്ട, പശുവിനെ വേണമെന്ന് വിചാരിക്കാം. പശുവിനെ വേണമെങ്കിൽ അവൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മൊയലാന്ന് വിചാരിക്കാം. എനിക്ക് വേണ്ടത് കോയിനാണ്, അവന് വേണ്ടത് ഫോണാണ്. എൻ്റെ കയ്യിൽ ഫോണുണ്ട്. അപ്പം ഞാൻ ഈ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മൊയലിന് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവൻ്റെ കയ്യിൽ മറ്റേതേ ഉള്ളൂ, കോഴിയുള്ളൂ. സാർ ഈ പറഞ്ഞ എനിക്ക് കോയിനെ വേണ്ട. എന്ത് തേങ്ങ ആയിക്കോട്ടെ. നിങ്ങൾ അറിഞ്ഞിരിക്കുക, 2 സാധനം ഒരേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെയാണ് ഈ പറഞ്ഞത് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാൻസ് എന്ന് പറയും. എനിക്ക് വേണ്ട സാധനം അവൻ്റെ കയ്യിലില്ല, പക്ഷെ അവന് വേണ്ട സാധനം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ കച്ചവടം നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കൂല. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ എനിക്ക് ചക്ക വേണം, അവൻ്റെ ഈ ചക്കയുണ്ട്, എൻ്റെ കയ്യിൽ മൊയലുണ്ട്, അവന് മൊയലിന് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൈമാറ്റം ചെയ്താൽ ഓക്കെ ഫൈൻ. അതിനെയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് വിളിക്കുക. അവിടെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ എല്ലാ സമയത്തും ഞങ്ങൾ 2 പേരുടെ ആവശ്യങ്ങൾ ഒരേപോലെ ആവണമെന്നില്ല. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാൻസ്. ഒരേപോലെ ആവണമെന്നില്ല. അത് തന്നെയാണ് ബാർട്ടർ സിസ്റ്റത്തിൻ്റെ പ്രശ്നം. അവിടെയാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കറൻസി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, കറൻസി എന്ന് പറഞ്ഞ സാധനത്തിനെ അതുകൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് എനിക്ക് കോയിനെ വേണമെങ്കിൽ ഞാൻ ചോദിക്കുകയാണ് 1 കിലോ കോയിക്ക് എന്താ വില ചോദിക്കുകയാണ്, അവൻ പറയുകയാണ് 280 രൂപ. അപ്പോൾ ഞാൻ 280 കൊടുക്കുന്നു, കോയിനെ വാങ്ങിക്കുന്നു, കഴിഞ്ഞു, പരിപാടി തീർന്നു. അതിന് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ പറഞ്ഞുള്ള ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയം ആയിട്ട് എന്ത് മാറി? കറൻസി മാറി എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ജനറലി അക്സെപ്റ്റഡ് ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യണം. ഈ 10 രൂപ എടുത്തിട്ട് നമ്മൾ കേരളത്തിലെ കാസർഗോഡുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാലും കേരളത്തിലെ തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞ ബീഹാറിലുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാലും രണ്ടിനും ഒരേ വാല്യൂ ആണ്. 10 രൂപയ്ക്ക് 10 രൂപ തന്നെയാണ്. അപ്പോൾ ജനറലി അക്സെപ്റ്റഡ് ആണ്. ഇന്ത്യക്ക് പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ കറൻസി ആയിട്ട് നമ്മൾ കൺവേർട്ട് ആക്കണം. ഓക്കെ, അപ്പോൾ ജനറലി അക്സെപ്റ്റഡ് ഫോംസ് കാണാൻ പറ്റും. ഓതറൈസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓതറൈസ് ചെയ്യും. എങ്ങനെ ഓതറൈസ് ചെയ്യുക? ഗവൺമെൻറ് ഓതറൈസ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് പറയാണ് ഇത്ര കറൻസി നമ്മുടെ നാട്ടിൽ അച്ചടിക്കുന്നുണ്ട്, അതിന് ഏറ്റവും കൂടുതൽ ഉപകാരം. നെക്സ്റ്റ് നമ്മൾ കാണുന്ന സാധനം ഇറ്റ് ഹാസ് നോ യൂസ് ഇൻ സോൺ എക്സെപ്റ്റ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. അതായത് സാധനം കൈമാറ്റം ചെയ്യാനല്ലാതെ വേറൊരു സാധനത്തിന് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഗവൺമെൻറ് അങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താ ഗവൺമെൻറ് പറയുന്നത്? ഈ പൈസ എന്ന് പറയുന്നത് ഇപ്പോൾ ഹരിസാറിൻ്റെ കയ്യിൽ എന്തുണ്ട്? പൈസ ഉണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഹരിസാറിൻ്റെ കയ്യിൽ 100 ഉണ്ട്. ഈശ്വര പൈസ ഉണ്ടാവണേ, നാണം കെടുത്തരുതേ. ഓക്കെ, ഉണ്ട്. ഓക്കെ, റെഡി. 100 രൂപയുണ്ട്. ഈ 100 രൂപ ഇല്ലേ, സ്വാഭാവികമായിട്ടും ഇതാണ് എൻ്റെ കയ്യിലുള്ള 100 രൂപ. വിശ്വസിക്കട്ടോ, 100 ഉണ്ടേ. ഓക്കെ, റെഡി. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഇതെനിക്ക് ഇങ്ങനെ എടുത്തിട്ട് 100 രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് സാധനം വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, സാധനം വാങ്ങിക്കാൻ പറ്റും. അല്ലാതെ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് വിമാനമാക്കിയിട്ട് കളിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് ഒറ്റൊരു കാര്യത്തിനേ പറ്റുള്ളൂ. എന്താ അത്? മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി എനിക്കിത് ഉപയോഗിക്കാം. ദാറ്റ്സ് ഇറ്റ്. അല്ലെങ്കിൽ തോണി ഉണ്ടാക്കിയിട്ട് വെള്ളത്തിൽ ഒഴുക്കി വിടാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് എന്താ? ഇതിന് വാല്യൂ ഉണ്ട്. ഈ സാധനം എന്താ? ആക്ച്വലി ഇതൊരു പേപ്പറാണ് അല്ലേ? ഈ പേപ്പറിന് എങ്ങനെയാണ് വാല്യൂ വരുന്നത്? ഇത് 100 രൂപയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്കൊരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ 100 രൂപയാണെന്ന് പറഞ്ഞിട്ട് ആർക്കും കൊടുക്കാൻ പറ്റുമോ? എന്താ ഇത് വ്യത്യാസമാവുന്നത്? ഇതിന് വ്യത്യാസമാവുന്നത് RB അഥവാ റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റായിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. റിസർവ് ബാങ്ക് ഗവർണറുടെ ഒരു ഒപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ഒപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത് പൈസ വാലിഡ് ആവുള്ളൂ അല്ലേ? അല്ലാതെ നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തലയുറിയാൻ പറ്റുമോ? പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പൈസയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാത്രമേ എന്തിനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ? പൈസേനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ മറ്റു ഉപയോഗങ്ങൾക്ക് നമ്മൾ പൈസേനെ കൺസിഡർ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ സാധനം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഡിമോണിറ്റൈസേഷൻ വന്ന സമയത്ത് 500-ൻ്റെ നോട്ട് 1000-ൻ്റെ നോട്ട് ഒക്കെ നമ്മൾ ഈ പറഞ്ഞ മോദി സർക്കാർ എന്ത് ചെയ്തു? ഡിമോണിറ്റൈസ് ചെയ്തു. വിച്ച് മീൻസ് അത് വാല്യൂഡ് അല്ല, അല്ലെങ്കിൽ അതിന് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞു വെക്കാണ്. അപ്പോൾ വിച്ച് മീൻസ് എന്താണ്? അത് വെറും പേപ്പറായിട്ട് മാറി. അതിന് എത്രത്തോളം വാല്യൂ ഉണ്ടെങ്കിലും അതിനൊരു ഇതില്ലാണ്ടായി. ആ പേപ്പർ എടുക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ ആട് സിനിമ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ആട് 2 സിനിമ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിലങ്ങനെ ഒരു സീനുണ്ട്. അതായത് ആ പേപ്പറിനൊന്നും വാല്യൂ ഇല്ലാണ്ടായി. എന്താണ്? ആ പേപ്പറിനൊന്നും പിന്നെ ഒരു വാല്യൂ ഇല്ലാണ്ടായി എന്നാണ് പറഞ്ഞു വെക്കണത്. ഓക്കെ, റെഡി? യെസ്. അപ്പം സെറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ ദ ഇന്ത്യൻ റുപ്പി ഈസ് വൈഡ്ലി അക്സെപ്റ്റഡ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ബിക്കോസ് ഇറ്റ് ഈസ് ലീഗലൈസ്ഡ് ബൈ ലോ. നിയമപ്രകാരം അത് ലോ. ഇനി ഡിപ്പോസിറ്റ് വിത്ത് ബാങ്ക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് പീപ്പിൾ ഡിപ്പോസിറ്റ് മണി വിത്ത് ബാങ്ക്സ് ബൈ ഓപ്പണിംഗ് എ ബാങ്ക് അക്കൗണ്ട് ഇൻ ദർ നെയിം എന്ന് പറഞ്ഞു നോക്കണം. അതായത് ബാങ്ക്സ് അക്സെപ്റ്റ് ദ ഡിപ്പോസിറ്റ് ഇൻ റിട്ടേൺ. അതായത് ഹരിസാർ ബാങ്കാന്ന് വിചാരിക്കുക, നിങ്ങൾ ലോൺ തരാൻ വരുന്ന ആളാന്ന് വിചാരിക്കുക. സാറേ പോയി എന്ന് പറയണ്ട, ഞാൻ കണ്ടു. ഓക്കെ, ഒറ്റ സെക്കൻഡേ. എന്തു പറ്റി നിനക്കെന്തു പറ്റിയേ സർവറേ? വന്നു. സെറ്റ്. കിട്ടില്ല. ഓക്കെ, അപ്പോൾ ദ ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സ് ഹാവ് ദ പ്രൊവിഷൻ ടു വിഡ്രോ ദ മണി വെനെവർ ദേ റിക്വയർ. അതായത് ഞാൻ ബാങ്കാണ്, നിങ്ങളിപ്പോൾ ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ഒരാളെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും നിങ്ങൾ 5000 രൂപ എനിക്ക് തരികയാണ്. ഞാൻ ബാങ്കാണ്, ഞാനത് സൂക്ഷിച്ചു വെക്കുന്നു. സ്വാഭാവികമായിട്ടും അതിന് വിളിക്കുന്ന പേരാണ് അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ? ഇവിടെ കുറച്ച് വേറെ ടീംസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കയ്യിലുള്ള ഈ പൈസയിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് വേറൊരാൾക്ക് കൊടുക്കണമെങ്കിൽ കുറച്ച് പൈസ തരുമെന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യണത്? ലെൻഡിങ് ലോൺസാണ്. ഞാൻ ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യും. നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു, ഞാൻ ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. കഴിഞ്ഞോ? ഇത് ആ വഴിക്കങ്ങ് പോവോ? ഇല്ല. ഇയാളുടെ കയ്യിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും? ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ വാങ്ങിച്ചെടുക്കും. അതായത് മാസം ഇയാൾ ഈ പൈസ തിരിച്ച് തരുന്നവരെ മാസം ഞാൻ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വാങ്ങിച്ചെടുക്കും. അപ്പോൾ ഈ തന്ന പൈസ മൊത്തം ഇയാൾ എനിക്ക് തിരിച്ചു തരികയും ചെയ്യും. ഞാൻ ഈ പൈസ എടുക്കുന്നു, എന്നിട്ട് എനിക്ക് പൈസ തന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താ ലാഭം? ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കുറച്ച് പൈസ ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മാസം നിങ്ങൾ പോലും അറിയാണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഈ പറഞ്ഞ ബാങ്കിൻ്റെ പണി എന്ന് പറയുന്നത് ഡിമാൻഡ് സ്വീകരിക്കുക, അക്സെപ്റ്റിംഗ് ഡിമാൻഡ്സ്, ലെൻഡിങ് ലോൺസ്. ഓക്കെ, ആ ലോണ് കൊടുത്ത ആളുടെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് അടക്കം ഈ പറഞ്ഞ പൈസ മൊത്തം തിരിച്ചു വാങ്ങിക്കുക. ഈ പറഞ്ഞ പൈസ തന്ന ആൾക്ക് മാസം ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുകയും ചെയ്യുക ബാങ്ക്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവിടുന്ന് വാങ്ങിക്കുന്ന ആൾക്ക് ഞാൻ കുറച്ച് പൈസ കൊടുക്കുള്ളൂ, കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുള്ളൂ. ഇവിടുന്ന് ഞാൻ വാങ്ങിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് കുറേ പൈസ വാങ്ങിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, പിന്നെ ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചുതരാം എന്താണ് ബാങ്കിൻ്റെ പരിപാടി എന്നുള്ളത്. ഓക്കെ, ബാങ്ക് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, നിങ്ങൾക്കറിയാം ബാങ്കിന് എങ്ങനെയാണ് പൈസ കിട്ടുന്നത്? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിനോ? ഓക്കെ, നിങ്ങൾ ആരെങ്കിലും അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചുതരാം.
നിങ്ങളൊരു ബാങ്കിൽ ചെല്ലുമ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കുക, ഹരിസാർ പറഞ്ഞതെന്ന് ആലോചിച്ച് വെക്കുക, ബാങ്കിന് ഇപ്പോൾ എവിടുന്ന പൈസ വരുന്നത്? ബാങ്കിന് നമ്മൾ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന പൈസ അല്ലേ. ഇതാണ് ബാങ്ക്. ഓക്കെ, ഇതാണ് ബാങ്ക്. ഓക്കെ, ഇത് ബാങ്ക്. ഇതാണ് റിച്ച് മാൻ, റിച്ച് ഹരിസാർ. ഓക്കെ, ഹരിസാർ ഭയങ്കര റിച്ച് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ കുറേ ആൾക്കാരുണ്ട്. വേണ്ട, ഇവിടെ ഒരാളെ പിടിക്കുക. നമ്മൾ ആരെ പിടിക്കുക? ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആരെയാ? നമുക്ക് എന്ത് ചെയ്യാം? വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം? ദിൽഷ മിസ്സിനെ നമുക്ക് പിടിക്കാം. ദിൽഷ മിസ്സിനെ നമ്മളിവിടെ വെച്ചു. അതായത് ഹരിസാർ റിച്ചാണ്, അതുകൊണ്ട് ഹരിസാറിൻ്റെ കയ്യിൽ എന്തുണ്ട്? 10 ലക്ഷം ഉറുപ്പിയുണ്ട്. എത്ര ഉറുപ്പിയുണ്ട്? 10 ലക്ഷം ഉറുപ്പിയുണ്ട്. ഞാൻ 10 ലക്ഷം ഉറുപ്പിയ എന്ത് ചെയ്തു? ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. ഇതിനെയാണ് ബാങ്ക് എന്ത് ചെയ്തു? വരൂ എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറയാം. ഓക്കെ, ഡിപ്പോസിറ്റ് 10 ലക്ഷം ഉറുപ്പിയ വാങ്ങിച്ചു വെച്ചേ. ബാങ്ക് എന്ത് ചെയ്തു? ഇവിടെ ദിൽഷ മിസ് വന്നിട്ട് ബാങ്കിനോട് ചോദിക്കുകയാണ്, എനിക്കൊരു 2 ലക്ഷം രൂപ ലോണായിട്ട് തരുമോ ബാങ്കേ എന്ന് ചോദിക്കുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഹരിസാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ച 10 ലക്ഷത്തിൽ നിന്ന് ഒരു 2 ലക്ഷം എടുത്ത് ദിൽഷ മിസ്സിന് കൊടുക്കും. എത്രയാണ്? 2 ലക്ഷം ഉറുപ്പിയ. 2 ലക്ഷം ഉറുപ്പിയ കൊടുക്കും. ഇനിയാണ് കളി, ഇനിയാണ് ട്വിസ്റ്റ്. നിങ്ങൾ ചിന്തിക്കുക, ഈ ബാങ്ക് ഈ 2 ലക്ഷം ദിൽഷ മിസ്സിന് കൊടുത്തില്ല. ഒരൊറ്റ കണ്ടീഷൻ ഉണ്ടായിരുന്നു, എല്ലാ മാസം തോറും 5000 രൂപ വെച്ചിട്ട് തരണം. എത്ര രൂപ വെച്ചിട്ട് തരണം? 5000 രൂപ വെച്ചിട്ട് മാസം തരണം. ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, പലിശ തന്നുകൊണ്ടിരിക്കണം. എങ്ങോട്ട് തന്നുകൊണ്ടിരിക്കണം? ബാങ്കിന് തിരിച്ച് തന്നുകൊണ്ടിരിക്കണം. ഈ 10 ലക്ഷം കൊടുത്തതിനാണ് ഈ 2 ലക്ഷം കൊടുത്തത് കേട്ടോ ബാങ്ക്. പക്ഷേ ബാങ്ക് ഹരിസാറിനൊന്നും തരുന്നില്ല. ഞാൻ ചെന്ന് ചോദിച്ചു, എനിക്കൊന്നും ഇല്ലേ? അപ്പോൾ ബാങ്ക് പറഞ്ഞുണ്ട്, പേടിക്കണ്ട. ആ പൈസ എത്ര അറിയോ? എനിക്ക് മാസം ബാങ്ക് തരുന്ന പൈസ എന്ന് പറയുന്നത് 1000 ഉറുപ്യ. എത്ര ഉറുപ്യ? 1000 ഉറുപ്യ. അതെന്താ അങ്ങനെ? നിങ്ങൾ നോക്കിക്കേ, 10 ലക്ഷം കൊടുത്ത എനിക്ക് മാസം 1000 ഉറുപ്യ തരും. 2 ലക്ഷം കൊടുത്താൽ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് 5000 രൂപ ഈ ബാങ്ക് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഈ ബാങ്കിൻ്റെ ലാഭം എത്രയും നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഈ പറഞ്ഞ 5000ത്തിൽ നിന്ന് ഈ 1000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 4000 രൂപയും ആരുടെ പോക്കറ്റിലാ? ഈ പറഞ്ഞ ബാങ്കിൻ്റെ പോക്കറ്റിലല്ലേ? ഹമ്പട കേമ. അതാണ് എന്തെന്ന് പറയുന്നത്? ബാങ്കിൻ്റെ ലാഭം എന്ന് പറയുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്? ബാങ്കിൻ്റെ ലാഭം എന്ന് പറയുന്ന സംഭവം. എന്തല്ലേ? ഇതൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇത് എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ഈ ഒരു കോൺട്രഡിക്ഷൻ എപ്പോഴും ചിലപ്പം കൂടാം കുറയാം എന്ന് ചെയ്യാം. ഈ 4000 ഉറുപ്യ എന്ന് പറയുന്നത് എൻ്റെ മാത്രം കേസ്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ബാങ്ക് പൈസ ഉണ്ടാക്കുന്നത്. ഇതാണ് ഇവരുടെ പൈസ, ഇതാണ് ഇവർ പൈസ ഉണ്ടാക്കുന്ന രീതി. ഓക്കെ, ഇപ്പം ഐഡിയ കിട്ടി സാർ. ഇതാണ് സാധനം അല്ലേ? അതെ, ഇതാണ് സാധനം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഈ പറഞ്ഞ ബാങ്ക് വേറെ കുറേ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കുറേ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോക്കിയേ, ഡിമാൻഡ് ഡിപ്പോസിറ്റ്. സിൻസ് ദ ഡിപ്പോസിറ്റ് ഇൻ ദ ബാങ്ക് accounts can be withdrawn on demand, these deposits are called demand deposit. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്ന് വിചാരിക്കാം. നമ്മളെ ബാങ്കിൽ ഡിമാൻഡ് ഒരു ഡിപ്പോസിറ്റ് ഉണ്ട്. ഞാൻ ചെന്നിട്ട് പറയുകയാണ്, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഇത്ര രൂപ വേണം, എക്സ് എമൗണ്ട് ഓഫ് മണി. ഓക്കെ, മാക്സ് വേണ്ട, നമുക്ക് ഇത്ര രൂപ വേണമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ എന്താ പറയുക, ഒരു 70000 രൂപ വേണം. എൻ്റെ അക്കൗണ്ടിൽ 1 ലക്ഷം ഉറുപ്പിക ഉണ്ട്, 70000 രൂപ എനിക്ക് വേണം. ഞാൻ ഡിമാൻഡ് ചെയ്യാണ്. ആ ഡിമാൻഡ് ചെയ്യുമ്പോൾ ബാങ്ക് എനിക്ക് പൈസ തന്നേ പറ്റുള്ളൂ, ബിക്കോസ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പൈസ വയ്ക്കണം. ഓക്കെ, റെഡി? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഡിമാൻഡ് ഡിപ്പോസിറ്റ് മീൻസ് ഡിമാൻഡ് ചെയ്താൽ പൈസ കിട്ടും, അത്രേ ഉള്ളൂ. DD കഴിഞ്ഞു, ഐഡിയ കിട്ടി. നെക്സ്റ്റ് ടോപ്പിക്. സോ ബേസിക്കലി നമ്മളെ അവർ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മളെ പൈസ അവരെടുത്ത്, ഒന്ന് മാമനോടൊന്നും തോന്നല്ലേ എന്നാണ് ബാങ്കുകാർ പറയണത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. റെഡി? അപ്പോൾ ചെക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ചെക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കില്ലേ, ഒരു ചെറിയ പേപ്പറാണ്. ആ പേപ്പർ പോലത്തെ സാധനം. പേപ്പർ ഇസ് ഇൻസ്ട്രക്റ്റിംഗ് ദ ബാങ്ക് ടു പേ സ്പെസിഫിക് എമൗണ്ട്. ഓക്കെ, സ്പെസിഫിക് എമൗണ്ട്. നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഈ എക്സാമ്പിൾ നമുക്ക് ഒന്നുകൂടെ നോക്കി നോക്കാം. അതായത് ഇവിടെ ഹരിസാറുണ്ട്, ഹരിസാർ 10 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദിൽഷ മിസ് ബാങ്കിനോട് ചോദിക്കാണ്ട് നേരിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാമെന്ന് വെച്ചോ. എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഹരിസാർ എനിക്കൊരു 2 ലക്ഷം രൂപ തരാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്താ, തരാമല്ലോ. ഞാൻ എന്ത് ചെയ്തു? ബാങ്ക് എനിക്കൊരു സാധനം തന്നിട്ടുണ്ട്, അതിൻ്റെ പേരാണ് ചെക്ക്. എന്താണ്? എൻ്റെ പേരാണ് ചെക്ക്. ഈ ചെക്കിന്ന് ഞാനൊരു ചെക്ക് ലീഫ് എന്ന് പറഞ്ഞ് കീറും. എന്നിട്ട് ഞാൻ ഇതിനകത്ത് എഴുതും, ടു മിസ്സാണോ ഈശ്വര, ദിൽഷ. ഓക്കെ, എന്നിട്ട് 2 ലക്ഷം രൂപ ഈ വ്യക്തിക്ക് കൊടുക്കണം എന്ന് ഞാൻ ഈ ബാങ്കിനോട് പറയാണ്. ഈ ചെക്ക് ബാങ്കിൽ കൊടുത്താൽ മതി, ഞാൻ ബാങ്കിനോട് പറഞ്ഞ പോലെയാന്ന് പറയും. ഈ ചെക്ക് എടുത്തിട്ട് ദിൽഷ മിസ് ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ബാങ്കിൽ ചെല്ലും. ബാങ്കിൽ ചെന്നിട്ട് ഇതാ എനിക്ക് ഹരിസാർ പൈസ തരാമെന്ന് പറഞ്ഞിന് ഈ ചെക്ക് കാണിച്ചാൽ മതി എന്ന് പറയും. ഈ ചെക്ക് കാണിക്കുമ്പോൾ ബാങ്ക് ഒന്നും നോക്കാണ്ട് 2 ലക്ഷം ഉറുപ്പിക എടുത്തിട്ട് ദിൽഷ മിസ്സിന് കൊടുക്കും. അതാണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ ചെക്ക് ഫെസിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേപ്പർ ഇസ് ഇൻസ്ട്രക്റ്റിംഗ്. ഞാൻ നേരിട്ട് പോയി ബാങ്കിൽ പോയി പറഞ്ഞോ? ഇല്ല,
ഞാൻ എന്ത് ചെയ്തു, ഒരു പേപ്പറിൽ എൻ്റെ ഒപ്പിട്ട് കൊടുത്തു, ഇതാ സാധനം. അപ്പോൾ സ്വാഭാവികമായിട്ട് പേപ്പർ ഈസ് ഇൻസ്ട്രക്ടിങ് ദ ബാങ്ക് ടു പേ എ സ്പെസിഫിക് എമൗണ്ട് ഫ്രം ദ പേഴ്സൺസ് അക്കൗണ്ട് ടു ദ പേഴ്സൺസ് ഹൂസ് നെയിംസ് ഇൻ ദ ചെക്ക് ഹാസ് ബീൻ ഇഷ്യൂഡ്. സിമ്പിൾ ലോജിക്, കിട്ടി, അത്രേ ഉള്ളൂ. സാർ ചെക്ക് ആർക്കെങ്കിലും കൊടുത്തിനോ? ചെക്ക് കൊടുത്തില്ല, ലവ് ലെറ്റർ കൊടുത്തിന്, തിരിച്ച് കിട്ടുകയും ചെയ്തിന്, അടി. ഇല്ല നമ്മളെന്താ പറഞ്ഞ ചെക്കില്ലേ, ചെക്ക് കൊടുത്തിട്ടില്ല, ചെക്ക് നമുക്കില്ലല്ലോ. ഓക്കെ, മൈൻഡ് വോയിസ് ഒക്കെ പുറത്ത് വരികയാണല്ലോ ഇച്ചിരി. ഓക്കെ റെഡി. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, പേയ്മെൻറ്റ്സ് ക്യാൻ ബി മെയ്ഡ് വിത്ത് ദ യൂസ് ഓഫ് ചെക്ക് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് എന്ന് പറഞ്ഞു നോക്കുന്നത്. അതായത് പൈസ കൊടുക്കുന്നതിന് വരെ ചെക്ക് കൊടുക്കുക, സിമ്പിൾ ലോജിക്. ലോൺ ആക്ടിവിറ്റീസ്, ഇതാണ് നേരത്തെ കണ്ട നമ്മൾ ലോൺ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ലോൺ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ സാധനം നേരത്തെ കൊടുത്ത പോലെ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ പ്രൊവൈഡിങ് ലോൺസ് കഴിഞ്ഞു, അത് നിങ്ങളുടെ സെറ്റാണ്. അപ്പോൾ ബാങ്ക് അക്സെപ്റ്റ് ദ ഡെപ്പോസിറ്റ് ഫ്രം ദ പീപ്പിൾ ബട്ട് കീപ് ഓൺലി എ സ്മോൾ പോർഷൻ ഓഫ് ദി ഡെപ്പോസിറ്റ്. എല്ലാം കൊടുക്കില്ല. 10 ലക്ഷം റുപ്യ വാങ്ങിച്ചതിൻ്റെ 10 ലക്ഷം കടമായിട്ട് കൊടുത്തോ? ഇല്ല. അവരെന്താ ചെയ്തത്, കുറച്ച് എമൗണ്ട് അവിടെ പിടിച്ചു വെച്ചു, ബാക്കി എമൗണ്ട് മാത്രമേ ലോണായിട്ട് കൊടുത്തുള്ളൂ. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ ഡെപ്പോസിറ്റേഴ്സ് ഹൂ വിഷ് ടു വിഡ്രോ ദ മണി ഫ്രം ദെയർ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു നോക്കുന്നത്, അതായത് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മളിവിടെ കാണുന്നത്. റെസ്റ്റ് വിൽ ബി ഗിവൻ ആസ് ലോൺസ് ബൈ ദ ബാങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട്, ബാക്കിയൊക്കെ എന്താണ്, ബാങ്ക്സ് ലോൺ ആയിട്ട് കൊടുക്കും, കുറച്ച് പൈസ പിടിച്ചു വെച്ചിട്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, റെഡി, സെറ്റാണല്ലോ, സെറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ ദ ബാങ്ക് ഗീവ്സ് ലോൺസ് ബട്ട് വിത്ത് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കമ്പയർഡ് ടു ദ ഡെപ്പോസിറ്റ്. നമ്മൾ നേരത്തെ കണ്ട അതേ പോയിന്റാണ്. ഡെപ്പോസിറ്റേഴ്സിന് എന്ത് ചെയ്യും, കുറച്ച് എമൗണ്ട് ആയിരിക്കും കൊടുക്കേണ്ടാവുക, ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് പറഞ്ഞ ലോൺ കൊടുത്ത ആളുകളിൽ നിന്ന് കയ്യിൽ നിന്ന് കുറേ പൈസ ഇൻട്രസ്റ്റ് ആയിട്ട് വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ ബാങ്ക് എന്ന് പറയുന്നത് ഒരു മീഡിയേറ്ററാണ് ബിറ്റ്വീൻ ദോസ് ഹു ഹാവ് മണി ദ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ദോസ് ഹു റിക്വയർ ഫണ്ട് ദ ബോറോവേഴ്സ്. പൈസ വേണ്ടവർക്കും പൈസ ഉള്ളവനും പൈസ വേണ്ടവർക്കും തമ്മിലുള്ളൊരു കണക്ഷനാണ്, ഒരു മീഡിയേറ്ററാണ് ആരെന്ന് പറയുന്നത്, ബാങ്ക് എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സാധനം? ഓക്കെ, മണി ആൻഡ് ക്രെഡിറ്റ് ആണ്. മണി നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി ക്രെഡിറ്റ് എന്താ നോക്കാം, പൈസ കടം കൊടുക്കുന്ന പരിപാടി. ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ്, ലെൻഡർ സപ്ലൈസ് മണി. ഇതൊരു എഗ്രിമെൻ്റ് ആണ്. എന്ത് എഗ്രിമെൻറ്റാ? നാളത്തേക്ക് നിങ്ങൾ തിരിച്ചു വരും എന്നുള്ള സാധനം. അതായത് ഫോർ എക്സാമ്പിൾ, ഞാനൊരാൾക്ക് കടം കൊടുക്കുകയാണ് 500 രൂപ. 500 രൂപ കടം കൊടുത്തു. അവർ പറയാണ് നാളെ തരാട്ടോ, അടുത്ത മാസം 2-ാം തീയതി തരാട്ടോ, 2nd day ഓഫ് നെക്സ്റ്റ് മന്ത് എനിക്ക് തരാട്ടോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 500 രൂപ വാങ്ങിക്കാന്ന് വെച്ചോ. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല അങ്ങനെയല്ല, നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയേ, ഇതൊരു ഉണ്ടായ സംഭവമാണ്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 500 രൂപ ഞാൻ ഒരാൾക്ക് കടം കൊടുത്തു. അയാൾ എന്നോട് പറഞ്ഞു 2-ാം തീയതി തിരിച്ചു തരാമെന്ന് പറഞ്ഞു. 2nd day 2-ാം തീയതി തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചു, കൊടുത്തു. 2-ാം തീയതി ആയി, അടുത്ത മാസം 2-ാം തീയതി ആയി, അടുത്ത മാസം 2-ാം തീയതി ആയി. അപ്പോൾ ഞാൻ ചോദിച്ചു, പൈസ 500 രൂപ തിരിച്ച് ചോദിക്കരുത്, ഫ്രണ്ട്സിനോട് തിരിച്ച് ചോദിക്കരുത് എന്നാണ് കണക്ക്. എന്നാലും ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു 2-ാം തീയതി തരാമെന്നല്ലേ പറഞ്ഞു. അതെ, ഞാൻ ചോദിച്ചത് ഏകദേശം മിഡ് മന്ത് ആയപ്പോഴാണ്, ഒരു 15-16-ാം തീയതി ഒക്കെ ഞാൻ ചോദിച്ചത്. പറഞ്ഞു 2-ാം തീയതി ആയില്ലല്ലോ. ഞാൻ പറഞ്ഞു 2-ാം തീയതി പറഞ്ഞിട്ട് കാലം കുറേ ആയടാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ എന്നാണ് ഡയലോഗ് അടിച്ചത്. അത് ഏതോ സിനിമയിലുള്ള ഡയലോഗാണ്. എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ, എപ്പോഴെങ്കിലും തരാം. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഭാവിയിൽ ഞാനത് തിരിച്ചു തരാം. ഭാവി ആലോചിക്കുക, ഭാവിയിൽ ഞാൻ തിരിച്ചു തരാം എന്നുള്ളൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന സാധനത്തിനെയാണ് ക്രെഡിറ്റ് എന്ന് പറയാം, കടം എന്ന് പറയാം. അതൊരു എഗ്രിമെൻറ്റാണ്. ഓക്കെ, ലെൻഡർ സപ്ലൈസ് മണി, അതായത് ലെൻഡർ എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യും എന്ന് പറഞ്ഞു നോക്കണം. ഓക്കെ, റെഡി റെഡി. അപ്പോൾ അതന്നെ പറക്കുന്നല്ലേ ആ സിനിമയുടെ ഡയലോഗ് തന്നെ, അതന്നെ. വിത്ത് ദ പ്രോമിസ് ഓഫ് ഫ്യൂച്ചർ പേയ്മെൻറ്റ്, അതായത് ഭാവിയിൽ തരാം, തന്നാൽ മതി. എനിക്കിപ്പോഴും 500 കിട്ടിയിട്ടില്ല. ഓക്കെ, റെഡി. അപ്പോൾ 2 ഡിഫറെൻറ്റ് ക്രെഡിറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. 2 സിറ്റുവേഷൻ ഉണ്ട് ക്രെഡിറ്റിന്. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ടു മീറ്റ് ദ പ്രൊഡക്ഷൻ എക്സ്പെൻസസ് വെൻ ദ പ്രൊഡക്ഷൻ ഈസ് കംപ്ലീറ്റ് ദെൻ ഇറ്റ്സ് പ്രോഫിറ്റ് ഏർണിംഗ്സ് വിൽ ബി ഇൻക്രീസ്. ഇത്ര നിങ്ങൾ അറിഞ്ഞിരിക്കുക. എൻ്റെ അച്ഛൻ വിളിച്ച്, ലൈവ് കഴിഞ്ഞില്ല എന്ന് അറിയില്ലല്ലോ ആൾക്ക്. ഓക്കെ, റെഡി. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ടു മീറ്റ് ദ പ്രൊഡക്ഷൻ എക്സ്പെൻസസ് വെൻ ദ പ്രൊഡക്ഷൻ ഇസ് കംപ്ലീറ്റ് ദെൻ ഇറ്റ്സ് പ്രോഫിറ്റ് ഏർണിംഗ്സ് വിൽ ഇൻക്രീസ്. ഒരു കണ്ടീഷൻ ഞാൻ പറയാം. ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഒരാൾ, 2 പേരുണ്ട്, എ എന്നും ബി എന്നും പറഞ്ഞിട്ടുള്ള 2 ആൾക്കാർ. ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, രാധാന്നോ അങ്ങനെ എന്താ പറഞ്ഞിട്ട് ഒരാളുടെ എക്സാമ്പിളാണ് കാണുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ട് കോൾ എടുക്കാത്തില്ല, കോൾ കട്ടാക്കി മിസ് കോളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞ ഒരാൾ ഒരു 5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കടമെടുത്തു എന്നിരിക്കാം. 5 ലക്ഷം രൂപ കടമെടുത്ത്, 5 ലക്ഷം രൂപ കടമെടുത്തിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എന്താ ബിസിനസ്സിൻ്റെ പേരെന്നറിയോ? ബിസിനസ്സിൻ്റെ പേരാണ് ദോശ. ഓക്കെ, ദോശ ഉണ്ടാക്കണ ബിസിനസ്, ഹോട്ടൽ തുടങ്ങി. വേറൊരാൾ ഇതേപോലെ 5 ലക്ഷം എടുത്തു, ഇയാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ്സിൻ്റെ പേരാണ് എന്തെന്ന് പറയാം, നമുക്ക് എന്താ പറയുക, ഒരു ബിസിനസ്സിൻ്റെ പേര് ബിസ്ക്കറ്റ്. ഓക്കെ, ബിസ്ക്കറ്റിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ എ എന്ന് പറഞ്ഞ ആൾ 5 ലക്ഷം രൂപ എടുത്തിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, ദോശ സ്റ്റാർട്ട് ചെയ്തു. 2 കൊല്ലത്തിനുള്ളിൽ അയാൾ എന്തുണ്ടാക്കാൻ തുടങ്ങി, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി.
5 ലക്ഷം കടമൊക്കെ വീട്ടി അയാൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ബാക്കി എന്ത് ചെയ്തു? ബാക്കി അയാളെ സേവിങ്സ് ഒക്കെ ആയിട്ട് മാറ്റാൻ തുടങ്ങി. ഓക്കെ, ഇഡ്ഡലി മതിയോ? ഇഡ്ഡലി മതി. ഇഡ്ഡലി ആക്കാം. ഓക്കെ, ഇഡ്ഡലി ആക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൾക്ക് സന്തോഷം, ഹാപ്പിയാ, നല്ല സിറ്റുവേഷൻ. കടമെടുത്തു, പൈസ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നല്ല വരുമാനം കിട്ടാൻ തുടങ്ങി, ഫൈൻ, ജീവിതം ഹാപ്പി, ജിങ്കാലാല. ഇനി രണ്ടാമത്തെ ആൾ 5 ലക്ഷം എടുത്തു, ഇഡ്ഡലി കട സ്റ്റാർട്ട് ചെയ്തു. 2 കൊല്ലമായിട്ടും അയാൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രോഫിറ്റും കിട്ടുന്നില്ല. അയാൾ എന്ത് ചെയ്തു? അയാൾ വീണ്ടും ഒരു 2 ലക്ഷം രൂപയും കൂടെ കടമെടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? അയാൾ വീണ്ടും ഒന്ന് ഇവിടെ കച്ചവടം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഇയാളുടെ ഇപ്പം 2 ലക്ഷമായിട്ട് വീണ്ടും കടമെടുത്തു. ബട്ട് ആക്ച്വലി 2 ലക്ഷം കൊണ്ടും കാര്യം നടന്നില്ല. അയാൾ വീണ്ടും ബിസിനസ് ലോസായി. അയാൾ എന്ത് ചെയ്തു? ഇപ്പോൾ 7 ലക്ഷം രൂപ കടമാണേ. പിന്നെ അയാൾ 1 ലക്ഷം രൂപയും കൂടെ കടമെടുത്തു. 1 ലക്ഷം രൂപയും കൂടെ കടമെടുത്തിട്ട് അയാൾ എന്ത് ചെയ്തു? വീണ്ടും കച്ചവടം നടത്താൻ തുടങ്ങി. അയാൾ വിചാരിച്ചു നടക്കും, എനിക്ക് പറ്റും. ബട്ട് ആക്ച്വലി കച്ചവടം വീണ്ടും പൊട്ടിപ്പോയി. അപ്പോൾ ഇയാൾക്ക് ഇപ്പോൾ എത്രയാ കടം വന്നേ? 5 2 7 1 8 റുപ്യ, അതായത് 8 ലക്ഷം റുപ്യ അയാൾക്ക് കടം വന്നു. നെഗറ്റീവ് ആണല്ലേ, ബാഡ് ആണല്ലേ സിറ്റുവേഷൻ. അപ്പോൾ 2 പേരും കടമെടുത്ത 2 സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം ഒരാളെടുത്തു, ഹാപ്പിയാണ്, ഹാപ്പി മൂഡാണ്, സെറ്റാണ്, അടിപൊളിയാണ്, ജിങ്കാലാല, കിടിലം. പക്ഷേ രണ്ടാമത്തെ ആൾ കടമെടുത്തു, പ്രശ്നമായി. അയാൾ വീണ്ടും കടമെടുത്തു, കടത്തിന് മേലെ കടമെടുത്തു. അത് ഡെറ്റ് ട്രാപ്പ് എന്ന് പറയാം. അതിനെ നമ്മൾ വിളിക്കും ഡെറ്റ് ട്രാപ്പ് എന്ന് വിളിക്കും. ഡെറ്റ് ട്രാപ്പ്. കടത്തിന് മുകളിൽ കടം. ഓ മൈ ഗോഡ്, അതാണ് സംഭവം. അപ്പോൾ 2 സിറ്റുവേഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ആ 2 സിറ്റുവേഷനിൽ ഒന്ന് ഹാപ്പിയാണ്, ഒന്നെന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഓക്കെ, റെഡി, സെറ്റാണല്ലോ. ഇത് എന്തിലേക്ക് നയിക്കും? ഈ പറഞ്ഞ ക്രെഡിറ്റ് പുഷസ് ദ ബോറോവർ ഇൻ ടു എ സിറ്റുവേഷൻ വേർ റിക്കവർ ഈസ് വെരി ഹാർഡ്. അയാൾക്ക് തിരിച്ചു വരവേനില്ല, ഇനി ഒരു മടങ്ങി വരെ വലിയ ഉണ്ണിയേ എന്ന് പറയുന്ന പോലത്തെ പരിപാടി. അതാണ് സംഭവം. ഓ മൈ ഗാഡ്, റെഡി. അപ്പം നോക്കിയാൽ ടേംസ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതെന്താ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ബൈ എ സെറ്റ് ഓഫ് കണ്ടീഷൻസ് അണ്ടർ വിച്ച് എ ലോൺ ഈസ് ഗിവൻ. ഒരു ലോൺ കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കണ്ടീഷൻ ഫിക്സ് ചെയ്യാന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ പറയും. ആ കണ്ടീഷനിൽ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിരിക്കും. അതായത് എത്ര പലിശ നിരക്ക് തിരിച്ചു തരണം, ഇനി എത്രയാണ് ഡ്യൂറേഷൻ ഓഫ് ക്രെഡിറ്റ് എത്രയാണ്, ഓക്കെ 5 കൊല്ലം കൊണ്ടാണോ 2 കൊല്ലം കൊണ്ടാണോ 3 കൊല്ലം കൊണ്ടാണോ തിരിച്ചു തരേണ്ടത്, കൊലാറ്ററൽ. നിങ്ങൾക്ക് അങ്ങനെ വെറുതെ ഞാൻ പൈസ തരുമൊന്നുമില്ല, എനിക്ക് എന്തെങ്കിലും തരണം. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ ഞാൻ തരുന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപേൻ്റെ വിലയുള്ള ഒരു വീടിൻ്റെ ആധാരമോ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വിലയുള്ള സ്വർണ്ണത്തിൻ്റെ ഗോൾഡോ ഐ മീൻ അങ്ങനത്തെ സാധനങ്ങളോ നിങ്ങൾ എനിക്ക് തന്നാൽ മാത്രമേ ഞാൻ 10 ലക്ഷം രൂപ വരും. അതിനെയാണ് എന്ത് വിളിക്കുക? കൊലാറ്ററൽ എന്ന് വിളിക്കുക. ഈട് എന്നാണ് മലയാളത്തിൽ പറയാം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഡോക്യുമെൻറ്റേഷൻ ചെയ്യും, ആധാരം അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് കൃത്യമായിട്ട് ഒപ്പിട്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കും, ലീഗലി ഓക്കെ ആക്കും. എൻ്റെ മോഡ് ഓഫ് റീപേയ്മെൻറ്റ് എന്ന് പറഞ്ഞു നോക്കട്ടെ. എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചടയ്ക്കുക? മാസാമാസമാണോ അല്ലെങ്കിൽ വർഷാവർഷമാണോ അല്ലെങ്കിൽ ആഴ്ചയിലാണോ? എങ്ങനെയാണ് നിങ്ങൾ റീപേയ്മെൻറ്റ് ചെയ്യുക? എത്ര രൂപ നിങ്ങൾ റീപേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മോഡ് ഓഫ് റീപേയ്മെൻറ്റ് കാര്യം നിങ്ങൾ പറയാം. ഗൂഗിൾ പേ ആണോ, അങ്ങനെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഗൂഗിൾ പേ ആണോ, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, മാസം ഓട്ടോ പേ ആവുമോ, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. ദ ടൈം ഓഫ് ക്രെഡിറ്റ് മേ വേരി അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ഓഫ് ദ ലെൻഡർ ആൻഡ് ദി ബോറോവർ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ആരോ കഥക് തുറന്ന് വരുന്നുണ്ട്. ഓക്കെ സെറ്റ്. ഓക്കെ, ദ ടൈംസ് ഓഫ് ക്രെഡിറ്റ് മേ വേരി അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ഓഫ് ദ ലെൻഡർ ആൻഡ് ദ ബോറോവർ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഫൈൻ, റെഡി, സെറ്റ് ആണ്. സർ, വെരി ഗുഡ് ടീച്ചർ സർ, കീപ്പ് അപ്പ് ദ വർക്ക്, താങ്ക് യു. റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൊളാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി അഗൈൻസ്റ്റ് ലോൺസ് ക്യാൻ ബി ഫിസിക്കൽ അസറ്റ്സ് ദാറ്റ് ദ ബോറോവർ ഓൺസ് ആൻഡ് യൂസസ് എ ഗ്യാരണ്ടി ടു എ ലെൻഡർ അൺടിൽ ദ ലോൺ ഈസ് റീപെയ്ഡ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ലോൺ തിരിച്ചടയ്ക്കുന്ന കാലം വരെ ഈ കൊളാറ്ററൽ എൻ്റെ കയ്യിൽ വെക്കാം. ഇപ്പം ഞാനാണ് വലിയ പൈസക്കാരനെന്ന് ചോദിക്കുക, പലിശക്കാരൻ, കൊമ്പം മീശയൊക്കെ വെച്ചിട്ട് എത്ര വേണ്ട, 10,000 വേണോ 20,000 വേണോ, ഞാൻ കൊടുക്കും. പക്ഷേ തിരിച്ചെന്തെങ്കിലും എനിക്ക് തരണം. നീ എനിക്ക് ആ 20,000 10,000 തിരിച്ച് തരുന്ന സമയത്ത് ഈ സാധനം ഞാൻ തിരിച്ചു തരാം. അപ്പോൾ നോക്കിയേ, ഈ പറഞ്ഞ ലെൻഡർ അണ്ടർ ദ ലോൺ ഈസ് റീപെയ്ഡ്, തിരിച്ചടയ്ക്കുന്ന അത്രയും കാലം ഈ സാധനം എൻ്റെ കയ്യിലുണ്ടാവും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് ദ ലോൺ ഈസ് നോട്ട് റീപെയ്ഡ്, ഇൻ കേസ് അവനോ അവളോ ആ പൈസ എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ, ഈ സാധനം ഇവൻ എനിക്ക് തന്നിട്ടുള്ള ഈട് എന്താ അറിയോ, കൊളാറ്ററൽ, അത് എനിക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഞാനത് സ്വന്തമാക്കാനുള്ള എല്ലാ അവകാശവും എനിക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ദ റൈറ്റ് ടു സെൽ ദ അസറ്റ് ഓർ കൊളാറ്ററൽ ടു കോമ്പൻസേറ്റ് ദ മണി. എക്സാമ്പിൾസ് ഗോൾഡ്, ലാൻഡ് ടൈറ്റിൽ, ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്സ്, എന്താണോ സാധനങ്ങൾ അതെല്ലാം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി എന്തൊക്കെയാണ് ആ പറഞ്ഞ ക്രെഡിറ്റ് അറേഞ്ച്മെന്റ്സ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ലോൺ ഫ്രം മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞു നോക്കേണ്ടത്, അതായത് നേരത്തെ പറഞ്ഞ പലിശക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ലോൺ ഫ്രം ട്രേഡേഴ്സ്, കച്ചവടക്കാരിൽ നിന്ന് വാങ്ങിക്കുന്നത്. ലോൺ ഫ്രം ഇതിന് മഷിയില്ലല്ലോ, ഇത് മഷിയില്ലല്ലോ, ചാർജ് അല്ലേ, ഞാൻ എന്തീ കാണിക്കണേ. ഓക്കെ, റെഡി. അപ്പോൾ ലോൺ ഫ്രം ട്രേഡേഴ്സ്, ലോൺ ഫ്രം ബാങ്ക്സ്, ലോൺ ഫ്രം എംപ്ലോയേഴ്സ്, ലോൺ ഫ്രം കോർപ്പറേറ്റ് സൊസൈറ്റി. ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത്
ഈ പറഞ്ഞ ക്രെഡിറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ സാധനങ്ങൾ. അപ്പോൾ ഇതിൽ നല്ലതുമുണ്ട് മോശമുണ്ട്, ബാഡും ഉണ്ട് ഗുഡും ഉണ്ട്. ഇതിൽ ആരുടെ നമ്മൾ വാങ്ങിച്ചാൽ ബാഡ് അടിക്കുക, ആരുടെ വാങ്ങിച്ചാൽ നമുക്ക് ഗുഡാണ് എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഇതിൽ ലോൺ ഫ്രം മണി ലെൻഡേഴ്സ് ഇസ് ഓൾവേസ് എ ബാഡ് ചോയ്സ്, ഓൾവേസ് എ എന്താ പറയുക, ഒരു വേസ്റ്റ് ചോയ്സ് എന്നൊക്കെ പറയില്ല, അതാണ് ഇതെന്ന് പറയുന്നത്. മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നമ്മൾ പൈസ എടുക്കുകയാണെങ്കിൽ, ബിക്കോസ് അവിടെ നിയമങ്ങളില്ല, റെഗുലേഷൻസ് ഇല്ല. ഇയാൾ പറയുന്നതാണ് നിയമം, ഇയാൾ പറയുന്നതാണ് കച്ചവടം, ഇയാൾ പറയുന്നതാണ് പലിശ. നമ്മൾ കൊടുത്തോണ്ടിരിക്കണം. കൊടുത്തില്ലെങ്കിൽ ഇയാൾ പലിശയ്ക്ക് മേൽ പലിശ, പലിശയ്ക്ക് വട്ടിപ്പലിശ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സാധനങ്ങളൊക്കെ വരും. അപ്പോൾ മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ മേടിച്ചാൽ കഴുത്തിലൊരു ഇങ്ങനെ കൈ ഇങ്ങനെ എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും. അപ്പോൾ മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് ഇൻഫോർമൽ എന്ന് പറയാം. അതിന് നമ്മളെന്താ വിളിക്കുക, ഇൻഫോർമൽ എന്നാണ് നമ്മളതിന് വിളിക്കുക. ഇനി ലോൺ ഫ്രം ട്രേഡേഴ്സ്, കച്ചവടക്കാരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാലും ഏകദേശമൊക്കെ ഇത്രത്തോളം പ്രശ്നം ഉണ്ടാവില്ല, എങ്ങാനും പ്രശ്നം തന്നെയാണ്. ഓക്കെ, അതും ഇൻഫോർമൽ തന്നെയാണ്. ഓക്കെ, അതും ഇൻഫോർമലാണ്, അനൗദ്യോഗികമായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സാധനം. ലോൺ ഫ്രം ബാങ്കുകൾ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ബാങ്ക് എന്താ, നമ്മൾ കണ്ടു RBI ഗവൺമെൻറ് ലീഗലൈസ്ഡ് ചെയ്തിട്ടുള്ള പല സാധനങ്ങളും നമുക്ക് ബാങ്കിൻ്റെ കീഴിൽ പറയാൻ പറ്റും. സോ ദിസ് ഇസ് എ ഗുഡ് ചോയ്സ്. അധികം നമ്മളെ കഴുത്തറക്കില്ല, കഴുത്തറത്താൽ തന്നെ ഒരു പരിധി വെച്ചിട്ട് ചെയ്യുള്ളൂ. ഓക്കെ, റെഡി. അപ്പോൾ ലോൺ ഫ്രം ബാങ്ക്സ് എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു ഓപ്ഷനാണ്. അത് ഫോർമലാണ്. എന്താ പറയുന്നത്, ഫോർമലാണ്. ഫൈൻ. ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ചിട്ടി ഫണ്ടുകളോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നല്ല ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട്, അതൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, ലോൺ ഫ്രം എംപ്ലോയീസ്, അതായത് നമ്മൾക്ക് ജോലി തന്ന ആളുടെ കയ്യിൽ നമ്മൾ കടം വാങ്ങിക്കുകയാണെങ്കിൽ അതും അത്ര സേഫ് അല്ല എന്ന് ഞാൻ പറയും. സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്തൊട്ടാ ഇത്. ഓക്കെ, റെഡി. സാർ ഒരു മിനിറ്റ് ഇതൊന്ന് കുത്തി വെക്കട്ടെ. അതായത് ഈ പറഞ്ഞ എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതും അത്ര സേഫ് ഒന്നും അല്ല. ഓക്കെ, ചിലപ്പോൾ നമ്മൾ തിരിച്ചടയ്ക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ജോലി തന്നെ തിരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതും എന്താണ്, ഇൻഫോർമൽ തന്നെയാണ്. ഇനി ലോൺ ഫ്രം കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്, സഹകരണ ബാങ്കിൽ നിന്ന് എടുക്കുന്നത് നല്ലതാണ്, നല്ല കാര്യം. അത് കാരണം ബാങ്കാണല്ലോ. ബാങ്ക് എന്ന് പറഞ്ഞാൽ RBIയുടെ കൺട്രോളിലാണ്, നിയമം അനുസരിക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്, ഫോർമലാണ്. അപ്പോൾ ഇതിൽ ഇൻഫോർമൽ ഫോർമൽ അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് വരിക. ഓക്കെ സാർ, ഇസാഫ് ബാങ്കാണോ ഉദ്ദേശിച്ചത്? അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ എനിക്കറിയില്ല. നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് തെറ്റാന്ന് ഞാൻ പറയില്ല, പക്ഷേ കുറച്ചുകൂടെ സേഫ് ആകുക പബ്ലിക് സെക്ടർ ബാങ്കിൽ നിന്ന് എടുക്കുമ്പോൾ. പഞ്ചാബ് നാഷണൽ ബാങ്ക് പോലുള്ള, കാനറ ബാങ്ക് പോലുള്ള കുറേ ബാങ്കുകളുണ്ട്. അങ്ങനെയാണ് ഈ പറഞ്ഞില്ല, ഏകദേശം 10-14ഓളം ബാങ്കുകളുണ്ട് നമ്മുടെ പബ്ലിക് ബാങ്കുകൾ, അഥവാ ഈ പറഞ്ഞിട്ടുള്ള പൊതുമേഖലാ ബാങ്കുകളുണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നാവുക. ഓക്കെ സാർ, ഇത് അവർ കേൾക്കണ്ടെന്നോ? കേട്ടോട്ടെ, എന്താ പ്രശ്നം? നോ സീൻ. ഞാൻ പറയണത് നുണയൊന്നുമല്ലല്ലോ പറയണേ. ഇപ്പം ഞാൻ പേരെടുത്ത് വേണമെങ്കിൽ പറയാം മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇപ്പം ചിട്ടി ഫണ്ടുകളിൽ ഇപ്പം മണപ്പുറം ഗോൾഡ് ലോൺ പോലുള്ള, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പം കൊശമറ്റം ഫൈനാൻസ് എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ടല്ലോ. നിങ്ങൾ മുത്തൂറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഇപ്പം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇവിടുത്തെ ആക്ച്വലി പ്രൈവറ്റാണ്. നമുക്ക് എത്രത്തോളം ഇതിൽ സെക്യൂർഡ് ആണ്, എത്രത്തോളം നമ്മൾ ഓക്കെ ആണ് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇത് ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല, സത്യമാണ്, ഫാക്റ്റാണ്. പബ്ലിക് സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി അതിന് സേഫ് ഉണ്ട്. ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള സോണാണ് ഈ പറഞ്ഞിട്ടുള്ള പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്, കമ്പയറിങ് ടു പ്രൈവറ്റ് സെക്ടർ. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, റെഡി, സെറ്റ്. ഓക്കെ, അപ്പോൾ അത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഇത് ഞാനിവിടെ എഴുതാണ്, ലോൺ ഫ്രം എംപ്ലോയീസ്. ഓക്കെ ഓക്കെ ഫൈൻ. ലോൺ ഫ്രം എംപ്ലോയീസ് അത് ഇൻഫോർമലാണ്, ഇത് ഫോർമൽ. ഓക്കെ, റെഡി, സെറ്റാണല്ലോ. ഓറയോ ആർക്കാ? എനിക്കാണോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കെന്ത് പ്രശ്നം? നിങ്ങൾ സത്യം പറയുന്നതുകൊണ്ട് ഒരു പേടിക്കേണ്ടതാണ്. നേരത്തെ ഒരാൾ എന്നെ മിസ് കോൾ അടിച്ചില്ലേ, മൂപ്പര് പറയാറുള്ളത്. ഓക്കെ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. റെഡി. അപ്പോൾ ക്രെഡിറ്റ് സോഴ്സസ് ഇൻ ഇന്ത്യ നമ്മൾ കണ്ടു, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൊവൈഡ്സ് ലോൺ കമ്പാരിറ്റീവ്ലി ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് റിക്വയർസ് എ കൊളാറ്ററൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ബാങ്ക്സ് ആൻഡ് കോഓപ്പറേറ്റീവ്സ് റെഗുലേറ്റഡ് ബൈ RBI, റിസർവ് ബാങ്ക് ആയിരിക്കും ഈ പറഞ്ഞ ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇൻഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മണി ലെൻഡേഴ്സ്, ഈ പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എക്സെട്രയൊക്കെ നമുക്ക് അത്ര പേടിക്കേണ്ട കാര്യങ്ങളാണ്. ഈ പറഞ്ഞ ഇവരുടെ കയ്യിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം സേഫ് ആയിട്ടുള്ള കാര്യമായിരിക്കില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ,
റെഡി സെറ്റാണ്. അപ്പോൾ ദ ലെൻഡർ ക്യാൻ ഡിസൈഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി വെരി ഹൈ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താ പറഞ്ഞു വെക്കുന്നത്? അത് ലെൻഡർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഭയങ്കര ഹൈ ആയിരിക്കും, പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, കംപ്ലീറ്റ്ലി അൺസേഫ് വേ ഓഫ് ബോറോയിങ് മണി, ഡിഫിക്കൽട്ട് ടു പേ ബാക്ക് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. നോ കൊളാറ്ററൽ നീഡഡ് എന്നും കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താ പറഞ്ഞു വെക്കുന്നത്? ഈ പറഞ്ഞ ഈട് വേണ്ട, അത് തന്നെ ഏറ്റവും വലിയ തട്ടിപ്പല്ലേ. ഈട് വാങ്ങിക്കാതെ ഒരാൾ ചെയ്യുന്നത് പൈസ കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ചെന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ചേട്ടാ എനിക്ക് കുറച്ച് പൈസ തരുമോ, എൻ്റെ കയ്യിൽ ഈട് വെക്കാനൊന്നുമില്ല. അപ്പോൾ അയാൾ പറയണം കുഴപ്പമില്ലടാ നീ പൈസ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അയാൾ എനിക്ക് പൈസ തരുവാണ്. നാളെ അയാൾ ഒരു എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇയാൾ പറയാണ്, അയാൾ അതിന് ഞാൻ ചിലപ്പോൾ 50,000 രൂപ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ഇയാൾ നാളെ എന്നോട് വന്നിട്ട് പറയാണ് 50 ലക്ഷത്തിൻ്റെ നിൻ്റെ വീടും പറമ്പ് എനിക്ക് തരണം ഇതിന് പകരമായിട്ടെന്ന്. അത് എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഓക്കെ, കൊളാറ്ററൽ വേണ്ടെന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രശ്നമാണ്. കൊളാറ്ററൽ വെച്ചിട്ടാണ് നമ്മൾ ആ സാധനം എടുക്കുന്നതെങ്കിൽ അടിപൊളിയാണ്. ഓക്കെ, റെഡി. അപ്പോൾ റോൾ ഓഫ് ആർ ബി ഇൻ ഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞു നോക്കിയിട്ട് ഈ പറഞ്ഞ ആർ ബിൻ്റെ എന്താണ് റോളും കാര്യങ്ങളൊക്കെ അറിയാം. ഇത് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ആർ ബി ഐ ഗവർണറിൻ്റെ ഫോട്ടോയാണ്. ഇപ്പോഴത്തുള്ള ആർ ബി ഐ ഗവർണറിൻ്റെ ഫോട്ടോ നിങ്ങൾ പേരറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇദ്ദേഹമാണ് ശക്തികാന്ത ദാസ്. അതായത് മുന്നേ ഉള്ള നമ്മുടെ ആർ ബി ഐ ഗവർണറാണ് ഈ വ്യക്തി. അപ്പോൾ ഇപ്പോൾ ഉള്ള ആർ ബി ഐ ഗവർണറുടെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബാങ്ക് ഗിവ്സ് ലോൺസ് നോട്ട് ജസ്റ്റ് ടു മേക്ക് പ്രോഫിറ്റ് ഓർ ദ ബിസിനസ് ഇൻ ട്രേഡ് ബട്ട് ഓൾസോ ടു സ്മോൾ കൾട്ടിവേറ്റേഴ്സ്. ചെറിയ കൾട്ടിവേറ്റേഴ്സിന് വേണ്ടി കൊടുക്കുന്നു, സ്മോൾ ബോറോവേഴ്സിന് വേണ്ടി കൊടുക്കുന്നു. പീരിയോഡിക്കലി ബാങ്ക്സ് ഹാവ് ടു സബ്മിറ്റ് ഇൻഫർമേഷൻ ടു ദ ആർ ബി ഐ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ആർ ബി ഐക്ക് എല്ലാ കാലങ്ങളും ഇങ്ങനെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ആളുകൾ എന്ന് പറഞ്ഞു വെക്കുന്നത്. ആർ ബി ഐ മോണിറ്റേഴ്സ് ദ ബാങ്ക്സ് ഇൻ ആക്ച്വലി മെയിൻറ്റെയിനിങ് ദ ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് ബാലൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആർ ബി ഐ എന്ത് ചെയ്യുന്നുണ്ട്? മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കും. ഓക്കെ, റെഡി. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ബാങ്ക്സ് ഇൻ റൂറൽ ഏരിയസ്. എന്തുകൊണ്ടാണ് സാധാരണപരമായിട്ടുള്ള ഗ്രാമീണ മേഖലയിൽ ആളുകൾ ഈ പറഞ്ഞിട്ടുള്ള ബാങ്ക് അവിടെ വേണം എന്ന് പറയുന്നതിൻ്റെ ബേസിക് റീസൺ എത്രയേ ഉള്ളൂ? അവിടെയുള്ള എന്തുണ്ട്? അവിടെ ഈ പറഞ്ഞ ആളുകൾക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസി ഇല്ല, അതായത് സാമ്പത്തികപരമായിട്ടുള്ള അറിവുകളോ കാര്യങ്ങളോ ആ മേഖലയിലുള്ള ആളുകൾക്കില്ല. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബാങ്കിൻ്റെ ആവശ്യകതയുണ്ട്. സേവിങ്സ് അഥവാ സമ്പാദ്യശീലം ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു ബാങ്കിൻ്റെ ആവശ്യകത ആ മേഖലയിലുണ്ട്. ഒപ്പം തന്നെ മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, അതായത് ഈ പറഞ്ഞ പറഞ്ഞ പലിശക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടും ആളുകൾക്ക് എന്താവശ്യമുണ്ട്? ബാങ്കിൻ്റെ ആവശ്യമുണ്ട്. അതായത് കുറഞ്ഞ പൈസയ്ക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് എന്തിൻ്റെ ആവശ്യമുണ്ട്? ബാങ്കിൻ്റെ ആവശ്യം ഒരു ഗ്രാമീണ മേഖലയിൽ ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആർ ബി ഐയുടെ റോള് ബാങ്കിൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഓക്കെ, റെഡി. സഞ്ജയ് മൽഹോത്ര, ശരിയാട്ടോ, അടിപൊളി, കിടിലം. It is necessary that banks and cooperative increase their lending, particularly in the rural areas, so that the dependence on informal sources of credit would be reduced എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ ഇൻഫോർമൽ സോഴ്സസ് കുറയും, അവിടെ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം അവിടെ ഉണ്ടാകും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ അങ്ങനെയാണ് എൻഷുറിങ് ദാറ്റ് എവ്രി വൺ ഈസ് റിസീവിങ് ദ ഫോർമൽ സെക്ടർ ലോൺസ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും എന്ത് വേണം? ഒരു ഫോർമൽ സെക്ടർ ലോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിന് എന്ത് വെക്കണം? ഈ പറഞ്ഞിട്ടുള്ള ഗ്രാമീണ മേഖല മാറിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ഓർഗനൈസ് ആൻഡ് കോർഡിനേറ്റ് ദ റൂറൽ പുവർ എസ്പെഷ്യലി വിമൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത്. ദേ മേക്ക് സ്മോൾ ഗ്രൂപ്പ്സ് ഇൻ ദെയർ ലൊക്കാലിറ്റി ആൻഡ് കളക്ട് ദെയർ സേവിങ്സ് ആൻഡ് മേക്ക് ദ സേവിങ് ഹാബിറ്റ് ടു ദ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് അവർക്ക് സ്വന്തമായിട്ടൊരു ഇൻഡിപെൻഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടും അവർക്ക് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ടാവാനും ഒരു സമ്പാദ്യശീലം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുടുംബശ്രീയാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ കേട്ടോ. കുടുംബശ്രീയാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. ഏകദേശം 15 മുതൽ 20 അകത്ത് വരെ മെമ്പേഴ്സ് ഉള്ള ആളുകളാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ പാരൻസ് ആരെങ്കിലും കുടുംബശ്രീയിൽ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഇൻ കേസ് ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, കുടുംബശ്രീ എന്ന് പറയുന്നത് ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് ആളുകളുള്ള ഒരു ചേച്ചിമാരുടെ ഒരു ഗ്രൂപ്പാണ്. സ്വാഭാവികമായിട്ട് അവിടെ സംസാരിക്കുക, എടിയേ നിൻ്റെ മോൻ എന്താടി A+ കിട്ടിയോ, A1 കിട്ടിയോ, അപ്പുറത്തെ വീട്ടിൽ ചേട്ടൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞോ, കല്യാണം കഴിഞ്ഞിട്ട് അവൻ എന്താ കുട്ടി ഉണ്ടായോ, ആ വർത്താനല്ല കുടുംബശ്രീ എന്ന് പറഞ്ഞ സാധനം നിങ്ങളെ മനസ്സിൽ പോകേണ്ടത്. കുടുംബശ്രീ എന്ന് പറയുമ്പോൾ ആക്ച്വലി സമൂഹത്തിൽ നടക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി സമൂഹത്തിൽ നടക്കുന്ന സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുകയും ഒരുപാട് കച്ചവട കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അതിൻ്റെ അകത്ത് റവന്യൂ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആളുകൾക്കിടയിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കുക എന്നുള്ളൊരു തോട്ടിലൂടെ വരുന്ന ഒരു സാധനമാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. അല്ലാതെ കുശുമ്പും പുന്നായ്മയും അല്ലെങ്കിൽ ഗോസിപ്പും അതല്ല കുടുംബശ്രീ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി. അങ്ങനെ ആവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കറിഞ്ഞുകൂടാ മക്കളെ, എനിക്കറിയില്ല ഈ നാട്ടിൽ എങ്ങനെയാണ് കുടുംബശ്രീ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ ട്രോളിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളിലൊക്കെയാണ് ഞാൻ കുടുംബശ്രീയെ പറ്റിയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുള്ളത്. എൻ്റെ അമ്മ ഒരു കുടുംബശ്രീയിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രത്തോളം സംസാരങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, റെഡി. ക്യാൻ ടേക്ക് സ്മോൾ ലോൺസ് വിത്ത് ലെസ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു നോക്കുന്നത്. കുറച്ച് പൈസ എടുത്ത് നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. അതായത് ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞ സാധനം ചിലപ്പോൾ ഉണ്ടാവുകയില്ല. അങ്ങനെ ചിലപ്പോൾ ലോൺ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പശുവിനെ വളർത്താൻ, കോയിനെ വളർത്താൻ, മുയലിനെ വളർത്താൻ, ആടിനെ വളർത്താൻ എന്നൊക്കെ പറഞ്ഞാൽ കുറേ പ്രൊജക്റ്റും കാര്യങ്ങളും അതിൻ്റെ കൂടുതൽ വരികയും ചെയ്യും. ഓക്കെ, അലൻ സാർ എന്ത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, ഇവിടെ തന്നെ ഉണ്ട്, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, റെഡി. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് കുടുംബശ്രീ എന്ന് പറയുന്നത്. ഓവർകമ്മിങ് ദ
പ്രോബ്ലം ഓഫ് ലാക്ക് ഓഫ് കൊളാറ്ററൽ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞിട്ടുള്ള കൊളാറ്ററലിൻ്റെ ഒരു ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പോൾ വിമൻ ഫൈനാൻഷ്യലി ബിക്കം സെൽഫ് റിലയൻറ്റ് പ്ലാറ്റ്ഫോം ടു ഡിസ്കസ് ആൻഡ് ആക്ട് ഓൺ വെറൈറ്റി ഓഫ് സോഷ്യൽ ഇഷ്യൂസ്. പലതരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ, ആ വീട്ടിൽ ജലത്തിൻ്റെ പ്രശ്നമുണ്ട്, ആ വീട്ടിൽ പൈപ്പിൻ്റെ ആവശ്യമുണ്ട്, കണക്ഷൻ ആവശ്യമുണ്ട്, ആ കുടുംബത്തിന് വീടില്ല, അങ്ങനത്തെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു എക്കണോമിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്ലോബലൈസേഷൻ വളരെ കുറച്ച് പെട്ടെന്ന് നേരം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമ്മൾ ജോഗ്രഫിയാണോ പൊളിറ്റിക്സ് ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ വെച്ചിട്ടുണ്ട്. എനിവേ, ഈ നിങ്ങൾ ഗ്ലോബലൈസേഷൻ എന്ത് ഇന്ത്യൻ എക്കണോമിയിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അറിഞ്ഞിരിക്കുക MNC ആക്ട് ആസ് എൻ ഏജന്റ് ടു ദ പ്രോസസ് ഓഫ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താ പറഞ്ഞു വെക്കുന്നത്? ഈ പറഞ്ഞ MNC എന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കമ്പനീസ് ആണ്. അത് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതായത് എന്താ പറയുന്നത്, ഈ പറഞ്ഞ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അല്ലേ, എല്ലാവർക്കും അറിയാം എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണം എന്ന് പറഞ്ഞ സാധനം. ഒറ്റ സെക്കൻഡ് നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ കട്ടാവും, പക്ഷേ കാര്യമാക്കണ്ട. ഓക്കെ, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള ബൗണ്ടറീസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള സാധനത്തിനാണ് നമ്മൾ എന്താ പറയുക ഗ്ലോബലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ സാധനം വന്നതോട് കൂടിയിട്ട് MNCകൾക്കാണ് ഏറ്റവും കൂടുതൽ എന്ത് കിട്ടിയിട്ടുള്ളത്, അതിൻ്റെ പ്രാധാന്യം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ്. എന്താ പറയുന്നത്? ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. വിദേശ തലത്തിൽ നിന്നുള്ള വരുമാനം, ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വളരെയധികം തോതിൽ കൂടുന്നുണ്ട്. വിച്ച് റിസൾട്ട്സ് ഇൻ ദ ഇൻക്രീസ് ഇൻ ദ ഫോറിൻ ട്രേഡ്. അതായത് വിദേശപരമായിട്ടുള്ള കച്ചവടത്തിന് ഇത് ആക്കം കൂട്ടുന്നുണ്ട്. സോ അതായത് ഗ്ലോബലൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് റാപ്പിഡ് ഇൻ്റഗ്രേഷൻ ഓർ ഇൻ്റർകണക്ഷൻ ബിറ്റ്വീൻ കൺട്രീസ് എന്ന് പറഞ്ഞു നോക്കുന്നത്. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷനും ഈ പറഞ്ഞിട്ടുള്ള ഇൻ്റർ കണക്ഷനും ബിറ്റ്വീൻ കൺട്രീസ്, രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഒക്കെ ട്രേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ട്രേഡ് എന്ന് പറഞ്ഞ സാധനം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സാധനമാണെന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഓക്കെ, റെഡി, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ബ്രോഡ് കൺസെപ്റ്റ് ഗ്ലോബലൈസേഷനിൽ വരുന്ന എല്ലാ രാജ്യങ്ങളും, അതായത് ലോകം എന്ന് പറയുന്ന ഒരൊറ്റ കുടക്കീഴിലേക്ക് മാറുക എന്നാണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂവ്മെൻറ്റ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ടെക്നോളജി, എല്ലാ കാര്യങ്ങളും മൂവ്മെൻറ്റ് ഉണ്ടാവും. സാങ്കേതിക കാര്യങ്ങളിൽ, ഇൻവെസ്റ്റ്മെൻറ്റിൽ എല്ലാം മൂവ്മെൻറ്റ് ഉണ്ടാവും. മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ, ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു വെക്കേണ്ട ഈ പറഞ്ഞുള്ള മനുഷ്യ വിഭവം അഥവാ ഹ്യൂമൻ ക്യാപിറ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. ഹ്യൂമൻ ക്യാപിറ്റൽ മൂവ്മെൻറ്റ് ബിക്കോസ് ഓഫ് അറ്റൈനിങ് ബെറ്റർ ലിവിങ് കണ്ടീഷൻ, നല്ല സാലറി കിട്ടിയാലും നല്ല ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആളുകൾ വേറെ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ആവാൻ കാര്യമാവുന്നുണ്ട്. MNC എന്ന് പറഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസ്. ഓക്കെ, എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടും ഇൻകത്തിന് വേണ്ടിയിട്ടൊക്കെ മാറുന്നുണ്ട്. ബട്ട് വിത്ത് സീരിയസ് ലെവൽ ഓഫ് റെസ്ട്രിക്ഷൻസ് ബിഫോർ ദ ഗ്ലോബലൈസേഷൻ റിസൾട്ടഡ് ലെസ് മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ. അതായത് ഗ്ലോബലൈസേഷൻ റെസ്ട്രിക്ട് ചെയ്താൽ ഇതൊന്നും ഇല്ലാണ്ടാവുമെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ദാറ്റ് ഹാവ് എനേബിൾഡ് ഗ്ലോബലൈസേഷൻ? ടെക്നോളജി, ലിബറലൈസേഷൻ ഓഫ് ഫോറിൻ ട്രേഡ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. ടെക്നോളജി വന്നതൊക്കെയാണ് എന്താണ് ഗ്ലോബലൈസേഷൻ കൂടാൻ വേണ്ടി കാരണമായത്. അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ലിബറലൈസേഷൻ ഫോറിൻ ട്രേഡ്, അതായത് ഈ പറഞ്ഞിട്ടുള്ള ഫോറിൻ ട്രേഡിലുണ്ടായ ലിബറലൈസേഷൻ, റെസ്ട്രിക്ഷൻസ് എടുത്ത് കളയുക, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്ലോബലൈസേഷനെ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. CBSE ഈസ് നോട്ട് ടു ഹാർഡ് ബ്രോ, ഒരിക്കലും ഹാർഡല്ല കേട്ടോ. ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എളുപ്പത്തിന് കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ട് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് ടെക്നോളജി എന്നുള്ള കാര്യം നോക്കുക. ഇതിന് നോട്ട് കിട്ടുമ്പോൾ എല്ലാവരും വായിച്ചു നോക്കണം കേട്ടോ. ലിബറലൈസേഷൻ ഓഫ് ഫോറിൻ ട്രേഡ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ലിബറലൈസേഷൻ എന്നുള്ള കാര്യം? റെസ്ട്രിക്ഷൻസ് എടുത്ത് കളയുക എന്നുള്ള കാര്യം നോക്കുക. അതെന്താണ്? ന്യൂ എക്കണോമിക് പോളിസീസ് ആണ്. 1991 LPGs വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ LPG എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡിസിഷൻ വാസ് സപ്പോർട്ട് ബൈ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, IMFൻ്റെയും അതുപോലെ തന്നെ WBയുടെയും വേൾഡ് ബാങ്കിൻ്റെയൊക്കെ എന്താ പറയുക, അവർ നിർബന്ധിച്ചിട്ടാണ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു എക്കണോമിക് പോളിസീസ് നമ്മൾ കൈക്കൊണ്ടിട്ടുള്ളത്. അന്ന് നമ്മളെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഇത് ഓക്കെ പറഞ്ഞത്. അദ്ദേഹം ഒറ്റയ്ക്കല്ല പറഞ്ഞത്, എല്ലാവരും കൂടെ പറഞ്ഞതാണ്. സ്വാഭാവികമായിട്ട് ഇത് അദ്ദേഹത്തിൻ്റെ ഐഡിയ ആയിരുന്നില്ല. ഇത് IMFും വേൾഡ് ബാങ്കും കൂടെ ഇന്ത്യക്ക് മുകളിൽ വല്ലാതെ ഫോഴ്സ് ചെയ്തപ്പോൾ ചെയ്യേണ്ടി വന്നിട്ടുള്ള, നമ്മൾ എടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു നയമായിരുന്നു വേൾഡ് ബാങ്ക്, പറഞ്ഞിട്ടുള്ള LPG എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ അന്ന് വേൾഡ് ബാങ്കും IMFിനോട് നമ്മൾ കുറച്ച് കടം ചോദിച്ചിട്ടുണ്ടായിരുന്നു പൈസ. അങ്ങനെ നമ്മൾ കടമൊക്കെ ചോദിച്ചപ്പോൾ വേൾഡ് ബാങ്കും IMFും പറഞ്ഞു, നിങ്ങളുടെ എക്കണോമി എന്ന് പറയുന്നത് ലോകത്തിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കണം, എന്നാൽ മാത്രമേ ഞങ്ങൾ പൈസ തരുള്ളൂ. ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ ഞങ്ങൾ പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാലത്തും ഞങ്ങൾക്ക് ആ പൈസ തിരിച്ചു തരാൻ പോകുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ LPG എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോളിസി അഡോപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് നിർബന്ധം കാരണമാണ് അന്നുണ്ടായിരുന്ന PV നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. അത് എന്തോ ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെ ആ ഒരു ന്യൂ എക്കണോമിക് പോളിസീസ് എന്തായി മാറി, നമ്മുടെ രാജ്യത്തിന് നന്മയായിട്ട് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ബിക്കോസ് IMFിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെ ഒരൊറ്റ ഇടപെടലുകൾ കാരണമാണ് എന്ത് വന്നിട്ടുള്ളത്, ഈ ഒരു ന്യൂ എക്കണോമിക് പോളിസീസ് വന്നിട്ടുള്ളത്. അല്ലാതെ ഇന്ത്യക്കാരെടുത്തിട്ടുള്ള കുറേ ചിന്തകളോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇന്ത്യ ഓക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ്. ഓക്കെ, ജസ്റ്റ് ഓക്കെ പറഞ്ഞു, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ പറയേണ്ട അവസ്ഥ വന്നു. ഓക്കെ പറയാതിരിക്കാനുള്ള യാതൊരു ഓപ്ഷനും ഇല്ല. നോ പറയാനുള്ള ഓപ്ഷൻ ഇന്ത്യക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പ്രഷർ കാരണം ഓക്കെ പറയേണ്ടതായിട്ട് വന്നു. അത് നന്മയായിട്ട് വന്നു. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇമ്പാക്റ്റ് ഓഫ് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഗുഡ്സ് കുഡ് ബി ഇമ്പോർട്ടഡ് ആൻഡ് എക്സ്പോർട്ടഡ് ഈസിലി ആൻഡ് ഫോറിൻ കമ്പനീസ് ക്യാൻ സെറ്റപ്പ് ഫാക്ടറീസ് ആൻഡ് ഓഫീസസ് ഹിയർ. ബിസിനസ് ആർ അലൗഡ് ടു മേക്ക് ഡിസിഷൻസ് ഫ്രീലി അബൌട്ട് വാട്ട് ദേ വിഷ് ടു ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. എന്ത് എക്സ്പോർട്ട് ചെയ്യണം, എന്ത് ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഗവൺമെൻറ് റെഗുലേഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് വെയർ വെരി ലെസ് ലിബറൽ ഇൻ നേച്ചർ. അതായത് ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കുക എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ ചാപ്റ്ററും കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നോക്കുന്ന പൊളിറ്റിക്സിലെ കുറച്ച് ചാപ്റ്റേഴ്സാണ്. ഓ മൈ ഗോഡ് ഇച്ചിരി വെള്ളം കുടിക്കട്ടെ കേട്ടോ. സാർ ലുക്ക് സ്ലീപ്പി. നോ, ഐ എം ടയേർഡ്, നോട്ട് സ്ലീപ്പി. ഓക്കെ, ഓക്കെ. ഐ ഡോണ്ട് നോ അഭിജിത്തെ, ഡ്യൂറേഷൻ എന്താ ഐ ഡോണ്ട് നോ. സത്യമായിട്ടും അറിയില്ല എന്ന് വെച്ചാൽ ഇനിയുണ്ട്. ഇത് പൊളിറ്റിക്സ് ആയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ജോഗ്രഫി ഉണ്ട്. സത്യമായിട്ടും അറിയില്ല കേട്ടോ. ഓക്കെ, എനിവേ 12 മണി കൂടുതൽ പോവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു പവറാണ്. ഓക്കെ, നിങ്ങളിവിടെ ഇരുന്നാൽ മാത്രം മതി. നിങ്ങളിവിടെ പവറായിട്ട് ഇരുന്നാൽ മതി. എങ്ങാനും നേരത്തെ ടയർഡ് ആവുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ സാറേന്നൊരു ഉറക്ക വിളി, ഒരു ഫയർ മൂജി അവിടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എണീച്ചോളാം. ഓക്കെ, ഞാൻ ഉഷാറായിക്കൊള്ളാം. നോട്ട് സ്ലീപ്പി, ഐ എം നോട്ട് സ്ലീപ്പി. ഓക്കെ, ഞാൻ സ്ലീപ്പി ആണെങ്കിൽ പവർ ഷെയറിങ് നിങ്ങൾക്ക് പറഞ്ഞു പോയനെ. പവർ ഷെയറിങ് തന്നെയല്ലേ ഞാൻ പറയണേ. ഓക്കെ, ഓക്കെ. 10 മണി അല്ലേ? ഓക്കെ, റെഡി. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ പവർ ഷെയറിങ് നോക്കാം. ഓക്കെ, നോക്കാം എന്നുള്ളവരൊക്കെ ഒന്ന് ഫയർ മുജിരോ. യെസ് സാർ, പവർ പറ്റും മോനെ, പറ്റും, നിന്നെ കൊണ്ട് പറ്റും. യെസ്, പവർ ഷെയറിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. അധികാര വിഭജനം എന്ന് മാത്രമേ അതിന് മലയാളത്തിൽ അർത്ഥമുള്ളൂ. അതായത് കുറേ പേരുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യ എടുത്തോളൂ. ഇന്ത്യയിൽ പവർ ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിലൊരു ടീമുണ്ട്, സംസ്ഥാനങ്ങളിലൊരു ടീമുണ്ട്. അതെന്താണ്? പവർ ഷെയറിംഗ് ആണ്. അതായത് ഇന്ത്യയിൽ കേന്ദ്രത്തിൽ മാത്രമല്ല അധികാരമുള്ളത്, ഇങ്ങ് കേരളത്തിലും ഈ പറഞ്ഞ തമിഴ്നാട്ടിലും ഈ പറഞ്ഞ ഓരോ സംസ്ഥാനങ്ങളിലും അധികാരങ്ങൾ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? പവർ ഷെയറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞു നോക്കേണ്ടത്. അതായത് ഡെമോക്രസി അഥവാ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ കൂടിയാണ് പവർ ഷെയറിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് പവർ ഷെയറിംഗ് ഇസ് എ സിസ്റ്റം ഓഫ് പൊളിറ്റിക്കൽ അറേഞ്ച്മെൻറ്റ്സ് in which power is shared between different organs of the government, between different levels of government, between different social groups and between different political parties, pressure groups and movements എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരിക, ഈ പറഞ്ഞ പവർ ഷെയറിംഗ് പല രീതികളിൽ പല ഏരിയകളിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, സ്വാഭാവികമായിട്ടും വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും പവർ ഷെയറിംഗ് നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെ മേഖലകളാണ്. അതായത് ഗവൺമെൻറ്റിന് 3 ശാഖകളുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗവൺമെൻറ്റിന് എന്തുണ്ട്? 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ലെജിസ്ലേഷനാണ്. എന്താ പറയുന്നത്? ലെജിസ്ലേഷനാണ്. അടുത്താണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന സാധനം. അവസാനത്തെയാണ് ജുഡീഷ്യറി എന്ന് പറഞ്ഞ സാധനം. എന്താണ്? ജുഡീഷ്യറി. ഇതിൽ ലെജിസ്ലേറ്റീവ് ആയിക്കോട്ടെ, എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, ജുഡീഷ്യറി ആയിക്കോട്ടെ, ഓരോന്നിനും ഓരോ അധികാരങ്ങളുണ്ട്, ഓരോ പവറുകളുണ്ട്. ആ പവറുകൾ ലെജിസ്ലേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളും, എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ ആ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ആളുകളും, ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ആ നിയമങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്, ആളുകൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, കിട്ടിയില്ലെങ്കിൽ അതിനെ കൃത്യമായിട്ടുള്ള റെമഡീസ് കൊടുക്കേണ്ടതും ആരാണ്? ജുഡീഷ്യറിയാണ്. അതിനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് ആരാ? ജുഡീഷ്യറിയാണ്. അപ്പോൾ ഇതാണ് അധികാരങ്ങൾ ഗവൺമെൻറ് ഇടയിൽ വിഭജിച്ചിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ താഴേക്കാണോ പറയും? ഒരിക്കലും അല്ലേ. ഇവർക്ക് 3 ആൾക്കും ഒരേപോലെ അധികാരമുണ്ട്. വിച്ച് മീൻസ് ഇതിനെ നമ്മൾ വിളിക്കും ഹൊറിസോണ്ടൽ പവർ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പവർ ഷെയറിംഗ് എന്നാണ് നമ്മൾ വിളിക്കുക. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പവർ ഷെയറിംഗ് എന്നാണ് നമ്മൾ വിളിക്കുക. ഇനി ഇതല്ലാതെ കുറച്ച് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി തരാം ഈ ചാപ്റ്ററിൽ എന്താ പറഞ്ഞു വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇതാണ് ഹൊറിസോണ്ടൽ. എന്താ സാർ? വെർട്ടിക്കൽ അഥവാ താഴേക്ക് അധികാരം വരുന്നത് എന്താണ്? അതാണ് നമ്മുടെ ഇന്ത്യ എടുക്കാന്ന് വെച്ചോ. ഇന്ത്യയിൽ ഏറ്റവും മുകളിലുള്ളത് ആരാ? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് താഴെയുള്ളത് പ്രൈം മിനിസ്റ്റർ ആണ്. പ്രൈം മിനിസ്റ്റർ താഴെയുള്ള മിനിസ്ട്രി ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയാം, സിമ്പിളായിട്ട് മിനിസ്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റും, മന്ത്രിമാരെന്ന് പറയാൻ പറ്റും. ഈ മന്ത്രിമാരുടെ താഴെയാണ് അത് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും CM വരുന്നത്, ചീഫ് മിനിസ്റ്റേഴ്സ് വരുന്നത്. ചീഫ് മിനിസ്റ്റേഴ്സിന് താഴെയാണ് ചീഫ് മിനിസ്റ്റേഴ്സിന്റെ താഴെയുള്ള മന്ത്രിമാർ വരുന്നത്.
മിനിസ്റ്റേഴ്സ് വരുന്ന, അതിന് താഴെയാണ് ഡിസ്ട്രിക്റ്റിൽ വരുന്ന, എന്താണ് സംസ്ഥാനങ്ങളിൽ വരുന്ന ആളുകൾ വരുന്നത്, സംസ്ഥാന ജില്ലകളിൽ വരുന്ന ആളുകൾ വരുന്നത്. ഡിസ്ട്രിക്റ്റിൽ ആരെ കാണാൻ പറ്റും? നമുക്ക് ചെറിയ ചെറിയ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ കാണാൻ പറ്റും. എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ? നമ്മൾ പഞ്ചായത്തില്ലേ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത്, അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അവസാനത്തെ സാധനം. ഇത് താഴേക്ക് വരിക, റൂട്ടായിട്ട് വരിക, വേരുകളിലേക്ക് ഇറങ്ങി വരിക, ഏറ്റവും ശിഖരങ്ങളിൽ നിന്ന് വേരുകളിലേക്ക്, ബ്രാഞ്ചസിൽ നിന്ന് ഏറ്റവും റൂട്ടിലേക്ക് വരുന്ന പരിപാടിക്ക്, അതായത് വെർട്ടിക്കലായിട്ട് ഇതിന്റെ അധികാരം പോകുന്നത്, അതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ പവർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക നമ്മളതിനെ? വെർട്ടിക്കൽ, എൻ്റെ മോനെ, ഓക്കെ, വെർട്ടിക്കൽ പവർ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നമ്മളതിനെ വിളിക്കുക. വെർട്ടിക്കൽ പവർ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. പവർ ആയിട്ടുള്ള സാധനമാണ് പവർ ഷെയറിംഗ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് കിട്ടി. ഹൗ ടു സ്റ്റഡി സെറ്റ് ഫോർ ഫുൾ മാർക്സ്? കോൺസെൻട്രേഷൻ, ലിസണിങ്, ദാറ്റ്സ് ഇറ്റ്. കോൺസെൻട്രേഷൻ ഉണ്ടാവുക, ലിസൺ ചെയ്യുക, നല്ല ആഹാരം കഴിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, മതി. നിങ്ങളുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ സെറ്റാണ് ബ്രദറെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ ഇരുന്നാൽ മതി. ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് അത് തന്നെയാണോ സാർ? അത് തന്നെ. ഓർഗൻസ് ഓഫ് ഗവൺമെന്റും അത് തന്നെയാണ് മക്കളെ, അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറയുന്നത്. ഇനി നമ്മൾ ബെൽജിയത്തിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ബെൽജിയം എന്ന് പറഞ്ഞ രാജ്യത്ത് നമ്മൾ എടുക്കുകയാണ്. ബെൽജിയത്തിൽ ഒരുപാട് ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഫ്ലെമിഷ് ഉണ്ട്, ഡച്ച് ഉണ്ട്. ബെനിഫിറ്റ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. ബ്രസൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഡച്ച് വേറെ മൈനോറിറ്റിയാണ് ആ സ്ഥലത്ത് എന്ന് പറയുന്നത്. വെലോനിയ 40%, ഫ്രഞ്ച് റിച്ച് പവർഫുൾ ആയിട്ടുള്ള കുറച്ച് ഏരിയകളുണ്ട്. ജർമ്മൻ 1% മാത്രമുള്ള സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ നോക്കിക്കുക, ഹൗ ബെൽജിയം സോൾവ് ദ പ്രോബ്ലംസ്. ഈ ബെൽജിയത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അറിഞ്ഞിരിക്കുക, നൗ ബെൽജിയം ഹൗ ബെൽജിയം സോൾവ് ദ പ്രോബ്ലംസ്. എങ്ങനെയാണ് ബെൽജിയം ഇത് സോൾവ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സാറിന് കണ്ടിട്ട് ഉറക്കം വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. നോ, ഐ എം നോട്ട് സ്ലീപ്പി. സാർ ഉറക്കം വരുന്നില്ലേ? ഇല്ല. നോ. എൻ്റെ മക്കൾ അവിടെ പവറായിട്ട് നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് മക്കൾ ഇവിടെ ഉറങ്ങുക? നിങ്ങളൊരു 2 ഫയർ മൂജി ഇട്ടാൽ ഞാൻ ഇവിടെ 2 അല്ല 10 തിരിച്ചു തരും. നോക്കിക്കുക, ഈ പറഞ്ഞിട്ടുള്ള ബെൽജിയം സോൾവ് ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നമ്പർ ഓഫ് ഡച്ച് ആൻഡ് ഫ്രഞ്ച് സ്പീക്കിംഗ് മിനിസ്റ്റേഴ്സ് ഷുഡ് ബി ഈക്വൽ ഇൻ ദ സെൻട്രൽ ഗവൺമെന്റ്. ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിൽ ഡച്ച് ഫ്രഞ്ച് സംസാരിക്കുന്ന ആളുകൾ ഷുഡ് ബി ഈക്വൽ ഇൻ ദ സെൻട്രൽ ഗവൺമെന്റ്. നോ സിംഗിൾ കമ്മ്യൂണിറ്റി ക്യാൻ മേക്ക് ഡിസിഷൻസ് യൂണിലാറ്ററലി. അതായത് സിംഗിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് ബെൽജിയം എന്ന് പറയുന്നത്. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്, മെനി പവേഴ്സ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ബീൻ ഗിവൻ ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര ഉദ്ദേശിക്കുന്നു മക്കളെ. സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, അതേപോലെ തന്നെ അധികാരങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. അതായത് ചെറിയ ചെറിയ സ്റ്റേറ്റിലെ ഗവൺമെന്റിന് അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കുക. ഇൻ ബ്രസൽസ് എ സെപ്പറേറ്റ് ഗവൺമെന്റ് വാസ് ഫോംഡ്. ബ്രസൽസിൽ എന്ത് സംഭവിച്ചു? ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഗവൺമെന്റും കൂടെ ഫോം ചെയ്തു. ഇൻ വിച്ച് ബോത്ത് ഡച്ച് ആൻഡ് ഫ്രഞ്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റീസ് ഹാവ് ഈക്വൽ റെപ്രസെന്റേറ്റീവ്. ഡച്ചിനും അതേപോലെ തന്നെ ഫ്രഞ്ച് സംസാരിക്കുന്ന ആളുകൾക്കും ഒരേപോലുള്ള അധികാരങ്ങൾ കൊടുക്കുന്ന സ്ഥലമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി ഗവൺമെന്റ് മെയ്ഡ് ലോസ് റിഗാർഡിംഗ് കൾച്ചർ, എഡ്യൂക്കേഷൻ, ലാംഗ്വേജ്. എല്ലാവരുടെയും കൾച്ചർ, എല്ലാവരുടെയും സംസ്കാരം, എല്ലാവരുടെയും ലാംഗ്വേജ്, എല്ലാത്തിനും റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയാണ് ബെൽജിയം കൈക്കൊണ്ടത്. എവിടെയാണ് ബെൽജിയം കൈക്കൊണ്ടത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാണ് ജോഗ്രഫിക് പിക്ചേഴ്സ്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ശ്രീലങ്കൻ്റെ കേസാണ്. ശ്രീലങ്കൻ്റെ കേസിൽ എന്താണ്? ശ്രീലങ്ക ഈസ് ആൻ ഐലൻഡ് നേഷൻ എന്ന് പറഞ്ഞു വെക്കേണ്ട ഒരു ദ്വീപാണ് അല്ലേ. സോ ബട്ട് ഇറ്റ് ഹാസ് പോപ്പുലേഷൻ ഓഫ് അബൌട്ട് 2 crore പീപ്പിൾ അല്ലെങ്കിൽ കരോർ എന്നൊക്കെ 2 crore പീപ്പിൾ ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള ശ്രീലങ്കൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സിംഹളീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏകദേശം 74%, 74% നമുക്ക് ആരെ കാണാൻ പറ്റും? സിംഹളാസ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ആളുകളായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ട് തമിഴ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗം ആളുകളുണ്ട്. 80% ആളുകളായിരിക്കും ശ്രീലങ്കയിൽ നമ്മൾ തമിഴ്സ് ആയിട്ട് കാണുക. ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന വിഭാഗത്തിന് 7% കാണുക. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് സിംഹളാസ് ആണ്. ഇവർ വിശ്വസിച്ചിരുന്ന ബുദ്ധമതത്തിലാണ്. ഇനി ഈ പറഞ്ഞ തമിഴ്സ് വിശ്വസിച്ചിരുന്ന ശ്രീലങ്കൻ തമിഴാണ് 13%, ബാക്കി 5% ഇന്ത്യൻ തമിഴ്സാണ്. അതെന്താ സാർ അങ്ങനെ? ഇന്ത്യയിൽ നിന്ന് കുടിയേറിയിട്ടുള്ള ഒരുപാട് തമിഴന്മാരുണ്ട്, അത് ശ്രീലങ്കയിലേക്ക് പോയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ 13% ശ്രീലങ്കൻസും 5% ഇന്ത്യയിൽ നിന്നുള്ള തമിഴൻസുമാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ക്രിസ്ത്യൻസ് വരുമ്പോൾ തമിഴും ഉണ്ട്, സിംഹളാസും ഉണ്ട്. ഇവിടെയാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഈ പറഞ്ഞ മെജോറിറ്റി ആയിട്ടുള്ള സിംഹളാസ് 74% അഥവാ 74% വരുന്ന ഈ പറഞ്ഞ സിംഹളാസിനാണ് എന്ത് വരുന്നത്? മെജോറിറ്റേറിയനിസം എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നത്. എന്ത് വരുന്നത്? മെജോറിറ്റേറിയനിസം എന്ന് പറയുന്ന സംഭവം അവിടെയാണ് നമ്മളിനി കാണുന്നത്. സോ ബട്ട് ശ്രീലങ്ക ഗോട്ട് ഇൻഡിപെൻഡൻസ് ഇൻ 1948 എന്ന് പറഞ്ഞുകൊണ്ട് 1948 എന്ത് സംഭവിക്കുന്നത്? ശ്രീലങ്ക സ്വാതന്ത്ര്യം കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും സിംഹള കമ്മ്യൂണിറ്റി വാസ് മെജോറിറ്റി. സോ ഗവൺമെന്റ് അഡോപ്റ്റഡ് മെത്തേഡ്സ് ടു എസ്റ്റാബ്ലിഷ് സിംഹള പവർ ഇൻ ശ്രീലങ്ക. അതായത് സ്വാഭാവികമായിട്ട് സിംഹളാസ് എന്ത് ചെയ്തു? മെജോറിറ്റി ആയതുകൊണ്ട് തന്നെ അവരവിടെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക? ഈ പറഞ്ഞിട്ടുള്ള ഇൻ 1956 an act declared സിംഹളാസ് ഒഫീഷ്യൽ യൂണിവേഴ്സിറ്റി ആൻഡ് ഗവൺമെന്റൽ ലാംഗ്വേജസ്.
എന്താ പറഞ്ഞു വെക്കുന്നത്, ഈ പറഞ്ഞ സിംഹളാസ് അധികാരത്തിൽ വന്നതുകൊണ്ട് കൂടിയിട്ട് സിംഹള ഭാഷ ആയിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഈ പറഞ്ഞ ഗവൺമെൻറ് ലാംഗ്വേജ് ഒക്കെ ആയിട്ട് കംപ്ലീറ്റ്, നമ്മളിപ്പോൾ പറയില്ല ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന്, ഇന്ത്യക്ക് ഒഫീഷ്യൽ ലാംഗ്വേജേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് ദർ ഈസ് നോ, എന്താ പറയുക, ഒരു നാഷണൽ ലാംഗ്വേജ് ഇന്ത്യക്ക് ഇല്ല. ഓക്കെ, ഇന്ത്യക്ക് എന്തില്ല, ഒരു നാഷണൽ ലാംഗ്വേജ് ഇല്ല, ദേശീയ ഭാഷ എന്ന് പറഞ്ഞ സാധനം ഇന്ത്യക്ക് ഇല്ല. ഇന്ത്യക്ക് ഒന്നേ ഉള്ളൂ, ദാറ്റ് ഈസ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഒഫീഷ്യൽ ലാംഗ്വേജ് രണ്ടെണ്ണം ഉണ്ട്, ദാറ്റ് ഈസ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. രണ്ടും ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജസാണ്. അതായത് ഈ പറഞ്ഞ ഓഫീസ് വർക്കും അഡ്മിനിസ്ട്രേറ്റീവ് വർക്കൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഹിന്ദിയും ഇംഗ്ലീഷും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും അതെന്തല്ല, ഇന്ത്യയുടെ ദേശീയ ഭാഷ അല്ല. ഇന്ത്യക്ക് ദേശീയ ഭാഷയില്ല. പക്ഷെ അങ്ങനെയല്ല, ഈ പറഞ്ഞ ശ്രീലങ്കൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സിംഹളക്കാർ പറയാണ്, സിംഹള ഭാഷ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ സിംഹള എന്ന് പറയുന്നത് ഒഫീഷ്യൽ കാര്യങ്ങൾക്കും യൂണിവേഴ്സിറ്റി ലാംഗ്വേജസ് ഒക്കെ ആയിട്ട് മാറ്റണം എന്ന് പറഞ്ഞു 1956 ഒരു ആക്ട് പാസ്സാക്കുകയാണ്. ഓക്കെ, ആക്ട് പാസ്സാക്കുകയാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിമാൻഡ് പ്രൊട്ടക്ഷൻ ആൻഡ് എൻകറേജ്മെന്റ് ഓഫ് ബുദ്ധിസം എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം ബിക്കോസ് ഓഫ് എന്താ, സിംഹളാസ് എല്ലാവരും വിശ്വസിച്ചിരുന്നത് ബുദ്ധമതത്തിലായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഭരണഘടന തന്നെ പറയാണ് ബുദ്ധമതത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് വിശ്വസിക്കണം എന്ന് പറയണം. ഓൾ ദീസ് ഗവൺമെൻറ് മെത്തേഡ്സ് മെയ്ഡ് ശ്രീലങ്കൻ തമിഴ്സ് ഫീൽ എലോൺ എന്ന് പറഞ്ഞുകൊണ്ട്, അത് തന്നെ എന്ത് സംഭവിച്ചു, ഈ പറഞ്ഞ ശ്രീലങ്കയിലെ തമിഴ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം അവരാരും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, അവരാരും എന്ത് ചെയ്യുന്നില്ല, ഒന്ന് പിടിച്ചു ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഇവരെന്തായിട്ട് മാറി, മൈനോറിറ്റി ആയിട്ട് മാറി. അപ്പോൾ അതിനെതിരെയാണ് ഇവരും സംഭവിച്ചത്, ഈ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിനെതിരെ, ഡിസ്ക്രിമിനേഷനെതിരെയൊക്കെ അവരെന്ത് പോരാടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആസ് എ റിസൾട്ട് ക്ലാഷസ് എക്സിസ്റ്റ് ബിറ്റ്വീൻ സിംഹളാസ് ആൻഡ് തമിഴ്സ്. അങ്ങനെയാണ് ഈ പറഞ്ഞ മെജോറിറ്റി ആയിട്ടുള്ള സിംഹളാസിനെതിരെയും അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ സിംഹള ഭാഷ സംസാരിക്കുന്ന ആളുകൾക്കെതിരെയും തമിഴ്സ് എന്ത് ചെയ്തത്, ഒരു ഓപ്പൺ റെബല്യന് സ്റ്റാർട്ട് ചെയ്തത്. എന്താണ്, ഇവർ എന്ത് തീരുമാനിക്കുകയാണ്, ഓക്കെ ഫൈൻ, അങ്ങനെയാണെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ട്രഗിളിന് സ്റ്റാർട്ടിങ് കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത് തമിഴ് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ കാണുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, റെക്കഗ്നേഷൻ ഓഫ് തമിഴ് ആസ് ഒഫീഷ്യൽ ലാംഗ്വേജ്. എന്താ പറഞ്ഞു നോക്കുന്നത്, തമിഴ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കണം. ഓക്കെ, അതായത് തമിഴും കൂടെ പരിഗണിക്കണം എന്നാണ് അവർ പറയുന്നത്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ജോബ്സ് എന്ന് പറഞ്ഞു വെക്കേണ്ട, ഈ പറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസം ആയിക്കോട്ടെ ജോലിക്കായിക്കോട്ടെ ഉറപ്പായിട്ടും ഈ പറഞ്ഞ തമിഴ് ഭാഷ സംസാരിക്കുന്ന ആളുകളെയും കൂടി പരിഗണിക്കുക എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഡിമാൻഡഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് തമിഴ് ഏളം സ്റ്റേറ്റ് എന്ന് പറഞ്ഞു വെക്കുന്നത്, അതായത് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു തമിഴ് ഏലം സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേരാണ് നിങ്ങളിവിടെ കേട്ടിട്ടുണ്ടാവും, LTTE എന്നാണ് പറയുക. അതിന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഏലം എന്നാണ് അതിന് വിളിക്കുക. ഏലം എന്ന് പറഞ്ഞാൽ പ്രദേശം അല്ലെങ്കിൽ ഒരു പ്ലേസ് എന്നൊക്കെയാണ് അർത്ഥം വരിക. LTTE എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് പറഞ്ഞാൽ അതൊരു മിലിറ്റൻറ്റ് ഗ്രൂപ്പാണ്. എന്താ അതിനെ വിളിക്കുക, നമ്മളതിനെ അതൊരു മിലിറ്റൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. സ്വാഭാവികമായിട്ടും ഈ മിലിറ്റൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോർമർ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള രാജീവ് ഗാന്ധിനെ വരെ കൊന്നിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ആ ആൾ വരെ, തനു എന്നറിയപ്പെടുന്ന ആ വ്യക്തി വരെ LTTEയുടെ ഭാഗമായിരുന്നു. അതിന് പ്യുവർലി പൊളിറ്റിക്കൽ റീസൺസും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. അതൊക്കെ വേറെ കഥകളാണ്, നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. എനിവേ, ഈ പറഞ്ഞ ശ്രീലങ്കയിൽ നടന്നിട്ടുള്ള സിവിൽ വാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വേ കിൽഡ് എന്ന് പറഞ്ഞു നോക്കണം. അതായത് ഏകദേശം 1000-ലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. It caused a terrible setback to the social, cultural and economic life of the country. അതായത് സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒപ്പം തന്നെ സാമ്പത്തികപരമായിട്ടും ആ രാജ്യത്തിനെ ഇല്ലാണ്ടാക്കുന്നതിൽ ഈ പറഞ്ഞ സിവിൽ വാർ, ആരൊക്കെ തമ്മിൽ, സിംഹളാസും ഈ പറഞ്ഞ തമിഴ്സും തമ്മിലുള്ള നടന്നിട്ടുള്ള സിവിൽ വാറിൽ, നിങ്ങൾ എന്തിനെ പറ്റി സിവിൽ വാർ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ എന്ന് മാത്രം കേട്ടവരുണ്ടെങ്കിൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഇതുപോലുള്ള സിവിൽ വാറും പല ലോകത്ത് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് കൾച്ചർ ആൻഡ് എക്കണോമിക് ലൈഫ് ഓഫ് ദ കൺട്രി, മെനി ഫാമിലീസ് വെയർ ഫോഴ്സ്ഡ് ടു ലീവ് ദ കൺട്രി എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും രാജ്യം വിട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തി എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സാർ, ഹിന്ദി നാഷണൽ ലാംഗ്വേജ് അല്ലേ? ഒരിക്കലും അല്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി പറയുക, ആരാ നിങ്ങളോട് ഹിന്ദി നാഷണൽ ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞോ? കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ള കാര്യമാണെന്ന് മുഖത്ത് നോക്കിയിട്ട് ആരുടെ മുഖത്ത് നോക്കിയിട്ടും പറഞ്ഞോ, ഇന്ത്യക്ക് നാഷണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഇല്ല. അത് കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ള കാര്യമാണ്. അത് ആരെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഏത് ടീച്ചറാണോ, നിങ്ങളെ പഠിപ്പിച്ച ആരാണോ അവരെ മുഖത്ത് നോക്കിയിട്ട് പറയുക, ഹരിസാറ് പറഞ്ഞിട്ടുണ്ട് നാഷണൽ ലാംഗ്വേജ് അല്ല. എന്നെ പഠിപ്പിക്കണം SSTൻ്റെ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട് നാഷണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞ സാധനം ഇന്ത്യക്ക് ഇല്ല. ഇന്ത്യക്ക് ആകെ ഒന്നേ ഉള്ളൂ, അത് ഒഫീഷ്യൽ ലാംഗ്വേജാണ്. അത് 2 ഉണ്ട് ആക്ച്വലി, ഹിന്ദിയും ഇംഗ്ലീഷും ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഹിന്ദി ഭാഷ സംസാരിക്കുന്നവർ ഇന്ത്യയിൽ കൂടുതലാണെന്ന് കരുതിയിട്ട് അത് ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല. ആ കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കും. ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ നഹി 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 എന്ന് പറഞ്ഞാൽ നഹി. ഓക്കെ, റെഡി. അപ്പോൾ നിങ്ങൾ നോക്കാം, ഈ പറഞ്ഞ പവർ ഷെയറിംഗ് റിസൾട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്.
നിങ്ങൾ അറിഞ്ഞിരിക്കുക, ദ കൺട്രി യുണൈറ്റഡ് റെസ്പെക്റ്റിംഗ് ദ ഫീലിംഗ്സ് ഓഫ് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ആൻഡ് റീജിയൻസ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള റീജിയൻസ് ആയിക്കോട്ടെ കമ്മ്യൂണിറ്റീസിനായിക്കോട്ടെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പവർ ഷെയറിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നുണ്ടാവുക. ഇനി ഈ പറഞ്ഞ ബെൽജിയത്തിന് ശ്രീലങ്കയെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നടന്നിട്ടുള്ള പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. ബെൽജിയത്തിലും ഒരുപാട് ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് കൾച്ചറുള്ള സംഭവങ്ങളുണ്ട്. എങ്കിലും ബെൽജിയം അതിനെ കുറച്ചുകൂടെ സ്ട്രാറ്റജിക്കലി നോക്കി കണ്ടു, ഒരു പ്രശ്നങ്ങളിലേക്ക് പോയില്ല. ബെൽജിയം എല്ലാവരെയും ഒരുപോലെ ഈക്വലി റെസ്പെക്ട്ഫുള്ളി എന്ത് ചെയ്തു, നോക്കി കണ്ടു. അങ്ങനെയുള്ള നിയമങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ബെൽജിയത്തിൽ ഒരു സിവിൽ വാറോ കാര്യങ്ങളോ ഉണ്ടായില്ല. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ശ്രീലങ്കയുടെ കേസ് വരികയാണെങ്കിൽ ഈ പറഞ്ഞ ഭിന്നതകൾ ഉണ്ടെങ്കിൽ പോലും, ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും, ഡിഫറൻസസ് ഉണ്ടെങ്കിൽ പോലും, ആ ഡിഫറൻസസിനെ അവരെ അഡ്രസ്സ് ചെയ്യാതെ അവരെന്ത് ചെയ്തു, മെജോറിറ്റേറിയനിസം കാണിക്കാൻ തുടങ്ങി. അതായത് മേധാവിത്വം കാണിക്കാൻ തുടങ്ങി. സിംഹളാസ്, അങ്ങനെയാണ് തമിഴ്സും സിംഹളാസും തമ്മിലുള്ള ഒരു സിവിൽ വാറിലേക്ക് അത് നയിച്ചത്. കുറച്ചുകൂടെ സ്ട്രാറ്റജിക്കലി പൊളിറ്റിക്കലി ഒരു ഡിപ്ലോമാറ്റിക്കലി അവർ കാര്യങ്ങൾ നോക്കി കാണുകയാണെങ്കിൽ ചിലപ്പോൾ ശ്രീലങ്കയിൽ ഇതുപോലുള്ള സിവിൽ വാർ ഒഴിവായി പോയേനെ. ഓക്കെ, എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ ആകെ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾ പ്രൊഡൻഷ്യലായിട്ടും അതുപോലെ തന്നെ മോറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണും. ജസ്റ്റ് വായിച്ചു നോക്കുക എന്താണെന്നുള്ളത്. പവർ ഷെയറിങ്ങിൻ്റെ കേസിൽ വൈ ഇൻ ഡെമോക്രസി ഷുഡ് പൊളിറ്റിക്കൽ പവർ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞു വെക്കുന്നത്. പീപ്പിൾ ആർ ദ സോഴ്സ് ഓഫ് ഓൾ പവർ എന്ന് പറഞ്ഞു വെക്കുന്നത് അല്ലേ. പീപ്പിൾ ആർ ദ പവർ, പവർ ഈസ് പവർ എന്ന് പറയുന്ന പോലെ ഗെയിം ഓഫ് ത്രോൺസിൽ ഒരു ഡയലോഗ് ഉണ്ട്, നോളജ് ഈസ് പവർ എന്ന് പറയുന്നുണ്ട്. ബട്ട് ആക്ച്വലി നോളജ് ഈസ് പവർ കറക്റ്റാണ്, പക്ഷെ പവർ ഈസ് പവർ എന്ന് പറയുന്നതാണ് ആക്ച്വലി എന്നെ അതിൽ ഇൻട്രസ്റ്റ് ആക്കിയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അധികാരമാണ് ശരിക്കുള്ള അധികാരം. നോളജ് പവറാണ്, പക്ഷെ നോളജുള്ള ഒരാളെ കീഴടക്കാൻ പവറിന് സാധിക്കും. അപ്പോൾ പവർ ഈസ് ഓൾസോ പവർ എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ വൈ ഇൻ ഡെമോക്രസി ഷുഡ് പൊളിറ്റിക്കൽ പവർ ബി ഡിസ്ട്രിബ്യൂട്ടഡ്? ഒരാളുടെ കയ്യിൽ മാത്രം രാഷ്ട്രീയ അധികാരം നിൽക്കുകയാണെങ്കിൽ ആ രാജ്യം എപ്പോൾ വേണമെങ്കിലും തകർന്നു പോകാം, എപ്പോൾ വേണമെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പീപ്പിൾ ആർ ദ സോഴ്സ് ഓഫ് ഓൾ പവർ. ജനങ്ങളില്ലെങ്കിൽ രാജ്യമില്ല. ജനങ്ങളാണ് ആ രാജ്യത്തിന് പവർ കൊടുക്കുന്നത്. ഡെമോക്രസിയുടെ എന്താ പറയുക, ഒരു ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം. ഈ പറഞ്ഞ പീപ്പിൾ റൂൾ ദംസെൽസ് ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെൽഫ് ഗവേണൻസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഡ്യൂ റെസ്പെക്ട് ഈസ് ഗിവൺ ടു ഡൈവേഴ്സ് ഗ്രൂപ്പ്സ് ആൻഡ് വ്യൂസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞിട്ടുള്ള റെസ്പെക്ട് കൊടുക്കുക. സ്വാഭാവികമായിട്ടും എല്ലാ ഗ്രൂപ്പ്സിനെയും, വിവിധ ഭാഷ സംസാരിക്കുന്ന ആളുകളെ, വിവിധ കൾച്ചറിലുള്ള ആളുകളെ, വിവിധ തരത്തിലുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക, കളറിൻ്റെയും സെക്സിൻ്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എക്കണോമിക് ഒന്നുമില്ല, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്ഥാനം ഒരു ഡെമോക്രാറ്റിക് നേഷനിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ രാജ്യം നന്നാവുള്ളൂ. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോഴാണ് ഫോംസ് ഓഫ് പവർ ഷെയറിംഗ് നമ്മൾ പഠിക്കാനുള്ളത്. പവർ ഈസ് ഷെയർഡ് അമംഗ് ഡിഫറെൻറ്റ് ഓർഗൻസ്. ഇതാണ് നമ്മൾ ആദ്യം കണ്ട സാധനം, ഹൊറിസോണ്ടലിലുള്ള സാധനം. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ലെജിസ്ലേച്ചർ ഉണ്ട്, ഒപ്പം തന്നെ നമുക്കറിയാം എക്സിക്യൂട്ടീവ് ഉണ്ട്, ദെൻ ജുഡീഷ്യറി ഉണ്ട്. ഇവരെല്ലാവരും ഹൊറിസോണ്ടലിയാണ്. ഓരോരുത്തർക്കും ഓരോ പവർ കൃത്യമായിട്ടുണ്ട്. ഒരാളുടെ മേലിൽ ഒരാളുടെ താഴെയല്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള പവർ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക, എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, സാറേ മടുക്കണില്ലേ? ഒരിക്കലും ഇല്ല. എൻ്റെ മക്കൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രാത്രി പൊലച്ച 3 മണി 4 മണി വരെ ഇരിക്കാനും ഞാൻ റെഡിയാണ്. പക്ഷേ അത്ര നേരം നിങ്ങൾ ഇരുന്നാൽ ശരിയാവില്ല. നിങ്ങൾ കുട്ടികളാണ്, ഉറങ്ങണം. അപ്പോൾ ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഞാനിത് വേഗം പറഞ്ഞു പോവാണ്. പവർ ക്യാൻ ബി ഷെയർഡ് അമംഗ് ഗവൺമെൻറ്റ്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ കണ്ടാണ്. ഈ പറഞ്ഞിട്ടുള്ള പ്രൈം മിനിസ്റ്റർ തൊട്ട് താഴെയുള്ള LSG വരെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇതെന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് കാണാനുള്ളത്. ഇനി ഫെഡറലിസം എന്ന് പറഞ്ഞൊരു ഒരു ചാപ്റ്റർ ഉണ്ട്. ഫെഡറലിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരിക, ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും. എന്താണ് ഫെഡറലിസം എന്നുള്ള ഡെഫിനിഷൻ നമ്മൾ നോക്കും. പവർ ഷെയറിംഗ് ഫെഡറലിസം നിങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുക എപ്പോഴും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ പവർ ഷെയറിംഗ് കണ്ടു, എന്താണെന്ന് മനസ്സിലാക്കി. ഈ പറഞ്ഞിട്ടുള്ള അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പവർ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ഓരോ ആളുകൾക്കിടയിലുള്ള സാധനം, അതിന് നമ്മൾ വിളിക്കുന്നൊരു പേരാണ് ഫ്യൂഡലിസം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, അതിൻ്റെ ഫീച്ചേഴ്സും ടൈപ്സും ഒക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇറ്റ്സ് എ ബ്രോഡ് കോൺസെപ്റ്റ് ആണ്. അതായത് ഈ പറഞ്ഞ ഫെഡറലിസം എന്ന് പറയുന്നത് ചെറിയൊരു സാധനമല്ല. അതിന് നമുക്ക് നോക്കി കാണുകയാണെങ്കിൽ അമേരിക്കയിലുള്ള ഫെഡറലിസം അല്ല ഇന്ത്യയിലുള്ള ഫെഡറലിസം. അതുപോലെ തന്നെ കാനഡയിൽ വേറൊരു സാധനമാണ്, അയർലൻഡിൽ വേറൊരു സാധനമാണ്, അല്ലെങ്കിൽ UK വേറൊരു സാധനമാണ്. അപ്പം ഫെഡറലിസത്തിന് ബ്രോഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ പഠിക്കുമ്പോൾ നമ്മൾ രണ്ട് നോക്കും. ഇന്ത്യ ഉൾക്കൊണ്ടിട്ടുള്ളത്, ഒരു മിനിറ്റ്, ഓക്കെ. ഇന്ത്യ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഫെഡറലിസത്തിൻ്റെ അതേപോലെ നമ്മൾ എടുത്തിട്ടുള്ള സാധനമല്ല. നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ക്വാസി ഫെഡറലിസമാണ്. അതിനർത്ഥം എന്താണ്, ഫെഡറലിസത്തിൻ്റെ നല്ല കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്, ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇറ്റ് ഹാസ് 2 ലെവൽസ് ഓഫ് ഗവൺമെൻറ് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാം. എന്താ പറഞ്ഞത്, 2 ലെവൽസ് ഓഫ് ഗവൺമെൻറ് എന്നാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ടും അതിൽ നമുക്കറിയാം സെൻട്രൽ ലെവലിൽ ഒന്നുണ്ട്, സ്റ്റേറ്റ് ലെവലിൽ ഒന്ന് കാണാൻ പറ്റും. അതായത് കേന്ദ്ര തലത്തിൽ നമുക്കൊന്ന് കാണാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് സംസ്ഥാന തലങ്ങളിലുള്ള ഗവൺമെൻറ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് നോൺ ആസ് 2 ലെവൽസ് ഓഫ് ഗവൺമെൻറ്റ്സ് എന്നാണ് നമ്മളതിനെ വിളിക്കുക.
സ്വാഭാവികമായിട്ടും ഫെഡറലിസം ഇസ് എ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് ദ പവർ ഇസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻട്രൽ അതോറിറ്റി ഓഫ് ആൻഡ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂവന്റ് യൂണിറ്റ്സ് 2 or more than 2 cities. അതായത് രണ്ടോ അതിലധികമോ പവറുള്ള, ഇപ്പോൾ അതായത് നമുക്ക് കേന്ദ്ര തലത്തിൽ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എന്തുണ്ട്, ഒരു കേന്ദ്ര തലത്തിലൊരു സാധനമുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന തലങ്ങളിൽ നമുക്കൊന്ന് കാണാൻ പറ്റും, വിച്ച് മീൻസ് രണ്ടെണ്ണം നമുക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇറ്റ് ഈസ് ഡിവൈഡ് ബിറ്റ്വീൻ സെൻട്രൽ അതോറിറ്റി ആൻഡ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ എന്താ സംസ്ഥാനങ്ങളാണ്. ഓക്കെ, ഇനി യൂണിറ്ററി ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ദ യൂണിറ്ററി സിസ്റ്റം either there is only one level of government or the sub units are subordinates to the central government. അതായത് ഇവിടെ എന്തില്ല, ഇവിടെ സ്റ്റേറ്റ് ലെവലിൽ ഒരു സാധനവും ഇല്ല, എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും, യൂണിറ്ററി ഗവൺമെൻറ്, അതായത് ഈ പറഞ്ഞിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ പണ്ടുള്ള ചൈന, റഷ്യ പോലുള്ളതൊക്കെ എന്താണ്, ഒരു കേന്ദ്ര ഗവൺമെൻറ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് യാതൊരു തരത്തിലുള്ള സ്റ്റേറ്റിന് യാതൊരു തരത്തിലുള്ള പവറും ഉണ്ടാവില്ല. ഈ കേന്ദ്ര ഗവൺമെൻറ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക, എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് യൂണിറ്ററി ഗവൺമെൻറ് എക്സാമ്പിൾസ് ആണ് ഇത് പറഞ്ഞത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസത്തിൻ്റെ കേസ് വരികയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ദർ ആർ 2 or more levels of tiers of government എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. രണ്ടോ അതിലധികമോ ഗവൺമെൻറ് ടയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇല്ല എങ്ങട് ഓക്കെ, ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ജോഗ്രഫിയിൽ 2 ചാപ്റ്ററും കൂടെ കഴിഞ്ഞു. ഓക്കെ, ദർ ആർ 2 more people. നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റിംഗ് ആണ് മക്കളെ. നിങ്ങൾ ഇത്രയും നേരം പ്രതീക്ഷയില്ല, ഒരാൾ വരുന്നുണ്ട്. ഹരിസാർ പറഞ്ഞു 19 ചാപ്റ്റർ ഹരിസാറിനെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഹരിസാർ 4 ചാപ്റ്റർ വേറെ ആൾ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, ആൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞ പാടെ നമുക്ക് എന്ത് ചെയ്യാം, ആളെ വിളിക്കാം കേട്ടോ, കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. ഓക്കെ, ദർ ആർ 2 or more levels of tiers of government. Different tiers have more jurisdiction on specific matters like legislation, taxation and administration എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. So but jurisdiction on different levels are specified in the constitution എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് ഓരോരുത്തരുടെയും ജൂറിസ്ഡിക്ഷൻ എവിടം വരെ അവരുടെ അധികാര പരിധി ഉണ്ട്, അതിനപ്പുറത്തേക്ക് അവർക്ക് ക്രോസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. ഫണ്ടമെന്റൽ പ്രൊവിഷൻസ് കനോട്ട് ബി ചേഞ്ച്ഡ് യൂണിലാറ്ററലി എന്ന് പറഞ്ഞു വെക്കുന്നത്, അതായത് അവർക്ക് പെട്ടെന്നൊന്നും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക കൺസെന്റ് ഓഫ് ബോത്ത് ദ ലെവൽസ് ഓഫ് ഗവൺമെന്റ് ഈസ് റെക്കോർഡ്, അതായത് 2 പേരുടെയും ലെവൽസ് അവർക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, അങ്ങനെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായിട്ട് ദ സുപ്രീം കോർട്ട് ആക്ട് ആസ് എ പ്രോബ്ലം സോൾവിംഗ് മെക്കാനിസം ഇഫ് ഡിസ്പ്യൂട്ട്സ് അറൈസസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഗവൺമെന്റ്സ് എന്ന് പറഞ്ഞു. 2 ലെവൽസ് ഓഫ് ഗവൺമെന്റ്, ഇപ്പോൾ അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിന് ഇടയിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ അത് സോൾവ് ചെയ്യുന്നത് ആരായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സുപ്രീം കോടതി ആയിരിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ടും ദ സോഴ്സസ് ഓഫ് റവന്യൂ ഓഫ് ഈച്ച് ലെവൽ ഓഫ് ഗവൺമെന്റ് ആർ ക്ലിയർലി സ്പെസിഫൈഡ്, അതായത് സെൻട്രൽ ഗവൺമെന്റിന് ടാക്സ് കിട്ടുന്ന രീതിയാണ്, ടാക്സ് ആണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്, റവന്യൂ എന്ന് പറഞ്ഞ സാധനം, അത് കിട്ടുന്നതിന് ഒരു കൃത്യമായിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ടാവും, സ്റ്റേറ്റ് ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത്. ഇനി ഫെഡറൽ സിസ്റ്റം ഹാസ് 2 ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ടു സേഫ് ഗാർഡ് ആൻഡ് പ്രൊമോട്ട് യൂണിറ്റി ഓഫ് കൺട്രി, അതായത് ഒരു കൺട്രിയുടെ, ഒരു രാജ്യത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുക, യൂണിറ്റി ഉറപ്പാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ടു അക്കോമഡേറ്റ് റീജിയണൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താ പറഞ്ഞു വെക്കുന്നത്, ഈ പറഞ്ഞുള്ള ഒരു പ്രാദേശിക തലത്തിലുള്ള ഒരു ഡൈവേഴ്സിറ്റി, അതായത് ഓരോ കേരളത്തിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ കേരളത്തിനൊരു സംസ്കാരമുണ്ട്, തമിഴ്നാടിനൊരു സംസ്കാരമുണ്ട്, ഗുജറാത്തിന്, പഞ്ചാബിന്, ഹരിയാനയ്ക്ക്, ഡൽഹിക്ക്, ഈ പറഞ്ഞ മഹാരാഷ്ട്രയ്ക്ക്, എല്ലാം ഓരോരുത്തർക്കും ഈ പറഞ്ഞ 7 സിസ്റ്റേഴ്സ് ആയിട്ടുള്ള അസം, ഭൂട്ടാൻ പോലുള്ള, മിസോറാം പോലുള്ള അവർക്കൊരു കൾച്ചർ ഉണ്ട്. എല്ലാത്തിനെയും ഒരേപോലെ നോക്കിക്കണ്ട് ഒരേപോലെ ഒരു യൂണിയൻ ആയിട്ട് കൊണ്ടു നിർത്തുക എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫെഡറലിസം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കിട്ടി. ടു അക്കോമഡേറ്റ് റീജിയണൽ ഡൈവേഴ്സിറ്റി. ടൈപ്സ് ഓഫ് ഫെഡറലിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കമ്മിങ് ടുഗദർ ഫെഡറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്മിങ് ടുഗദർ ഫെഡറേഷൻ്റെ എക്സാമ്പിളാണ് USA എന്ന് പറയുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത് ചിന്നിച്ചിതറി കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഫിലാഡൽഫി ഉണ്ട്, ഓക്ലഹോമ ഉണ്ട്, അതുപോലെ തന്നെ പറഞ്ഞ കുറേ സ്ഥലങ്ങൾ വേറെ കുറേ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഈ പറഞ്ഞ ഓരോ സ്റ്റേറ്റ്സിനെയും ഈ പറഞ്ഞ ഓരോ സ്റ്റേറ്റ്സിനും ഓരോ ആളുകളുണ്ടാവും ഭരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവരെല്ലാവരും ഒരു അണ്ടർ ദ ഒറ്റ ടേമിൽ, ഒരൊറ്റ ടൈറ്റിൽ അറിയപ്പെടുന്നത് ദാറ്റ് ഈസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നാണ് അറിയപ്പെടുന്നത്. ഈ പറഞ്ഞ അമേരിക്കയിലുള്ള ഓരോ സ്റ്റേറ്റും, പക്ഷേ ഓരോ സ്റ്റേറ്റിനും ഓരോ അധികാരങ്ങൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായല്ലോ? ഈ പറഞ്ഞിട്ടുള്ള ഓരോ സ്ഥലങ്ങളിലും ഓരോ അധികാര കേന്ദ്രങ്ങളുണ്ടാവും, പക്ഷേ അവരെന്താണ് ഒരൊറ്റ പ്രസിഡന്റിന്റെ കീഴിലുണ്ടാവുക, ദാറ്റ് ഈസ് ട്രംപ് അല്ലേ. ഈ പറഞ്ഞിട്ടുള്ള ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്, ട്രംപിൻ്റെ കീഴിലാണ് ഈ പറഞ്ഞ ഓരോ സ്റ്റേറ്റിലുള്ള അധികാരികളും ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കമ്മിങ് ടുഗദർ ഫെഡറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഒന്നിച്ചുകൂടി യുണൈറ്റഡ് ആയിട്ട് ഒരൊറ്റ സ്റ്റേറ്റ് ആയിട്ട് മാറി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നറിയപ്പെടും. ഇനി ഹോൾഡിംഗ് ടുഗദർ
ഫെഡറേഷൻ എന്ന എക്സാമ്പിളാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അന്ന് സാർ ഹോൾഡിംഗ് ടുഗദർ പറയും കാരണം ബിക്കോസ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഒരുപാട് പ്രൊവിൻസസ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രവിശ്യകളായിട്ട് ഉണ്ടായിരുന്നത് ഏകദേശം 565 565 പ്രൊവിൻസസ് ഒക്കെ ആയിട്ടാണ് ഇന്ത്യ മഹാരാജ്യം ഈ പറഞ്ഞ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് തുന്നിച്ചേർത്തിട്ട് ഹൈദരാബാദും ജുനഗഡും കാശ്മീരും തുടങ്ങി ഒരുപാട് സ്ഥലങ്ങൾ വിട്ടുപോകാൻ നിന്ന സ്ഥലങ്ങളാണ് ഇന്ത്യയിൽ നിന്ന്. അവരെല്ലാം ഒന്നിച്ച് ചേർത്ത് ഹോൾഡ് ചെയ്തിട്ട് ഇന്ത്യൻ യൂണിയൻ ആണ് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഒറ്റ ഭൂപടം വരച്ച് ചേർത്തിട്ടുള്ള ഒരു സാധനത്തെയാണ് ഹോൾഡിംഗ് ടുഗദർ ഫെഡറലിസം എന്ന് പറയാം. കൂട്ടിവെക്കുക. കമ്മിങ് ടുഗദർ എന്താ ഈ പറഞ്ഞ സ്റ്റേറ്റ് എല്ലാം കൂടിയിട്ട് ഒരൊറ്റ ടൈറ്റിൽ വരിക. അതൊക്കെ ഡിഫറൻ്റ് ആണ് സ്റ്റേറ്റിൽ നിൽക്കുന്നെങ്കിൽ പോലും ഒരൊറ്റ ബാനറിൽ വരും. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഈ പറഞ്ഞ എല്ലാത്തിനും ഒന്നിച്ച് കൂട്ടിയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക. ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനത്തിൽ ഒരു ടൈറ്റിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്ന പരിപാടിയാണ് ഹോൾഡിംഗ് ടുഗദർ ഫെഡറലിസം. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് മേക്സ് ഇന്ത്യ ആസ് എ ഫെഡറൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 3 ടയർ സിസ്റ്റം നമുക്കുണ്ട്. മുകളിൽ ഒരാളുണ്ട്, താഴെ ഒരാളുണ്ട്. നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. കേന്ദ്ര മിനിസ്റ്ററി, സംസ്ഥാന മിനിസ്റ്ററി, ജില്ലയിൽ LSGs കാണാൻ പറ്റും. ഓക്കെ, സെൻട്രൽ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കാണാൻ പറ്റും. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ത്രിതല പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ വെർട്ടിക്കലായിട്ട് താഴേക്ക് വരുന്ന അധികാരങ്ങൾ. ഇനി ഈ പറഞ്ഞ അധികാരങ്ങൾ കൃത്യമായിട്ട് വിഭജിക്കാൻ വേണ്ടിയിട്ട് 3 ലിസ്റ്റുകൾ പറയുന്നുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ 3 ലിസ്റ്റുകൾ. അത് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് മാത്രം അധികാരമുള്ള സാധനങ്ങളാണ്. ഇപ്പം ന്യൂക്ലിയർ പവർ ആയിക്കോട്ടെ, മിലിറ്ററി ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, സംസ്ഥാന ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ പോലീസ് ആയിക്കോട്ടെ, അഗ്രികൾച്ചർ ആയിക്കോട്ടെ, ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത്. കൺകറന്റ്ലി വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റിനും ഒപ്പം തന്നെ സെൻട്രലിനും 2 പേർക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന സാധനത്തിനാണ് കൺകറന്റ് എന്ന് പറയാം. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ് ഒക്കെ ഈ പറഞ്ഞിട്ടുള്ള കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതാണ് 3 ലിസ്റ്റുകൾ. ഇത് കൂടാതെ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ട്, റെസ്യൂജറി പവേഴ്സ് എന്ന് പറയാം. റെസ്യൂജറി പവേഴ്സിൽ വരുന്നതാണ് സൈബർ ലോസും കാര്യങ്ങളൊക്കെ റെസ്യൂജറി പവേഴ്സിൽ വരുന്നത്. നിങ്ങൾക്ക് അത് പഠിക്കാനല്ലേ, ജസ്റ്റ് ഇവിടെ സാർ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ സാർ, വെള്ളം കുടിച്ചില്ല, വെള്ളം കുടിക്കാം കേട്ടോ, സെറ്റാക്കാം. ഓക്കെ, ഫണ്ടമെന്റൽ പ്രൊവിഷൻസ് കനോട്ട് ബി ചേഞ്ച് യൂണിലാറ്ററലി. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഫണ്ടമെന്റൽ പ്രൊവിഷൻസ് എന്ത് ചെയ്യുന്നില്ല, യൂണിലാറ്ററലി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സെൻട്രലിൻ്റെയും സ്റ്റേറ്റിൻ്റെയൊക്കെ ഒരു അനുമതി വേണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് സുപ്രീം കോർട്ടാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ആൾ, അമ്പയർ എന്നൊക്കെ വിളിക്കില്ലേ. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി ഹൗ ഈസ് ഫെഡറലിസം പ്രാക്ടീസ്ഡ് ഇൻ ഇന്ത്യ? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ആർ നെസസറി ഫോർ ദ അൺസക്സസ്ഫുൾ ഫെഡറലിസം. ഇത്ര ഉദ്ദേശിക്കുന്ന മകളെ, ദ റിയൽ സക്സസ് ഓഫ് ഫെഡറലിസം ഇൻ ഇന്ത്യ ക്യാൻ ബി അട്രിബ്യൂട്ടഡ് ടു ദ നാച്ചർ ഓഫ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് ഇൻ അവർ കൺട്രി. നമ്മൾ എത്രത്തോളം ഡെമോക്രാറ്റിക് ആയിട്ട് ജനാധിപത്യപരമായിട്ട് നമ്മുടെ നാടിനെ നോക്കി കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ നാട്ടിൽ ഫെഡറലിസം എന്ന് പറഞ്ഞ സംഭവം നന്നായിട്ട് വർക്കാവുക. ഓക്കെ, ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് സ്റ്റേറ്റ്സും കാര്യങ്ങളുണ്ട്. ബേസ് ഓഫ് ലാംഗ്വേജ് നിങ്ങൾക്കറിയാം, ആദ്യമായിട്ട് ഇന്ത്യയിൽ ലാംഗ്വേജിൻ്റെ ബേസിൽ ഉണ്ടായി വന്നിട്ടുള്ള സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് എന്നറിയപ്പെടുന്നത്. പോറ്റി ശ്രീരാമലുവിൻ്റെ കേസൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് എവിടെയും ഗൂഗിളിൽ അടിച്ചൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലാംഗ്വേജ് പോളിസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് പോറ്റി ശ്രീരാമലു കേട്ടോ. ഓക്കെ, സ്വാഭാവികമായിട്ട് ലാംഗ്വേജ് പോളിസിയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന, ലാംഗ്വേജിൻ്റെ ബേസിസിൽ രൂപം കൊള്ളുന്ന സ്റ്റേറ്റുകളെയാണ് നമ്മളിവിടെ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള 22 ലാംഗ്വേജസിനെ കൃത്യമായിട്ട് സ്കെഡ്യൂൾ 8 കാണിക്കുന്നുണ്ട് എത്രത്തോളം ഭാഷകൾ നമുക്ക് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് പറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സാറേ നാളെ എക്സാം ആണ്, മോട്ടിവേഷൻ തരുമോ? ഇതാ ഇരിക്കണു, 7 മണിക്ക് മുന്നേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ഹരിസാർ ഇതാ 10-10:30 ആവുന്നു. എന്നിട്ടും ഇതേ ഇരിപ്പിരുന്നിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കുന്നു. അതിൻ്റെ ഒരു പകുതി വേണ്ട, അതിൻ്റെ ഒരു 1/4 ഭാഗം എൻ്റെ മക്കൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ, നിങ്ങൾ ശ്രമിക്കാൻ റെഡിയാണെങ്കിൽ നാളത്തെ എക്സാം നന്നായിട്ട് പഠിക്കാൻ പറ്റും. അത്ര എനിക്ക് പറയാനുള്ളൂ. ജീവിച്ചിരിക്കുന്ന എക്സാമ്പിൾ ഇതാ. ഓക്കെ, ഡീസെൻട്രലൈസേഷൻ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. വെൻ പവർ ഈസ് ടേക്കൺ അവേ ഫ്രം സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ഗിവൻ ടു ലോക്കൽ ഗവൺമെന്റ് ഈസ് കോൾഡ് ഡീസെൻട്രലൈസേഷൻ. അതായത് അധികാരങ്ങൾ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാതെ താഴേക്ക് വന്ന് LSG അഥവാ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇടയിലേക്ക്, അതായത് നമ്മൾ പറയില്ലേ ജനാധിപത്യത്തിന് ഏറ്റവും താഴെ തട്ടിലുള്ള രൂപം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഡീസെൻട്രലൈസേഷൻ അഥവാ അധികാര വികേന്ദ്രീകരണം എന്ന് പറയാം. ദ മേജർ സ്റ്റെപ്പ് വാസ് ടുവേഴ്സ് ഇൻ ഡീസെൻട്രലൈസേഷൻ വാസ് ടേക്കൻ ഇൻ 1992 ആണ്. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. റിസർവേഷനും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ജെൻഡർ, റിലീജിയൻ, കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ. ഓക്കെ, ജെൻഡർ, റിലീജിയൻ, കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ഇത് വളരെ സിമ്പിളാണ്. ജെൻഡർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വരിക പബ്ലിക് പ്രൈവറ്റ് ഡിവിഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ വിമൻ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. റിലീജിയൻ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. റിലീജിയനും പൊളിറ്റിക്സും കമ്മ്യൂണിക്കേഷനെ പറ്റിയൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ കാണും. കാസ്റ്റിനെ പറ്റി കാണും. ആദ്യത്തെയാണ് ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം. ജെൻഡർ ഇസ് കൺസിഡർഡ് ആസ് നാച്ചുറൽ ആൻഡ് അൺചേഞ്ചബിൾ എന്ന് പറഞ്ഞു വെക്കുന്നത്. അതായത് സോഷ്യലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സോഷ്യലി കൺസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, ഒരു ടേമിനാണ് നമ്മൾ ജെൻഡർ എന്ന് വിളിക്കുക. സ്വാഭാവികമായിട്ട് അതിന് പബ്ലിക് പ്രൈവറ്റ് ഡിവിഷനും സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ, അതായത് സ്ത്രീകൾ അടുക്കളയിൽ പണിയെടുക്കുക, പുരുഷന്മാർ പുറത്തുപോയി പണിയെടുക്കുക ഒരു വൃത്തികെട്ട സോഷ്യൽ നോംസും കാര്യങ്ങൾക്ക് ഉണ്ടായി വന്നിട്ടുള്ളത് ഈ പറഞ്ഞ ജെൻഡർ എന്ന് പറഞ്ഞ ടേമിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ഫെമിനിസം എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ കുറേ പേർക്ക് ഇതെനിക്ക് നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ട്. ഇത് നമ്മൾ
കൃത്യമായിട്ട് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമായിട്ട് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞുതരാം. ഫെമിനിസം എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് ചിന്തയുണ്ട് സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ തലയിൽ കയറാനുള്ള സംഭവമായിട്ടാണ് ഫെമിനിസത്തെ കാണുന്നത്. ഒരിക്കലുമല്ല. സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ഈക്വൽ ആയിട്ടുള്ള ആളുകളാണെന്ന് നമ്മളോട് പറയുന്ന ഒരു സംഭവത്തിനാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ഓക്കെ, അതിനുവേണ്ടി അവർക്ക് അങ്ങനെ പറയേണ്ടി വരുന്നുണ്ടല്ലോ. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ഓക്കെ, അങ്ങനെ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് പ്രശ്നം. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, നമ്മളെല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക. സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ നമ്മൾ ഒരേപോലെയാണ്. ആരും ഒരാളുടെ മേലെയോ ഒരാളുടെ താഴെയോ അല്ല. സാറ് പറയണത് സ്യൂഡോ ഫെമിനിസം എന്ന് പറഞ്ഞ് നടക്കണം കുറേ കണ്ണടയും വെച്ച് അങ്ങനത്തെ ടീംസിനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ച് ആക്ച്വലായിട്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരേപോലെ അവകാശം വേണമെന്ന് പറയുന്ന ആ ആളുകളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്വാഭാവികമായിട്ട് ഫെമിനിസം ഹെൽപ്പ് ടു ഇംപ്രൂവ് വുമൺസ് റോൾ ഇൻ പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ആരും ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രിയങ്ക ചോപ്ര ഒരു ഇൻ്റർവ്യൂ പറയുന്നത് ഞാൻ കേട്ടതാണ്. ആരും 200 പൗണ്ടുള്ള ഒരാൾ ഇടിച്ചിടുക അല്ലെങ്കിൽ നിങ്ങളെ കായിക ബലം കാണിക്കുക, അതല്ല ഫെമിനിസം എന്ന് പറയുന്നത്. അതല്ല പുരുഷന് ആവണം എന്ന് പറയാം. പുരുഷന്മാരെന്ന് ആൾക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട്. സെയിം ഓഫീസിൽ അതേ ചെയറിൽ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം ആർക്കുണ്ട്? സ്ത്രീകൾക്കുണ്ട്. അതിനാണ് ഫെമിനിസം എന്നുകൊണ്ട് സിംപിളി ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്റ്റിൽ ഡ്യൂ ടു ദ പാട്രിയാർക്കിയൽ നേച്ചർ ഓഫ് അവർ സൊസൈറ്റി വുമൺ ഫേസ് ഡിസഡ്വാൻറ്റേജസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഒപ്രഷൻ ഇൻ വേരിയസ് വേസ്. നമ്മുടെ സമൂഹം നന്നാവാത്തതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഇന്നും സ്ത്രീകൾ നേരിടേണ്ടി വരുന്നത്. അപ്പം അതിനെയാണ് ഫെമിനിസം എന്ന് പറഞ്ഞ ആശയത്തിൽ വരുന്നത് എന്ന് കരുതിയിട്ട് പുരുഷന്മാരെന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാം സഹിച്ച് ഇപ്പം നിങ്ങൾ കണ്ട ഇപ്പം അതിലേക്ക് അധികം പോകുന്നില്ല. എനിവേ, ഈ പറഞ്ഞ ലിബറേറ്റ് റേറ്റ് 54% എന്ന് പറഞ്ഞു നോക്കുന്നത് ഡ്രോപ്പ് ഔട്ട് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൊപ്പോർഷൻ ഓഫ് വുമൺസ് എമംഗ് ദ ഹൈലി പെയ്ഡ്, അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ബീഹാറിൽ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പെൺകുട്ടികളാണെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്കൂളിൽ വിടാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യയിലുള്ള മൊത്തത്തിലുള്ള ഡ്രോപ്പ് ഔട്ട് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ സെക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വേറൊരു സാധനം തന്നെയാണ്. അതായത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ടേമാണ് സെക്സ് എന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ട് സെലക്റ്റീവ് ആയിട്ടുള്ള, നിങ്ങൾ ചിന്തിച്ചാൽ മതി, പെൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ അബോർഷൻ ചെയ്യുന്ന ഒരുപാട് ഉത്തരേന്ത്യയിലുള്ള പോട്ടെ എനിക്ക് പറയാൻ മടിയുണ്ടെന്നാൽ പോലും കേരളത്തിൽ പണ്ട് കുറച്ചു കാലം മുന്നേ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ വരെ പെൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ അബോർഷൻ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഹരാസ്മെൻറ്റും എക്സ്പ്ലോയിറ്റേഷനും കാര്യങ്ങളൊക്കെ. ഇച്ചിരി താങ്ക് യു. മതി താങ്ക് യു. ഓക്കെ, യെസ്, ആരാത്? ഹസാദ്യ. നോ, ഐ എം നോട്ട് ഇഗ്നോറിങ് യു. ഓക്കെ, ഞാൻ ഇഗ്നോർ ചെയ്യുന്നില്ല, ഞാൻ കാണുന്നുണ്ട് എല്ലാവരും. പക്ഷേ കുറച്ച് സ്പീഡ് പോയില്ലെങ്കിൽ നമുക്കിനി ക്ലാസ് തീരില്ല, അതുകൊണ്ടാട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റുക? ഡൊമസ്റ്റിക് വയലൻസും സ്ത്രീധനവും ഒക്കെ വാങ്ങിച്ചിട്ട് കമോൺ എങ്ങനെയാണ് നമുക്കിത് ഇല്ലാണ്ടാക്കാൻ പറ്റുക? സ്ത്രീധനം എന്നൊക്കെ പറയുമ്പോൾ ഹരിസാറിന് ഒരുപാട് പറയാനുണ്ടാവും. അത് പറഞ്ഞു കഴിഞ്ഞാൽ സമയം വൈകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നുള്ളൂ. സ്ത്രീധനം വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും അങ്ങനെ ആരെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ അടിച്ച് പരത്തിക്കോ എല്ലാത്തിനും. ഓക്കെ, ഞാൻ പറയണം. ഓക്കെ, നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കുക, പോലീസിന് കംപ്ലയിൻറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് എവിടെയും കാണുകയാണെങ്കിൽ സ്ത്രീധനം വാങ്ങിക്കുന്നതിനും കൊടുക്കുന്നതിനും ഒക്കെ എന്ത് ചെയ്യാം? കൊടുക്കുന്നതിനും വാങ്ങിക്കുന്നതിനും രണ്ടുപേരും ക്രിമിനൽസാണ്. കേസ് കൊടുത്തോളൂ, നിങ്ങൾ ഇടപെട്ടോളൂ, പറഞ്ഞോളൂ. ഓക്കെ, സെറ്റ്. വുമൻസ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ മോർ ഇന്നോവേറ്റീവ്. അപ്പോൾ ഇങ്ങനെ പ്രശ്നമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എഡ്യൂക്കേഷൻ ഉണ്ടാവണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഗാന്ധി വ്യൂവും കാര്യങ്ങളൊക്കെ റിലീജിയൻ കമ്മ്യൂണിസം ആൻഡ് പൊളിറ്റിക്സ് പോലുള്ള കാര്യങ്ങൾ എക്സ്പ്രഷൻ ഓൺ റിലീജിയൻ പൊളിറ്റിക്സ്, ഈ പറഞ്ഞുള്ള പൊളിറ്റിക്സ് റിലീജിയന് കയറി വന്നു കഴിഞ്ഞാൽ അത് സീന. ഓക്കെ, അതിന് രണ്ടായിട്ട് വരിക. റിലീജിയൻ ഈസ് കംപ്ലീറ്റ്ലി, ഫെയ്ത്ത് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം അഡ്മിനിസ്ട്രേഷൻ അല്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, അത് രണ്ടും ഒരുമിച്ച് വന്നാൽ എന്നും പ്രശ്നമാണ്. റിലീജിയനും പൊളിറ്റിക്സും അല്ലെങ്കിൽ ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആ നാട് കുട്ടിച്ചോറായി എന്നർത്ഥം. ഒരിക്കലും റിലീജിയൻ ഈസ് ഡസ് നോട്ട് കം അണ്ടർ എന്തിൻ്റെ കീഴിൽ വരരുത്? അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ വരരുത്. ഓക്കെ, റെഡി. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക രണ്ട് സാധനമാണ്. ഓക്കെ, റിലീജിയൻ ഈസ് കംപ്ലീറ്റ്ലി അപ് ടു എ പേഴ്സൺ. ഓക്കെ, ഒരു ഫെയ്ത്ത് ആണത്. അതൊരിക്കലും ഈ പറഞ്ഞ ഫെയ്ത്ത് നമ്മുടെ ഭരണത്തിലേക്ക് വരാനും പാടില്ല. ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നത്തിലേക്ക് നയിക്കും. ഓക്കെ, ഗാന്ധിയൻ വ്യൂ ഉണ്ട്, റിലീജിയൻ ക്യാൻ നെവർ ബി സെപ്പറേറ്റഡ് ഫ്രം പൊളിറ്റിക്സ് എന്നാണ് ഗാന്ധി പറയുന്നത്. റിലീജിയനെ നമുക്ക് ഒരു കാരണവശാലും പൊളിറ്റിക്സിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റില്ല. ഓക്കെ, അത് ശരിയാണ്, പൊളിറ്റിക്സ് ആണ്. ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഗവേണൻസും പൊളിറ്റിക്സും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഗവേണൻസിലേക്ക് പൊളിറ്റിക്സിനെ ഈ പറഞ്ഞ റിലീജിയനെ കൊണ്ടുവന്ന പ്രശ്നമാണ്. പക്ഷേ പൊളിറ്റിക്സിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല റിലീജിയനെ. വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. റിലീജിയൻ എപ്പോഴും എന്തിൻ്റെയും ഭാഗമാണ്, പൊളിറ്റിക്സിൻ്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, കമ്മ്യൂണൽ റൈറ്റ്സ് നീഡ് ഫോർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണൽ റൈറ്റ്സും കാര്യങ്ങളൊക്കെ, അതായത് മതപരമായിട്ടുള്ള റിലീജിയസ് പരമായിട്ടുള്ള യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി വരുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം അവിടെ ഇഗ്നൈറ്റ് ആവും എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ഡിസ്ക്രിമിനേഷൻ വിത്ത് വുമൺ അണ്ടർ ദ നെയിം ഓഫ് ഫാമിലി ലോസ്. ഈ പറഞ്ഞ ഫാമിലി ലോസിൻ്റെ കേസും പറഞ്ഞിട്ട്, അതായത് ഈ പറഞ്ഞിട്ടുള്ള കുടുംബത്തിലെ നിയമങ്ങൾ, അതേ പറഞ്ഞ ഒരുപാട് ഇപ്പോൾ റിലീജിയസ് വൈസ് നോക്കുകയാണെങ്കിൽ ഫാമിലി വൈസ് നോക്കുകയാണെങ്കിലൊക്കെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുടുംബത്തിലെ ഇളയ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഇളയ എന്നൊക്കെ പറഞ്ഞിട്ട്
കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്നാ പറഞ്ഞു വെക്കുന്നത്. ഇൻസ്റ്റൻസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് വെൻ വി അനലൈസ് മേ ഫൈൻഡ് ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ്. നമുക്കത് ശരിക്കും നമ്മളതിനെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ റിലീജിയൻ എന്ന് പറഞ്ഞ സാധനം ഗവേണൻസിനെ ബാധിക്കുന്നുണ്ട്. റിലീജിയൻ എന്ന് പറഞ്ഞ സാധനം നോംസിനെ ബാധിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ജെൻഡർ എന്ന് പറഞ്ഞ സ്റ്റീരിയോ ടൈപ്പിക്കൽ ആയിട്ടുള്ള ആ സാധനത്തിനെ റിലീജിയൻ എന്ന് പറഞ്ഞ സാധനം ബൂസ്റ്റ് ആക്കുക ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ദീസ് പൊളിറ്റിക്കൽ ആക്ട്സ് ആർ നോട്ട് റോങ് ഇഫ് ദേ ട്രീറ്റ് എവറി റിലീജിയൻ ഈക്വലി. എല്ലാ റിലീജിയനും ഈക്വലായിട്ട് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? ഇല്ല. റിലീജിയനെ ഗവേണൻസിൻ്റെ ഭാഗമാക്കി മാറ്റാതിരുന്ന പ്രശ്നമുണ്ടോ? നല്ല കാര്യം. എന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഭരണത്തിൽ ഒരു കാരണവശാലും മതം കയറി വരരുത്. ഓക്കെ, മതം ഇസ് മതം. മതത്തിൽ പൊളിറ്റിക്സ് ഉണ്ടോ? ഓക്കെ, ഉണ്ടാ, കുഴപ്പമില്ല, പൊളിറ്റിക്സിലായിക്കോട്ടെ. ഭരണത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിലീവ് ദാറ്റ് പീപ്പിൾ ബിലോങ് ടു ദ സെയിം റിലീജിയൻ ഷുഡ് ഫോം എ നേഷൻ എന്ന് പറഞ്ഞു നോക്കുന്നത്. അതേ ഒരേ മതത്തിൽപ്പെട്ട ആളുകൾ എന്ത് ചെയ്യണം, ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു നേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും. അതേപോലെ തന്നെ യൂസ് ടു എസ്റ്റാബ്ലിഷ് ഡോമിനേഷൻ ഓഫ് വൺ റിലീജിയൻ ഓവർ ദി അതർ റിലീജിയൻ. ഒരു റിലീജിയന് മുകളിൽ മറ്റൊരു റിലീജിയൻ പവർ ഡോമിനേഷൻ കാണിക്കുന്നതും പ്രശ്നം തന്നെയാണ്. ഒരു റിലീജിയൻ, ഒരു മതത്തിന് മുകളിൽ മറ്റൊരു മതം പവർ ഡോമിനേഷൻ കാണിക്കുന്നത് എന്ത് കാരണവും പ്രശ്നങ്ങൾക്ക് കാരണം, അത് കമ്മ്യൂണൽ റൈറ്റ്സിലേക്ക് കാരണവും പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, റിലീജിയൻ ഇസ് എ ബേസിസ് ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞു. റിലീജിയൻ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ ഭാഗം തന്നെയാണ്. ഓക്കെ, നോട്ട് ബേസിസ്. ഇവിടെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്. റിലീജിയൻ ഈസ് നോട്ട് എ ബേസിസ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിക്ക് റിലീജിയൻ ഒരു ബേസ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഹ്യൂമൻ അല്ലെങ്കിൽ മനുഷ്യൻ ആണ് എന്തിൻ്റെ ബേസ്, സൊസൈറ്റിയുടെ ബേസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഹ്യൂമനിസം അഥവാ മാനവികതയാണ് ഒരു സൊസൈറ്റിയുടെ ബേസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ടെക്സ്റ്റ് ബുക്കിൽ റിലീജിയൻ ഇസ് എ ബേസ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നുണ്ട്. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ഓക്കെ, റെഡി. റിലീജിയൻ അല്ല ഒരു സൊസൈറ്റിയുടെ ബേസ് എന്ന് പറയുന്നത്, മനുഷ്യനാണ്. അപ്പോൾ ബിലീഫ്സ് ഓഫ് വൺ റിലീജിയൻ ഇസ് പ്രസന്റഡ് ആ സുപ്പീരിയർ ടു ദോസ് ഓഫ് അതർ റിലീജിയൻ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഒരു റിലീജിയന് മുകളിൽ മറ്റൊരു റിലീജിയൻ എന്ത് ചെയ്യുന്നത്, പവർ ഡോമിനേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക, ഒരു സുപ്പീരിയോറിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ തീർന്നു എല്ലാം. ഓക്കെ, അപ്പോൾ ദ ഫോളോവേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ റീജിയൻ മസ്റ്റ് ബിലോങ് ടു വൺ കമ്മ്യൂണിറ്റി. ദ ഫണ്ടമെന്റൽ ഇൻട്രസ്റ്റ് ആർ ദ സെയിം എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അവരുടെ ഫണ്ടമെന്റൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ സ്വഭാവമായിട്ട് സ്റ്റേറ്റ് പവർ ഈസ് യൂസ് ടു എസ്റ്റാബ്ലിഷ് ഡോമിനേഷൻ ഓഫ് വൺ റിലീജിയസ് ഗ്രൂപ്പ് ഓവർ ദ റെസ്റ്റ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മൈനോറിറ്റി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു റിലീജിയന് മുകളിൽ മെജോറിറ്റി ആയിട്ടുള്ള റിലീജിയൻ അതിക്രമം കാണിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി എ റോങ് വൺ. കംപ്ലീറ്റ്ലി തപ്പായ ഒരു സാധനം തമിഴിൽ പറയില്ലേ, തമിഴ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്ന് തപ്പ്. ഓക്കെ എന്ന് പറയില്ലേ. തിങ്കിങ് ബിഹൈൻഡ് ദ കമ്മ്യൂണൽ മൈൻഡ്. കമ്മ്യൂണലിസം ക്യാൻ ടേക്ക് വേരിയസ് ഫോംസ് ഇൻ പൊളിറ്റിക്സ്. കമ്മ്യൂണലിസം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ പല സ്വഭാവങ്ങൾ വരുത്താൻ പറ്റും. റിലീജിയസ് പ്രിജുഡീസസ്, അതായത് മതപരമായിട്ടുള്ള കുറേ മുൻധാരണകൾ വെച്ചുകൊണ്ടുള്ള പരിപാടികളുണ്ട്. സ്റ്റീരിയോ ടൈപ്സ് ഓഫ് റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ബിലീവ്സ് ഇൻ ദ സുപ്പീരിയോറിറ്റി ഓഫ് വൺ റിലീജിയൻ ഓവർ അതർ റിലീജിയൻസ്. ഇത് പറഞ്ഞ കാര്യം തന്നെയാണ്, എന്നാൽ പോലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. എ കമ്മ്യൂണൽ മൈൻഡ് വിത്ത് ദ ക്വസ്റ്റ് ഫോർ പൊളിറ്റിക്കൽ ഡോമിനൻസ് ഓഫ് ടു മെജോറിറ്റി ആൻഡ് ഡോമിനൻസ്. ഈ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഈ വാക്ക് നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കുക. എ കമ്മ്യൂണൽ മൈൻഡ് വിത്ത് ക്വസ്റ്റ് ഫോർ പൊളിറ്റിക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞു. അതായത് ഒരു മതം അല്ലെങ്കിൽ ഒരു ജാതിയുടെ ബേസിൽ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരാൾ പൊളിറ്റിക്കൽ ഡോമിനൻസിന് വേണ്ടി ശ്രമിക്കുകയാണെന്ന് ഇരിക്കുക. ക്വസ്റ്റ് ഫോർ പൊളിറ്റിക്കൽ ഡോമിനൻസ്, അതായത് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയിട്ട് മനസ്സിൽ രാഷ്ട്രീയ ചിന്ത എന്നതിലുപരി മതപരമായിട്ടുള്ള ചിന്ത വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ടു മെജോറിറ്റേറിയൻ ഡോമിനൻസ്, ദാറ്റ് ഈസ് റോങ്. അത് കംപ്ലീറ്റ്ലി തെറ്റായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അയാളുടെ മനസ്സിൽ എന്തുണ്ടാവണം, അയാളുടെ മനസ്സിൽ നാടിന് വേണ്ടി നന്മ ചെയ്യണം. അതിലൊരിക്കലും റിലീജിയൻ കടന്നു വരാൻ പാടില്ല. റിലീജിയൻ എന്ന് പറയുന്ന സാധനം കടന്നു വരാൻ മാക്സിമം ഒഴിവാക്കുക. കമ്മ്യൂണലിസ്റ്റിക് ഐഡിയാസ് ഒഴിവാക്കുക. യൂസ് ഓഫ് സീക്രട്ട് സിംബൽസ്, റിലീജിയസ് ലീഡേഴ്സ് എക്സെട്ര ടു മൊബിലൈസിങ് പീപ്പിൾ സപ്പോർട്ട് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. സംടൈംസ് കമ്മ്യൂണലിസം ടേക്സ് ഇറ്റ്സ് മോസ്റ്റ് അഗ്ലിയസ്റ്റ് ഫോം ഓഫ് കമ്മ്യൂണൽ വയലൻസ്, റൈറ്റ്സ് ആൻഡ് മസാക്കർ. സോ വാട്ട് ഈസ് ദ സൊല്യൂഷൻ? ഇതിനെന്താ പ്രശ്നം? ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, മസാക്കർ ഉണ്ടാകുമ്പോൾ, കൂട്ടക്കുരുതികൾ ഉണ്ടാകുമ്പോൾ, ഈ പറഞ്ഞിട്ടുള്ള വർഗീയ ലഹളകൾ ഉണ്ടാകുമ്പോൾ എന്താ അതിന് തടയാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുക? ഒന്നുമില്ല. സെക്യുലർ സ്റ്റേറ്റ് എന്ന് തന്നെ നമ്മുടെ രാഷ്ട്രം പറഞ്ഞു വെക്കുന്നുണ്ട്, നമ്മുടെ ഭരണഘടന പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതരത്വ രാഷ്ട്രമാണ്. ഇന്ത്യയിൽ ഒരു മതം, ഇന്ത്യയിൽ അത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് യാതൊരു വിധത്തിലുള്ള, ഇപ്പം ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു ദർ ഇസ് നോ രാഷ്ട്രഭാഷ അല്ലേ, ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ നമുക്ക്. ഈ പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക നാഷണൽ ലാംഗ്വേജ് നമുക്കില്ല. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഒരു ദേശീയ മതം ഇല്ല. ഇന്ത്യക്ക് ഒരു നാഷണലിസ്റ്റിക് റിലീജിയൻ, നാഷണൽ റിലീജിയൻ ഇല്ല. ഇന്ത്യയിൽ എല്ലാ റിലീജിയനും ഒരേപോലെയാണ് കണക്കാക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ദാറ്റ് ഈസ് നോൺ എ സെക്യുലർ സ്റ്റേറ്റ്. എല്ലാ മതങ്ങളെയും ഈക്വൽ ആയിട്ട് കാണാനാണ് ഭരണഘടന പറയുന്നത്. ഒരു മതവും ഇവിടെ സുപ്പീരിയർ അല്ല. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. ദ സൊല്യൂഷൻ ഈസ് സെക്യുലർ സ്റ്റേറ്റ്, നോ സിംഗിൾ റിലീജിയൻസ് ഗിവൻ പ്രയോറിറ്റി. സ്വാഭാവികമായിട്ടും ഓൾ റിലീജിയൻസ് ആർ ട്രീറ്റഡ് ഈക്വലി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എല്ലാ മതങ്ങളും എന്ത് ചെയ്യണം, ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഹൗ ഡിഡ് സെക്യുലറിസം പ്രാക്ടീസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ മതങ്ങളാവാം, മതങ്ങൾ വേണം, ഉണ്ടാവണം, നിർബന്ധമാണ്.
ഇപ്പോൾ ഓരോരുത്തരുടെയും ഫെയ്ത്ത് ഓരോരുത്തരുടെയും മാത്രം ഫെയ്ത്താണ്, അത് ഉണ്ടാവണം. റിലീജിയൻ എന്ന് പറയുന്ന സാധനം ഒരു റിലീജിയൻ മറ്റൊരു റിലീജിയൻ്റെ അപ്പർ ഹാൻഡിൽ ആയിരിക്കരുത് നിൽക്കണത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കുക. ദർ ഇസ് നോ ഒഫീഷ്യൽ റിലീജിയൻ ഇൻ ഇന്ത്യ. The Constitution provides all individuals and communities freedom to profess, practice and propagate any religion or not to follow any of these. അതായത് റിലീജിയൻ ഉണ്ടാവണം. ഒരാൾ മതത്തിൽ വിശ്വസിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ ഒരാൾ മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയാനുള്ള അധികാരം എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് മതമുണ്ടോ? എനിക്ക് മതമില്ല. എനിക്ക് മതമുണ്ടോ? മതമുണ്ട്. രണ്ടും പറയാനുള്ള അവകാശം ആര് കൊടുക്കുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. എന്ന് കരുതിയിട്ട് ആരുടെ മേലും അതിക്രമിച്ചിട്ട് ഇന്ന മതത്തിന് മുകളിൽ ഇന്ന മതമാണ് നല്ലത് എന്ന് പറയാനുള്ള അധികാരം ആർക്കും ഇല്ല. പക്ഷേ ആൾക്ക് പ്രൊഫസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം, ആശയങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാം, പ്രൊഫസ് ചെയ്യാം. ഇന്നതാണ് എൻ്റെ മതത്തിൻ്റെ നല്ല ഗുണങ്ങൾ, നല്ല വശങ്ങൾ നമുക്ക് പറയാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം. അത് ഭരണഘടന പറയുന്നുണ്ട്. ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ആ മതം മറ്റൊരു മതത്തിലുള്ള പെട്ട ആളുകളുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലാവരുത് എന്നും കൂടിയാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, റെഡി. അപ്പോൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ബട്ട് അറ്റ് ദ സെയിം ടൈം കോൺസ്റ്റിറ്റ്യൂഷൻ അലോസ് ദ സ്റ്റേറ്റ് ടു ഇന്റർവീൻ ഇൻ ദി മാറ്റർ ഓഫ് റിലീജിയസ് ഓർഡർ ടു എൻഷുർ ഇക്വാലിറ്റി വിത്തിൻ ദ റിലീജിയസ് കമ്മ്യൂണിറ്റീസ്. ഈ പറഞ്ഞിട്ടുള്ള മതത്തിൻ്റെ ഇടയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ഇക്വാലിറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ സാർ, വൈ റിലീജിയൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ പൊളിറ്റിക്സ്? ബിക്കോസ് മക്കളെ നിങ്ങൾ ചിന്തിക്കുക, ഒരു ഏരിയയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ റീജിയനിലുള്ള ആളുകൾ വിശ്വസിക്കുന്ന ഒരു മതം ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു വിശ്വാസം ഉണ്ടെന്ന് വിചാരിക്കാം. മതം വേണ്ട, ഒരു വിശ്വാസം ഉണ്ടെന്ന് വിചാരിക്കാം. ആ വിശ്വാസത്തിൽ പെടാത്ത ഒരാളാണ് അവിടെ പാർട്ടി ഒരു മത്സരിക്കുന്നതെന്ന് വിചാരിക്കാം. അതായത് ഇപ്പം ഞാൻ നിൽക്കുന്ന ചുറ്റുപാടിൽ ഒരു പെർട്ടിക്കുലർ വിശ്വാസം ഉണ്ടെന്ന് വിചാരിക്കാം. അവിടെ അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ പുറത്തുനിന്ന് വേറൊരു വിശ്വാസത്തിൽപ്പെട്ട ഒരാൾ അവിടെ വന്നൊരു ഇലക്ഷന് മത്സരിക്കാമെന്ന് വെച്ചോ, ജയിക്കുമോ? അയാൾ ജയിക്കില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി അപ് ടു പൊളിറ്റിക്കൽ സാധനം. ഇത് വോട്ട് ബാങ്ക്, റിലീജിയസ് വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ കുറേ സാധനങ്ങൾ വേറെ ഇതിലുണ്ട്. അപ്പോൾ റിലീജിയൻ നമ്മുടെ പൊളിറ്റിക്സിലുണ്ട്, ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കണം എന്താണെന്ന് അറിയോ? മതം എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും രാഷ്ട്രീയത്തിലോ ഭരണത്തിലോ വരരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബട്ട് ആക്ച്വലി അത് ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണയായിപ്പോൾ. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ സാർ, എല്ലാം ഒരു മായം അല്ലേ സാർ? മായം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇംഗ്ലീഷ് പറയുമോ? അതിനെന്താണ് മായം? അഡൾട്രേഷനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കറിയില്ല എന്താണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സ്വാഭാവികമായിട്ട് കമ്മ്യൂണലിസം വേഴ്സസ് സെക്യുലറിസം വേഴ്സസ് എംപോർട്ടൻ ദിസ് ഏരിയ. അപ്പം എന്താണ് ഈ പറഞ്ഞ കമ്മ്യൂണലിസം ആണോ സെക്യുലറിസം ആണോ, ഏത് ഏരിയ ആണ് നല്ലത് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ കാസ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് നോക്കണം. ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്. അതായത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഒരു റിലീജിയൻ്റെ അകത്ത് തന്നെ ഒരുപാട് കാസ്റ്റുകളുണ്ട്. ഓക്കെ, ഉപജാതികൾ എന്നൊക്കെ പറഞ്ഞ ജാതികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻ ഇന്ത്യ കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റിംഗ് ഇന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ സാധനം എടുത്തു കളയപ്പെട്ടു ഇന്ത്യയിൽ എന്നുള്ളത്? ഒരിക്കലും ഇല്ല. ജാതി എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിൽ ഇന്നും പ്രിവൈലൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, സാർ തമിഴ്നാട്ടിൽ നടക്കുന്ന ജാതിപരമായിട്ടുള്ള കൂട്ടക്കൊല, ഒരാൾ വേറെ ജാതിപ്പെട്ട ഒരാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിനെ കൊന്നുകളയുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു സമൂഹം ഇന്ന് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലുണ്ട്. അത് തമിഴ്നാട്ടിലല്ലേ, കേരളത്തിലുണ്ട്, കേരളത്തിൽ നടന്നിട്ടുമുണ്ട്. ഇനി മുന്നേ നടന്നിട്ടുള്ള കെവിൻ്റെ കേസൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി, കാസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റിൽ എക്സിസ്റ്റ് ഇന്ത്യയിൽ. ഓക്കെ, കാസ്റ്റിസം എന്ന് പറയുന്നത് സ്റ്റിൽ എക്സിസ്റ്റഡ് ആണ്, ആളുകളുടെ മൈൻഡിൽ റൂട്ടഡ് ആണ്. അത് പെട്ടെന്നൊന്നും പിഴുതു കളയാൻ പറ്റൂല എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. യുണീക് ബേസ്ഡ് ഓൺ ഹെറിഡിറ്ററി ഒക്യുപ്പേഷണൽ ഡിവിഷൻ സാങ്ഷൻഡ് ബൈ റിച്വൽസ് എന്ന് പറഞ്ഞു നോക്കുന്നത് ഡിസ്ക്രിമിനേഷൻ ഓഫ് അൺടച്ചബിലിറ്റി. കേരളത്തിൽ തന്നെ കുറച്ച് കാലം ഇൻ ദ സെൻസ് ഒരു 10-100 കൊല്ലം മുന്നേ, ഒരു 100 കൊല്ലം മുന്നേ കൂട്ടിക്കോ നിങ്ങൾ. ഒരു 100 കൊല്ലം മുന്നേ എന്താണ് കേരളത്തിലെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൺടച്ചബിൾ ആയിട്ടുള്ള ആളുകൾ, അൺടച്ചബിലിറ്റി കൂടുതലുള്ള അത് ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. പക്ഷേ ഇന്ന് അതിൻ്റെ ഫോംസ് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇല്ല എന്ന് പറഞ്ഞാൽ പോലും പല ആളുകളുടെ ഉള്ളിലും എവിടെയൊക്കെയോ കാസ്റ്റിസം ഉണ്ട്. ഓക്കെ, കാസ്റ്റിസം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എങ്ങനെ കാണിച്ചു തരേണ്ടത് എനിക്കറിയില്ല, എനിക്ക് തൊട്ട് കാണിച്ചു തരാൻ പറ്റില്ല ആളുകളെ. പക്ഷേ ആളുകളുടെ ഉള്ളിലുണ്ട് എന്ന് തോന്നുന്ന പല ഇൻസിഡൻസും നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ വാർത്ത കണ്ടാൽ മനസ്സിലാവും. റീസൺസ് ഫോർ ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം. സോഷ്യൽ റിഫോം അഡ്വക്കേറ്റഡ് ആൻഡ് വർക്ക്ഡ് ഫോർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. സോഷ്യോ എക്കണോമിക് ചേഞ്ചസ്, സാമൂഹ്യപരമായിട്ടുള്ള സാമ്പത്തികപരമായ ചേഞ്ചസ്, അർബനൈസേഷൻ, ലിറ്ററസി, എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷണൽ ആൻഡ് മൊബിലിറ്റി എക്സെട്ര പോലുള്ള സാധനങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ പറ്റും. സ്വാഭാവികമായിട്ടും മാരേജ്, കല്യാണം ഈ പറഞ്ഞ കാസ്റ്റുമായി റിലേറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കാസ്റ്റ് ഇൻ പൊളിറ്റിക്സ് എന്നുകൊണ്ട് നമ്മൾ പറയുന്നത്. ഈ ഒരു കാര്യം ജസ്റ്റ് പറഞ്ഞു തന്നെ നമ്മളൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്ററാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. ഓക്കെ, പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് മക്കളെ. ഇതിൽ നിങ്ങൾ കുറച്ച് പാർട്ടീസിനെ കാണും. ഇത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പാർട്ടീസ് ആവശ്യമായിട്ട് വരുന്നത്? ദർ ആർ ബോഡീസ് ദാറ്റ് ഹെൽപ്പ് ഇൻ സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓൺ ദ ഐഡിയൽസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി. ദേ ആർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഷെയറിംഗ് സിമിലർ ഐഡിയൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ വിശ്വാസം പുലർത്തുന്ന അല്ലെങ്കിൽ ഒരേ ആശയങ്ങൾ, ഐഡിയോളജി പുലർത്തുന്ന ആളുകളെയൊക്കെയാണ് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിൽ കാണുക എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്.
സാർ സെക്യുലർ സ്റ്റേറ്റ് എന്താണ്? മതേതരത്വ രാഷ്ട്രം, ഒരു മതവും ഒരു മതത്തിന് മുകളിലല്ല എന്ന് പറയുന്നതാണ് സെക്യുലർ സ്റ്റേറ്റ് കേട്ടോ. ഓക്കെ, ദർ ആർ ബോഡീസ്. അപ്പോൾ ഇതാണ് ഒരേ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളൊക്കെയാണ് നമ്മൾ എന്ന് പറയാം പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുന്നത് കാണാൻ പറ്റും. ദർ ആർ ദ ഫണ്ടമെന്റൽ പൊളിറ്റിക്കൽ ഡിവിഷൻസ് ഓഫ് ലീഡേഴ്സ്, ആക്റ്റീവ് മെമ്പേഴ്സ് ആൻഡ് ഫോളോവേഴ്സ്. ഒരു ലീഡർ ഉണ്ടാവും, ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടാവും, ഫോളോവേഴ്സ് ഉണ്ടാവും. അതാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫംഗ്ഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ മോസ്റ്റ് ഡെമോക്രസി പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ദ പ്രൈമറി വേ ടു കണ്ടക്ട് ഇലക്ഷൻസ്. ഒന്നുമില്ല, ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഭരണത്തിൽ പങ്കാളികളാവുക എന്നുള്ളതാണ് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. ദ മെമ്പേഴ്സ് ഓഫ് ദ പാർട്ടി ചൂസ് ദ പേഴ്സൺ ഹു നീഡ്സ് ടു റെപ്രസെന്റ് ദ പാർട്ടി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾ എല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്ലാസ്സിൽ സാറ് തീരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ സാറ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ദ മെമ്പേഴ്സ് ഓഫ് ദ പാർട്ടി ചൂസ് ദ പേഴ്സൺ ഹു നീഡ്സ് ടു റെപ്രസെന്റ് ദ പാർട്ടി ഡ്യൂറിംഗ് ഇലക്ഷൻസ്. പാർട്ടീസ് പ്രസൻസ് ദെയർ കോമൺ ഐഡിയോളജീസ് ഓഫ് ഡിഫറെൻറ്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ടും അവർക്ക് സ്വന്തമായിട്ട് ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പാർട്ടീസ് പ്രസന്റ് ദർ കോമൺ ഐഡിയോളജീസ് ആസ് ഡിഫറെൻറ്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. അവരുടെ പോളിസീസിലും പ്രോഗ്രാംസിലും നമുക്കത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ കേസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കുന്നത് ഹൗ മെനി പാർട്ടീസ് ഷുഡ് വി ഹാവ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ദർ ആർ ബേസിക്കലി 3 ടൈപ്സ് ഓഫ് പാർട്ടി സിസ്റ്റം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. 1 പാർട്ടി സിസ്റ്റം നമുക്കുണ്ട്, 2 പാർട്ടി സിസ്റ്റം ഉണ്ട്, മൾട്ടി പാർട്ടി സിസ്റ്റം ഉണ്ട്. 1 പാർട്ടി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം. ഇൻ മെനി കൺട്രീസ് ഓൺലി 1 പാർട്ടീസ് അലൗഡ് ടു കൺട്രോൾ ആൻഡ് റൺ ദ ഗവൺമെന്റ്. ഒരൊറ്റ പാർട്ടി ആയിരിക്കും ആ ഒരു രാജ്യം കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക, ആ പാർട്ടി ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട് നോക്കി നടത്തുന്നുണ്ടാവുക. ഇനി ഈ പറഞ്ഞിട്ടുള്ള 2 പാർട്ടി സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 പാർട്ടികളായിരിക്കും അവിടെ പ്രിവൈലൻ്റ് ആയിട്ട് ഉണ്ടാവുക ആ രാജ്യത്ത്. ആ രാജ്യം ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ USA എടുക്കുകയാണെങ്കിൽ അവിടെ ഡെമോക്രാറ്റിക് ഉണ്ട്, റിപ്പബ്ലിക് ഉണ്ട്. അപ്പോൾ 2 പാർട്ടികളുണ്ട്. ആ പാർട്ടികളാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പ്രതിപക്ഷവും ഭരണപക്ഷമായിട്ട് കാലങ്ങളായിട്ട് മാറി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് 2 പാർട്ടി സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഈ മൾട്ടി പാർട്ടി സിസ്റ്റത്തിന് എക്സാമ്പിളാണ് ഇന്ത്യ. ഇന്ത്യയിൽ അങ്ങ് മേലെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ആം ആദ്മി പാർട്ടി തുടങ്ങി ഇങ്ങോട്ട് ഇഷ്ടംമാരി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംമാരി എന്താണ് പാർട്ടികളാണ്. അതിനെയാണ് മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയാം. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞുള്ള മെജോറിറ്റി ഷെയർ ഇൻ ലെജിസ്ലേഷനൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ എക്സാമ്പിൾ യുണൈറ്റഡ് കിങ്ഡത്തിലാണ് നമ്മൾ എന്ത് കാണാൻ പറ്റുക, ഈ പറഞ്ഞ 1 പാർട്ടി സിസ്റ്റം ആയിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള 2 പാർട്ടി സിസ്റ്റം ഒക്കെ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പോൾ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള, ഭാരതീയ ജനതാ പാർട്ടി പോലുള്ള പാർട്ടികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ നാഷണൽ പാർട്ടീസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ കുറച്ച് പാർട്ടി ചിഹ്നങ്ങൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി ഓരോ പാർട്ടികളുടെയും മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അവരുടെ ഒഫീഷ്യൽ കാൻഡിഡേറ്റ്സ് ആയിരിക്കും മത്സരിക്കുന്നുണ്ടാവുക എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ചാലഞ്ചസ് ടു പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ കേസ് വരികയാണെങ്കിൽ സ്റ്റേറ്റ് പൊളിറ്റിക്സ് പാർട്ടിക്ക് അതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. സംസ്ഥാന തലത്തിലും പൊളിറ്റിക്കൽ പാർട്ടീസിനെ നമുക്ക് കാണാൻ പറ്റും. ദർ ആർ ലാക്ക് ഓഫ് ഇന്റേണൽ ഡെമോക്രസി വിത്തിൻ പാർട്ടീസ് വിത്ത് പവർ ട്രെൻഡ്സ് ആൻഡ് കോൺസെൻട്രേഷൻ ഇൻ ഹാൻഡ്സ് ഓഫ് ദ 1 or few ലീഡേഴ്സ് വിത്തിൻ ദ പാർട്ടി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രം പാർട്ടിയുടെ അധികാരം വരികയാണെങ്കിൽ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി എ റോങ് വൺ. അതെന്താണ്, സ്വാഭാവികമായിട്ട് അത് നശിക്കാനേ ചാൻസ് ഉള്ളൂ ഒരാളുടെ കയ്യിൽ മാത്രം പാർട്ടിയുടെ അധികാരം വരികയാണെങ്കിൽ. ഓക്കെ, സ്വാഭാവികമായിട്ട് സിൻസ് പാർട്ടീസ് ആർ ഇൻ ട്രാൻസ്പെറൻറ്റ് വിത്ത് ദെയർ procedures, it is impossible for ordinary members to rise up to the top. സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് പാർട്ടിയുടെ ടോപ്പിൽ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെടണം. ട്രാൻസ്പെറൻറ്റ് ആയിരിക്കില്ല എല്ലാ ആക്ഷൻസും അവരുടെ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതൊക്കെ ഒരു ചാലഞ്ചസ് ആയിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. എങ്ങനെയാണ് പാർട്ടീസ് ഫോം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻ റീസെൻറ്റ് അമെൻമെൻറ്റ് ആൻഡ് ഇലക്റ്റഡ് MLA or MP, അതായത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആയിക്കോട്ടെ, മെമ്പർ ഓഫ് പാർലമെന്റ്സ് ആയിക്കോട്ടെ, കനോട്ട് ചേഞ്ച് പാർട്ടി ഓർ എൽസ് ദേ വുഡ് ലോസ് ദെയർ സീറ്റ് ഇൻ ദ ലെജിസ്ലേച്ചർ. അത് അവരുടെ സീറ്റ് ഇല്ലാണ്ടാക്കും എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇവിടെയാണ് നിങ്ങൾ ഡിഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ കാണുക. അതായത് ഒരാൾക്ക് ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് മാറണമെങ്കിൽ അതിന് കൂറുമാറ്റം എന്നൊക്കെയാണ് പറയുക. ഡിഫെക്ഷൻ എന്നാണ് അതിന് ഇംഗ്ലീഷ് പറയാം. ആൻറ്റി ഡിഫെക്ഷൻ ലോവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. ഇനി നമ്മുടെ ജോഗ്രഫി, ഇതിൽ ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി ഇനി വരാൻ പോകുന്ന സാറായിരിക്കും എടുക്കുക കേട്ടോ. ഓക്കെ, ഇനി ജോഗ്രഫിയിൽ ഇതിൽ ഹരിസാർ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്നത് റിസോഴ്സ് എടുക്കും, വാട്ടർ റിസോഴ്സ്, അഗ്രികൾച്ചർ. ഇതായിരിക്കും ഞാൻ ഇന്ന് 3 ചാപ്റ്റർ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ബാക്കി നിങ്ങൾക്ക് ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, മിനറൽ, മാനുഫാക്ചറിങ് ഒക്കെ ഇനി വരാൻ പോകുന്ന ആളായിരിക്കും എടുക്കുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് റിസോഴ്സിന് വരണം. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ആരോ ജോഗ്രഫിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത ആരോ ഇവിടെ ഉണ്ടായിരുന്നു. ഐ എം വെയിറ്റിംഗ് ഫോർ ജോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള ആരോ ഞാൻ കണ്ടിട്ടുണ്ടായി. അപ്പോൾ നോക്കി, ഇവിടെ വാട്ടർ ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, വിൻഡ്, അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക്, സോയിൽ ഒക്കെ എന്താണ് റിസോഴ്സസ് ആണ്, അഥവാ വിഭവങ്ങളാണ്. എവറിത്തിങ് അവൈലബിൾ ഇൻ എൻവയോൺമെന്റ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സാറ്റിസ്ഫൈ അവർ നീഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞിട്ടുള്ള റിസോഴ്സസ് ഉള്ളത്. ഇപ്പോൾ റിസോഴ്സ് എന്തിനു വേണ്ടിയിട്ട് സാർ കൊണ്ടുവന്നിട്ടുള്ളത്, സ്വാഭാവികമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് വന്നിട്ടുള്ളത്, റിസോഴ്സ് ഉള്ളത് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ട് യു ഷുഡ് ബി ടെക്നോളജിക്കലി ആക്സസിബിൾ ആയിരിക്കണം അല്ലേ, സാങ്കേതികപരമായിട്ട് നമുക്ക് കിട്ടാൻ പറ്റുന്നതായിരിക്കണം, എക്കണോമിക്കലി ഫീസിബിൾ ആയിരിക്കണം, ഓക്കെ, സാമ്പത്തികപരമായിട്ട് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കണം, അതുപോലെ തന്നെ കൾച്ചറലി അക്സെപ്റ്റബിൾ ആയിരിക്കണം. ദിസ് ഈസ് നോൺ ആസ് റിസോഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോപ്പർ ഡെഫിനിഷൻ ആണ് കേട്ടോ, ഡെഫിനിഷൻ മാത്രമാണ്. ഓക്കെ, യെസ് മേരി പറയണം.
നോക്കട്ടെ ആൻഡ് ദ റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദ വേൾഡ് പോപ്പുലേഷൻ ഇസ് വൺ ഓഫ് ദ റീസൺ ഫോർ ഓവർ യൂസ് ഓഫ് റിസോഴ്സ്. അപ്പം ഈ പറഞ്ഞ ആൻസർ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. എന്താണ് ഇവിടെ വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിലേക്ക് വരിക ദ റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദ വേൾഡ്സ് പോപ്പുലേഷൻ ഇസ് വൺ ഓഫ് ദ റീസൺ ഓഫ് ഓവർ യൂസ് ഓഫ് റിസോഴ്സ്. റിസോഴ്സിൻ്റെ ഓവർ യൂസസിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം ദ റാപ്പിഡ് ഇൻക്രീസ്. എന്താ പറയുന്നത്? ദ റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദ വേൾഡ്സ് പോപ്പുലേഷൻ വൺ ഓഫ് ദി റീസൺസ്. ഓ എൻ്റെ ദൈവമേ. ഓക്കെ, ഓവർ യൂസ് ഓഫ് റിസോഴ്സ്. ഈ പേന അടിച്ചു പോയി എന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. ഈ പറഞ്ഞ റിസോഴ്സിന് ഓൺ ദ ബേസ് ഓഫ് ഒറിജിൻ, അതായത് എവിടെ നിന്നാണോ ഉണ്ടായി വരുന്നത് അതിനെ നമ്മൾ രണ്ട് രീതിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ബയോട്ടിക് എന്നും അബയോട്ടിക് എന്ന് പറയുന്നുണ്ട്. ജീവനുള്ളതും ജീവനില്ലാത്തതും. ബയോട്ടിക്കും അബയോട്ടിക്കും. ഓൺ ദ ബേസ് ഓഫ് എക്സോസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എക്സോസ്റ്റബിലിറ്റിൻ്റെ കേസിൽ റിന്യൂവബിളും നോൺ റിന്യൂവബിളും. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകുന്നതാണോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീരാത്തവയാണോ, അതിനാണ് എക്സോസ്റ്റബിലിറ്റി എന്ന് പറയാം. റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ. ഓൺ ദി ബേസ് ഓഫ് ഓണർഷിപ്പ്, ആരുടെ കയ്യിലാണ് അതുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡിവിജ്വൽ ഉണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നാഷണൽ ലെവലുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇൻ്റർനാഷണൽ ലെവലിലുള്ള സാധനങ്ങളുണ്ട്. ഇതിനാണ് ആരുടെ കയ്യിലാണ് ഉള്ളത് എന്നുള്ള പറയാം ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ. ഓൺ ദി ബേസ് ഓഫ് സ്റ്റേറ്റസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. പൊട്ടൻഷ്യൽ ആണോ, ഡെവലപ്മെൻ്റ് ആണോ, സ്റ്റോക്ക് ആണോ, റിസർവ് ആണോ എന്ന് പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഓക്കെ, റെഡി. റിഫോംസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി. മക്കളെ, ഞാൻ ഇത് എന്തായാലും സംശയം ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഡെവലപ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്, അല്ലെങ്കിൽ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആവുകയുള്ളൂ. നമുക്ക് നോക്കാം. ഒരു ഡെവലപ്മെൻറ്റ് റിസോഴ്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സ് ഫോർ സാറ്റിസ്ഫൈങ് ദ ഗ്രീഡ് ഓഫ് ഫ്യൂ ഇൻഡിവിജ്വൽസ്. കുറച്ച് ആളുകളുടെ ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റിസോഴ്സിനെ ഇല്ലാണ്ടാക്കുന്ന പരിപാടിക്കാണ് ഈ പറഞ്ഞിട്ടുള്ള എന്തെന്ന് പറയുക ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയാം. റിസോഴ്സിനെ ഇല്ലാണ്ടാക്കുക എന്ന് പറയാം. ദ അക്യുമുലേഷൻ ഓഫ് റിസോഴ്സസ് ഡിവൈഡ് ദ സൊസൈറ്റി ഇൻറ്റു റിച്ച് ആൻഡ് പുവർ. അതായത് റിസോഴ്സസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. റിച്ച് ആൻഡ് പുവർ എന്നാണ് നമ്മൾ പറയുക കേട്ടോ. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ലെഡ് ദ ഗ്ലോബൽ എക്കോളജിക്കൽ ക്രൈസിസ്. ഗ്ലോബൽ വാർമിങ്ങിന് അത് കാരണമാകും. ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാകും. അതായത് ഓവർ യൂസ്, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലോറോ കാർബൺ, നമ്മളിപ്പോൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ എ സി എടുക്കുമ്പോൾ നമുക്ക് ഫ്ലോറോ കാർബൺ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിലേക്ക് കാരണമാകുന്നുണ്ട്? ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ റിസോഴ്സസിനെ ഇല്ലാതാക്കുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത് എൻവയോൺമെൻറ്റ് പൊല്യൂഷനിൽ കാരണമാകുന്നുണ്ട്. വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ എന്ന് വേണ്ട എല്ലാ പൊല്യൂഷനും കാരണമാകുന്നുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ ഉപയോഗം, ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ് അത് കാരണമാകുന്നുണ്ട്. ഓവർ യൂസ് ഓഫ് റിസോഴ്സസ്. ഓക്കെ, an equal distribution of resources is essential for the sustained quality of life and global peace. Otherwise our planet will be in danger. നമ്മുടെ പ്ലാനറ്റ് ഉറപ്പായിട്ടും ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞു വെക്കേണ്ടത് എന്താ കാരണം? ഒരു ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞാൽ ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓൺ റിസോഴ്സ് പ്ലാനിങ്. കൃത്യമായിട്ടുള്ള റിസോഴ്സ് പ്ലാനിങ്ങും കാര്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. റിസോഴ്സിന് നമ്മൾ കൃത്യമായിട്ടുള്ള യൂസേജ് നടത്തിയിരിക്കണം എന്ന് പറഞ്ഞു വെക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു വെക്കുന്നത് അതായത് നമ്മൾ കൃത്യമായിട്ട് റിസോഴ്സിന് എന്ത് ചെയ്യുക, ഭാവി തലമുറയ്ക്കും കൂടി മാറ്റി വെക്കുക. അവർക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, റിസോഴ്സിനെ നമ്മൾ ഓവർ യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി റിയോ ഡി ജനേറോയിൽ ബ്രസീലിലാണ്. അപ്പോൾ അത് എർത്ത് സമ്മിറ്റ് 1992 നടന്നിട്ടുണ്ടായിരുന്നു. ബ്രസീലിലാണ് എർത്ത് സമ്മിറ്റാണ് കേട്ടോ. അത് സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എർത്ത് സമ്മിറ്റാണ്. ബ്രസീലിൽ മോർ ദാൻ 100 കൺട്രീസ് പാർട്ടിസിപ്പേറ്റ്, ഏകദേശം 100-ലധികം രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൊരു സമ്മിറ്റ് ആയിരുന്നു എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്ന റിയോ ഡി ജനേറോയിൽ. സ്വാഭാവികമായിട്ട് അഡ്രസ്സിങ് അർജൻറ്റ് പ്രോബ്ലംസ് ഓഫ് ദി എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക, പരിഹരിക്കുക എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള റിയോ ഡി ജനേറോ. അതിനെ അഡ്രസ്സ് ചെയ്യുക, അതാണ് മെയിനായിട്ടുള്ള ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി ഗ്ലോബൽ ഫോറസ്റ്റ് പ്രിൻസിപ്പിളും അഡോപ്റ്റഡ് അജണ്ട 21 ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അജണ്ട 21 ഇറ്റ് ഈസ് എ ഡിക്ലറേഷൻ ഓഫ് എന്താ പറയുക സൈൻഡ് അറ്റ് ദ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് യുണൈറ്റഡ് 1992 റിയോ ഡി ജനറോ ബ്രസീലാണ് നടന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ഡിസീസിനെ എതിർക്കുക, ഡാമേജ്, പോവർട്ടി കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് അജണ്ട 21 പറയുന്നത്. ലോക്കൽ ഗവൺമെൻറ് ഷുഡ് ഡ്രോ ഇറ്റ്സ് ഓൺ ലോക്കൽ അജണ്ട എന്ന് പറഞ്ഞു നോക്കേണ്ടത്. ഓരോ രാജ്യങ്ങളും എന്ത് ചെയ്യണം, അവനവന് വേണ്ടിയിട്ടുള്ള ലോക്കൽ അജണ്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇനി റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് അഡോപ്റ്റഡ് ഫോർ ജുഡീഷ്യസ് യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജുഡീഷ്യലായിട്ട് ഉപയോഗിക്കുക, അതിന് സ്ട്രാറ്റജിക്കലി ഉപയോഗിക്കുക. നമ്മുടെ മുന്നിൽ ഒരുപാട് മിനറൽസ് ഉണ്ടാവും, ഒരുപാട് റിസോഴ്സ് ഉണ്ടാവും, അത് ആവശ്യമില്ലാതെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കറിയില്ല. അതിനെ പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടി നടത്തുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. റിസോഴ്സസ് ക്യാൻ ബി ടേൺഡ് ഇൻടു എന്താക്കി മാറ്റാൻ പറ്റും, ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചിരിക്കുക. ഇനി റിസോഴ്സ് പ്ലാനിങ് ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഐഡന്റിഫിക്കേഷൻ, ഇൻവെൻട്രി, അതായത് കണ്ടുപിടിക്കുന്നത് എവിടെയാണ് സാധനം ഉള്ളതെന്നുള്ളത്. ഇപ്പോൾ വെള്ളമാണെങ്കിൽ വെള്ളം, മിനറൽസ് ആണെങ്കിൽ മിനറൽസ്, നമ്മൾ ആ സാധനം എവിടെയാണ് ഉള്ളതെന്നുള്ള കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ
ദിസ് ഇൻവോൾവ്സ് സർവേയിങ്. നമ്മൾ കൃത്യമായിട്ട് സർവേ ചെയ്താൽ മനസ്സിലാവും. മാപ്പിംഗ് എവിടേക്ക് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ആൻഡ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ആൻഡ് മെഷർമെന്റ് ഓഫ് ദി റിസോഴ്സ്. അതായത് നമ്മൾ കൃത്യമായിട്ട് എവിടേക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ കർണാടകയിൽ എടുക്കുകയാണെങ്കിൽ അവിടെ KGF ഉണ്ട്. KGF എന്ന് പറഞ്ഞാൽ കോളർ ഗോൾഡ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗോൾഡ് ഫീൽഡ് ഉണ്ട്. ഗോൾഡിന്റെ അയൺ ഓറുകൾ ഈ പറഞ്ഞ ഗോൾഡ് ഓറുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് KGF-ലാണ്. ആ KGF എവിടെയാണെന്നുള്ളത് കൺസിഡർ ചെയ്യുക, അത് മനസ്സിലാക്കി വെക്കുക, അവിടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് നടത്തി ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് റിസോഴ്സ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ മാച്ചിങ് ദ റിസോഴ്സ് ഡെവലപ്മെന്റ് പ്ലാൻസ് വിത്ത് ഓവറോൾ നാഷണൽ ഡെവലപ്മെന്റ് പ്ലാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതെന്താവണം, ഈ പറഞ്ഞിട്ടുള്ള ദേശീയ തലത്തിലുള്ള പ്ലാനുമായിട്ട് എപ്പോഴും യോജിച്ച് പോകുന്നതായിരിക്കണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാനൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, റിസോഴ്സസിന് ഈ പറഞ്ഞ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി കൺസർവേഷൻ ഓഫ് റിസോഴ്സസ്, ദർ ഈസ് ഇനഫ് ഫോർ എവരിബഡി നീഡ് ആൻഡ് നോട്ട് ഫോർ എനിബഡീസ് ഗ്രീഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എടുക്കുക, നമ്മുടെ അനാവശ്യത്തിന് അത്യാഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. ഓക്കെ, അത്ര മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ലാൻഡ് റിസോഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ലാൻഡ് റിസോഴ്സ്, ഫോറസ്റ്റും ലാൻഡ് നോട്ട് അവൈലബിൾ ഫോർ കൾട്ടിവേഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ലാൻഡ് യൂട്ടിലൈസേഷൻ പ്രോപ്പർ ആയിരിക്കുക എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത്രേ ഉള്ളൂ. ആ ചാപ്റ്ററിൽ നിങ്ങൾ അത്രയും നോക്കിയാൽ മതി. ലാൻഡ് ഡിഗ്രേഷനിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ക്വാളിറ്റി ഓഫ് ലാൻഡ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം, നശിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ, മണ്ണൊലിപ്പ്, മണൽ വാരി കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ മണ്ണ് കളച്ച് കൊണ്ടുപോകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ലാൻഡ് ഡിഗ്രേഷൻ ഉണ്ടാവും. ഫോറസ്റ്റ് ഇല്ലാണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ലാൻഡ് ഡിഗ്രേഷൻ ഉണ്ടാവും, മണ്ണൊലിപ്പ് ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി ലാൻഡ് ഡിഗ്രേഷന് കാരണങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഡീഫോറസ്റ്റേഷൻ ആയിക്കോട്ടെ, ഓവർ ഗ്രേസിംഗ് ആയിക്കോട്ടെ, ഓവർ ഇറിഗേഷൻ ആയിക്കോട്ടെ, അതൊക്കെ പ്രശ്നങ്ങളാണ്. ഓക്കെ, ഇനി ഇതൊക്കെ കൺസർവ് ചെയ്യാനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫോറസ്റ്റേഷൻ ഉണ്ട്, സ്വാഭാവികമായിട്ട് പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് ഗ്രേസിംഗ് ലാൻഡ്സ് ഉണ്ട്, ഡിസ്ചാർജ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആഫ്റ്റർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്, കൺട്രോൾ ഓവർ മൈനിങ് ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഖനനം നടക്കുകയാണെങ്കിൽ ഖനനം നടക്കുന്നതിന് പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങൾ കൊണ്ടുവരണം, ലീഗലായിട്ട് നടക്കണം. അല്ലാണ്ട് ആവശ്യമില്ലാത്ത രീതിയിൽ ഓവർ മൈനിങ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പ്രകൃതിക്ക് ദോഷമായിട്ട് വരുന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. അതുപോലെ തന്നെ കൺട്രോൾ ഓവർ ഗ്രേസിംഗ് വരിക, സ്റ്റെബിലൈസേഷൻ ഓഫ് സാൻഡ് ഡ്യൂൺസ് പോലുള്ള മൺകൂനുകൾ ഇടിച്ച് നശിപ്പിക്കാതിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോയിൽ എന്ന് പറയുന്ന റിസോഴ്സ് ആണ്. സോയിൽ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സ്. അത് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് നമ്മൾ റിന്യൂവബിൾ എന്ന് പറയും. അത് സൺലൈറ്റ് ഒരു എക്സാമ്പിൾ ആണ്, വാട്ടർ ഒരു എക്സാമ്പിൾ ആണ്. അതിനൊക്കെ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയാം. വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ല, ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. പെട്രോൾ, കോളൊക്കെ അതിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി സോയിൽ, അതിൻ്റെ ടൈപ്സ് അലൂവിയൽ സോയിൽ, ബ്ലാക്ക് സോയിൽ, റെഡ് ആൻഡ് യെല്ലോ സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, അരിഡ്, ഫോറസ്റ്റ് പോലുള്ള സോയിലിൻ്റെ ടൈപ്സുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. സ്വാഭാവികമായിട്ട് അലൂവിയിലാണ് ഏറ്റവും കൂടുതൽ ഫലഭൂഷ്ടിയുള്ളത്, അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള നല്ല കൂടെ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ എന്ന് പറയുന്നത്. ബ്ലാക്ക് സോയിലും അതിന് എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. അലൂവിയൽ സോയിലിൻ്റെ പ്രത്യേകത ജസ്റ്റ് അറിഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞു ഓൾറെഡി ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലും കാര്യങ്ങളാണ്. ബ്ലാക്ക് സോയിൽ എന്ന് പറയുമ്പോൾ അതിനെ വിളിക്കുന്നത് റിഗർ സോയിൽ എന്ന് പറയാം. റെഗുലർ അല്ല, റിഗർ സോയിൽ എന്ന് പറയാം കേട്ടോ. ഓക്കെ, സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞാൽ കോട്ടൺ ഏറ്റവും കൂടുതൽ കൾട്ടിവേഷൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള സാധനമാണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. ഈ ലാവ പിന്നീട് ബസാൾട്ട് രൂപത്തിലാവുന്നു, ബസാൾട്ട് പിന്നീട് പൊടിയായിട്ട് മാറുന്നു, കറുത്ത മണ്ണായിട്ട് മാറുന്നു. അതാണ് ഈ പറഞ്ഞ ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. റെഡ് ആൻഡ് യെല്ലോ സോയിൽ അവിടെ ഇരുമ്പിൻ്റെ അംശം, അയണിൻ്റെ അംശം കൂടുതലായതുകൊണ്ടാണ് നമ്മൾ റെഡ് ആൻഡ് യെല്ലോ സോയിൽ എന്ന് പറയുന്നത്. ലാറ്ററൈറ്റ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിൽ മേഘാലയയിലേക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കാണുക. ബിക്കോസ് ഇടവിട്ട് വരുന്ന വേനലും മഴയും കാരണം, ഈ പറഞ്ഞിട്ടുള്ള ചൂടും തണുപ്പൊക്കെ കാരണമാണ് ലാറ്ററൈറ്റ് സോയിൽ ഉണ്ടാകുന്നത്. റബ്ബറിൻ്റെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ലാറ്ററൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയതൊക്കെ. ഓക്കെ, ഇനി അരിയുടെ ആണെങ്കിൽ ഈ പറഞ്ഞുള്ള വരണ്ട മണ്ണാണ്. അവിടെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ടെക്സ്ചറൊക്കെ വളരെ മോശമായിരിക്കും. ഈ പറഞ്ഞ സാൻഡ് ഇൻ നേച്ചർ ആയിരിക്കും. ഈ പറഞ്ഞുള്ള മണൽ രൂപത്തിലേക്കായിരിക്കും നമുക്കവിടെ കാണാൻ പറ്റുക. ഫോറസ്റ്റ് സോയിൽ കുറച്ച് വളക്കൂറുള്ള മണ്ണായിരിക്കും. സ്വാഭാവികമായിട്ട് ഫൗണ്ടൻ ഹില്ലി ആൻഡ് മൗണ്ടൻ ഏരിയസ്, കുറച്ചുകൂടെ മലനിരകൾ പൊക്കുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കും, മൗണ്ടൻ ഏരിയസിലേക്ക് നമുക്ക് കാണാൻ പറ്റുക. ഹിമാലയത്തിലേക്കായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഫോറസ്റ്റ് സോയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും. സോയിൽ ഇറോഷന് കാരണങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. മണ്ണൊലിപ്പ്, റണ്ണിങ് വാട്ടറൊക്കെ അതിന് കാരണമാണ്. ഈ പറഞ്ഞിട്ടുള്ള സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ്, നമ്മൾ മണ്ണിങ്ങനെ കിളച്ചുകൊണ്ടുപോകുന്നതും ഫോറസ്റ്റ് ഇല്ലാണ്ടാക്കുന്നതൊക്കെ സോയിൽ ഇറോഷന് കാരണമായിട്ട് മാറുന്നുണ്ട്. ആവശ്യമില്ലാതെ നമ്മൾ സോയിൽ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. എന്ത് കെമിക്കലായിട്ടുള്ള പെസ്റ്റിസൈഡ്സും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴും അതൊരു റീസൺ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കുക. അപ്പോൾ ആ കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി. ഇനി നമ്മൾ നോക്കുന്ന വാട്ടർ റിസോഴ്സ് ആണ്. ഇനി 2 ചാപ്റ്ററും കൂടെ ഹരിസാറിനുള്ളൂ. അത് കഴിഞ്ഞാൽ സാറ് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, വാട്ടർ റിസോഴ്സസ് അഥവാ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞ 500 million പീപ്പിൾ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇൻ ദ വേൾഡ് ഫേസ് സിവിയർ വാട്ടർ സ്കേഴ്സിറ്റി ഓൾ ഇയർ അറൗണ്ട് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഹാഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് സിറ്റീസ് എക്സ്പീരിയൻസ് വാട്ടർ സ്കേഴ്സിറ്റി. അല്ല, ലോകത്തിൽ നമ്മൾ അറിയാം ഇപ്പോൾ ഏകദേശം 2 ഭാഗം വെള്ളമാണെന്ന് പറയുന്നുണ്ട്. എന്നിൽ പോലും കുടിവെള്ളം കിട്ടാത്തൊരു കണ്ടീഷനൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ട് ഇതെന്താണ്, ഒരുപാട് ഡിസീസസിന് കാരണമാവുന്നുണ്ടെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. സോ അവിടെ ലാർജ് ആയിട്ടുള്ള ഗ്ലോബൽ ക്രൈസിസിനും ഗ്ലോബൽ റിസ്കിനും ഇത് കാരണമാവുന്നുണ്ട്. വേൾഡ് എക്കണോമിക് ഫോറത്തിന് ഇത് കാരണമാവുന്നുണ്ട്. വാട്ടർ എന്ന് പറഞ്ഞ ബേസിക് കോൺസെപ്റ്റ് എന്താ അറിഞ്ഞിരിക്കുക.
ഇന്ത്യയിൽ ഈ പറഞ്ഞ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ വാട്ടർ എന്ന് പറയുന്നത് റിന്യൂവബിൾ റിസോഴ്സാണ്. അത് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരുന്ന റിസോഴ്സാണ്. വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാകുന്നുണ്ട് ഇന്ത്യയിൽ. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എന്തുണ്ടാകുന്നുണ്ട്? വാട്ടർ സ്കേഴ്സിറ്റി അഥവാ ജലലഭ്യത കുറവുണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് വാട്ടർ കൺസർവേഷനിലേക്ക് നയിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകളെ സ്വാഭാവികമായിട്ട് നമ്മൾ വാട്ടറിനെ സംരക്ഷിച്ച് വെക്കുന്നതിൻ്റെ ആവശ്യകതയിലേക്ക് എത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ഏരിയ സ്റ്റിൽ സഫർ ഫ്രം വാട്ടർ സ്കേഴ്സിറ്റി, ബാഡ് ക്വാളിറ്റി ഓഫ് വാട്ടർ. അതായത് നിങ്ങൾ ചിന്തിച്ചാൽ മതി, ആലപ്പുഴ എന്ന് പറയുന്നത് ജില്ല നമ്മുടെ കേരളത്തിലാണ്. ആലപ്പുഴയിൽ കുട്ടനാട് എന്ന് പറഞ്ഞാൽ വലിയൊരു വേമ്പനാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും വെള്ളം നോക്കുകയാണെങ്കിൽ ഇഷ്ടമായ സ്ഥലത്തുണ്ട്. പക്ഷേ കുടിവെള്ളം എന്ന് പറഞ്ഞ സാധനം എന്ന് പറയുന്നത് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഉപ്പ് കലർന്ന വെള്ളമാണ് എല്ലാം ഉണ്ടാവുക. ഈ ലോകത്ത് എല്ലായിടത്തും വെള്ളമുണ്ട്, പക്ഷേ കുടിവെള്ളത്തിനാണ് ലഭ്യത കുറവ് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഉള്ള വെള്ളം കൂടെ നമ്മൾ നശിപ്പിക്കുകയാണ്. ഓവർ എക്സ്പ്ലോയിറ്റേഷനും അതുപോലെ തന്നെ എക്സസീവ് യൂസും അൺഈക്വലി ആക്സസ് ടു വാട്ടർ ഒക്കെ നമ്മൾ ഈ പറഞ്ഞുള്ള വെള്ളത്തിനെ ഇല്ലാണ്ടാക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഗ്രോയിങ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഉണ്ട് അല്ലേ. അതായത് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയാണ് ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യമായിട്ട് നമ്മൾ ഇപ്പോൾ കാണുന്നത്. സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ആളുകൾക്ക് വെള്ളത്തിൻ്റെ ലഭ്യത കൂടുതലായിട്ട് വേണ്ടി വരും. അതൊരു പ്രശ്നമാണ്. സ്വാഭാവികമായിട്ട് മോർ വാട്ടർ മോർ പോപ്പുലേഷൻ അല്ലേ. മോർ പോപ്പുലേഷൻ മീൻസ് മോർ വാട്ടർ. ആളുകൾ കൂടുമ്പോൾ കൂടുതലായിട്ട് വെള്ളം ആവശ്യമായിട്ട് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ഫുഡ് പ്രൊഡക്ഷൻ അത് ബാധിക്കുന്നതിന് വരും. ദിസ് ലീഡ്സ് ടു ഗ്രൗണ്ട് വാട്ടർ സ്കേഴ്സിറ്റി. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഗ്രൗണ്ട് വാട്ടറിന്, അതായത് നമ്മുടെ ഭൂമിക്ക് അടിയിലുള്ള വെള്ളത്തിന് അത് പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നോക്കുക. വാട്ടർ അവൈലബിലിറ്റി ഇൻ ദാറ്റ് ഏരിയ, അതായത് ഈ പറഞ്ഞിട്ടുള്ള ട്യൂബ് വെല്ലും കാര്യങ്ങളൊക്കെ ഫാർമേഴ്സ് കുഴിക്കുമ്പോൾ, കുഴൽ കിണറൊക്കെ കുഴിക്കുമ്പോൾ ചുറ്റുവട്ടത്തുള്ള വെള്ളം മൊത്തം അങ്ങോട്ട് പോകും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് വെള്ളം കിട്ടാത്ത കണ്ടീഷനിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. ഇനി മൾട്ടി പർപ്പസ് റിവർ വാലി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ ആൻഷ്യൻ ടൈമിലേക്ക് നമുക്ക് സ്റ്റോൺ, റബിൾ, റിസർവോയർ, കനാൽ പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ദ മോഡേൺ വേൾഡ് കണ്ടിന്യൂഡ് ദ ട്രഡീഷൻ ഓഫ് കൺസ്ട്രക്ടിങ് ഡാംസ് എന്ന് പറഞ്ഞു നോക്കുന്നത്. അതായത് ഡാം കിട്ടുന്ന പരിപാടിയൊക്കെ പണ്ടുള്ള ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ആൻഷ്യൻ ഇന്ത്യ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ദ ഫസ്റ്റ് സെഞ്ചുറി BC സെങ്കവീരപുര നിയർ അലഹബാദ് റിവർ, ഗംഗയുടെ സമീപത്തേക്ക് ഈ പറഞ്ഞ ഹൈഡ്രോളിക് സ്ട്രക്ചറും കാര്യങ്ങളും നമുക്ക് കാണാനുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യയ്ക്കായിരുന്നു ആദ്യകാലങ്ങളിൽ മൗര്യ സാമ്രാജ്യത്തിലേക്ക് ഉണ്ടാക്കിയത്. ഓക്കെ, ഉറക്കം വരുന്നതിനെ പോക്കോളൂ കേട്ടോ, ഇരിക്കേണ്ട. നോ ഫോഴ്സ്ഫുള്ളി ആരും ഞാൻ എടുത്തുന്നില്ല. ക്ലാസ് ഇനി കുറച്ചും കൂടി ഉണ്ട്, 2-3 ചാപ്റ്ററും കൂടി ഉണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ട് എവിഡൻസ് ഫൗണ്ട് ഇൻ കലിംഗ, നാഗാർജുനകൊണ്ട, ബെന്നൂർ, കോലാപൂർ, അതുപോലെ തന്നെ 11th സെഞ്ചുറി ഭോപ്പാൽ ലേക്ക്, ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക് പോലുള്ള ലേക്കും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. 4th സെഞ്ചുറി ടാങ്ക് ഇൻ ഹസ്ഗ പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആ ഒരു മേഖലയിൽ കാണാൻ പറ്റും. മേരി ബൈ. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ ഡാംസ് എന്ന് പറഞ്ഞ കുറച്ച് സാധനമുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ ഡാംസ് ഉപയോഗിക്കുക. ഡാംസ് നമ്മൾ ഇലക്ട്രിസിറ്റിക്കും വാട്ടർ സപ്ലൈക്കും ഫ്ലഡ് കൺട്രോളിനും റെയിൻ വാട്ടർ കൺസർവേഷനും ഇറിഗേഷനും ഫിഷ് ബ്രീഡിങ്ങിനും കാര്യത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഡാം ആക്ച്വലി പ്രശ്നമാണ്. ഈ പറഞ്ഞിട്ടുള്ള ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം വന്നിട്ട് വല്ലാണ്ട് പ്രഷറാവും. സ്വാഭാവികമായിട്ട് അതെന്തിലേക്ക് നയിക്കും? എർത്ത് ക്വേക്കിലേക്ക് നയിക്കാൻ ചാൻസ് ഉണ്ട്, പ്രഷറൈസ്ഡ് ആയിട്ട് വരുമ്പോൾ. അപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് യൂസസ് ഉണ്ട് ഡാംസിന്. അതായത് ഒരേ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള യൂസസ് ഉണ്ട്. ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാം, ഈ പറഞ്ഞ ഫിഷ് ബ്രീഡിങ്ങിന് ഉപയോഗിക്കാം. അങ്ങനെ പല മേഖലകളായിട്ട് പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ബക്രാനാങ്കിൽ ഒരു എക്സാമ്പിളാണ്. ഹൈഡൽ പവർ ഉപയോഗിക്കുന്നുണ്ട്. സത്ലജ് റിവറിനാണ് നമുക്കിത് കാണാൻ പറ്റുക. ഹിരാക്കുഡ് ഡാം കൺസർവേഷൻ വിത്ത് ഫ്ലഡ് കൺട്രോൾ ഇൻ ഒഡീഷ. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് ഈ പറഞ്ഞ സൈഡ് എഫക്ട്സ് ഓഫ് ക്രിയേറ്റിംഗ് ഡാംസ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിയേറ്റീവ് ഡാംസ് ഉണ്ടാകും. സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഇല്ലാണ്ടാവും. നർമ്മദ ബച്ചാവ ആന്തോളൻ പോലുള്ളതൊക്കെയാണ് ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് നമ്മുടെ മേധാ പട്കറുടെ നേതൃത്വത്തിലേക്ക് എന്ത് വന്നിട്ടുള്ളത്? ഈ പറഞ്ഞ നർമ്മദ ബച്ചാവ ആന്തോളനൊക്കെ വന്നിട്ടുള്ളത്. ടെഹരി ഡാം ആന്തോളനൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് എർത്ത് ക്വേക്കിനും കാര്യങ്ങൾക്കൊക്കെ കാരണമാവുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നോക്കുക. സ്വാഭാവികമായിട്ടും ഇനി അറിയേണ്ടത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. സ്വാഭാവികമായിട്ട് മെത്തേഡ് ഫോർ കളക്ടിങ് റെയിൻ വാട്ടർ ഫോർ ഫ്യൂച്ചർ കൺസംഷൻ എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു ഈ പറഞ്ഞ ഫ്യൂച്ചർ കൺസംഷന് വേണ്ടി ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ആൻഡ് യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. മൗണ്ടൻ ഏരിയാസ് ബിൽറ്റ് ഡൈവേർഷൻ ചാനൽസ് ലൈക്ക് ഗുൾസ് ആൻഡ് കേൾസ് ആൻഡ് ദ വെസ്റ്റേൺ ഹിമാലയസ് ഫോർ അഗ്രികൾച്ചർ. റൂഫ് ടോപ്പ് റെയിൻ ഹാർവെസ്റ്റിംഗ്, സ്റ്റോറിംഗ് ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ ഇൻ രാജസ്ഥാൻ. ഫ്ലഡ് പ്ലെയിൻസ് ലൈക്ക് ബംഗാൾ ഡെവലപ്ഡ് ഫൗണ്ടേഷൻ ചാനൽസ് ടു ഇറിഗേറ്റ് ദെയർ ഫീൽഡ്സ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ഇവിടെ ഗാദിൻസ് ഇൻ ജയ്സാൽമീർ പോലുള്ളൊക്കെയാണ് ഈ ഭാഗത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് അഗ്രികൾച്ചറാണ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറ്റ സെക്കൻഡേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ സെറ്റാക്കി തരാം. ഓക്കെ, എന്താപ്പോൾ ഇത്? ഓക്കെ, റെഡി. ഓക്കെ, ഇനി അഗ്രികൾച്ചർ മാത്രമേ നമുക്കുള്ളൂ. ലാസ്റ്റ് ചാപ്റ്ററാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ പുതിയ ആളെ വിളിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. നമുക്ക് നോക്കാം. ഒറ്റ മിനിറ്റ്. യെസ്, ഇതിൽ നമ്മൾ ഇവിടെ ഇല്ല. എവിടെ പോയി അഗ്രികൾച്ചർ? ഓക്കെ മക്കളെ, അഗ്രികൾച്ചർ എനിക്ക് തോന്നുന്നു സാർ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് വരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അഗ്രികൾച്ചർ നമുക്ക് നോക്കാം. ഓക്കെ, അതായിരിക്കും നല്ലത്. ഇപ്പോൾ എന്തായാലും അഗ്രികൾച്ചർ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മാറ്റിയിട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത്
ആൾ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അഗ്രികൾച്ചർ ഒറ്റ ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ആളുടെ ആ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഞാൻ ഓടി വരാം. അപ്പോഴത്തേക്ക് ഹരി സാർ ഒന്ന് ബ്രേക്ക് എടുക്കട്ടെ. റെഡി, സെറ്റാക്കാം. താങ്ക് യു സാർ. പക്ഷേ ജെൻഡർ ജെൻഡർ എടുത്തടാ, ജെൻഡർ റിലീജിയൻ കാസ്റ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, മൂപ്പര് വിളിക്കുകയാണ്. മൂപ്പര് കുറേ നേരമായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ആ ഒരു ചാപ്റ്ററും കൂടെ ഉണ്ട്, അഗ്രികൾച്ചറും കൂടി ഉണ്ടാവും കേട്ടോ. അതും കൂടെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി എടുത്തു തരുന്നതായിരിക്കും. എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഓക്കെ, അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു, ഉറങ്ങിപ്പോവാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അയ്യോ മക്കളെ, നമ്മൾ അർജു കഴിഞ്ഞിട്ടാ. ഓക്കെ, ഞാൻ വേണ്ടി ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് അഗ്രികൾച്ചർ എടുക്കാൻ വരാം. മുഖമൊക്കെ ഒന്ന് കഴിയിട്ട് വരാം കേട്ടോ. എത്ര സമയമായി? 11:10 4 മണിക്കൂർ എടുത്തൂലേ. ഓ മൈ ഗോഡ്. ആരും പോവരുത്. എനിക്കൊരു റിക്വസ്റ്റേ ഉള്ളൂ. മൂപ്പരുടെ ആ ചാപ്റ്ററും കൂടെ കഴിഞ്ഞിട്ട്, ഒരു 3 ചാപ്റ്ററും കൂടെ കഴിഞ്ഞ് 4 ചാപ്റ്ററും കൂടെ കഴിഞ്ഞിട്ട് ഹരി സാറ് വരുന്നതായിരിക്കും അഗ്രികൾച്ചറും കൂടെ എടുത്തു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരും പോവാതിരിക്കുക കേട്ടോ. ഓക്കെ, എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ സോഷ്യലി പിന്നെ പേടിക്കേണ്ട വരിക. മാപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തരുന്നതായിരിക്കും, സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, എല്ലാ മാപ്പ് ക്വസ്റ്റ്യൻസും അവിടെ ഡീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ആൾ വരും എന്നാണ് വിശ്വാസം. വരണില്ലല്ലോ ഈശ്വര, ഇവിടെ പോയി എന്തോ അമ്മേ. പോവല്ലേ കേട്ടോ ആരും. ഞാൻ ഇത് റിക്വസ്റ്റ് ആയിട്ട് കാണണം എല്ലാവരും. ബിക്കോസ് നമ്മൾ കുറച്ച് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് വരെ പിടിക്കണം. ഓക്കെ, അതാണ്. മൂപ്പര് ഒരു അരമണിക്കൂർ എടുക്കുക, അല്ലെങ്കിൽ 40 മിനിറ്റ് എടുക്കാമെന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് അഗ്രികൾച്ചർ ഹരി സാർ ഒരു 10 മിനിറ്റ് കൊണ്ട് തീർത്ത് തരാം കേട്ടോ. 10 മിനിറ്റ്. ഓക്കെ, അമ്മേ. എവിടെ ആള്? കാണില്ലല്ലോ. നിങ്ങൾ ലൈക്ക് അടിക്കാത്തുള്ളൊരു ലൈക്കും കൂടെ അടിക്ക്, പവറാക്കുക കേട്ടോ. അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും കിഡിലോസ്കി മക്കളാണ്. നിങ്ങൾ ഇതുവരെ കാണാത്ത സോഷ്യൽ സയൻസിൽ ഒരാളായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അർജുൻ സാർ വരില്ലേ? മെയിലിലേക്ക് ഇടാനാ? ഓക്കെ, ഐപാഡ് ഉണ്ടെങ്കിൽ എടുക്കുക എന്നാൽ, കാരണം ഇതിൽ ചാർജ് കുറവായിരിക്കും. കഴിഞ്ഞിട്ടുണ്ടാവില്ല എല്ലാവരുടെയും. ഒന്ന് നോക്കുമോ? ആ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളോട് ചെറിയ സംസാരിച്ചിട്ട് പോവാം. ഓക്കെ, ആൾ വരുന്നവരെ, ആൾ മെയിലിലേക്ക് നോട്ട് ഇടുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പോൾ എടുത്തത്രയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ മൂപ്പര് വരുന്നവരെ നമുക്ക് സംസാരിക്കാം. എന്തെങ്കിലും ഉണ്ടോ? അയ്യോ, ഐ ആം ഡൺ. നോ ഹരി, കമോൺ, യു ക്യാൻ. ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്. യെസ്, പവറില്ല മക്കളെ, നിങ്ങൾ പവറാക്ക്. യെസ്, അർജുൻ സാർ സെറ്റല്ലേ? ഓക്കെ, അത് ഞാൻ ഇത് ഓഫാക്കാം. എനിക്ക് സെർവർ സെറ്റാക്കാം മക്കളെ. ഒറ്റ സെക്കൻഡ് നേരത്തേക്ക് ഞാൻ ഇതൊന്നും ഓഫാക്കണ്ടേ. നിങ്ങൾ ഹരി സാറിനെ കാണൂലേ? ഒറ്റ സെക്കൻഡ്.
മക്കളെ ടെക്നിക്കൽ ഒറ്റ മിനിറ്റ് ഇപ്പൊ റെഡി ആവും കേട്ടോ. ഇപ്പൊ സെറ്റ് ആവേ, ആരും പോകരുത്. ഇപ്പൊ സെറ്റ് ആവും, ഇപ്പൊ റെഡിയാവും. എന്താ അറിയോ, ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് വന്നു. ഇപ്പൊ റെഡിയാവും, ഇപ്പൊ സെറ്റ് ആക്കാം. ഹലോ 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 മൈ ഡിയർ മക്കൾസേ, രാത്രി ഈ ഒരു വൈകിയ സമയത്തും ഇപ്പം ഈ കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടല്ലോ, നിങ്ങളിൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. നമ്മൾ കുറേ നേരം ഈ ക്ലാസ് തുടങ്ങിയിട്ട്, പക്ഷേ ഇത് പഠിച്ച് തീർക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് നിങ്ങളെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് സാറിന്. അപ്പം ഇന്നത്തെ ഈ ബാക്കി ഭാഗം ഞാൻ വളരെ പെട്ടെന്ന് തന്നെ വളരെ സ്പീഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞുതരാം. ഒരുപക്ഷെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഇത് നമ്മുടെ ആദ്യത്തെ മീറ്റാണ്. ഇത് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് ഒരു അടിപൊളി 4 ചാപ്റ്റർ പഠിച്ചു തീർക്കാനുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ, നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ വളരെ ചെറുപ്പം തൊട്ട് പഠിക്കുന്ന, നമ്മുടെ മോറലായിട്ട് നമ്മുടെ കൂടെ തന്നെ വളർന്നു വന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞ ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. സോ 4 കിഡിലൻ അടിപൊളി ഈസി ചാപ്റ്റേഴ്സ് നമുക്ക് പെട്ടെന്ന് നോക്കാം.
അപ്പോൾ മക്കളെല്ലാവരും പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സിനൊക്കെ മിസ്സായി പോയ ആൾക്കാരുണ്ടാവുമല്ലോ, നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇടാൻ മറ്റേ സാറ് വന്നിട്ടുണ്ട് എക്സാം വിന്നറിൽ ബാക്കി ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എല്ലാവരും ഫ്രണ്ട്സിനെ എല്ലാവരും കൂട്ടി വന്നേക്കും മക്കളെ. ഓക്കെ, അപ്പോൾ ഹരി സാറ് കുറേ നേരമായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതാണ്. ഭയങ്കര ഒരുപാട് വൈകിട്ട് 7 മണി തുടങ്ങിയത് ഈ ഒരു സമയം വരെ അദ്ദേഹം ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ട് അതൊരു കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയെ പഠിപ്പിക്കുന്നുള്ള വളരെ ദൃഢനിശ്ചയത്തോടുകൂടി വന്ന് ക്ലാസ് എടുക്കുകയാണ്. സോ എനിക്ക് അതിനേക്കാൾ സന്തോഷമുണ്ട്. കാര്യം ഈ ഒരു സമയത്തും ഇത്രയും കുട്ടികൾ ഈ ഒരു സെഷനിൽ ഈ ഒരു ലൈവിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നത് അതിനെയാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് അത് ചെറിയൊരു ടെക്നിക്കൽ കളിച്ചുണ്ട് അല്ലേ. ഈ യന്ത്രങ്ങളൊക്കെ കുറേ നേരമായിട്ട് പ്രവർത്തിക്കല്ലേ, അത് തന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചു. അതിൻ്റെ കപ്പാസിറ്റി തന്നെ കുറേയൊക്കെ ഇങ്ങനെ കത്തിപ്പോയിട്ടുണ്ടാവും. നമ്മുടെ തലച്ചോറും അങ്ങനെയാണല്ലോ അല്ലേ. ഒരു സ്റ്റേജ് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനും കപ്പാസിറ്റി ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ അതൊന്നും പേടിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാം. ഹരി സാർ എന്നെ പറ്റി ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ പേര് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് എൻ്റെ പേര് ഒന്ന് അറിയിച്ചു കൊടുത്തേക്ക്. അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെ, ഹരി സാറിന് ഹാറ്റ്സ് ഓഫ് ഒക്കെ പറയുന്നത് കിട്ടില്ല. ഇത്ര 4.5 മണിക്കൂറോളാണ് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ നോക്കാം. നിങ്ങൾക്ക് ഡെമോക്രസി വേണോ അതോ നേരെ ജോഗ്രഫിയിലേക്ക് പോകണോ? ഏതാ മക്കളെ വേണ്ടേ? നിങ്ങളുടെ ഇഷ്ടത്തിന് പറ. എൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്, ദയ, മേരി എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുടെ പേര് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മക്കളെ നിങ്ങൾക്ക് നേരെ ഡെമോക്രസിയിലേക്ക് പോകണോ അതോ നിങ്ങൾക്ക് ജോഗ്രഫിയിലെ സബ്ജക്റ്റ് ചാപ്റ്റേഴ്സ് വേണോ? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഡെമോക്രസി എന്ന് പറയുന്ന ചാപ്റ്റർ സത്യം പറഞ്ഞാൽ കുറച്ചൊരു ബോറിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷേ പേടിക്കേണ്ട, എല്ലാം സെറ്റായി വന്നു. വന്നപ്പോൾ എന്തായിരുന്നു ആവേശം? വന്നു ഇതൊക്കെയല്ലേ ഒരു ഞാണിന്മേൽ കളിയല്ലേ. ഇവിടെ ഇരുന്നവിടെ ചിരിയും കളിയാണ്. ചാർജർ. ഓക്കെ, ജോഗ്രഫി ഫസ്റ്റ് ആണ്. ഓക്കെ, ജോഗ്രഫി ആണെങ്കിൽ സെറ്റായിട്ട് തീർത്തരാം മക്കളെ. നിങ്ങളുടെ ഇഷ്ടമല്ലേ, എൻ്റെ ഇഷ്ടം. ജോഗ്രഫി ആണെങ്കിൽ നമുക്ക് നേരെ ഒരു കാര്യത്തിലേക്ക് പോകാം. മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസ്. ഓക്കെ, മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ധാതുക്കൾ എന്നൊക്കെ പറയില്ല. നമുക്ക് ഇവിടെ മലയാളം എന്ന് വേണ്ട, നമ്മൾ CBSE പിള്ളേരല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിപൊളിയായിട്ട് മിനറൽസ് എന്താണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, മിനറൽസ് എന്താണെന്ന് അറിയണമെങ്കിൽ കുറച്ച് നേരം കാത്തിരിക്കണം. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നോ? ആയിക്കോട്ടെ. നിങ്ങൾക്ക് അറിയുന്ന ഹരി സാർ എന്തൊക്കെ എന്നെ പറ്റി പറഞ്ഞേ ചോദിക്കട്ടെ. ഹരി സാർ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? പുതിയതായിട്ടെന്തെങ്കിലും എൻ്റെ പേര് പറഞ്ഞു തന്നിട്ടുണ്ടെന്നല്ലാതെ എന്നെക്കുറിച്ച് വല്ലതും എന്താ പറഞ്ഞു തന്നതെന്ന് എനിക്കൊന്ന് അറിയണമെന്നുണ്ട്. ഹരി സാർ എന്താ പറഞ്ഞു തന്നേ? പറ മക്കളെ. ഹരി സാർ എൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. എനിക്കിപ്പോൾ ചോദിക്കണം ഹരി സാറിനോട്. ഹരി സാർ എന്താ പറഞ്ഞു കൊടുത്തതെന്ന്? ന്യൂസ് സാറാണെന്ന് പറഞ്ഞു. പിന്നെയോ? അതായത് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്, പുതിയ സാറാണത്. പക്ഷെ ഹരി സാർ എന്നെക്കുറിച്ച് നല്ല കാര്യങ്ങളാണോ പറഞ്ഞേ? ഞാൻ വിചാരിച്ചു ഹരി സാറിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് പിരികേറ്റാന്ന്. പക്ഷേ സെറ്റ്, ഹരി സാറ് നമ്മളെക്കാൾ വളരെ ഡീസൻ്റ് ആയതുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ജോഗ്രഫിയിലെയും അതുപോലെ തന്നെ ഡെമോക്രസി എന്ന് പറയുന്ന ചാപ്റ്ററിലെയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. ബേസിക്കലി വളരെ കുറച്ച് കാര്യങ്ങളെ നോക്കാറുള്ളൂ. ജോഗ്രഫിയിൽ നമുക്ക് മിനറൽസ് ആൻഡ് റിസോഴ്സ് ആ ഭാഗത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് മിനറൽസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ചില മിനറൽസ് ഫെറസ് ആണ്, ചിലത് നോൺ ഫെറസ് ആണ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അത് കൂടാതെ ഈ ഇന്ത്യയിലെ തന്നെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഓർസ് ഉള്ളത് അല്ലേ? അതായത് അയൺ ആയാലും ബോക്സൈറ്റ് ആയാലും അങ്ങനെയുള്ള ഒത്തിരി ഓറുകളുണ്ട്. ഈ ഓറുകളൊക്കെ ഇന്ത്യയുടെ ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഉള്ളത് എന്നാൽ നമുക്കൊന്ന് നോക്കേണ്ടി വരും. പിന്നെ ഇൻഡസ്ട്രികളെ കുറിച്ച് പഠിക്കേണ്ടി വരും. നമുക്കറിയാം ഇൻഡസ്ട്രീസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ നട്ടല് എന്ന് പറയുന്നത് അല്ലേ. ഒരുപാട് നല്ല ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നല്ല ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? ബേസിക്കലി നമുക്ക് കുറേ റോ മെറ്റീരിയൽസ് വേണം. അപ്പം സ്റ്റീല്, അയൺ ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് എന്ത് വേണം? നല്ല ഒരുപാട് എനർജിയുടെ ഒക്കെ നമ്മുടെ മിനറൽസ് എല്ലാം കിട്ടണം. ഓൾറൈറ്റ്, അപ്പം എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയിട്ടുണ്ട്. ഓൾറൈറ്റ്, സെറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം മിനറൽസ് എന്താണെന്ന് വളരെ ബ്രീഫായിട്ട് സാറ് പറഞ്ഞുതരാം. ഹോമോജിനസ് നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസ് വിത്ത് ഡിഫൈനബിൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ. അതായത് അതൊരു നാച്ചുറലി ഒക്കറിങ്
പ്രകൃതിയാൽ നമ്മുടെ ഭൂമിയിൽ അല്ലേ ഒരു സ്പെസിഫിക് കോമ്പോണൻറ്റ്സ് ഒക്കെ കൂടെ മിക്സ്ചറായിട്ട് ഒരു ഡെഫിനറ്റ് കെമിക്കൽ കോമ്പോസിഷനും അതുപോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും ഒക്കെ ഉള്ള അല്ലേ ആലോചിച്ച് നോക്കൂ. സ്വർണം നാച്ചുറലി ഉണ്ടാവുന്നതാണ്, അതുപോലെ തന്നെ വെള്ളിയാണെങ്കിലും കോപ്പറാണെങ്കിലും ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളും എന്താണ് നാച്ചുറലി നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ പ്രകൃതിയിലുണ്ട്. പ്രകൃതിയിലുള്ള സാധനമാണ് നമ്മൾ എടുക്കുന്നത്, അത് നാച്ചുറലി ഒക്കറിങ് ആണ്. പിന്നെ ഹോമോജിനസ് ആയിരിക്കും, എല്ലാ സ്വർണ്ണത്തിനും ഒരേ ഒരു ക്യാരക്ടർ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ അയേണിനൊക്കെ സെയിം ക്യാരക്ടർ, സിങ്ക് എല്ലാത്തിനും സെയിം ക്യാരക്ടറാണ്. സോ ഇതിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് വിളിക്കുന്നത്, മിനറൽസ് എന്ന് വിളിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ആദ്യം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മിനറൽസിൻ്റെ ഒരു ബ്രീഫാണ്. ആരോ എന്നോട് ഇൻട്രൊഡക്ഷൻ ചോദിച്ചു. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മിനറൽസിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ട് മക്കളെ വേഗം പോയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ വരാൻ പറ, ജോയിൻ ചെയ്യാൻ പറ, ഫയറൊക്കെ ഇട്ട് കത്തിക്കുക. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഈ ചാപ്റ്റർ തരാം. സോ മിനറൽസ് നോൺ റിന്യൂവബിൾ ആണ് അല്ലേ, ടേക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ് ടു ഫോം. അതായത് എടുത്തു കഴിഞ്ഞാൽ തീർന്നു പോകും. നമ്മളിങ്ങനെ കുറേ എന്താ പറയുക മൈനിങ് ഒക്കെ ചെയ്ത് ഖനനമൊക്കെ ചെയ്ത് കുറേ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് തീർന്നു പോകും. അപ്പം അത് റിന്യൂവബിൾ അല്ല, നോൺ റിന്യൂവബിൾ ആണ്. അനദർ പ്രശ്നം എന്താ വെച്ചാൽ ഇതൊക്കെ വീണ്ടും ഉണ്ടായി വരണമെങ്കിൽ കുറേ കാലതാമസമുണ്ട്. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെയോ മെനി റിസോഴ്സസ് ആർ ലിമിറ്റഡ്, സോ ഇറ്റ് മസ്റ്റ് ബി കൺസേർവ്ഡ്. എന്ത് ചെയ്യണം, നമ്മൾ അതിനെയൊക്കെ സൂക്ഷിച്ച് വെക്കണം. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പെട്രോളിയം എന്ന് പറയുന്നത് ഒരു വലിയ മിനറലാണ്, ക്രൂഡ് ഓയിൽ അല്ലേ. അത് കുറേ എടുത്ത് കഴിഞ്ഞാൽ അത് തീർന്നു പോകും, ഫോസിൽ ഫ്യൂലൊക്കെ തീർന്നു പോകും. അപ്പോൾ എന്ത് വേണം, അത് നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം അല്ലേ. പൊന്മുട്ടയിടുന്ന താറാവാണ് ഇതൊക്കെ. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ അത്യാഗ്രഹമോ അതായത് നമ്മുടെ ഗ്രീഡി ഒന്നും കാണിച്ചിട്ട് ഈ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നു കളയരുത്. അപ്പം എല്ലാ ദിവസവും ആവശ്യത്തിന് മാത്രം മുട്ട എടുക്കുക. അതുപോലെ തന്നെയാണ് ആവശ്യത്തിന് മാത്രം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിപ്ലൻഷ് ചെയ്യാൻ വേണ്ടി, അതായത് വീണ്ടും ഉണ്ടായി വരാൻ കുറേ സമയം എടുക്കും. ഓക്കെ, ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യത്തിനുള്ളത് ഉപയോഗിച്ചാൽ മതി. മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സ് ആർ ദ ഫൗണ്ടേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എന്തിനാണ് ഈ മിനറൽസ് എന്ന് പറയുന്ന സാധനങ്ങൾ? ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണമുള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ അയൺ എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചതാണ് നമ്മുടെ മനുഷ്യരാശിക്ക് വലിയൊരു മാറ്റം വരുത്തിയിട്ടില്ല അല്ലേ. ആലോചിക്കൂ, നിങ്ങൾ ആലോചിക്കൂ, ഞാനിപ്പോൾ ഇന്ന് വന്ന് നിങ്ങളുടെ മുമ്പിൽ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഉപകാരങ്ങളാണ് ഈ അയൺ കൊണ്ടുണ്ടായിട്ടുള്ളത്. ഇവിടെ ഉണ്ടാകും അധിക സാധനങ്ങളും എല്ലാം ഇരുമ്പും അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ അലോയ്കളും വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പം നോക്കൂ, നമ്മുടെ ഡെവലപ്മെൻറ്റ് ടെക്നോളജിയൊക്കെ വന്നത് ഈ മിനറൽസൊക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം അല്ലേ. എന്നോട് അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തംസപ്പ് ഒക്കെ ഇട്ട് സെറ്റാക്കി കാണും മക്കളെ. ഞാൻ ആദ്യമായിട്ടാണ് CBSE കാർഡെ കാണാൻ വരുന്നത്. ആലോചിച്ചോക്കെ, രാത്രി 11:30 മണിക്കാണ് എനിക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. ഒരിക്കലും നമ്മളങ്ങനെ ഒരാളെ മീറ്റ് ചെയ്യാൻ അങ്ങനെ ഈ രാത്രി 11:30 മണിക്ക്, രാഷ്ട്രീയക്കാരൊക്കെയാണ് നടക്കും, അല്ലെങ്കിൽ സിനിമയിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നടക്കും. പക്ഷേ ഞാൻ നിങ്ങളെ വളരെ അതിയായ ആഗ്രഹത്തോടെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വൈകിട്ട് 7 മണി മുതൽ കാത്തിരിക്കുക. എന്നിട്ട് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്ന വൈകിട്ട് രാത്രി 11-11:30 മണിക്കാണ്. ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്താണല്ലോ, എനിക്ക് ഭയങ്കര എനർജി കിട്ടുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി. ഞാൻ ഒട്ടും ക്ഷീണിതനല്ല. സോ നിങ്ങളും സെറ്റായിട്ടിരുന്നോ മക്കളെ, ധൈര്യമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സാറ് പഠിപ്പിച്ച് സെറ്റാക്കി തരാം. എനിക്ക് ഓക്കെ, ധൈര്യമായിട്ടിരുന്നോ, സെറ്റായി പഠിപ്പിച്ച് തന്ന് നിങ്ങൾക്ക് ഒരു രീതിയിലും കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ, കൺഫ്യൂഷൻ ഉണ്ടോ ചോദിച്ചോ, ഇല്ലാത്ത രീതിയിൽ പറഞ്ഞ് സെറ്റാക്കി തരും. ഓക്കെ, സോ മിനറൽസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സ്റ്റീൽ ഇൻഡസ്ട്രി ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ ഡെവലപ്മെൻറ്റിലേക്കും. പിന്നെയോ ഈ മിനറൽസ് ഉള്ളത് നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മിനറൽസ് നമ്മൾ കൃത്യമായിട്ട് ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അത് നല്ല രീതിയിലേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കാശുണ്ടാക്കാനും പറ്റും. നമുക്ക് പണം ഉണ്ടാക്കണ്ടേ? നമ്മുടെ കയ്യിൽ ഒരു സാധനം കുറേ ഉണ്ടെങ്കിൽ അത് വെച്ച് ആ റോ മെറ്റീരിയൽ വെച്ച് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ കാശ് കിട്ടില്ലേ? കാശ് വെറുതെ കളയണോ? അത് വേണ്ട. സോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ റിന്യൂവബിൾ ആൻഡ് സസ്റ്റൈനബിൾ എനർജി. ഈ സസ്റ്റൈനബിൾ എനർജി നോക്കി വെച്ചോളൂ. കാര്യം നമ്മൾ പറയും എന്താണ്, ഹലോ കേൾക്കുന്നുണ്ടോ മക്കളെ? ചെറിയൊരു ടെക്നിക്കൽ ഗ്ലിച്ച് വീണ്ടും വരുന്നുണ്ട്. മാപ്പൊക്കെ പറഞ്ഞു തരാം കേട്ടോ. മാപ്പിലൂടെയാണ് നമ്മൾ പോണത്. ഓൾറൈറ്റ്, ഓർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ മിനറൽസ് ഒക്കെ ഓറിൻ്റെ രീതിയിലുള്ളത്. ഓർ ഇസ് ആൻ അക്യുമുലേഷൻ ഓഫ് മിനറൽ മിക്സ്ഡ് വിത്ത് അതർ എലിമെൻറ്റ്സ്. ഇങ്ങനെ ഒരുപാട് മിനറൽസ് എല്ലാം കൂടെ മിക്സായി കിടക്കും. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഓറുകളുണ്ട്. ഇതൊക്കെ ഒരു രീതിയിൽ അത് മിക്സായി കിടക്കുക ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഓരോന്നായിട്ട് മാറ്റിയിടണം. ഈ മിനറൽസ് എന്ന് പറയുന്നത് കുറേ ഫ്രൂട്ട്സ് ഒരു ബാസ്ക്കറ്റിൽ ഇട്ട പോലെയാണ്.
ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ എല്ലാ സാധനവും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു മിക്സ്ചറായിട്ടാണ് കിടക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഓറഞ്ച് മാറ്റണം, ആപ്പിൾ മാറ്റണം, മുന്തിരി മാറ്റണം, ഈ തണ്ണിമത്തം മാറ്റണം, സപ്പോർട്ട ഉണ്ട് അത് മാറ്റണം. അപ്പം എന്ത് ചെയ്യുക? അപ്പം അത് നമ്മൾ മാറ്റി മാറ്റി എടുക്കുന്ന സമയത്ത് ഓരോന്നിനും ഓരോ ക്യാരക്ടറുകളായിരിക്കും അല്ലേ? ഓറഞ്ചിൻ്റെ രുചി ആയിരിക്കില്ല ആപ്പിളിന്, തണ്ണിമത്തന് വേറെ തന്നെ രുചിയായിരിക്കും, സപ്പോർട്ടൊക്കെ ഭയങ്കര രുചിയായിരിക്കും. സോ എന്താണ് ഇതുപോലെയാണ് ഈ ഓറുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതിന് നമുക്ക് ആവശ്യമുള്ളത് മാറ്റിയെടുക്കണം. അയൺ ഓർ ഇസ് ബേസിക് മിനറൽ ഫോർ ഇൻഡസ്ട്രി. ഓർത്ത് വെച്ചോ, അയൺ അത്രയും അയണാണ് ഈ കൂട്ടത്തിലെ കൊമ്പൻ. ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? ഈ കൂട്ടത്തിലെ കൊമ്പനാണ് അയൺ ഓർ. അയൺ ഓർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. എല്ലാ കാര്യവും നോക്കൂ നിങ്ങൾ, എല്ലാ ടൂൾസുകളും എല്ലാം ഇരുമ്പ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ മേലെയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഓർസ് ആർ ഫൗണ്ട് ഇൻ ക്രാക്സ് ഓഫ് ഇഗ്നിയസ് മെറ്റമോർഫിക് റോക്സ്, ടിൻ, കോപ്പർ ഇതിൻ്റെയൊക്കെ ഓറുകൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ഇഗ്നിയസ് മെറ്റമോർഫിക് റോക്സിൽ. അതായത് നമ്മുടെ ആദ്യത്തെ പ്രൈമറി റോക്സ് എന്ന് പറയില്ലേ, ആദ്യത്തെ റോക്സ്, അത് റോക്സുകളായിട്ട് നമുക്ക് തോന്നും, അത് പാറകളായിട്ട് തോന്നുമെങ്കിലും അതൊക്കെ ആക്ച്വലി എന്താണ്? അതൊക്കെ ഈ ടിന്നിൻ്റെയും കോപ്പറിൻ്റെയും ഒക്കെ അടങ്ങുന്ന കുറേ ഓറുകളുള്ള നല്ല പടുകൂട്ടൻ പാറകളാണ്. പിന്നെ സെഡിമെൻ്ററി സ്ട്രാറ്റയിലാണ് കോള്, അയൺ ഓറൊക്കെ ഉള്ളത്. സെഡിമെൻ്ററി എന്താണ്? ഇങ്ങനെ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇങ്ങനെ അടിഞ്ഞ് കൂടി മാറി വന്നിട്ടുള്ള സെഡിമെൻറ്റുകളെല്ലാം ചേർന്നിട്ടുള്ള പാറകളുണ്ടാവും, സെഡിമെൻ്ററി റോക്സ്. അതിൻ്റെ വെയിൻസിലൊക്കെ ആയിട്ടാണ് നമ്മുടെ സെഡിമെൻ്ററി സ്ട്രാറ്റയിലാണ് കോളും അയണൊക്കെ ഉള്ളത്. ദേ ആർ ഓൾസോ ഫൗണ്ട് ഇൻ വാലീസ് ആൻഡ് സാൻഡ്സ് ഓർ ഹിൽ ബേസസ്. ഈ മിനറൽസ് വേറെ എവിടെയൊക്കെയാണ് ഉള്ളത്? വാലികളിലുണ്ട്, ഹില്ലുകളിൽ, ബേസിലൊക്കെ ഉണ്ട്. അവിടെയുള്ളത് ഏതൊക്കെയാണ്? അവിടെയുള്ളതൊന്നും വെള്ളമായിട്ട് കൊറോഡ് ചെയ്യാത്ത, തുരുമ്പിക്കാത്ത സാധനങ്ങളായിരിക്കും. സോ ഉദാഹരണത്തിന് ഗോൾഡ്, സിൽവർ. ഈ ഗോൾഡും സിൽവറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കും. നമ്മുടെ റോക്കി ബൈയുടെ കയ്യിലൊരു വലിയ മടയുണ്ടായിരുന്നു, ഒരു വലിയ പാറമട ഉണ്ടായിരുന്നു അല്ലേ? പക്ഷേ അതല്ല, വെള്ളത്തിൻ്റെ അടിയിലും ഉണ്ടാവും പലതും, നല്ല പുഴകളുടെ അടിയിൽ. അപ്പോൾ അവരിങ്ങനെ മുങ്ങി എടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്വർണം എടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിപ്പോയെടുത്ത് ഇങ്ങനെ ഒരു വലിയ കൊട്ട കൊണ്ട് ഇങ്ങനെ ഇളക്കി അതിനകത്ത് നിന്ന് സ്വർണ്ണം എടുക്കാറുണ്ട്. സോ എന്ത് ചെയ്യാണ്? അങ്ങനെയാണ് സ്വർണ്ണമൊക്കെ എടുക്കുന്നത്. പിന്നെ സം മിനറൽസ് ആർ ഫൗണ്ട് ഇൻ സർഫസ് റോക്ക് ഡീകമ്പോസിഷൻ. അതായത് ചില സർഫസ് റോക്കുകൾ കേട് വരുന്ന സമയത്ത്, അതിങ്ങനെ നശിച്ചു പോകുന്ന സമയത്ത് അത് മിനറൽസ് ആയിട്ട് മാറും. ഉദാഹരണത്തിന് ബോക്സൈറ്റ് അങ്ങനെയാണ്. ഇവിടെ കുറച്ച് എക്സാമ്പിൾ കാണുന്നുണ്ട്. ഓറിൻ്റെ അയൺ ഓറുണ്ട്, കോപ്പർ, ബോക്സൈറ്റ്, ഗോൾഡ്, മൈക്ക, ഇതൊക്കെ പല രീതിയിൽ ഓരാ. അതായത് ഇതൊക്കെ ഒരുമിച്ച് ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ കെട്ടിപ്പടഞ്ഞ് കിടക്കുക ചെയ്യുക. അതിൽ നിന്ന് പിന്നെ ആവശ്യമുള്ളത് നമ്മൾ മുറിച്ചെടുക്കും. സോ വൈ മിനറൽസ് ആർ ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ്? യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് ആണ് ഏറ്റവും പ്രധാനം അല്ലേ? വ്യവസായശാലകൾ. സ്റ്റീൽ ഇൻഡസ്ട്രിക്ക് സ്റ്റീൽ ഇല്ലാണ്ട് പറ്റില്ലല്ലോ അല്ലേ? നമ്മൾ സിമെൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും നമുക്ക് മിനറൽസ് ആവശ്യമാണ്. അതായത് ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇരുമ്പും വേണം, സിമെൻറ്റും വേണം അല്ലേ? അപ്പോൾ എന്താണ്? ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നിലനിന്ന് പോകുന്നത് തന്നെ മിനറൽസിലാണ്. സോ മിനറൽസിൻ്റെ ഇമ്പോർട്ടൻസ് ആദ്യം എഴുതേണ്ടത് ഇൻഡസ്ട്രീസിൻ്റെ കാര്യത്തിലാണ്. ആലോചിച്ച് നോക്കുക, പരീക്ഷയ്ക്ക് നമ്മൾ എഴുതാനിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും മിനറൽസിനെ കൊണ്ടുള്ള ഉപകാരം? ചോറുണ്ണാനോ അല്ലെങ്കിൽ രാവിലെ പുട്ട്, ദോശ ഉണ്ടാക്കാനോ ഒന്നും നമുക്ക് മിനറൽസിൻ്റെ ആവശ്യമില്ല അല്ലേ? പുട്ടുണ്ടാക്കാൻ നമുക്ക് അരിപ്പൊടി മതി, മിനറൽസ് വേണ്ട. അപ്പോൾ എന്താണ്? ഇത് ഇൻഡസ്ട്രീസിന് ആവശ്യമാണ്. രണ്ടാമത്തെ ബേസിസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഈ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എക്കണോമിക് ഡെവലപ്പ് ചെയ്യും അല്ലെ? കുറേ പേർക്ക് തൊഴിൽ കിട്ടും, കുറേ റോ മെറ്റീരിയൽസ് കൊണ്ട് ന്യൂ പ്രോഡക്റ്റ് ഉണ്ടാക്കി നമുക്ക് വിറ്റാൽ കാശ് കിട്ടും. എക്കണോമി ഈസ് ഓൾവേസ് ഡെവലപ്പിംഗ്. അപ്പോൾ എന്ത് ചെയ്യാണ്? റീൽസിൽ കണ്ടിട്ടുണ്ടല്ലേ? ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സാണ്. ഞാനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കഷ്ണം മുറിച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഹെൽപ്പ് ഇൻ മേക്കിംഗ് മെഷീൻസ്, ട്രാൻസ്പോർട്ട്, ബിൽഡിങ്സ് അല്ലേ? നമുക്ക് എന്തൊക്കെ വേണം? മെഷീനുകൾ, വലിയ മെഷീനുകൾ വേണം അല്ലേ? വലിയ മെഷീൻസും ടൂൾസും ഉണ്ടാക്കാൻ ഈ പറയുന്ന മിനറൽസ് ആവശ്യമാണ്. ട്രാൻസ്പോർട്ട്, വണ്ടികളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ വണ്ടികളൊക്കെ ഈ മെറ്റൽ കോട്ടിംഗ് കൊണ്ടല്ലേ ഉണ്ടാകുന്നത്? തീവണ്ടി, ട്രെയിന്, എയ്റോപ്ലെയിൻ, എല്ലാത്തിനും നമുക്ക് എന്ത് വേണം? മിനറൽസ് വേണം. ഉണ്ടെങ്കിൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. ബിൽഡിങ് പണിയണമെങ്കിൽ ഇത് വേണ്ടേ? കേരളത്തിൽ മിനറൽസ് ഉണ്ട്, പക്ഷേ വളരെ കുറവാണ്. ആലോചിച്ച് നോക്കുക, നമ്മുടെ കേരളത്തിൽ നിന്ന് അങ്ങനെ വലിയ ഖനനമൊന്നും നടക്കാറില്ലല്ലോ. നമ്മൾ കൂടുതലും ടൂറിസത്തിലൊക്കെ അല്ലേ ഫോക്കസ് ചെയ്തിട്ട്. നല്ല മനോഹരമായ സ്ഥലങ്ങളല്ലേ കേരളത്തിലുള്ളത്? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് അല്ലേ? കുട്ടനാട്, അതുപോലെ തന്നെ അട്ടപ്പാടി എന്നൊക്കെ പറയുന്ന മനോഹരമായ രസമുള്ള സ്ഥലങ്ങൾ, ട്രിവാൻഡ്രം. അപ്പോൾ നമ്മുടെ പണം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? നമുക്ക് ടൂറിസം. സാർ ഈ സ്ലൈഡ് പഠിച്ചാൽ മതി. ഈ സ്ലൈഡ് എന്ന് പറയുന്നത് ഇതൊരു ഗൈഡ് ലൈറ്റാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഇതിനകത്തുണ്ട്, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് മാത്രം പഠിച്ചു പോകരുത്. നിങ്ങൾക്ക് ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ പോയിന്റുകളായിട്ടാണ് സാറ് തന്നിട്ടുള്ളത്. ഇതൊക്കെ പോയിന്റുകളാണ്. ഇത് വിശദീകരിച്ച് എഴുതേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. അപ്പോൾ ഒന്ന് വായിച്ച് ടെക്സ്റ്റൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ സെയിം സാധനം അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിലെന്താണോ പറയുന്നത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ.
നമുക്കിനി മിനറൽസിനെ ഡിവൈഡ് ചെയ്ത് നോക്കും. മിനറൽസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനം തന്നെയാണ് മക്കളെ. നോക്കും, മിനറൽസ് 2 എണ്ണം ഉണ്ട്, മെറ്റാലിക്കും നോൺ മെറ്റാലിക്കും എനർജി മിനറൽസും. ഓക്കെ, ഏതൊക്കെയാണ്? മെറ്റാലിക്, നോൺ മെറ്റാലിക്, എനർജി മിനറൽസ്. പ്രധാനമായിട്ടും ഈ മെറ്റാലിക് എന്ന് വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫെറസ്, അയേൺ കണ്ടൻറ്റ് ഉള്ളതിനെല്ലാം നമ്മൾ ഫെറസ് എന്നാണ് വിളിക്കുന്നത്. അല്ല, അയേണിൻ്റെ ഈ പീരിയോഡിക് ടേബിളിൽ വിളിക്കുക ഫെറസ് എന്നാണ്. ഈ അയേൺ നമ്മൾ വിളിക്കുന്നത്, അയേണിൻ്റെ ശരിക്കത്തെ പേര് അല്ലേ, നമ്മൾ ചില ആൾക്കാരുണ്ട്, നമ്മുടെ കൂട്ടുകാരൻ അപ്പു എന്നാണ് നമ്മളവനെ സ്ഥിരം വിളിക്കുക, പക്ഷേ അവൻ്റെ ശരിക്കുള്ള പേര് പത്മനാഭൻ എന്നൊക്കെ ആണെങ്കിൽ ആലോചിച്ച് നോക്ക്. അതുപോലാണ് അയൺ എന്ന് നമ്മൾ വിളിക്കുമെങ്കിൽ ഇരുമ്പെന്ന് വിളിക്കുന്നതിൻ്റെ ശരിക്കത്തെ പേര് ഫെറം എന്നാണ്. ഓക്കെ, അപ്പം ഫെറസ് കണ്ടെയ്നിങ് ഇരുമ്പിൻ്റെ അംശമുള്ള, ഉദാഹരണത്തിന് അയൺ ഓർ, മാംഗനീസ്, നിക്കൽ, കൊബാൾട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ മെറ്റാലിക്, അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഫെറസ് എന്നാണ് വിളിക്കുന്നത്. സോ ദേ ആർ ദ ബാക്ക് ബോൺ ഓഫ് ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ്. ഇൻഡസ്ട്രീസൊക്കെ ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഫെറസ് വേണം. പിന്നെയോ നോൺ ഫെറസ്, ഇരുമ്പില്ലാത്തവരാരൊക്കെയാ? കോപ്പർ, ലെഡ്, ടിന്ന്, ബോക്സൈറ്റ്, ഇവർ വേറെ തന്നെ ഒരു ടീമാണ്. അതായത് ഇവരിൽ ഇരുമ്പിൻ്റെ അംശമില്ല, ഫെറൻ അംശങ്ങളില്ല, അതായത് അതിനകത്തില്ല, കണ്ടൻറ്റ് ഇല്ല. നെക്സ്റ്റ് പ്രഷ്യസ് ആയിട്ടുള്ള കുറച്ച് മെറ്റൽസുകളുണ്ട്. നോക്കൂ, ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, ഇതൊന്നും പെട്ടെന്ന് കൊറോഡാവില്ല, കൊറോഷൻ വരില്ല, നശിച്ചു പോവില്ല. സ്വർണ്ണമൊക്കെ അന്നും അതേ മൂല്യത്തിൽ നിൽക്കില്ല. ആലോചിച്ച് നോക്ക്, പണ്ട് കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ച സ്വർണ്ണമാല, കിരീടം, മോതിരം, കമ്മൽ ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇപ്പോഴും അത് സ്വർണ്ണമായിട്ട് തന്നെ നിലനിൽക്കും. കാലം പഴകുന്തോറും സ്വർണ്ണത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുക. സ്വർണ്ണത്തിന് ഇപ്പം തന്നെ എന്താ വില? 1 ലക്ഷം എങ്ങാനും കടന്നു അല്ലേ. അപ്പോൾ വിലയുള്ള സാധനമാണ്, അത് കേടാവില്ല, പ്രഷ്യസ് ആണ്. നെക്സ്റ്റ് നോൺ മെറ്റാലിക് നോക്കാം. നമുക്ക് ഏതാണ്? അതിന് മൈക്ക, സോൾട്ട്, പൊട്ടാഷ്, സൾഫർ, ഗ്രാനൈറ്റ്, ലൈംസ്റ്റോൺ, മാർബിൾ, സാൻഡ്സ്റ്റോൺ, ഇതൊന്നും തന്നെ മെറ്റലുകൾ, അതായത് നോൺ മെറ്റാലിക്ക. ഇതൊക്കെ മിനറൽസ് തന്നെയാണ്. ഇതിനൊക്കെ വേറെ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇൻഡസ്ട്രീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ഇരുമ്പ് കമ്പി സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഈ മൈക്കയും സോൾട്ടും പൊട്ടാഷും കൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. ഇതിനെ കൊണ്ടൊക്കെ വേറെ പല ഉപകാരങ്ങളാണുള്ളത്. ഉദാഹരണത്തിന് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ, സിമെൻറ്റ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് എന്ത് വേണം? ഈ നോൺ മെറ്റാലിക് മിനറൽസ് വേണം. പിന്നെ എനർജി മിനറൽസ് ഉണ്ട്. കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് ഒക്കെ. നമ്മുടെ കൽക്കരി ഇല്ലേ, കൽക്കരി, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസിൻ്റെ മലയാളമാണ് പ്രകൃതിവാതകം. ഓക്കെ, പ്രകൃതിവാതകം. സോ ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണേടാ, ഈ ഒരു ബോക്സ്. ഇനി നോൺ മെറ്റാലിക് മിനറൽസിൽ ആയിരിക്കും ഉള്ളത്? മൈക്ക, ലൈംസ്റ്റോൺ, ജിപ്സം, സോൾട്ട്, യൂസ്ഡ് ഇൻ സിമെൻറ്റ് ഉണ്ടാക്കാൻ, ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ ഒക്കെ അതെ നമ്മൾ ലൈംസ്റ്റോണും അതുപോലെ പൊട്ടാഷ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാറ്. അപ്പോൾ എന്താണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മൈക്ക പോലുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. മൈക്ക എക്സലൻറ്റ് ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് ആൻഡ് റെസിസ്റ്റൻസ്, ഹൈ വോൾട്ടേജ്, ഇൻഡിസ്പെൻസിബിൾ ഫോർ ദ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി. ഈ മൈക്ക എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ. ഷോക്ക് അടിക്കാതിരിക്കണം. അതുപോലെ തന്നെ ഒരുപാട് ഉപകാരങ്ങൾക്ക് എന്ത് വേണം? ഈ മൈക്ക വേണം. ഇന്ത്യ ഒരു വലിയ മൈക്ക പ്രൊഡ്യൂസറാണ് കേട്ടോ. ഇന്ത്യയിൽ ഒരുപാട് മൈക്കയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈക്കയൊക്കെ ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും ഇന്ത്യയിൽ. ഓൾറൈറ്റ്, ഇനി നമ്മൾ നേരെ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അയൺ ഓർ. ആരോ എന്നോട് ചോദിച്ചു, മാപ്പ് ഉണ്ടോ സാർ? മാപ്പുണ്ടോ? ഞാൻ മാപ്പ് പറഞ്ഞിരിക്കുന്നു, മാപ്പ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. എന്താ മാപ്പ്? അയൺ ഓറിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് സ്റ്റീൽ പ്രൊഡക്ഷൻ, ബാക്ക് ബോൺ ഓഫ് ഇൻഡസ്ട്രി. സ്റ്റീൽ ഉണ്ടാക്കണമെങ്കിൽ അയൺ വേണം. സ്റ്റീൽ ഉണ്ടെങ്കിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് മറ്റ് ഇൻഡസ്ട്രികൾക്ക് ആവശ്യമുള്ള ഇപ്പം എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ, യുദ്ധത്തിന് ആവശ്യമായ വലിയ ടാങ്ക്, തോക്ക്, ബോംബർ, വിമാനം, ഇങ്ങനെ എല്ലാ സാധനത്തിനും വണ്ടികൾ ഉണ്ടാക്കാൻ, എന്തിനൊരു ബ്ലേഡ് ഉണ്ടാക്കാൻ, മൊട്ടുസൂചി ഉണ്ടാക്കണം വരെ നമുക്ക് സ്റ്റീലിൻ്റെ ആവശ്യമുണ്ട്, ഇരുമ്പിൻ്റെ ആവശ്യമുണ്ട്. സോ അയൺ ഓർ എന്ന് പറയുന്നതാണ് ശരിക്കും ഒരു ഇൻഡസ്ട്രീൻ്റെ ബാക്ക് ബോൺ. മറന്നു പോയത് അയൺ അത്രയും പവറാണ്. നിങ്ങളെ മിനറൽസിനെ കുറിച്ച് എഴുതുകയാണോ അല്ലെങ്കിൽ മിനറൽസിൻ്റെ ഉപകാരത്തിനെ കുറിച്ച് എങ്ങനെയാണെങ്കിലും മിനറൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് അയൺ കയറി വരണം. കാരണം അയൺ ആണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ കൊമ്പൻ. അയൺ എവിടെയൊക്കെയാണ് ഉള്ളത്? ജാർഖണ്ഡിലുണ്ട് അയൺ ഓറുകൾ. ജാർഖണ്ഡിൽ, ഛത്തീസ്ഗഡിൽ, ഒഡീഷ, കർണാടക, മഹാരാഷ്ട്ര, ഇവിടെയൊക്കെ ഒരുപാട് അയൺ ഓറുണ്ട് കേട്ടോ. ഇതൊക്കെ അയണൊക്കെ നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയുടെ പഴയ ഭാഗം, നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ വരുന്ന ഈ ഡെക്കാൻ പീഠഭൂമി ഉണ്ടല്ലോ, ഇവിടെ ഒരുപാട് മിനറൽസ് ഉണ്ട്. ഇവിടേക്കൊക്കെ
ന്യൂലി ഫോംഡ് മലനിരകളാണുള്ളത്. ഹിമാലയൊക്കെ യങ്ങാണ് ആക്ച്വലി, കുഞ്ഞനാണ് ഇപ്പം എന്താണ്, പക്ഷേ ഇവരൊക്കെ 400-500 എത്രയോ കോടി വർഷമായിട്ട് ഈ ഭൂമിയിലുള്ള ആൾക്കാരാണ്. ഇവിടെയാണ് ഭയങ്കരമായ അയൺ ഓർ കണ്ടൻറ്റുകളുള്ളത്. മാൻഗനീസും അതുപോലെ തന്നെ ഇതും സ്റ്റീൽ, കെമിക്കൽ, ബാറ്ററി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ മാൻഗനീസ് ആവശ്യമുണ്ട്. ഇതൊന്നും കണ്ടോ, ഇതൊക്കെ ഇൻഡസ്ട്രി അല്ലേ, സ്റ്റീൽ ഇൻഡസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രി, ബാറ്ററി ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്ന ഇൻഡസ്ട്രികളില്ലേ. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് വേണം? മാംഗനീസ് വേണം. അതുള്ള സ്ഥലങ്ങൾ മധ്യപ്രദേശ്, ഒഡീഷ, മഹാരാഷ്ട്ര, കർണാടക, ഇവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് ഇത് ഏറ്റവും കൂടുതലായിട്ടല്ലേ, 1-2 സ്ഥലത്ത് കിട്ടിയിട്ട് കാര്യമില്ല, വലിയ കണ്ടൻ്റായിട്ട് ഈ സാധനം കിട്ടണം. നമുക്കിത് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അത് വിറ്റ് കാശാക്കിയിട്ട് ലാഭമുണ്ടാകണം. അല്ലാതെ ചുമ്മാ ഇതെടുക്കാൻ കുറേ പണം ചിലവും, എന്നാൽ ഇതിന് തുച്ഛമായ ലാഭമാണ് ഉള്ളെങ്കിൽ, പ്രോഫിറ്റാണ് ഉള്ളതെങ്കിൽ നമ്മൾ ആ പണിക്ക് നിൽക്കില്ല. അതേപോലെ തന്നെ അപ്പം മനസ്സിലാക്കേണ്ട ഈ സ്ഥലങ്ങളിലെല്ലാം ഇത് ഭയങ്കര തോതിലും എന്നിട്ട് ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ബോക്സൈറ്റ്, അലൂമിനിയം ഓർ എവിടെയൊക്കെയാണ് ഉള്ളത്? അതിൻ്റെ ഉപകാരങ്ങൾ എയർക്രാഫ്റ്റ്, നമ്മുടെ വിമാനം ഉണ്ടാക്കണമെങ്കിൽ അലൂമിനിയം ഓർ വേണം, ബോക്സൈറ്റ്. യൂട്ടൻസിൽസ് വേണം, അതേതാണ് പാത്രങ്ങൾ ഉണ്ടാക്കാൻ, പിന്നെ ഇലക്ട്രിക്കൽ വയർ ഉണ്ടാക്കാനൊക്കെ അലൂമിനിയം വേണം. ഓക്കെ സാർ, നോ ക്വാളിറ്റി എന്നോ, ഏതാ മോനെ ഏതിനാ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞത്? സ്റ്റീലിനാണോ കെമിക്കൽ ബാറ്ററിക്കാണോ? ഏതിനാ ക്വാളിറ്റി ഇല്ലെന്നേ? ക്വാളിറ്റി അല്ല, ക്വാണ്ടിറ്റി. ഓക്കെ, അതെവിടേക്കാണ് ഉള്ളത്? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്. കണ്ടോ, ഞാനിവിടെ നക്ഷത്രം ഇട്ട് വെച്ചിട്ടുണ്ട്, നക്ഷത്രം, സ്റ്റാർ. ഈ സ്റ്റാറിനുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. ഇനി മൈക്ക, ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ്. മറന്നു പോരുതേ, മൈക്കയുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇലക്ട്രോണിക് ഇൻഡസ്ട്രിക്ക് നല്ല ഇൻസുലേറ്ററാണിത്. ഈ ഇൻസുലേറ്ററായിട്ടുള്ള സാധനത്തിന് മൈക്ക ഉപകാരപ്പെടും. ഇത് കുറേയുള്ള സ്ഥലം ഒന്ന് രാജസ്ഥാനാണ്. രാജസ്ഥാനിലെ ഒരു കാര്യം അറിയാം എനിക്ക്, രാജസ്ഥാനിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനമുണ്ട്. അവിടെ ഭയങ്കരമായിട്ട് കല്ലിൻ്റെ മാർക്കറ്റാണ്. സ്റ്റോണില്ലേ, മനോഹരമായ കല്ലുകൾ, സാൻഡ് സ്റ്റോണുകളൊക്കെ ഉള്ള ഒരു അടിപൊളി എന്താ പറയുക ഒരു പ്രദേശമാണ് ശരിക്കും പറഞ്ഞാൽ ഈ രാജസ്ഥാൻ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ ഉരുളൻകല്ലുകളൊക്കെ ഉണ്ടാകും, അത് രാജസ്ഥാനിൽ ഇമ്പോർട്ട് ചെയ്തായിരിക്കും. മാർബിളുകൾ, അതൊക്കെ രാജസ്ഥാനിൽ കൊണ്ടുവരും. അപ്പോൾ രാജസ്ഥാനിൽ ഒരു വലിയ മിനറൽ ഒരു വലിയ സ്റ്റോറി തന്നെയുണ്ട്, മിനറൽസിൻ്റെ ഒരു വലിയൊരു കോട്ട തന്നെയുണ്ട്. അത് രാജസ്ഥാൻ്റെ പ്രത്യേകത. പിന്നെ ആന്ധ്രയിലുണ്ട്, ബീഹാറിലുണ്ട്, ജാർഖണ്ഡിലൊക്കെ മൈക്ക ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. പിന്നെയോ എനർജി റിസോഴ്സുകൾ ഏതൊക്കെയാണ്? എനർജി ഇസ് യൂസ് നീഡഡ് ഫോർ, എന്തിനൊക്കെ എനർജി വേണ്ട? ഊർജ്ജം പെട്ടെന്ന് തീർത്തരും, ഒരു 12 കഴിയുമ്പോഴേക്കും സാറ് തീർത്തരും. ഓക്കെ, ഒന്ന് ഇൻഡസ്ട്രികൾക്ക് എനർജി ആവശ്യമാണ്, ട്രാൻസ്പോർട്ടേഷന് എനർജി ആവശ്യമാണ്, അഗ്രികൾച്ചറിന് എനർജി ആവശ്യമാണ്, പിന്നെ വീട്ടാവശ്യത്തിന്. ഇത് 4 പ്രധാനമായിട്ടും നമ്മളെ ഊർജ്ജം വേണ്ടത്. ഓക്കെ, എനർജി നമുക്ക് 2 ഡിവൈഡ് ചെയ്യാം, കൺവെൻഷനലും നോൺ കൺവെൻഷനലും. ഓക്കെ, കൺവെൻഷനലും നോൺ കൺവെൻഷനലുമായിട്ടുള്ള 2 രീതിയിൽ നമുക്ക് എനർജികളെ ഡിവൈഡ് ചെയ്യാം. ആദ്യം നമുക്ക് കൺവെൻഷണൽ എനർജി സോഴ്സസ് നോക്കാം. കൺവെൻഷൻ നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്നത്, പണ്ട് തൊട്ട് ഇന്ന് വരെ ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്, അതിനെയാണ് നമ്മൾ കൺവെൻഷണൽ എനർജി വിളിക്കുന്നത്. ഇതിന് ചില പ്രശ്നങ്ങളും ഗുണങ്ങളുണ്ട്. ആദ്യത്തെ ആൾ കോള, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എനർജി റിസോഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നമ്മുടെയൊക്കെ വിചാരം നമ്മൾ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലൂടെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ്. കൂടുതലായും കേരളത്തിലൊക്കെ നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക്, നമ്മൾ ഡാം കെട്ടി വെള്ളം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കേരളത്തിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത്, ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. പക്ഷേ ഇന്ത്യയിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും, അതായത് ഏറ്റവും വലിയ ഏരിയകൾ മൊത്തം കോൾ ഇൻഡസ്ട്രീസ് വഴിയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വെള്ളത്തിൽ നിന്നല്ല, നമ്മൾ കൽക്കരിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആവശ്യത്തിന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതൊക്കെ ഏറ്റവും കൂടുതലും കൽക്കരി കത്തിച്ചിട്ടാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എനർജി റിസോഴ്സാണ് യൂസ്ഡ് ഇൻ തെർമൽ പവർ പ്ലാന്റ്സ് ആൻഡ് കോൾ ഇൻഡസ്ട്രീസ്. കണ്ടോ, തെർമൽ പവർ പ്ലാന്റിലും അതുപോലെ തന്നെ മറ്റ് ഇൻഡസ്ട്രികളിലെല്ലാം ഇപ്പോഴും കൽക്കരി ഇട്ടിട്ടാണ് പല കാര്യങ്ങളും ചെയ്തു തീർക്കുന്നത്. അതായത് അവരുടെ ഫാക്ടറി ഫങ്ഷൻ ചെയ്യുന്നത്. പ്രധാന സ്റ്റേറ്റുകൾ ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ. ഈ പ്രദേശം കണ്ടോ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ. ഈ ഒരു ഭാഗം ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, പിന്നെ ബംഗാൾ, ഈ ഭാഗത്താണ് കേട്ടോ കോൾ കൂടുതലുള്ളത്. പിന്നെ പെട്രോളിയം, നമ്മുടെ വിചാരം ഗൾഫിൽ മാത്രമേ പെട്രോൾ ഉള്ളൂ, ഗൾഫിൽ മാത്രമേ പെട്രോൾ കിട്ടുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് അമേരിക്ക പെട്രോൾ എന്ന് വെച്ച് ഇങ്ങനെ നടക്കുന്നത്. അല്ല, നമ്മുടെ നാട്ടിലും കിട്ടും. നമ്മുടെ ബോംബെ ഹൈ എന്നായിരുന്നു പണ്ട്, അത് ബോംബെയുടെ കടൽ തീരങ്ങളാണ്. മുംബൈ ഹൈയിലും ഗുജറാത്തിലും ആസാമിലെ ദിഗ്ബോയ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ
ഭയങ്കരമായിട്ട് പെട്രോളിൻ്റെ കണ്ടൻറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഫ്യൂവലാണ് അല്ലേ, അത് ക്രൂഡ് ഓയിൽ എടുക്കുക, അതിനകത്ത് നമുക്ക് പെട്രോൾ എടുക്കാൻ പറ്റും, ഡീസൽ എടുക്കാൻ പറ്റും, പിന്നെ മണ്ണെണ്ണ കെറോസിൻ എടുക്കാനും പറ്റും. റോ മെറ്റീരിയൽ ഫോർ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയാണ്. ഇനി നാച്ചുറൽ ഗ്യാസ് ക്ലീനസ്റ്റ് ഫോസിൽ ഫ്യൂലാണ്. ഏറ്റവും ഇതൊക്കെ കത്തിക്കഴിഞ്ഞാൽ ഭയങ്കരമായ പൊല്യൂഷൻ ഉണ്ടാവും. പക്ഷേ നാച്ചുറൽ ഗ്യാസ് നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് അതൊരു ക്ലീനസ്റ്റ്, ഇവരെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ക്ലീനസ്റ്റ് ഫോസിൽ ഫ്യൂലാണ്. യൂസ് ഫോർ പവർ, നമ്മൾ ഊർജ്ജത്തിന് വേണ്ടി, ഫെർട്ടിലൈസേഴ്സ് കൃഷി ആവശ്യത്തിന് വേണ്ടി, കുക്കിംഗ് ഗ്യാസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് CNG PNG അടങ്ങുന്ന നാച്ചുറൽ ഗ്യാസ്. നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ടാക്കൂലേ, അത് തന്നെ. ഉറക്കം വരുന്നതോ? ഉറങ്ങരുത്. ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളും ഈ മടിയന്മാരും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ ഈ ഉറക്കം ഉണച്ച് നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? നമ്മൾ റിസൾട്ട് ഉണ്ടാക്കാനാണ് അല്ലേ? അപ്പോൾ നിങ്ങളിപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക നമ്മളല്ലേ, നമ്മളെന്ത് മടിയന്മാരാണ്. ഇനി ഹൈഡ്രോ ഇലക്ട്രിക്, നമുക്ക് എല്ലാവർക്കും അറിയുന്നത്, ഡാമിൽ നിന്ന് വെള്ളമെടുത്ത് ടർബൈൻ കറക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഇടുക്കിയിലൊക്കെ ചെന്ന് അങ്ങ് ഇടുക്കിയിലെ കറണ്ട് വരെ അടിച്ചു പോയില്ലെന്ന് പറയില്ലേ, ആ ഇടുക്കിയാണ് ഈ ഇടുക്കി. അതല്ല, അതുപോലുള്ള ആൾക്കാരാണ് ഹൈഡ്രോ ഇലക്ട്രിക്കിൽ വരുന്നത്. പ്രൊഡ്യൂസ് ഫ്രോം ഫ്ലോയിങ് വാട്ടർ, വെള്ളം ഒഴുകിയിട്ട് അതിനെ അണകെട്ടി നിർത്തി നമ്മൾ ഉണ്ടാക്കുന്നു. റിന്യൂവബിൾ ആൻഡ് നോൺ പൊല്യൂട്ടിങ്. ഉണ്ടാ ഷോക്ക് അടിച്ച് മരിച്ചതെന്നല്ലാതെ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കൊണ്ട് വലിയ പൊല്യൂഷനൊന്നും ഉണ്ടായിട്ടില്ല. സോ വാട്ട് ഈസ് ടർബൈനോ? ടർബൈൻ എന്ന് വെച്ചാൽ അതൊരു വലിയ യന്ത്രമാണ്. അതിലേക്ക് ഇങ്ങനെ ശക്തമായിട്ട് വെള്ളം ചീറ്റിച്ച് കറക്കുമ്പോഴാണ് വൈദ്യുതി ഉണ്ടാകുന്നത്. ബക്രാനങ്കൽ ഡാമും തേരി ഡാമൊക്കെ ഇന്ത്യയിലെ വലിയ വലിയ ഡാമുകളാണ്. നിങ്ങൾക്കറിയുന്നൊരു ഡാമിൻ്റെ പേര് പറഞ്ഞാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി ഡാം. പിന്നെയോ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ്, നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിക്കാത്ത ഏതൊക്കെയാണത്? ദീസ് ആർ റിന്യൂവബിൾ ആൻഡ് എക്കോ ഫ്രണ്ട്ലി. നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പെട്രോളൊക്കെ കത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാവും. പക്ഷേ പൊല്യൂഷൻ ഇല്ലാത്ത എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിന്യൂവബിൾ ആയിട്ടുള്ള കുറച്ച് എനർജി സോഴ്സുകൾ നോക്കുക. ഒന്നാമത്തത് സോളാർ എനർജിയാണ്. സൂര്യൻ കത്തി ജ്വലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് സൺലൈറ്റ് കിട്ടും, അപ്പം നല്ല എനർജി കിട്ടും. ഫോട്ടോവോൾട്ടൈക് സെല്ലുകളിലേക്ക് ഈ എനർജി ആഗിരണം ചെയ്ത്, അതായത് അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെരി ഗുഡ്, സർദാർ സറോവരൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. എനർജി ഫോട്ടോവോൾട്ടൈക് സെല്ല് അതിലേക്ക് സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇന്ത്യ ഹാസ് ഹ്യൂജ് പൊട്ടൻഷ്യൽ. ഗുജറാത്തിൽ ഏക്കർ കണക്കിന് പറമ്പ് സോളാർ പാനൽ ഇങ്ങനെ അവർ നിരത്തി വെച്ചിട്ടുണ്ട് എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. സൂര്യൻ്റെ വെയിൽ കുറേ ആയിട്ട് നമുക്ക് ടാന് വരുന്നല്ലാതെ അതിലും വലിയ പൊല്യൂഷനൊന്നും വരാൻ പോകുന്നില്ല. നെക്സ്റ്റ് വിൻഡ് എനർജി. തമിഴ്നാട് ഇസ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ. നിങ്ങൾ പാലക്കാട് വിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത്, പാലക്കാടിനുള്ളിലോട്ട് ഇങ്ങനെ കോയമ്പത്തൂർ ആ റൂട്ടിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഏക്കർ കണക്കിന് തുറസായ പറമ്പുകൾ, ഓപ്പൺ ആയിട്ടുള്ള പറമ്പുകളിൽ വിൻഡ് മില്ലുകൾ കാണാൻ പറ്റും. ഭയങ്കര ശബ്ദം കേട്ടോ അതിന്. വിൻഡ് മില്ലുകൾ കാണാൻ പറ്റും. അപ്പോൾ ദൂരേന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ചെറിയ വിൻഡ് മില്ലുകൾ എന്നല്ലേ. അടുത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ പൊക്കം ഉണ്ടാവും ഓരോ ലീഫിന്, ഭയങ്കര വലുപ്പമായിരിക്കും എൻ്റെ ലീഫിന്. ഒരു വീടിൻ്റെ വലുപ്പമൊക്കെ ഉണ്ടാവും ഒരു ലീഫിന്. ലീഫെന്ന് വെച്ചാൽ 3 എണ്ണം ഇല്ലേ, ഇങ്ങനെയുള്ള ഇതാണ് ഇത് കറങ്ങുക. അതിങ്ങനെ കറങ്ങിയിട്ടാണല്ലോ എന്താണ് വരയ്ക്കാനുള്ള സ്കില്ലും ഇല്ല, ഇതാണല്ലോ ഉണ്ടാവുക. ഇതിങ്ങനെ കറങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വലിയ പ്ലേസസ് ഇമ്പോർട്ടൻറ്റ് പ്ലേസസൊക്കെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഞാൻ മാർക്ക് ചെയ്ത സ്ഥലങ്ങൾ പഠിക്കുക. ഇത് കൂടാതെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് നോക്കണേ. ഓക്കെ, തമിഴ്. പിന്നെ ജനറേറ്റർ, വിൻഡ് ടർബൈൻ കറങ്ങിയിട്ടാണ്. ആരാളോ ടർബൈൻ ചോദിച്ചു, ഇവിടെയും അത് തന്നെയാണ്. മറ്റേത് വെള്ളം ശക്തിയായി ചീറ്റിയിട്ടാണ് ടർബൈൻ കറക്കുന്നത്. ഇതിൽ കാറ്റ് ശക്തമായിട്ട് കറക്കിയിട്ടാണ് ഈ ടർബൈൻ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ന്യൂക്ലിയർ എനർജി പ്രൊഡ്യൂസ് ഫ്രം യുറേനിയം ആൻഡ് തോറിയം. നമുക്കറിയാം ഈ ന്യൂക്ലിയർ എനർജി എന്ന് പറയും അല്ലേ, ഈ നമ്മുടെ ന്യൂക്ലിയർ ബോംബൊന്നുമില്ല കേട്ടോ. ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ആറ്റംസിനൊക്കെ നമ്മളൊന്ന് വിഘടിക്കുന്ന സമയത്ത്, അതിനൊന്ന് മുറിച്ച് മാറ്റുന്ന സമയത്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പം യുറേനിയം തോറിയം ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും അടിപൊളിയായിട്ട് ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങൾ. പിന്നെ താരാപൂർ, കൽപ്പകം എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ ഇന്ത്യയിലുണ്ട്. ബയോഗ്യാസ് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്. സോ ഫ്രം ആനിമൽ ആൻഡ് പ്ലാന്റ് വേസ്റ്റ് യൂസ്ഡ് ഇൻ റൂറൽ ഏരിയാസ്. നമുക്കൊക്കെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ബയോഗ്യാസിൻ്റെത്. നമ്മുടെ ആ വീട്ടിൽ പച്ചക്കറി വേസ്റ്റും അതുപോലെ തന്നെ മറ്റ് വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ടൈഡൽ എനർജി ആൻഡ് ജിയോ തെർമൽ, യെസ് യൂസ്ഡ് ബട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ ഫ്യൂച്ചർ. ഈ ടൈഡൽ എനർജി, നമ്മുടെ ടൈഡില്ലേ, വെയിലേറ്റ് എന്ന് പറയും, വെള്ളം ഉയർന്നു പൊങ്ങുക താഴുക എന്നുള്ള സാധനം ഉണ്ടല്ലോ. വൈ യുറേനിയം ആൻഡ് തോറിയം യൂസ് ചെയ്യും? അതാണ് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ, അതെന്തോ ഒരു ടെക്നിക്കൽ ഉണ്ട്, വിട്ടുപോയി. അതിന് ഏറ്റവും നല്ല എലമെൻറ്റുകൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ന്യൂക്ലിയർ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്ലൂട്ടോണിയം ഒക്കെ ഉണ്ട് കേട്ടോ, പ്ലൂട്ടോണിയത്തിലൊക്കെ ഉണ്ട്. ഓക്കെ, ചെയ്യാൻ പറ്റിയ ഏറ്റവും വയബിളായിട്ടുള്ള ചെയ്യാൻ പറ്റുന്നത് യുറേനിയം തോറിയമാണ്. അതുകൊണ്ടാണ്. ഓക്കെ, നമ്മളെവിടെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ടൈഡൽ എനർജി, വേലിയേറ്റം,
കൂടുന്ന സമയത്തും കുറയുന്ന സമയത്തും ഉണ്ടാകുന്ന ഒരു വ്യതിയാനം വെച്ചിട്ട് നമുക്ക് ടൈഡൽ എനർജി യൂസ് ചെയ്യാൻ പറ്റും. ജിയോ തെർമൽ, ഈ ഭൂമിയിൽ കുറേ ഹോട്ട്സ്പോട്ടുകളുണ്ട്, ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഉറവകളായിട്ട് പുറത്തേക്ക് കുറേ വരുന്നുണ്ട്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, എനർജി പ്രൊഡ്യൂസ് ചെയ്യാം. കൺസർവേഷൻ ഓഫ് മിനറൽസ് ആൻഡ് എനർജി. നമ്മൾ ഇത്രയും സൗകര്യങ്ങൾ നമ്മൾ പ്രകൃതിയായി നമുക്ക് തരുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സംരക്ഷിച്ചാലല്ലേ കാര്യം നടക്കുകയുള്ളൂ. അപ്പം സംരക്ഷിക്കാനുള്ള കുറച്ച് വഴികൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഏത് കാലം എഴുതാൻ തുടങ്ങിയത്, അല്ലെ എസ്സേയിൽ ഇതൊക്കെ എനർജി കൺസർവേഷൻ, പൊല്യൂഷൻ ഇല്ലാതാക്കുക കുറിച്ച് നമ്മൾ പോസ്റ്റർ, ന്യൂസ് പേപ്പർ, നോട്ടീസ്, സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ എക്സാമിന് എഴുതിയിട്ടുണ്ടാവും. അപ്പം സെയിം സാധനം തന്നെ നമ്മൾ ഇവിടെ നിന്ന് ചേർത്താൽ മാത്രം മതി. യൂസ് റിസോഴ്സസ് കെയർഫുള്ളി, ഇതൊക്കെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ഓവർ യൂസ് ചെയ്യരുത്. റെഡ്യൂസ് വേസ്റ്റേജ്. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ലൈറ്റും ഫാനും ഓഫ് ആക്കുക എന്നുള്ള പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. റീസൈക്കിൾഡ് മെറ്റൽസ് അവിടെ കടന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും ഡീകമ്പോസ് ആവില്ല. അപ്പോൾ എന്ത് ചെയ്യാണ്, ഭൂമി കടന്നിട്ട് വേസ്റ്റ് കൂടും. ഈ വേസ്റ്റുകളൊക്കെ അറിയാം, എത്ര നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് കടലുകളിലുള്ള വേസ്റ്റ്, ഈ വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ. ഈ വേസ്റ്റുകൾ അത്രയുണ്ട്. സോ അതൊക്കെ ഒഴിവാക്കാം, റീസൈക്കിൾ ചെയ്യുക. യൂസ് റിന്യൂവബിൾ എനർജി, നമ്മുടെ ആവശ്യത്തിനുള്ള റിന്യൂവബിൾ എനർജി വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് യൂസ് ചെയ്യുക. യൂസ് എനർജി എഫിഷ്യൻറ്റ് മെഷീൻ. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരുപാടൊന്നും എനർജി കൺസ്യൂം ചെയ്യാത്ത സാധനങ്ങൾ യൂസ് ചെയ്യുക. ട്രൈ ടു യൂസ് ലെസ് എനർജി കൺസ്യൂമിങ് പ്രോഡക്ട്സ്. പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതെല്ലാത്തിൻ്റെ അടിയിൽ എഴുതിക്കുക, എല്ലാ കാലവും ആവശ്യം. അപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജനൊക്കെ എനർജി വരും. ഓക്കെ, നമുക്ക് നേരെ ഈ ഹിസ്റ്ററി, ഡെമോക്രസി, ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, ജോഗ്രഫി നമ്മൾ ഏകദേശം ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. നമ്മൾ നേരെ ഡെമോക്രസിയിലേക്ക് പോകാം. കാര്യം ഡെമോക്രസി എന്ന് പറയുന്നത് നമുക്ക് CBSE നമുക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മുടെ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യത്യാസമുണ്ട്. നമ്മൾ ഡെമോക്രസിയെ കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കുന്ന ആൾക്കാരാണ് അല്ലേ. നമ്മുടെ സിലബസിൽ ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ തിരഞ്ഞെടുപ്പിന് അല്ലേ, ഇലക്ഷന് വേണ്ടിയിട്ടുള്ളൊരു ഡെമോക്രസി എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ അതിനെ കുറച്ചുകൂടെ ഫിലോസോഫിക്കലായിട്ട്, അതായത് നമ്മൾ ഡെമോക്രസിയെ വേറൊരു രീതിയിലാണ് കാണാൻ പോകണം. നമ്മൾ സ്ഥിരം കാണുന്ന രീതികൾ, നിങ്ങൾ പേപ്പറിൽ വായിച്ച ഡെമോക്രസി അല്ല നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെമോക്രസി. അത് സിമ്പിളായിട്ട് സാറ് പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾക്ക് എസ്സേ പോലെ വരികയാണെങ്കിലൊക്കെ സാറ് ഗംഭീരമായിട്ട് അതിങ്ങനെ പച്ചവെള്ളം പോലെ ആക്കി തരാൻ നോക്കും. ആദ്യം നമുക്ക് ഡെമോക്രസിയുടെ കുറച്ച് നല്ല വശങ്ങൾ നോക്കാം, ക്വാളിറ്റീസ് നോക്കാം. നമുക്ക് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്, ജനാധിപത്യം. ജനങ്ങളുടെ കയ്യിലാണ് അധികാരം. അത് മൈൻഡിൽ വെച്ചോ, ജനങ്ങളുടെ കയ്യിലാണ് അധികാരം, ജനങ്ങൾക്കാണ് അധികാരമുള്ളത്. ഡെമോക്രസി ജനങ്ങളുടെ തീരുമാനം. ഓക്കെ, രാജാവല്ല, പട്ടാളമല്ല, ആരുമല്ല, ഏകാധിപതി ഒന്നുമല്ല, ഡിക്റ്റേറ്റർ ഒന്നുമല്ല. ഇറ്റ്സ് നോട്ട് ദ കിങ്, ഇറ്റ്സ് നോട്ട് ദ ആർമി, നോ ഡിക്റ്റേറ്റർഷിപ്പ്. ദ പവർ ഇസ് വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വാളിറ്റി നോക്കാം. നമ്മൾ ഡെമോക്രസി ഈസ് നോട്ട് ജസ്റ്റ് ഓൺലി ബൈ ഇലക്ഷൻ. നമ്മുടെ ഇലക്ഷൻ്റെ സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല ശരിക്കും ഡെമോക്രസി എന്ന് പറഞ്ഞാൽ, കേട്ടോ. നമ്മൾ ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ മാത്രമേ ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തേണ്ട ചിഹ്നം ഇതാണെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ വരുന്നത്. പക്ഷെ അല്ല, ശരിക്കും ഡെമോക്രസി നിങ്ങൾ വേറെ രീതി കാണണം. ഒന്ന്, പ്രൊമോട്ട്സ് ഈക്വാലിറ്റി അമംഗ് സിറ്റിസൺസ്, എൻഷ്യൂർ ഈക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി. നമ്മളൊരു ജനാധിപത്യ രാജ്യമാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ഇക്വാലിറ്റി, ഞാനും നിങ്ങളും സെയിം ആണെന്ന ചിന്ത വരും അല്ലേ. നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പിന് പോയിട്ട് വോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ വോട്ടാണ് ചെയ്യുക. അപ്പോൾ എല്ലാവരും തുല്യനാണ്, ഒരൊറ്റ വോട്ടേ ഉള്ളൂ. എല്ലാവരുടെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും തുല്യ പരിഗണന ലഭിക്കുന്നു അല്ലേ. എല്ലാവരും നമ്മൾ തുല്യമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അതൊരു നല്ല ക്വാളിറ്റിയാണ്. ഡെമോക്രസി ഉള്ളതുകൊണ്ട് എല്ലാവരുടെ കാര്യം തുല്യമായിട്ട് പരിഗണിക്കപ്പെടും. അത് കാരണം ഇക്വാലിറ്റി എൻഷുർ ചെയ്യപ്പെടും. എല്ലാവർക്കും ഇക്വാലിറ്റി ഉറപ്പുവരും. ഡിഗ്നിറ്റി, നമുക്ക് അന്തസ്സോട് കൂടി ജീവിക്കാം അല്ലേ. നമുക്ക് ജീവിക്കാൻ അന്തസ്സോട് കൂടി ജീവിക്കാം. അല്ലാതെ നമ്മൾ ആരുടെയെങ്കിലും അടിമയായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അന്തസ്സില്ലാത്ത ജീവിതമാണ്. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ പൂട്ടിയിടുകയാണ് മുറിയിൽ, എന്നിട്ട് 3 നേരം ഭക്ഷണവും തരാം, ഫ്രീ വൈഫൈ തരാമെന്ന് പറഞ്ഞാലും നമുക്ക് അന്തസ്സോട് കൂടി ജീവിക്കണ്ടേ അല്ലേ. നമ്മളാരും പരിഹസിക്കരുത്. നമ്മുടെ മേലാരും കുതിരയേറാനും വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം, അന്തസ്സോട് കൂടി ജീവിക്കണം. അപ്പോൾ സോ അന്തസ്സും ഉറപ്പ് വരുത്തുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഡെമോക്രസി. രണ്ടാമത്തത്, എൻഹാൻസ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. അത് നമ്മൾ പറഞ്ഞു. ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ഡെസിഷൻ മേക്കിംഗ്, ബി അക്കൗണ്ടബിൾ, ഡെലിവർ ഡെവലപ്മെൻറ്റ്. നമ്മൾ സാർ സുഖമാണോ എന്ന് ചോദിച്ചു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ മെൽറ്റായിപ്പോയി. ഓക്കെ, ഞാൻ നിങ്ങളെ കാത്തിരുന്ന് വന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സുഖമാണ്, മോനും മോളോ ആദ്യമാണെങ്കിലും സുഖമാണെന്ന് സാർ വിശ്വസിക്കുന്നു. ഇനി ക്വാളിറ്റി ഓഫ് ഡെസിഷൻ മേക്കിംഗ്. ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിന്
എപ്പോഴും ഒരു ചിന്ത വേണം. ഇവർ നല്ലപോലെ ഭരിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ ഇവരെ സ്ഥാനത്തുനിന്ന് തെറിപ്പിക്കും. ഇവരൊക്കെ ഇനി ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റൂല, ഇവരെ ജനങ്ങൾ പുറത്താക്കും, അധികാരത്തു നിന്ന് പുറത്താക്കും എന്നുള്ള പേടി എപ്പോഴും ഗവൺമെൻറ് ഉണ്ടാവും. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അതിന് വേണ്ട ഡിസിഷൻസ് എടുക്കാൻ, കണ്ടോ, ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് ഡിസിഷൻസ്. ആ ജനങ്ങൾക്ക് വേണ്ടി നല്ല നല്ല സൗകര്യങ്ങൾ, റോഡ്, വീട്, കുടിവെള്ളം, ഭക്ഷണം, ഹോസ്പിറ്റൽ സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ, നല്ല ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഗവൺമെൻറ്റിനെ എന്നും ഇതിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ അടുത്ത ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ അധികാരത്തിൽ നിന്ന് ഔട്ടാ, പിന്നെ വേറെ ആൾക്കാരെയാണ് ഭരിക്കാൻ തിരഞ്ഞെടുക്കുക വരും. പിന്നെയോ ബി അക്കൗണ്ടബിൾ, ഡെലിവർ ഡെവലപ്മെൻറ്റ്, എല്ലാ വികസനം ആവശ്യത്തിന് കൊടുക്കും. പിന്നെ പ്രൊവൈഡ്സ് എ മെത്തേഡ് ടു റിസോൾവ് കോൺഫ്ലിക്റ്റ്, വർക്ക് എഫിഷ്യൻ്റ്ലി. അല്ലേ, നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കാൻ പറ്റും. നിങ്ങൾ ആലോചിക്കുക, ഇന്ത്യ എന്ന് പറയുന്നത് എന്ത് വലിയ രാജ്യമാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 7ാമത്തെ രാജ്യമാണ്, പോപ്പുലേഷനിൽ നമ്പർ 1, 140 കോടിയുടെ മേലെ ജനങ്ങളുണ്ട്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളും ഉള്ളതാണ്. പക്ഷേ നമ്മളൊരു ഡെമോക്രാറ്റിക് രാജ്യമായതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഒരു ഇന്ത്യ എന്നൊരൊറ്റ വികാരത്തിൽ നിൽക്കുന്നത്. അല്ലേ, ഇപ്പോഴും വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരൊറ്റ മൈൻഡാണ്, കോഹ്ലി സെഞ്ചുറി അടിക്കണം, അല്ലെങ്കിൽ കോഹ്ലി കളി ജയിപ്പിക്കണം, ഇന്ത്യ ജയിച്ചേ പറ്റൂ. ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഏത് ടീമായാലും, പാകിസ്ഥാനായാലും ഓസ്ട്രേലിയൻ, നോ മാറ്റർ, നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന തമിഴനാണോ, ആന്ധ്രാക്കാരനാണോ, കന്നഡികയാണോ, ഹിന്ദു ആണോ, മുസ്ലിം ആണോ, സിഖാണോ, പാർസിയാണോ, ഒരു സംഭവം നമ്മൾ നോക്കില്ല. നമ്മൾ ഡെമോക്രാറ്റിക് രാജ്യമായതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കും, നമ്മുടെ കോൺഫ്ലിക്റ്റ് ഒക്കെ നമ്മൾ എന്നെ മറക്കും. പിന്നെയോ അലൗസ് റൂം ടു കറക്റ്റ് മിസ്റ്റേക്സ്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ പറ്റും. ഇപ്പോൾ അവർ നമ്മൾ തിരഞ്ഞെടുത്തു എന്നുള്ളൊരു മണ്ടത്തരമാണെങ്കിൽ ആ തെറ്റ് തിരുത്താനുള്ള അവസരവും നമുക്ക് ജനാധിപത്യം തരും, ഡെമോക്രസി തരും. ഓക്കെ, ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഇതാണ് ഡെമോക്രസിയുടെ ക്വാളിറ്റി. ആദ്യം വലിയ വലിയ കുറേ പാരഗ്രാഫുകളില്ലേ, ഇതാണിത്. നോക്കൂ, ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി, ഒരു ജനാധിപത്യ ഗവൺമെൻറ്, ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അക്കൗണ്ടബിൾ, അവർ ചെയ്യുന്ന കാര്യത്തിന് അവരെന്ത് ചെയ്യണം, ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതായത് അവരിപ്പം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്ത് ചെയ്യണം, അക്കൗണ്ടബിൾ ആയിരിക്കണം, റെസ്പോൺസീവ്, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിലകൊള്ളണം, ലെജിറ്റിമേറ്റ്, എല്ലാം നീതിയുക്തമായി, നീതി ഉള്ള, അതായത് നിയമപരമായി തന്നെ ചെയ്യണം. ആദ്യം നമുക്ക് അക്കൗണ്ടബിൾ നോക്കാം. ഓക്കെ, അക്കൗണ്ടബിൾ എന്താ പറയുക? സിറ്റിസൺ ഹാവ് റൈറ്റ് ടു ചൂസ് ആൻഡ് കൺട്രോൾ റൂളേഴ്സ്. നമ്മൾ ആര് ഭരിക്കണമെന്ന് തിരഞ്ഞെടുക്കാനും പറ്റും, അവരെ നിയന്ത്രിക്കാനും പറ്റും. നമ്മളുടെ 141 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി ഒരു ദിവസം കയറി വന്ന് പറഞ്ഞതല്ല ഞാൻ ഇന്നു മുതൽ പ്രധാനമന്ത്രി അല്ല, അദ്ദേഹത്തിന് ഇന്ത്യയിലെ ജനങ്ങൾ വോട്ടിനിട്ട് ജയിപ്പിച്ചതാ. അപ്പം എന്ത് ചെയ്യാണ്, നമ്മളാണ് ചൂസ് ചെയ്യുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിനെ നമ്മളാണ് ചൂസ് ചെയ്യുന്നത്. ലീഡേഴ്സ് മസ്റ്റ് ആൻസർ ടു പീപ്പിൾ. അതുകൊണ്ട് തന്നെ ഇവർ നമ്മളോട് ആൻസറബിളാണ്. നമ്മൾ ചോദിക്കാൻ, നിങ്ങൾ ചെയ്തത് മണ്ടത്തരമായി പോയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മറുപടി തരേണ്ടി വരും. നമ്മളെ സേർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ ഓരോ സ്ഥാനത്തിരിക്കുന്നത്. ഇലക്ഷൻസ് അലൗ പീപ്പിൾ ടു റിമൂവ് ഇൻഎഫിഷ്യൻറ്റ് റൂളേഴ്സ്. നമുക്ക് തോന്നുകയാണ് ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് മോശമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഇൻഎഫിഷ്യൻ്റാണ്, നമ്മൾ വിചാരിച്ച പോലെ അത്ര അടിപൊളിയൊന്നും അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇലക്ഷന് ഇവരെ അവിടെ നിന്ന് മാറ്റി വേറെ ആളുകളെ ആ സ്ഥാനത്തിരുത്താം. ഇപ്പോൾ ഒരു പട്ടാള ഭരണമോ അല്ലെങ്കിൽ രാജാവിൻ്റെ ഭരണമാണെങ്കിൽ നമുക്കങ്ങനെ രാജാവ് മോശക്കാരനാണെങ്കിൽ നമുക്ക് രാജാവിനെ ആ സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുകയുള്ളൂ, അത് കേട്ട് അടിമയായിട്ട് നിൽക്കാം, നോ ഡിഗ്നിറ്റി. പക്ഷേ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, നിങ്ങളൊക്കെ എന്ത് കളി വേണമെങ്കിലും കളിച്ചോ, പക്ഷേ 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വീണ്ടും ഈ അധികാരത്തിൽ വരണോ വേണ്ടോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നത് ജനങ്ങൾക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ്, റെസ്പോൺസീവാണ്. ഗവൺമെൻറ് ലിസൺസ് ടു പബ്ലിക് നീഡ്സ്. ജനങ്ങൾക്ക് എന്താ വേണ്ടത്, ജനങ്ങൾ പറയാണ് ഞങ്ങൾക്ക് സ്കൂൾ വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കോളേജ് വേണം, പുതിയ റോഡ് വേണം, പാലം വേണം, എയർപോർട്ട് വേണം എന്നൊക്കെ പറഞ്ഞാൽ അത് കേട്ടേ പറ്റൂ. ജനങ്ങളുടെ ആവശ്യം കേൾക്കുക. പോളിസീസ് റിഫ്ലക്ട് പീപ്പിൾസ് ഡിമാൻഡ്. നമ്മുടെ ആ ഡിമാൻഡിനനുസരിച്ച് വേണം ഗവൺമെൻറ് എന്ത് ചെയ്യാൻ, പുതിയ കാര്യങ്ങൾ തീരുമാനിക്കാൻ. നെക്സ്റ്റ്, ലെജിറ്റിമേറ്റ്. പീപ്പിൾ ആക്സെപ്റ്റ് ഡെമോക്രസി ആസ് എ ബെസ്റ്റ് ഫോം ഓഫ് റൂൾ. ഏറ്റവും നല്ല റൂൾ മെത്തേഡായിട്ട് നമ്മൾ ഡെമോക്രസിയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. സിറ്റിസൺസ് ട്രസ്റ്റ് ഡെമോക്രാറ്റിക് സിസ്റ്റം മോർ ദാൻ ഡിക്റ്റേറ്റർഷിപ്പ്. അല്ലേ, ജനങ്ങൾക്ക് കൂടുതലും ഡെമോക്രസിനെ വിശ്വാസം. നമുക്ക് ആലോചിക്കാൻ പറ്റൂല ഇനി ഒരു ഡിക്റ്റേറ്റർ വന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ക്യാൻ യു ഇമാജിൻ? അല്ലേ, നമുക്ക് പറ്റില്ല. ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ പട്ടാള ഭരണം ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പം എന്താണ്, നമ്മൾ കൂടുതലും ഡെമോക്രസിയിലാണ് വിശ്വസിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ സമയം നമ്മൾ തീരുമാനിച്ചാൽ നമ്മളൊരു ഡെമോക്രാറ്റിക് രാജ്യമായിരിക്കും. അല്ലേ, നെഹ്റുവിൻ്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ എടുത്തു പറയുന്ന കാര്യം നമ്മളൊരു ഡെമോക്രാറ്റിക് രാജ്യമായിരിക്കും. ആർക്കും തന്നെ മുഴുവൻ അധികാരം കൈ കൊടുക്കില്ല, അധികാരം നമുക്ക് എല്ലാവർക്കും വീതിച്ച് നൽകിയിട്ട് നിൽക്കും. പിന്നെയോ ജനാധിപത്യം, ഡെമോക്രസി മേ ബി സ്ലോ ഓർ കറപ്റ്റ്. നമ്മുടെ എല്ലാത്തിനും അതിൻ്റേതായ പ്രശ്നങ്ങൾ, നല്ല വശം ഉണ്ടാവും, മോശം വശം ഉണ്ടാവും. നമ്മൾ പറയുന്നില്ല ജനാധിപത്യം ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഗവേണൻസ്, പറയാൻ പറ്റില്ല, അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. നോക്കൂ, ഒന്ന് സ്ലോ ആണ്, ഡിസിഷൻ എടുക്കാനുള്ള കാര്യം
മുനീറെ കണ്ണ് ചിമ്മല്ലേ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസിഷൻ എടുക്കുന്നതിൽ വളരെ സ്ലോ ആയിരിക്കും ചിലപ്പം. കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ എന്നാലും നമുക്ക് അധികാരമുണ്ട്. പിന്നെയോ കറപ്റ്റ്, അഴിമതി ഒരു വലിയ പ്രശ്നമാണ്. അതൊരു വലിയ പ്രശ്നം തന്നെ, കറപ്ഷൻ അല്ലേ. പൈസ, നമ്മുടെ പൈസ, ഗവൺമെൻറ്റിൻ്റെ പൈസയൊക്കെ ആരോ അടിച്ചുകൊണ്ട് പോകണം. പിന്നെ ബട്ട് ഇറ്റ് ഈസ് ലെജിറ്റിമേറ്റ് ഗവൺമെൻറ് ബിക്കോസ് ഇറ്റ് ഈസ് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ജനങ്ങൾ പക്ഷേ തിരഞ്ഞെടുത്തത് കൊണ്ട് അതൊരു നീതിയുക്തമായിട്ടുള്ള സർക്കാരായിരിക്കും. നെക്സ്റ്റ്, എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ സാമ്പത്തിക രംഗം, ഇല്ലടാ ഫുഡ് കഴിച്ചില്ല, സാമ്പത്തിക രംഗവും അതുപോലെ തന്നെ വളർച്ചയും എങ്ങനെയാണ് നോക്കിയാലോ. ഡെമോക്രസി ഡസ് നോട്ട് ഓൾവേസ് ഗ്യാരണ്ടി ഫാസ്റ്റ് എക്കണോമിക് ഗ്രോത്ത്. പെട്ടെന്ന് ഡെവലപ്മെൻറ്റ് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല അല്ലേ. പുതിയ റോഡ് നാളെ തന്നെ വേണമെന്ന് വിചാരിച്ചാൽ ആലോചിച്ച് നോക്കൂ. നമ്മൾ വിചാരിക്കുകയാണ് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ഇപ്പോൾ ഒരു പണി നടക്കുന്നില്ലേ, 5 ഹവറായില്ലേ വന്നിട്ട്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ നോക്കിയിട്ട് കാര്യമില്ലടാ, നമുക്ക് മാർക്ക് വേണ്ടേ, സെറ്റ് ആക്കണ്ടേ, 10ാം ക്ലാസ് അല്ലേ, റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പതറിപ്പോകരുത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഒന്ന് എഫേർട്ട് എടുത്താൽ കിട്ടും. പിന്നെ ഈ രാത്രി ഞങ്ങൾക്ക് വന്ന് ക്ലാസ് എടുക്കാൻ ഞങ്ങൾ റെഡി അല്ലേടാ മക്കളെ, സെറ്റ് ആയിരുന്നാൽ നോക്കൂ. നമ്മളിപ്പോൾ ഒരു വലിയ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. അതിപ്പം 6 വരി പാത, 8 വരി പാത എങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുകയാണ് അതൊരു 12 വരി പാതയാക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്ഥലം കുറച്ചുകൂടെ ഏറ്റെടുത്തിട്ട് ആ 12 വരി പാത, അതായത് 12 ലെയിനാക്കാൻ പോവാണ്. പക്ഷേ അതിന് കുറേ സമയമെടുക്കും. നമ്മുടെ നാട്ടിൽ എന്താ, ആളുകളുടെ സമ്മതം വാങ്ങണം, അവർക്ക് കാശ് കൊടുക്കണം, അവരെന്തെങ്കിലും കേസിന് പോയി കഴിഞ്ഞാൽ പിന്നെ കേസ് നൂലാമാലൊക്കെ ആയിട്ട് കുറേ കാലം നടക്കണം. അപ്പോൾ അത് ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഫാസ്റ്റ് എക്കണോമിക് ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പുതിയൊരു എയർപോർട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥലം കാണും. അപ്പോൾ സ്ഥലത്തിന് ചുറ്റും ആൾക്കാർ സമ്മതിക്കണം, അവർക്ക് കാശ് കൊടുക്കണം, അവർ തമ്മിൽ കേസ് ഉണ്ടെങ്കിൽ കോടതിയിൽ പോകണം. അപ്പോൾ എന്താണ്, ജനാധിപത്യമായതുകൊണ്ട് ഫാസ്റ്റ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവില്ല. പക്ഷേ ഒരു പട്ടാള ഭരണം അല്ലെങ്കിൽ രാജഭരണമാണെങ്കിൽ എന്താ, എല്ലാവരും അവിടെ നിന്ന് അടിച്ച് ഓടിക്കും അല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തിരിച്ചു വരാൻ പറ്റില്ല. അവിടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും, പക്ഷേ ജനങ്ങൾക്ക് ഒരു അവകാശം ഉണ്ടാവില്ല. സം നോൺ ഡെമോക്രാറ്റിക് കൺട്രീസ് ഗ്രൂ ഫാസ്റ്റർ. ശ്രദ്ധിച്ചോളൂ. പിന്നെയോ ഒരു ഡാറ്റ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഷോസ് ഡിക്റ്റേറ്റർഷിപ്പ് ഷോ സ്ലൈറ്റ്ലി ഹയർ ഗ്രോത്ത് റേറ്റ്. ചില സ്ഥലങ്ങളിൽ ഗ്രോത്ത് റേറ്റ് കുറച്ച് കൂടുതലാണ്, പക്ഷേ അവിടെ ഡിക്റ്റേറ്റർഷിപ്പാണ്, ഏകാധിപത്യ ഭരണമാണ്. ഡെമോക്രസി എൻഷുർ സ്റ്റേബിൾ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. പക്ഷേ സ്റ്റേബിളായിട്ടുള്ള, പ്രശ്നങ്ങളൊന്നുമില്ലാത്തതും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ, എല്ലാ കാലവും നിൽക്കുന്ന ായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് ജനാധിപത്യം നമുക്ക് വാഗ്ദാനം നൽകുന്നത്. ഡെമോക്രസി ഈസ് ബെറ്റർ അറ്റ് റെഡ്യൂസിങ് ഇനീക്വാലിറ്റി ആൻഡ് ഗിവിങ് ലോങ് ടേം ബെനിഫിറ്റ്. നമുക്കിടയിലുള്ള ഇനീക്വാലിറ്റി, അസമത്വം ഇല്ലാതാക്കുക, ലോങ് ടേം ബെനിഫിറ്റ്, കുറച്ച് കാലത്തേക്കുള്ള എല്ലാ കാലത്തും നിലനിൽക്കുന്ന ബെനിഫിറ്റൊക്കെ നൽകുന്നത് നമ്മുടെ ഡെമോക്രസിയാണ്. ഡെവലപ്മെൻറ്റ്, വികസനത്തിൻ്റെ കാര്യത്തിലാണ്. ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പോപ്പുലേഷൻ ഒരു വലിയ ഫാക്ടർ അല്ലേ. ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ 140 കോടി ജനങ്ങളുണ്ട്. ഈ 140 കോടി ജനങ്ങൾക്കും വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സ്കൂളിംഗ്, എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റാലിറ്റി ആൻഡ് അതർ ബേസിക് ഫെസിലിറ്റീസ് എല്ലാം എത്തിയിട്ടില്ല ഇപ്പോഴും. 140 കോടി ജനങ്ങൾക്കും സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. അവർക്കുള്ള ഭക്ഷണം, അവർക്കുള്ള താമസം ഒന്നും നമുക്ക് എത്തിക്കാൻ പറ്റില്ല. കാര്യം എന്താ, അത്രയും പോപ്പുലേഷനാണ് ഇവിടെ. പോപ്പുലേഷൻ കുറവാണെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല അല്ലേ. പിന്നെയോ ഗ്ലോബൽ സിറ്റുവേഷൻ. നമ്മുടെ ഗ്ലോബൽ സിറ്റുവേഷൻ എന്താ, ഇപ്പോൾ ഒരുപാട് യുദ്ധങ്ങൾ നടക്കുക അല്ലേ. എപ്പോൾ വേണമെങ്കിലും ഒരു വാർ ഇനി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര എഫക്റ്റ് ചെയ്യും ഡെവലപ്മെൻറ്റിന്. അപ്പോൾ ഇപ്പം തന്നെ സ്വർണ്ണത്തിൻ്റെ വില കൂടുന്നത് എന്തുകൊണ്ടാണ്, ഒരു വാറിനുള്ളൊരു ചാൻസ് നമ്മൾ കാണുന്നുണ്ടാണ്. നെക്സ്റ്റ്, കോപ്പറേഷൻ, ഒരു സഹകരണമായിരിക്കും അല്ലെ. ആൾ കുറേ കൂടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ നിന്ന് ഒരു 10 പേര് ഉള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു ടീമാണ്, ഒരു സെറ്റാണ്, നമ്മളൊരു ഗ്യാങ് ആണ്. അപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന് ഒരുത്തി ഇടിക്കാൻ വന്നാൽ നമ്മൾ 10 ഇടി തിരിച്ചു കൊടുക്കും. പക്ഷേ നമ്മളെ ക്ലാസ്സിൽ ഒരു 40 പേരുണ്ട്. ഈ 40 പേരും 4 ഗ്യാങ് ആണെങ്കിൽ നമുക്കിടയിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ വരും. സോ അതൊരു വലിയ പ്രശ്നമാണ്. നോട്ട് ജസ്റ്റ് എ ഫോം ഓഫ് ഗവൺമെൻറ്. സോ ഡെവലപ്മെൻറ്റ് എന്ന കാര്യത്തിൽ അത് പരിഗണിക്കാൻ പറ്റില്ല. ഡെമോക്രസി ഈസ് എ ഗ്യാരണ്ടി ഓഫ് വെൽത്ത്. നമുക്ക് ഒരുപാട് പണം ഉണ്ടാകും, നമ്മുടെ കയ്യിൽ ഒരുപാട് വരുമാനം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല. ഓക്കെ, എന്നിട്ടോ ഡെമോക്രസി ഈസ് ബെറ്റർ അറ്റ് റെഡ്യൂസിങ് ഇനീക്വാലിറ്റി, ഗിവിംഗ് ലോങ് ടേം ബെനിഫിറ്റ്. റിഡക്ഷൻ ഓഫ് ഇനീക്വാലിറ്റി ആൻഡ് പോവർട്ടി. എങ്ങനെയാണ്, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇക്വാലിറ്റി. ഡെമോക്രസീസ് പ്രൊവൈഡ് ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ്. നേരത്തെ പറഞ്ഞു എല്ലാവർക്കും ഒറ്റ വോട്ടേ ഉള്ളൂ. ബട്ട് ഓഫൻ ഫെയിൽ ടു റെഡ്യൂസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ അൾട്രാ റിച്ച് ആൻഡ് പുവർ. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യമുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, പണക്കാരുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് അല്ലേ. അംബാനിയുള്ള നാട് തന്നെയാണിത്. പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കാശില്ലാത്ത ആൾക്കാർ ഈ നാട്ടിലുണ്ട്. സോ ഡെമോക്രാറ്റിക് ഉള്ള സിസ്റ്റമാണ്, ഡെമോക്രസിയുള്ള സിസ്റ്റമാണെങ്കിലും നമ്മുടെ നാട്ടിൽ അൾട്രാ റിച്ച്, അതായത് വലിയ പണക്കാരുണ്ട്, അതുപോലെ തന്നെ പാവപ്പെട്ടവരുണ്ട്. അത് കാരണം എന്താ, ഡെമോക്രസി ഹാവ് നോട്ട് ഫുള്ളി എലിമിനേറ്റഡ് എക്കണോമിക് ഇനീക്വാലിറ്റി. സാമ്പത്തികമായിട്ടുള്ള അസമത്വം ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, റിച്ച് റിമെയിൻ റിച്ചും പുവർ റിമെയിൻ പുവർ ഇൻ മെനി പ്ലേസസ്. അതുകൊണ്ട് തന്നെ പണക്കാരൻ വീണ്ടും പണക്കാരനാവുകയും പാവപ്പെട്ടവൻ വീണ്ടും പണക്കാരനാവുന്ന ഒരു അവസ്ഥയുണ്ട്. എക്കണോമിക്കൽ ഇനീക്വാലിറ്റി എൻഷുർ ചെയ്യാൻ
സാമ്പത്തികമായിട്ടുള്ള സമത്വം എൻഷുവർ ചെയ്യാൻ ഉറപ്പുവരുത്താൻ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല, ഡെമോക്രസിക്ക് സാധിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ എക്സാമ്പിളുകളായിട്ട് സൗത്ത് ആഫ്രിക്ക, ബ്രസീലൊക്കെ എൻ്റെ ഉദാഹരണങ്ങളാണ്. അതിൽ ടോപ്പ് 20 ടേക്ക് ഓവർ 60 ഓഫ് ദ നാഷണൽ ഇൻകം, മൊത്തം രാജ്യത്തിൻ്റെ ഇൻകമിൻ്റെ എടുക്കുന്നത് 20% ആളുകൾ, അതായത് 60% കൊണ്ടുവന്ന് 20%, ബാക്കി 80% ആളുകൾക്കും 40% മാത്രമേ കിട്ടുന്നുള്ളൂ. നെക്സ്റ്റ്, ഡെമോക്രസി ഗിവ്സ് ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ്സ്, പീപ്പിൾ ക്യാൻ ഡിമാൻഡ് വെൽഫെയർ പോളിസി, ജോബ്, എഡ്യൂക്കേഷൻ. നമുക്ക് പക്ഷേ പൊളിറ്റിക്കലായിട്ടുള്ള റൈറ്റ്സ് കിട്ടുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് പെൻഷനൊക്കെ ചോദിച്ച് വാങ്ങാൻ പറ്റും. പിന്നെയോ സം ഡെമോക്രസി ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റി ഈവൻ ഇഫ് ഇൻഈക്വാലിറ്റി സ്റ്റിൽ എക്സിസ്റ്റ്. ഒരുപാട് അവസരങ്ങൾ ഇന്നും ജനാധിപത്യം കൊണ്ട് സാധ്യമാണ്. അക്കോമഡേഷൻ ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി, ദിസ് ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ഓഫ് ഡെമോക്രസി. ഡെമോക്രസിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എഴുതി വെക്കണം, അക്കോമഡേഷൻ ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി. സോഷ്യൽ ഡൈവേഴ്സാണ് നമ്മളെല്ലാവരും അല്ലേ, പല ജാതി, പല മതത്തിൻ്റെ, പല ഭാഷയുടെ, പല വർണ്ണത്തിൻ്റെ പേരിൽ അല്ലേ, റിലീജിയൻ, കാസ്റ്റ്, റേസ്, ക്രീഡ് എല്ലാം നമ്മൾ വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷേ എന്താണ്, നമ്മളെല്ലാം ഒറ്റ ഒരാളാണ് എന്നുള്ള ഇക്വാലിറ്റി നമുക്ക് നൽകും. ഡെമോക്രസീസ് ഹാൻഡിൽ ഡിഫറൻസസ്, റിലീജിയൻ, ലാംഗ്വേജ്, കാസ്റ്റ്, കൾച്ചർ പീസ്ഫുള്ളി, സമാധാനപൂർണ്ണമായിട്ട്. അല്ലെ, ആലോചിച്ച് നോക്കൂ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ, മലയാളികളൊക്കെ ഭാഷാപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും ഡെമോക്രസി രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെയോ ഡെമോക്രസി ഈസ് നോട്ട് ജസ്റ്റ് റൂൾ ബൈ മെജോറിറ്റി. നമ്മൾ ഗവൺമെൻറ് ഉണ്ടാക്കുക എങ്ങനെയാണ്, ഡെമോക്രസി സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന പാർട്ടീനെയാണ് ഗവൺമെൻറ് ഉണ്ടാക്കാൻ വിളിക്കുക. അപ്പോൾ മെജോറിറ്റി എന്നുള്ളൊരു സിസ്റ്റം ഡെമോക്രസിയിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പക്ഷേ മനസ്സിലാക്കുക, ഡെമോക്രസിയിൽ പറയുന്ന മെജോറിറ്റി എന്ന് പറഞ്ഞാൽ റൂൾ ബൈ മെജോറിറ്റി, ഭൂരിപക്ഷത്തിൻ്റെ ഭരിക്കൽ എന്നല്ല അർത്ഥം. നമ്മൾ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ ഭൂരിപക്ഷത്തിനെ കുറിച്ച് പരിഗണിക്കുന്നുള്ളൂ, ഭൂരിപക്ഷമുള്ള പാർട്ടിക്കാരെ സർക്കാർ ഉണ്ടാക്കാൻ വിളിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ജനാധിപത്യത്തിൻ്റെ ശരിയായ മീനിങ്ങിൽ റൂൾ ബൈ മെജോറിറ്റി എന്ന സംഭവമില്ല. മെജോറിറ്റി കൂടുതൽ ആളുകൾ ഭരിക്കുക എന്നുള്ള സിസ്റ്റമല്ല, പകരം മെജോറിറ്റി മസ്റ്റ് വർക്ക് വിത്ത് ദ മൈനോറിറ്റി ഫോർ ഇറ്റ്സ് ഫുൾഫിൽമെൻറ്റ്. നീ മെജോറിറ്റിയായി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരെന്ത് ചെയ്യണം, ഇവരുടെ കാര്യങ്ങൾ മാത്രമായിട്ട് മുന്നോട്ട് പോയി നോക്കാതെ ഇവർ മൈനറായിട്ട് നിൽക്കുന്ന വളരെ കുറച്ച് ആൾക്കാരുണ്ടാവും, മൈനോറിറ്റി, അവരുടെ കാര്യങ്ങളും കൂടെ നേടിയെടുക്കുമ്പോൾ മാത്രമേ ഡെമോക്രസി ഫുൾഫിൽഡ് ആവുകയുള്ളൂ. ക്ലിയർ അല്ലേ? വലിയൊരു കൂട്ടം ആൾക്കാരുടെ കയ്യിൽ അധികാരമുണ്ടെന്ന് കരുതുക, അവർ ഈ ഒരു വളരെ കുറച്ച് വരുന്ന ക്വാണ്ടിറ്റിയും കൂടെ പരിഗണിക്കുമ്പോൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ കൂടെ ചെയ്തു കൊടുക്കുമ്പോൾ, അല്ലാതെ അവരെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ അവരെ കൊന്നു കളയുക എന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. നമ്മൾ എന്ത് വേണം, ഈ മെജോറിറ്റി എപ്പോഴും മൈനോറിറ്റിയെ സപ്പോർട്ട് ചെയ്യണം. മോട്ടിവേഷൻ വേണമെന്നോ, മോട്ടിവേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നിൻ്റെ ഉള്ളിൽ ആവശ്യത്തിനുള്ള ഫയർ ഉണ്ട്, തീയുണ്ട്, നിനക്ക് വേണം, നിനക്ക് പഠിക്കണം, മാർക്ക് വേണം എന്നുള്ള ഒരു ചിന്ത നിനക്കുണ്ട്. അതുകൊണ്ടാണ് മോനെ ഈ 12 മണി കഴിഞ്ഞിട്ടും ഈ ലൈവിൽ വന്നിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയ മോട്ടിവേഷൻ എനിക്ക് തരാൻ പറ്റില്ല. ഞാനല്ല ഇവിടെ, നീയാണ് എനിക്ക് മോട്ടിവേഷൻ തരുന്നത് ശരിക്കും. ഓക്കെ, അപ്പോൾ ആ ഫയർ അതുപോലെ കെടാതെ നിൽക്കുക. നീ മാത്രമല്ല, ഈ കൂട്ടം നിൽക്കുന്ന ഇത്രയും ആൾക്കാർ ഈ 12 മണിക്കും ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. പിന്നെയോ റൂൾ ബൈ മെജോറിറ്റി മസ്റ്റ് നോട്ട് ബിക്കം റൂൾ ബൈ മെജോറിറ്റി കമ്മ്യൂണിറ്റി. കണ്ടോ, ഭൂരിഭാഗം കമ്മ്യൂണിറ്റിയുടെ ഭരണം എന്നല്ല ഡെമോക്രസിയുടെ അർത്ഥം. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഒരു കുറേ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ കുറേ ഉണ്ടെന്ന് കരുതി അവരല്ല ശരിക്കും ഡെമോക്രസിയിൽ ഭരിക്കേണ്ടതാണ്. മെജോറിറ്റി റൂൾ വർക്ക്സ് വിത്ത് റെസ്പെക്ട് ഫോർ മൈനോറിറ്റി റൈറ്റ്സ്. ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഭയങ്കര മേജറാണ്, അവിടെ ആൾക്കാർ കുറേ ഉണ്ട്. അപ്പോൾ അവർക്ക് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന് പറയുന്നതല്ല മെജോറിറ്റി. ഈ മൈനോറിറ്റി ആയി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെയും കൂടെ ഹെൽപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ഡെമോക്രസി അതിൻ്റെ പൂർണ്ണ മീനിങ്ങിലേക്ക് എത്തുള്ളൂ, കംപ്ലീറ്റ് മീനിങ്ങിലേക്ക് ഫുൾഫിൽ ആവുള്ളൂ അല്ലേ. ഒരു മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ, ഒരു കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർ, ഒരു മതത്തിൽ പെടുന്ന ആൾക്കാർ കുറേ ഉണ്ട്. അവർ പറയണം, ഞങ്ങൾ പറയുന്ന തീരുമാനങ്ങൾ മാത്രം മതി ഈ നാട്ടിൽ, ഈ ഞങ്ങളുടെ രാജ്യമാണിത് അല്ലെങ്കിൽ ഞങ്ങളുടെ നാടാണിത്, ഞങ്ങളുടെ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഡെമോക്രസി അല്ല. മറിച്ച് മൈനറായിട്ട് നിൽക്കുന്ന വളരെ കുറച്ച് ആൾക്കാരില്ലേ, ഇവരുടെ കാര്യങ്ങളും കൂടെ പരിഗണിക്കുമ്പോൾ മാത്രമേ ഡെമോക്രസി ഫുൾഫിൽഡ് ആവുള്ളൂ, അപ്പോഴേ ഡെമോക്രസി വർക്ക് ആവുള്ളൂ. ഓക്കെ, കോൺഫ്ലിക്ട്സ് ആർ സോൾവ് ത്രൂ ഡിസ്കഷൻ നോട്ട് വയലൻസ്. നമ്മളെ ഗാന്ധിജി പഠിപ്പിച്ചെന്താ, നമ്മൾ വയലൻസ് ഇല്ലാത്ത ആൾക്കാരല്ലേ. നമ്മൾ മാത്രമല്ലേ സ്വാതന്ത്ര്യ സമരത്തിൽ വയലൻസ് കാണിക്കാതെ സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളൂ. ലോകത്ത് മറ്റേത് രാജ്യങ്ങൾ നോക്കുക, എല്ലാവരും തോക്കിലൂടെയും വാളിലൂടെയും സ്വാതന്ത്ര്യം നേടിയ സമയത്ത്, ഫ്രീഡം നേടിയ സമയത്ത് നമ്മളെങ്ങനെയാണ് നേടിയത്? നോൺ വയലൻസിലൂടെ. നമ്മൾ ഡെമോക്രാറ്റിക്കായി തുടരുന്നു. അതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. മനുഷ്യന്മാർ തമ്മിൽ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. വയലൻസിൻ്റെയും തോക്കെടുക്കേണ്ട ആവശ്യമില്ല. അത് ഡെമോക്രസിയിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. പവർ ഷെയറിങ്, ഫെഡറലിസം അല്ലേ. സെൻട്രൽ ഒരു ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റിലൊരു ഗവൺമെൻറ് ഉണ്ട്. സാർ എന്ന് വിളിച്ചിട്ട് എന്താ മോനെ പറ,
റൈറ്റ്സ് ഹെൽപ്പ് മെയിൻറ്റെയിൻ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലേ. ഒരു ഹിന്ദുവിന് മുസ്ലിമിന് ക്രിസ്ത്യാനി ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അത് ഡെമോക്രസി ഉള്ളത് കൊണ്ടാണ്. ഡെമോക്രസി ക്യാൻ ഹാൻഡിൽ സോഷ്യൽ ഡിഫറൻസസ് ആൻഡ് പ്രിവെൻറ്റ്സ് ദം ഫ്രം ബിക്കമിങ് വയലൻറ്റ്. എക്സാമ്പിൾ ബെൽജിയത്തിൽ അങ്ങനെയായിരുന്നു. ടെക്സ്റ്റ് പറയുന്നുണ്ടല്ലേ, എന്താണ് ഡെമോക്രസിക്ക് സാമൂഹികമായിട്ടുള്ള വേർതിരിവുകൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറൻസുകൾ എല്ലാവരുടെ ഇടയിലുണ്ടാവും. ഒരു ക്ലാസ്സിൽ തന്നെ എന്തോരം പിള്ളേരുള്ളത്, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. അപ്പോൾ ഡെമോക്രസിയുടെ ഈ നാടിൻ്റെ കാര്യം സോഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡെമോക്രസിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡിഗ്നിറ്റി ആൻഡ് ഫ്രീഡം ഓഫ് സിറ്റിസൺ, ജനങ്ങളുടെ അന്തസ്സും അതുപോലെ തന്നെ സ്വാതന്ത്ര്യം. നോക്കൂ, ഡെമോക്രസി ഉറപ്പുവരുന്ന കാര്യങ്ങൾ എന്താ? ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ലേ. എനിക്കിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാൻ പറ്റുന്നുണ്ട്, എന്തുകൊണ്ടാണ്? ഇവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. ഞാൻ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ ഈ രാത്രി നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാൻ എനിക്ക് പറ്റുന്ന എന്തുകൊണ്ടാണ് വെച്ചാൽ എനിക്കിവിടെ സംസാരിക്കാനുള്ള അവകാശം ഉണ്ടെന്നേ. അല്ല നാളെ മുതൽ ഗവൺമെൻറ് ഓർഡർ എടുക്കുക, രാത്രി 10 മണിക്ക് ശേഷം ഒരൊറ്റയാളും യൂട്യൂബിൽ കയറിപ്പോയത് ഒരു ഓൺലൈൻ ക്ലാസ്സുകളും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെമോക്രസി അല്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം അല്ലേ. ഞാൻ വന്ന് നിങ്ങൾക്കിപ്പോൾ ലൈവ് ക്ലാസ് എടുക്കുന്നത്, എൻ്റെ അഭിപ്രായം പറയുന്നതും, നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ടാവും. എല്ലാ കാര്യത്തിലും മനുഷ്യന്മാരങ്ങനെയാണ്, അവനവൻ്റെ അഭിപ്രായം ഉണ്ട്. നല്ല അഭിപ്രായമുള്ള ആളുകൾ എങ്ങനെയായാലും അഭിപ്രായമുള്ള ഒരാളാണ് അയാൾ നല്ല മനുഷ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ, നമുക്ക് ഗവൺമെൻറ്റിനെ കുറ്റം പറയാൻ, ഗവൺമെൻറ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഒക്കെ പറ്റുന്നത് ഈ ഡെമോക്രസി ഉള്ളതുകൊണ്ടാണ്. കാരണം ഡെമോക്രസി ഫ്രീഡം ഓഫ് സ്പീച്ച് അനുവദിക്കുന്നുണ്ട്. ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഹെൽമെറ്റ് ഇടാതെ പോയി കഴിഞ്ഞാൽ 500 രൂപ പിഴ എല്ലാവർക്കും, അത് എല്ലാവർക്കും നിയമം ബാധക. ഞാൻ തടിച്ച് കുറച്ച് വണ്ണമുള്ള ആളായതുകൊണ്ട് എൻ്റെ 1000 രൂപ വാങ്ങിക്കാൻ പറ്റില്ല. എന്താ? നീ തടിയനായതുകൊണ്ട് നീ 1000 രൂപ തരണം. 2 ആളെ സീറ്റ് നീ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ 1000 രൂപ തരണം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. നിയമം എന്ന് പറഞ്ഞാൽ എന്താ? 500 രൂപയെ ഞാൻ കൊടുക്കേണ്ടതുള്ളൂ. അപ്പം ഈക്വാലിറ്റി ബിഫോർ ലോ ഡെമോക്രസി എൻഷുർ ചെയ്യുന്നു. റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ പൊളിറ്റിക്സ് അല്ലേ, ആർക്ക് വേണമെങ്കിലും പൊളിറ്റിക്സിൽ ഇറങ്ങാം അല്ലേ. ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും അവരുടെ കോളേജ് വിദ്യാഭ്യാസം ഒന്നും ആരും പരിഗണിക്കില്ല, അവരെത്ര വരെ പഠിച്ചു എന്നൊന്നും ഒരു വിഷയമല്ല, ആർക്ക് വേണമെങ്കിലും ഇന്ത്യയിലെ പൊളിറ്റിക്സിൽ ഇറങ്ങാം. Democracy improves citizens' dignity, especially women. Long struggles have made respect a legal moral necessity even if practice lacks. അല്ലേ, പണ്ട് നമ്മൾ സ്ത്രീകളെ കുറിച്ച് ആലോചിക്കും, ഇപ്പോഴല്ല, ഒരു 1900s 1900s ആലോചിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് അന്ന് വോട്ടവകാശമില്ല, വോട്ട് ചെയ്യാൻ അധികാരമൊന്നുമില്ല. പക്ഷേ നമ്മൾ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്ത്യയിലെ സ്ത്രീകൾക്ക് മുഴുവൻ വോട്ടവകാശം കൊടുത്തു, എല്ലാവർക്കും വോട്ടവകാശം. അതോടുകൂടി എന്താണ്, സ്ത്രീകൾക്ക് തോന്നുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്തസ്സ് തിരിച്ചു കിട്ടി, ഞങ്ങൾക്കൊരാളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം കിട്ടി, ഞങ്ങൾ ഒരാളുടെ അടിമയല്ല എന്ന് സ്ത്രീകൾക്ക് തോന്നാൻ പറ്റി. പിന്നെ വേറൊരു വലിയ ഗുണം എന്താണ്? സ്ത്രീകൾക്ക് റിസർവേഷൻ വരാൻ തുടങ്ങി അല്ലേ. 33% ഇനി സീറ്റുകളിലേക്ക് സ്ത്രീകൾ മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ. നാരി ശക്തി വന്ദൻ ആക്ടൊക്കെ പാസ്സാക്കാൻ പോവുക. അപ്പോൾ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. ലാഗ് അടിച്ചാലും കിട്ടിയിട്ടുണ്ട്. വീക്കർ സെക്ഷൻ, നേരത്തെ പറഞ്ഞ പോലെ SC ST വിഭാഗങ്ങൾക്ക് റിസർവേഷൻ അനുവദിച്ചു കൊടുത്തത് നല്ലൊരു പ്രാക്ടീസാണ്. പിന്നെയോ ദിസ് കൺസിഡേഴ്സ് മേജർ അച്ചീവ്മെൻറ്റ് ഓഫ് ഡെമോക്രസി. ഡെമോക്രസിയുടെ വലിയൊരു നേട്ടമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീക്കർ സെക്ഷൻ്റെ വളർച്ചയും വിമൻ്റെ വളർച്ചയും പറയാൻ പറ്റും. ഡെമോക്രസി ഈസ് നോട്ട് പെർഫെക്റ്റ്. ഞാൻ പറയാം, ഡെമോക്രസി എന്ന് പറയും പെർഫെക്റ്റ് ഒന്നുമല്ല. പിന്നെയോ ഇറ്റ് മേ ബി സ്ലോ ആൻഡ് സംടൈംസ് ഇന്നെഫിഷ്യൻറ്റ്. ചില സമയത്ത് അത് വളരെ സ്ലോ ആയിരിക്കും, ചില സമയത്ത് അത് ഇന്നെഫിഷ്യൻ്റ് ആയിരിക്കും. ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ദാൻ എനി അതർ ഫോം ഓഫ് ഗവൺമെൻറ്. പക്ഷേ മറ്റേത് ഗവൺമെൻറ് സിസ്റ്റത്തിനേക്കാളും അടിപൊളി ഇതാണ് കാര്യം. ഇറ്റ് പ്രൊട്ടക്ട് റൈറ്റ്സ്, അത് അവകാശങ്ങൾ സംരക്ഷിക്കുന്നു. പ്രൊമോട്ട്സ് ഇക്വാലിറ്റി, അതെന്ത് ചെയ്യുന്നുണ്ട്? സമത്വം പ്രൊമോട്ട് ചെയ്യുന്നു. ഹാൻഡിൽസ് ഡൈവേഴ്സിറ്റി, വിഭിന്നമായിട്ട് നിൽക്കുന്ന അല്ലെ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസങ്ങളൊന്നുമില്ല, അത് എല്ലാവരും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. ഗിവ്സ് ഡിഗ്നിറ്റി ആൻഡ് ഫ്രീഡം, എല്ലാവർക്കും സ്വാതന്ത്ര്യവും അന്തസ്സും നൽകുന്നു. ഈ ചാപ്റ്ററിന് ഇത്രയും പഠിക്കേണ്ടുള്ളൂ. നോക്കൂ, ഇവിടെ നമ്മൾ ഡെമോക്രസി പഠിക്കുന്ന സമയത്ത് നമ്മളിവിടെ പാർട്ടികളെ കുറിച്ച് പഠിച്ചിട്ടില്ല. നമ്മുടെ ഡെമോക്രസീനെ കുറിച്ച് മറ്റേ ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്നൊന്നും പറഞ്ഞ് നമ്മൾ ആ സ്ഥിരം ക്ലീശേ സാധനം പഠിച്ചിട്ടില്ല. നമ്മളിവിടെ ജനാധിപത്യത്തിനെ, ഡെമോക്രസി വേറൊരു പേഴ്സ്പെക്റ്റീവിലല്ലേ പഠിച്ചേ. സെറ്റൽ എന്ന് ആലോചിച്ച് നോക്ക്, വേറെ ആരും ഇങ്ങനെ പഠിക്കില്ലെന്നേ. നമ്മുടെ CBSE മാത്രമേ ഇങ്ങനെ പഠിക്കുള്ളൂ. നമ്മൾ ഇപ്പോഴേ 10ൽ എത്തുമ്പോഴേക്കും വേറൊരു കണ്ണിൽ കൂടെ ഡെമോക്രസീനെ കാണാൻ തുടങ്ങിയില്ലേ. നമ്മളെ നാട്ടിൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ്റെ സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യും? ഡെമോക്രസി, ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പ്, പാർട്ടി, ഏത് പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുക. പക്ഷേ ഡെമോക്രസി എന്ന് പറയുന്ന സാധനത്തിൻ്റെ കറക്റ്റ് മീനിങ് എന്താണ്, ഈ ഡെമോക്രസി കണ്ടുപിടിച്ച ആൾ ഉദ്ദേശിച്ചത്, അത് നിങ്ങൾ ഇപ്പോഴേ പഠിച്ച് സെറ്റാക്കിയില്ലേ. അതാണ്
അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഡെമോക്രസിന്ന് എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ്. നമ്മൾ മനുഷ്യനാണ് എന്നുള്ളൊരു തോന്നൽ, നമുക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ ഏത് ദേവേന്ദ്രൻ വന്നാലും എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നത് പറ്റില്ല. കാര്യം ഇത് ഡെമോക്രാറ്റിക് രാജ്യമാണ്. നമ്മുടെ അവകാശം ആർക്കും എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. പ്രൊമോട്ട്സ് ഈക്വാലിറ്റി. ഞാനും നീയും നിങ്ങളും എല്ലാവരും തുല്യരാണ്. എൻ്റെ കൈ കുറേ കാശുള്ളതുകൊണ്ട് ഞാൻ ടോപ്പ് ആവുന്നില്ല, നിങ്ങളുടെ കൈ കാശില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ പാവപ്പെട്ടവനാവുന്നില്ല. എനിക്കും ഒരു വോട്ടേ ഉള്ളൂ, നിങ്ങൾക്കും ഒരു വോട്ടേ ഉള്ളൂ. വി ഓൾ ആർ ഈക്വൽ, ഹാൻസ് ഡൈവേഴ്സിറ്റി. നമ്മളൊക്കെ പല രീതിയിലുള്ള ആൾക്കാരല്ലേ, പല അഭിപ്രായക്കാരല്ലേ, നമ്മൾ പല ജാതി പല മതത്തിലുള്ള ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഭാഷയുടെ പേരിൽ മതത്തിൻ്റെ പേരിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ എന്നാലും ഡെമോക്രാറ്റിക് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈക്വലായിട്ട് എല്ലാവരും പരിഗണിക്കാൻ പറ്റും. ആൻഡ് ഗിവ്സ് ഡിഗ്നിറ്റി ആൻഡ് ഫ്രീഡം. എല്ലാവർക്കും അന്തസ്സോടുകൂടി ജീവിക്കാനും സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇത്ര ഈ ചാപ്റ്റർ നോക്കേണ്ടുള്ളൂ. സെറ്റല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോ. ഞാൻ നേരത്തെ പകുതിയാക്കി വെച്ച ചാപ്റ്ററിൻ്റെ ബാക്കി സെക്ഷനിലേക്ക് കിടക്കുക, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. ഓക്കെ, ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടോ മക്കളെ? നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. ആദ്യമായിട്ട് കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടോ, എന്നെ മനസ്സിലാവുന്നുണ്ടോ, ഞാൻ പറയുന്നത് ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ള കുറേ സംശയങ്ങൾ എനിക്കുണ്ടാവില്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടങ്ങളുണ്ടെങ്കിൽ, ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലൂ ഹാർട്ട്സ് ഒക്കെ ഇട്ടോ. ഇനി എനിക്ക് ഇഷ്ടമാവുന്നില്ലെങ്കിൽ നിങ്ങൾ തംസ് ഡൗൺ ഇട്ടോ. നോക്കട്ടെ എത്ര പേർക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുള്ളത്. നോക്കട്ടെ, ഫയറൽ നമുക്ക് ബ്ലൂ ഹാർട്ട്സ് എത്ര പേർക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് നോക്കട്ടെ. അതിനനുസരിച്ച് നമുക്കിടാ 12 കാലമായി. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടോയെന്ന് തോന്നരുത്. എനിക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ബ്ലൂ ഹാർട്ട്സ് ഇട്ടോ. എനിക്ക് അറിയണം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് മാറ്റം വരുത്തണ്ടേ. ഞാൻ ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കിയിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. ഞാൻ വന്നതിനാ നിങ്ങളെ പഠിപ്പിക്കാൻ, നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കല്ലേ. അപ്പോൾ നിങ്ങളങ്ങനെ വെറുതെ വിട്ട് പോകാൻ പറ്റുമോ? മുടിയാതെ. സെറ്റ്. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലേക്ക് പോകാം. എന്താ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ? മാനുഫാക്ചറിങ് ഇപ്പം എന്താ ഇപ്പം കാണിച്ചു തരാം. ഇത് മൗസ് വേണ്ട പോട്ടെ. ഈ മൗസ് ഇതൊരു പ്രോഡക്റ്റ് അല്ലേ. ഇത് മൗസ് ആവുന്നതിന് മുമ്പ് ഇതെന്തായിരുന്നു? ഇത് സെറ്റ് അവിടെ ബ്ലൂ ഹാർട്ട്സ് ഇങ്ങനെ വാരി എറിയുന്നുണ്ട്. ഇത് കുറേ പീസുകൾ ചേർത്ത് വെച്ചല്ലേ അവസാനം ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടായിട്ടല്ലേ നമുക്ക് എന്താണത് ഇത് മൗസായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് മാനുഫാക്ചർഡാണ്. ഇത് പ്രകൃതിയിൽ ഉണ്ടായി വന്നതൊന്നും അല്ലല്ലോ. നമ്മൾ നമ്മുടെ ബുദ്ധിയും പിന്നെ ഇതുപോലുള്ള കുറേ മെറ്റീരിയൽസും മിനറൽസും യൂസ് ചെയ്തുണ്ടാക്കിയ സാധനമാണ് ഈ മൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു മാനുഫാക്ചർഡ് പ്രോഡക്റ്റാണ്. ഓക്കെ, നമ്മൾ ഇത് ഉണ്ടാക്കുന്ന വലിയ ഇൻഡസ്ട്രി എന്നൊന്നും ആലോചിച്ച് നോക്കും. മൗസ് ഉണ്ടാക്കുന്നില്ല, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ ചിപ്സ് ഇല്ലേ, നമ്മുടെ മഞ്ഞ കളറിലെ ചിപ്സ്, അത് ശരിക്കും എന്താ സാധനം? അത് നമ്മുടെ ബ്രിജേഷ കേട്ടോ, അത് നമ്മുടെ വായപ്പയ ഇല്ലേ, ബനാന, പയം, ആ പഴം. ഈ പഴം ചെത്തി വീണ്ടും ചെത്തി അതിത്തിരി ഉപ്പ് അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ കഴുകി എണ്ണയിലിട്ട് ആക്കിയിട്ട് ഇങ്ങനെ വറുത്ത് പാക്കറ്റിലാക്കി ഇങ്ങനെ മനോഹരമാക്കിയിട്ട് തന്നിട്ട് നമ്മൾ വൈകുന്നേരം ചായൻ്റെ ഇട്ട് കുടിക്കുന്നില്ലേ? അത് ഒരു മാനുഫാക്ചർഡ് പ്രോഡക്റ്റാണ്. അതായത് ഒരു പഴത്തിനെ അതിൻ്റെ രൂപം മാറ്റി ചിപ്സ് ആക്കിയിട്ട് കവറിലാക്കി തരുന്നു. അല്ലെങ്കിൽ നമുക്ക് പഴം അങ്ങ് തിന്നാൽ മതി. അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്, നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന സാധനമാണ്. ഈ പഴത്തിനെ ചെത്തി ചിപ്സാക്കി കഴിക്കുമ്പോൾ അതൊരു മാനുഫാക്ചർഡ് പ്രോഡക്റ്റ് അല്ലേ. ഇതാണ് വ്യത്യാസം. പിടിച്ചതാ എന്നാ പിടിച്ചോ. എന്താ മാനുഫാക്ചറിങ് ഉൽപാദനം എന്ന് പറയും. ഉൽപാദനം. ഓക്കെ, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്നൊക്കെ പറയില്ലേ, മാനുഫാക്ചറിങ് കംപ്ലൈൻറ്റ് എന്നൊക്കെ. അത് തന്നെ, അത് കംപ്ലൈൻറ്റ് വന്നാൽ നമ്മുടെ ചിപ്സ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. അടിപൊളി ചിപ്സാണ്, കറുമുറു ചിപ്സ്. ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ആഫ്റ്റർ പ്രോസസ്സിങ് റോ മെറ്റീരിയൽ. പഴം എന്ന ഒരു വലിയ ആഫ്റ്റർ പ്രോസസ്സിങ് റോ മെറ്റീരിയൽസ്, ഒരു ലാർജ് ക്വാണ്ടിറ്റി വാഴപ്പഴം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോസസ്സ് ചെയ്യാണ്. അതിനെ ചെത്തി അതിനെ ചിപ്സ് ആക്കി മാറ്റുകയാണ്. ട്രാൻസ്ഫോമിങ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഹയർ വാല്യൂ പ്രോഡക്റ്റ്. കണ്ട, ഒരു വാഴപ്പഴത്തിന് ഏറിപ്പോയാൽ 10 രൂപ വിലയുണ്ടാവും. പക്ഷേ ആ വാഴപ്പഴത്തിൽ ഉണ്ടാക്കുന്ന ചിപ്സിന് വില കൂടുതലല്ലേ, 40 രൂപ 30 രൂപയുണ്ടാവും. ആലോചിച്ച് നോക്ക്, വാഴപ്പഴത്തിന് 10 രൂപയുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വലിയ ക്വാണ്ടിറ്റി വാഴപ്പഴം, ഒരു ചാക്ക് നിറയെ വാഴപ്പഴം എടുക്കുന്നു. എന്നിട്ട് ആ വാഴപ്പഴത്തെ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മളൊരു
ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ വാഴപ്പഴം എന്ന റോ മെറ്റീരിയലിനെ നമ്മൾ ഹയർ വാല്യൂ പ്രോഡക്റ്റ് എന്ന ചിപ്സാക്കി മാറ്റിയില്ലേ? ഇത്രയേ ഉള്ളൂ. അതായത് ഒരു റോ മെറ്റീരിയലിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് അതിൻ്റെ രൂപം മാറ്റിക്കൊണ്ട് അടിച്ച് മാറ്റി കളഞ്ഞ് അതിൻ്റെ രൂപം മാറ്റി കളഞ്ഞ് ഷേപ്പ് മാറ്റി കളഞ്ഞിട്ട് അതിനെ ചിപ്സാക്കി. അപ്പോൾ ഹൈ വാല്യൂ ആണ്. എക്സാമ്പിൾ ബോക്സൈറ്റ് അലൂമിനിയം. ഇവർ ബോക്സൈറ്റ് അലൂമിനിയം എന്ന് പറയും. നമ്മൾ മലയാളികൾക്ക് അതെന്താണ്? ആ വാഴപ്പഴവും ചിപ്സുമാണ്. ഓക്കെ. പിന്നെയോ ഇറ്റ് ബിലോങ്സ് ടു സെക്കൻഡറി സെക്ടർ. അത് സെക്കൻഡറി സെക്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി സെക്ടറുകൾ. സോ ഇൻഡസ്ട്രീസ്, മാനുഫാക്ചറിങ് പ്രോഡക്റ്റുകളെല്ലാം മോനെ ഞാനങ്ങനെ അഭിനയിക്കുന്നില്ല, പിന്നെ ഇതൊരു ആവശ്യം വന്നപ്പം ചെയ്തു പോയിന്നേ ഉള്ളൂ. പിന്നെ സെക്കൻഡറി സെക്ടറാണ്. രണ്ടാമത്തതാണ്. പ്രൈമറി അല്ല, സെക്കൻഡറി ആണ്. ഇറ്റ് ഈസ് കൺസിഡർ ദ ബാക്ക് ബോൺ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. നോക്കിക്കോ, ഒരു നല്ല എക്കണോമി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവിടെ കൃഷി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അവിടെ സർവീസ് സെക്ടർ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അവിടെ എന്ത് വേണം? ഇൻഡസ്ട്രീസ് വേണം. ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. അതായത് ഈ വലിയ ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിൽ കുറേ പേർക്ക് ജോലി കിട്ടും, കുറേ പേർക്ക് ജോലി കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല, ഈ റോ മെറ്റീരിയൽസിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രോസസ്സ് ചെയ്തിട്ട് ഒരു അടിപൊളി പ്രോഡക്റ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് വിൽക്കാൻ പറ്റും. വിറ്റ് കഴിഞ്ഞാൽ കാശ് കൂടുതൽ കിട്ടും. ഇപ്പോൾ ഒരു നാട്ടിൽ കൃഷി മാത്രമേ ഉള്ളൂ, ഒരു നാട്ടിൽ കൃഷിയും അതായത് അഗ്രികൾച്ചർ, അതായത് ബേസിക് സെക്ടർ, പ്രൈമറി സെക്ടറായ കൃഷി മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് സർവീസ് സെക്ടർ, അതായത് ഹോസ്പിറ്റൽ, ബാങ്ക്, ടീച്ചിങ്, സ്കൂളൊക്കെ പോലെ സർവീസ് സെക്ടറുകൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. നമ്മുടെ നാട്ടിൽ കാര്യമായിട്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെന്നേ. നമ്മുടെ കയ്യിൽ വാഴപ്പഴം മാത്രമേ ഉള്ളൂ, നമുക്ക് ചിപ്സ് കഴിക്കാൻ പറ്റില്ല. ചിപ്സ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പം ഇൻഡസ്ട്രികളില്ല. ഇൻഡസ്ട്രികൾ ഉണ്ടെങ്കിൽ മാത്രമേ എക്കണോമി ഡെവലപ്പ് ചെയ്യുകയുള്ളൂ. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലികൾ കൊടുക്കുന്നത് നമ്മൾ എന്താക്കണം? ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ആളുകൾക്ക് കൂടുതൽ ജോലിയും കിട്ടും, എക്കണോമി വളരും. പിന്നെയോ ദേ പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ്. ആദ്യം പറഞ്ഞ സാധനം കണ്ടാ, ജോലി കിട്ടും, കുറേ പേർക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടും, ഗ്രോത്ത്. ഇവന്മാരെ കയ്യിലൊക്കെ ജോലി ചെയ്താൽ കാശ് വരുമ്പോൾ ഇവ സാധനം വാങ്ങും, എക്കണോമി വളരും. ആൻഡ് നാഷണൽ സ്ട്രെങ്ത്. കുറേ നല്ല ഉരുക്ക് മുഷ്ടികളും ഉരുക്ക് പേശികളും ഞരമ്പുകളും ഒക്കെ ഉള്ള ഒരു തലമുറ ഉണ്ടെങ്കിൽ അത് നാഷണൽ സ്ട്രെങ്ത്താണ്. നമുക്ക് നല്ല അടിപൊളി ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടപിടിക്കാം ഏത് രാജ്യത്തിനോടും അല്ലേ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് തീരുമാനം, നമ്മുടെ നാട്ടിലൊരു 4 അടിപൊളി ഇൻഡസ്ട്രീസ് അന്ന് നെഹ്റുവിൻ്റെ കാലത്ത് തുടങ്ങിയിട്ടുകൊണ്ട് നമ്മൾ അടിപൊളി സ്ട്രെങ്ത്തിൽ നിൽക്കുന്നുണ്ട്. ബട്ട് ഇൻഡസ്ട്രീസ് മസ്റ്റ് ഗ്രോ വിത്തൗട്ട് ഹാമിങ് ദ എൻവയോൺമെൻറ്റ്. പക്ഷേ ശ്രദ്ധിക്കണം, നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടർ വഴി നമ്മൾ കുറേ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. പണ്ട് നമുക്ക് പറ്റിപ്പോയൊരു കാര്യമാണ്. പണ്ട് പറയുന്നേക്കാം, ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കുറേ എടുത്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ലാൻഡ് കേടായിപ്പോയി, ബാരൻ ലാൻഡായിപ്പോയി. കൃഷി നിലങ്ങളിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ മണ്ണ് കേടായിപ്പോവും. നാച്ചുറൽ ഫെർട്ടിലൈസർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രകൃതിയെ ബാധിക്കും. സോ ഇൻഡസ്ട്രീസൊക്കെ എപ്പോഴും എൻവയോൺമെൻറ്റിന് പറ്റുന്ന രീതിയിലാക്കണം. പിന്നെ സസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്? എന്തൊക്കെയാണ് നോക്കൂ. ഒന്നാമത്തെ എക്കണോമിക് ഗ്രോത്ത്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് മോഡേണൈസ് അഗ്രികൾച്ചർ. നേരത്തെ പറഞ്ഞ പോലെ അഗ്രികൾച്ചറിനെ ഒന്ന് മോഡേണൈസ് ചെയ്യുന്നത്, അഗ്രികൾച്ചറിനെ ഒന്ന് അടിപൊളിയാക്കുന്നത് ശരിക്കും ഇൻഡസ്ട്രീസാണ്. പുതിയ ടൂൾസ് കൊണ്ടുവരുന്നു, പുതിയ എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവരുന്നു. ആലോചിച്ച് നോക്കൂ, ഒരു 10 പേര് ജോലി ചെയ്യുന്നു, അവർ 10 പേര് കൊയ്യാൻ നിൽക്കുന്നതാണോ ഒരു ട്രാക്ടർ കൊണ്ട്, അല്ല ഒരു വലിയ കിളയ്ക്കാൻ നിൽക്കുന്നതാണോ ഒരു ട്രാക്ടർ കൊണ്ട് നമ്മളവിടെ കിളയ്ക്കുന്നതാണോ അടിപൊളി? ബിജുവോ RKG പറ. ഒരു ട്രാക്ടർ ഉണ്ടോയെന്ന് കിളയ്ക്കുന്നതല്ലേ. അപ്പോൾ ട്രാക്ടർ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഇൻഡസ്ട്രി വേണ്ടേ, അതിൽ ജോലി ചെയ്യാൻ കുറേ ആൾക്കാർ വേണ്ടേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അഗ്രികൾച്ചറിനെ മോഡേണൈസ് ചെയ്യുന്നത് വഴി കാര്യങ്ങൾ മൊത്തം മാറ്റാൻ പറ്റും. പിന്നെ ഫെർട്ടിലൈസേഴ്സ് കൊണ്ടുവരാൻ പറ്റും. ദേ റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ അഗ്രികൾച്ചർ. കണ്ടാ, അഗ്രികൾച്ചറിൻ്റെ മേലെ മാത്രം വരുമാനം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കൂല. വലിയ ലാഭം കിട്ടുന്ന പരിപാടിയല്ല സത്യം പറഞ്ഞാൽ ഈ ഒരു മാനുഫാക്ചറിങ്ങിൽ, കൃഷീൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരുപാട് സമയം പൈസ ചിലവാക്കാൻ പറ്റില്ല. ഇൻക്രീസ് നാഷണൽ ഇൻകം കൂട്ടണമെങ്കിൽ, രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം കൂട്ടണമെങ്കിൽ നവനീത കേട്ടോ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് വേണം. എംപ്ലോയ്മെൻറ്റ്, പ്രൊവൈഡ് ജോബ്സ് ടു മില്യൺസ് ഓഫ് പീപ്പിൾ. കുറേ ആളുകൾക്ക് ജോലി എടുക്കും അല്ലേ. ഒരു വലിയ ഫാക്ടറി ഉണ്ടെങ്കിൽ എത്ര ആൾക്കാർ അവിടെ ജോലിക്ക് വരും? നമ്മൾ ഉദാഹരണത്തിന് ഒരു കാറ് നിർമ്മിക്കുന്ന വലിയ ഫാക്ടറി ഉണ്ടാക്കാമെന്ന് കരുതുക. ആ കാറ് മെക്കാനിക്കുകാർ കുറേ വേണം. പിന്നെയോ അവിടെ ചെറിയ ജോലികൾ ചെയ്യുന്ന ആളുകൾ കുറേ വേണം. ചായ കൊണ്ടു കൊടുക്കാൻ ആൾ വേണം, സെക്യൂരിറ്റി വേണം, ഈ കണ്ട ബിൽഡിംഗ് മുഴുവൻ നോക്കി നടത്താൻ ആൾ വേണം, സൂപ്പർവൈസർ, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് കുറേ ആളുകൾക്ക് ജോലി കൊടുക്കുകയാണ്. ഓക്കെ.
റെഡ്യൂസ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി. അത് ഞാൻ പറഞ്ഞു തരണമല്ലോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ സപ്ലൈസ് റോ മെറ്റീരിയൽസ് ടു ഇൻഡസ്ട്രീസ്. വാഴപ്പഴം ചിപ്സ് ആകുന്നു, റോ മെറ്റീരിയൽസ് ടു ഇൻഡസ്ട്രീസ്. അത് മാത്രമല്ല കേട്ടോ, അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആലോചിച്ച് നോക്കിയേ. ഗോതമ്പ് അപ്പാടെ എടുത്തുകൊണ്ട് വന്നാൽ ചപ്പാത്തി ആവില്ല, അത് പ്രോസസ്സ് ചെയ്ത് ചപ്പാത്തി ആക്കുന്നു, എന്നിട്ട് ഈ ചപ്പാത്തി പാക്കറ്റിലാക്കി വിൽക്കുന്നു. ഇൻഡസ്ട്രി സപ്ലൈസ് ഫെർട്ടിലൈസേഴ്സ്, ടൂൾസ് ആൻഡ് മെഷീൻസ് ടു ഫാർമേഴ്സ്. ഫോറിൻ എക്സ്ചേഞ്ച്, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ആർ എക്സ്പോർട്ടഡ്. നമ്മുടെ നാട്ടിൽ നല്ല ഇരുമ്പ് കൊണ്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടെന്ന് വരും. പോട്ടെ, നമുക്ക് കുറേ ഇരുമ്പൊക്കെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ നല്ല മരുന്ന് കമ്പനികളുണ്ടെന്ന് വിചാരിക്കാം, മരുന്ന് കമ്പനി. അപ്പോൾ നമുക്കതൊക്കെ നമ്മുടെ ഈ പറയുന്ന മാനുഫാക്ചറിങ് വലിയ ലാർജ് യൂണിറ്റ് നമ്മൾ മരുന്നുകൾ ഉണ്ടാക്കുന്നു. മരുന്നുകൾ കുറേ ഉണ്ട്, ആവശ്യത്തിനുള്ള ആൻറ്റിബയോട്ടിക് മരുന്നുകളൊക്കെ നമ്മൾ ആവശ്യത്തിന് വലിയ മാനുഫാക്ചറിൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മളത് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പൈസയില്ലേ? ലോകത്ത് പല സ്ഥലത്ത് പല അസുഖങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ മരുന്നുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ട് കയറ്റുമതി ചെയ്യുന്ന സമയത്ത് നമുക്ക് കാശുണ്ടാക്കിക്കൂടെ? അപ്പോൾ എന്ത് ചെയ്യാണ്? ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റിന് കാശുണ്ടാക്കാൻ പറ്റും. ദിസ് ബ്രിങ്സ് ഫോറിൻ കറൻസി ടു മണി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇന്ത്യൻ അയക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് ആവശ്യത്തിന് ഡോളറുകൾ വരും അല്ലേ? നമ്മൾ വിനിമയം നടത്തുന്നത് ഡോളറിലാണെങ്കിൽ എന്താണ്? ഡോളറുകൾ വരും. പിന്നെ നാഷണൽ സ്ട്രെങ്ത്, സ്ട്രോങ് ഇൻഡസ്ട്രിയൽ സെക്ടർ, കൺട്രി പവർഫുൾ ആൻഡ് സെൽഫ് റിലയൻറ്റ്. നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ അറിയാം. ആത്മനിർഭർ ഭാരത് എന്നല്ലേ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്? അവനവൻ്റെ കാര്യം നോക്കുക, ഇന്ത്യയുടെ കാര്യം നോക്കുക. ഇനി പുറത്തുനിന്ന് ഒരാൾ വേണ്ട, നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്രയും സ്ട്രോങ് ആക്കണമെന്നാണ് പ്രധാനമന്ത്രിജി പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ്. ഏതൊക്കെ ഇൻഡസ്ട്രീസ്? ഒന്ന്, എഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. എഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഒന്നാമത്തത് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, ഫോർ എക്സാമ്പിൾ കോട്ടൺ, ഷുഗർ, ജൂട്ട്, ഫുഡ് പ്രോസസ്സിങ്. ഈ പറയുന്ന സാധനങ്ങളുണ്ട്, കോട്ടൺ, ഷുഗർ, ജൂട്ട് പ്രോസസ്സിങ്. ഈ ഷുഗറിനൊക്കെ ഭയങ്കര വിലയാണ്. പണ്ട്, വളരെ പണ്ട് 1700-കളിൽ 1770s പണ്ട് അമേരിക്കയെ ഇംഗ്ലണ്ട് ഭരിക്കുകയായിരുന്നു. ഓക്കെ, ഇന്ന് കാണുന്ന USA അല്ല, അമേരിക്ക എന്ന് പറയുന്ന ഒരു നാടിനെ ഇംഗ്ലണ്ടുകാർ കോളനിയാക്കി വെച്ചതായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഷുഗറിൻ്റെ മേലെ വരെ നിങ്ങൾ ടാക്സ് തരണം. ഷുഗറില്ല, നമ്മുടെ പഞ്ചസാര, ആ പഞ്ചസാരയുടെ മേലെ, പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കാശ് കുറേ തരണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ഷുഗർ ആക്ട് പണ്ട് കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ഷുഗറിൻ്റെ വില മനസ്സിലായോ? പഞ്ചസാര എല്ലാവർക്കും വേണ്ട സാധനമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പഞ്ചസാര എന്ന് പറയുന്നത് ഒരു റോ മെറ്റീരിയൽ അല്ലേ? ഈ പഞ്ചസാര നമുക്ക് അത് പല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ പറ്റും പ്രധാനമായിട്ടും അല്ലേ? പിന്നെ പഞ്ചസാര കയറ്റി അയക്കാൻ പറ്റും. പിന്നെ പല ആവശ്യത്തിനും നമ്മൾ പഞ്ചസാരകൾ ഉപയോഗിക്കാറുണ്ട്. മൊളാസസ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മധുരത്തിൻ്റെ ആവശ്യമുണ്ട്. സോ പഞ്ചസാര ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. കോട്ടൺ, തുണി ഉടുക്കണ്ടേ? അപ്പം പരുത്തി, കോട്ടൺ എന്ത് ചെയ്യണം? അത് പ്രോസസ്സ് ചെയ്തിട്ട് വെരി ഗുഡ്. സാൾട്ട് ടാക്സ് പോലെ ഷുഗർ ടാക്സ് പണ്ട് ഇവിടെയല്ലോ കേട്ടോ, US, അമേരിക്കയിൽ വലിയ യുദ്ധമൊക്കെ ഉണ്ടായി. അമേരിക്കൻ റവല്യൂഷൻ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ ഒന്നുപോലും ഈ പഞ്ചസാര ആലോചിച്ചൊക്കെ. പിന്നെ ജൂട്ട്, ചണം, അതും ആവശ്യമുള്ളതാണ്. ഫുഡ് പ്രോസസ്സിങ്, ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള സാധനം, ഇതൊക്കെയാണ് നമ്മൾ റോ മെറ്റീരിയൽ ഇൻഡസ്ട്രീസായിട്ട് കൂട്ടേണ്ടത്. പിന്നെ ടെക്സ്റ്റൈൽ, ഹൈ എംപ്ലോയ്മെൻറ്റ്, കംപ്ലീറ്റ് വാല്യൂ ചെയിൻ. ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഉള്ള കാരണം കുറേ ആളുകൾക്ക് ജോലി കിട്ടും. ഷുഗർ, സീസണൽ നേച്ചർ മേക്സ് ഇറ്റ് ഐഡിയൽ ഫോർ കോപ്പറേറ്റീവ് സെക്ടർ. കണ്ടോ, കോപ്പറേറ്റീവ് സെക്ടറിന് പറ്റുന്നതാണ്. ഷുഗർ മിൽസ് ആർ ഷിഫ്റ്റിംഗ് ടു സൗത്ത് വെസ്റ്റ് ഇന്ത്യ, മഹാരാഷ്ട്ര, ഡ്യൂ ടു ഹയർ സുക്രോസ് കണ്ടന്റ്, കൂളർ ക്ലൈമാറ്റിക്സ്. ഈ നമ്മുടെ ഇതുണ്ട്, എന്താ പറയുക, ഷുഗർ കെയിൻ്റെ മലയാളം എന്താ പറയുക? പെട്ടെന്ന് ഞാൻ വിട്ടുവേടാ, എന്നാ ഫയൽ കിട്ടുന്നില്ല. ഷുഗർ കെയിൻ്റെ മലയാളം എന്തായിരുന്നു? ഷുഗർ കെയിൻ്റെ മലയാളം പെട്ടെന്ന് പറഞ്ഞേ, വിട്ടുവേടാ. ഡെമോക്രസിയാ ഷുഗർ കെയിൻ്റെ മലയാളം? യെസ്, കരിമ്പിന് ഏറ്റവും നല്ല കാലാവസ്ഥയുള്ളത് മഹാരാഷ്ട്ര ഭാഗത്തൊക്കെയാണ്. ഓക്കെ, പഞ്ചസാര എന്ന് പറഞ്ഞ് പറ്റിക്കുന്നത്. ഓക്കെ, അപ്പം ഷുഗർ കെയിനുള്ള പറ്റിയ സ്ഥലം മഹാരാഷ്ട്ര സൗത്ത് വെസ്റ്റ് ഭാഗമാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ട് മാറുന്നത്. മിനറൽ ബേസ്ഡ് ബിഗ് പ്ലേയേഴ്സ്, മിനറൽസ് ബിഗ് ബേസ്ഡ്, അതാണ് ബിഗ് പ്ലേയേഴ്സ് എന്ന് വിളിക്കുന്നത്. മിനറൽ ബേസ്ഡ് ആയിട്ട് വേറെ ഏതൊക്കെ ഉള്ളത്? അയേൺ, സ്റ്റീൽ, സിമെൻറ്റ്, അലൂമിനിയം, ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അയേൺ ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കുന്ന വലിയ വലിയ ഉരുക്ക് നിർമ്മാണശാലകൾ കണ്ടില്ലേ? നിങ്ങൾ പറയില്ലേ കൈരളി TMT, ഖെൻസ TMT എന്നൊക്കെ പറയുന്നില്ലേ? ആ സാധനം ഉണ്ടല്ലോ, സ്റ്റീല്, അയേണൊക്കെ ഉണ്ടാക്കുന്ന വലിയ വലിയ ഇൻഡസ്ട്രീസ് ഉണ്ട്. എന്നാൽ മാത്രമേ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ സിമെൻറ്റും അലൂമിനിയം ഒക്കെ വേണം. തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ സിമെൻറ്റ് ഫാക്ടറികൾ കാണാം. സിമെൻറ്റ് ഇല്ലാണ്ട് നടക്കൂല. പിന്നെയോ അലൂമിനിയം ആവശ്യത്തിന് വേണം. പിന്നെ അയൺ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് വെരി അതർ ഇൻഡസ്ട്രി യൂസസ് ഇറ്റ് മെഷീൻ. കണ്ട, ഈ അയൺ സ്റ്റീൽ ഇൻഡസ്ട്രികൾ ആവശ്യമാണ്. കാര്യം മറ്റ് പല ഇൻഡസ്ട്രീസിനും ഈ അയണും സ്റ്റീലും ആവശ്യമാണ്. അവർക്ക് അവരുടെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കണമെങ്കിൽ, അവരുടെ സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അയണും സ്റ്റീലും വേണം.
ഓക്കെ, അയണും സ്റ്റീലും ഉണ്ടെങ്കിൽ മറ്റു പല പ്രോഡക്റ്റുകളും നമുക്ക് ഉണ്ടാകും. ഒരു വണ്ടി ഉണ്ടാക്കണമെങ്കിൽ തന്നെ നമുക്ക് ഇതൊക്കെ ആവശ്യമല്ലേ. അപ്പം ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അവർക്ക് ഓൾറെഡി ഒരു അയൺ സ്റ്റീൽ മാനുഫാക്ചേർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിയാൽ മാത്രമേ കാർ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അതായത് കാർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അയൺ സ്റ്റീലിൻ്റെ സാധനങ്ങൾ വേണം. അപ്പം അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രികൾ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് പല ഇൻഡസ്ട്രികൾക്കും നിൽക്കാൻ പറ്റുകയുള്ളൂ. കെമിക്കൽസ് ഇന്ത്യസ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സെക്ടർ, ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക്. ഓക്കെ, ഇതാ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലുള്ള സാധനം കാണിച്ച് തന്നിട്ട് ഇത് പഠിക്കാതെ നിങ്ങൾക്കുള്ളതാണ്. ബേസ്ഡ് ഓൺ സൈസ് ഇൻഡസ്ട്രീസ് വേറൊരു സാധനം സൈസിൻ്റെ വലുപ്പത്തിലാണ്. കോട്ടേജ് ആൻഡ് ഹൗസ് ഹോൾഡ്, നമ്മൾ ഈ കുടിൽ വ്യവസായം എന്നൊക്കെ പറയില്ലേ, പപ്പട ഉണ്ടാക്കുക, പിന്നെയോ ദാഹശമനി ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളില്ലേ, അതൊക്കെ എന്താണ്? കോട്ടേജ് ഹൗസ് ഹോൾഡൊക്കെയാണ്. ഓക്കെ, സ്മോൾ സ്കെയിൽ ആയിരിക്കും, ഫാമിലി ലേബറൊക്കെ ആയിരിക്കും. പിന്നെ എക്സാമ്പിൾ ഹാൻഡ്ലൂം, ഹാൻഡിക്രാഫ്റ്റൊക്കെ, നമ്മുടെ ഗാന്ധിജിയുടെയൊക്കെ ചർക്കയൊക്കെ ഇല്ലേ. അയൺ ആൻഡ് സ്റ്റീൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രി അയൺ ആൻഡ് സ്റ്റീൽ മറന്നു വരുന്നത്. പിന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഉണ്ട്, സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള. ഇപ്പം ചെരുപ്പ് വലിയ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ, പിന്നെയോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയിട്ട് പിന്നെ വേറെ ഏതാ? നമ്മുടെ പ്ലാസ്റ്റിക് പ്രോഡക്റ്റുകൾ, കുപ്പിയുടെ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ സ്മോൾ സ്കെയിലാണ്. പിന്നെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്, നമ്മുടെ വലിയ സ്റ്റീൽ പ്ലാന്റുകൾ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്, പിന്നെ വിമാനം ഉണ്ടാക്കുന്നത്, മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നത്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന വലിയ വലിയ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. സോ കോട്ടേജ്, സ്മോൾ സ്കെയിൽ, ലാർജ് സ്കെയിൽ. പിന്നെ ബേസ്ഡ് ഓൺ ഓണർഷിപ്പിൻ്റെ കാര്യത്തിലും ഇൻഡസ്ട്രീസിൽ വ്യത്യാസമുണ്ട്. ഒന്നാമത്തേത് ഏതാ? പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടർ എന്ന് പറയുമ്പോൾ അതാണ് പൊതുമേഖലാ സ്ഥാപനം എന്ന് മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ. നോക്കൂ, ഓൺഡ് ബൈ ഗവൺമെൻറ്, നമ്മുടെ BSNL, പിന്നെയോ സെയിൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, പിന്നെ ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, പണ്ട് HMT വാച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്താണ്? അതൊക്കെ ഗവൺമെൻറ്റിൻ്റെതാണ്, സർക്കാരിൻ്റെ സാധനമാണ്. സോ ഓൺഡ് ബൈ ഗവൺമെൻറ് ആണെങ്കിൽ അത് പബ്ലിക് സെക്ടറാണ്. നമ്മുടെ നവരത്നാസ് ഒക്കെ ഉണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നവരത്നാസൊക്കെ, മഹാരത്ന, നവരത്ന എന്നൊക്കെ പറയുന്നത്, നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡൊക്കെ ഇല്ലേ, അതൊക്കെ വലിയ വലിയ ഗവൺമെൻറ് ഓൺഡ് ആയിട്ടുള്ള സെക്ടേഴ്സാണ്. പ്രൈവറ്റ് സെക്ടർ ഉണ്ട് അല്ലേ, ഓൺഡ് ബൈ ഇൻഡിവിജ്വൽസ് ഓർ കമ്പനീസ്. നമ്മുടെ ടാറ്റയും റിലയൻസ് ഒക്കെ ഇല്ലേ, ടാറ്റ, റിലയൻസ്, ഇവരൊക്കെ പ്രൈവറ്റ് സെക്ടറാണ്. നമ്മുടെ രത്തൻ ടാറ്റയും പിന്നെ റിലയൻസിൻ്റെ മുകേഷ് അംബാനിയൊക്കെ ഇല്ലേ, ഇവരൊക്കെ ആരാണ്? പ്രൈവറ്റ് കമ്പനികൾ നടത്തുന്ന ആൾക്കാർ. ഇന്ന് പ്രൈവറ്റ് കമ്പനിയാണ്. നമ്മുടെ നാട്ടിൽ ചെറിയൊരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ചേട്ടൻ പോലും പ്രൈവറ്റ് കമ്പനി. അയാളെന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ വാഴപ്പഴയില്ലേ, നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മുടെ ചിപ്സ് കമ്പനി ഒരു പേരിട്ട് പെട്ടെന്ന്, ഞാൻ നേരത്തെ കറുമുറു നട്ടെ, തൽക്കാലം കറുമുറു തന്നെ മതി. ഞാൻ ഓണർഷിപ്പ് പ്രൈവറ്റ് അല്ലേ വരിക, നമ്മുടെ ചിപ്സ് കമ്പനിയുടെ ഓണർഷിപ്പ് പ്രൈവറ്റ് അല്ലേ, ഗവൺമെൻറ് അല്ലല്ലോ ഉണ്ടാക്കുന്നത്. നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മൾ വാഴപ്പഴം എടുത്ത് മുറിച്ച് ചിപ്സാക്കി വിൽക്കുന്നു. അപ്പോൾ എന്താണ്? നമ്മളും പ്രൈവറ്റ് സെക്ടർ മുതലാളിയാണ്, നമ്മളൊരു കുത്തക മുതലാളിയാണ്. പിന്നെ ജോയിൻറ്റ് സെക്ടർ, ഗവൺമെൻറ്റും പ്രൈവറ്റും കൂടെ. ഓക്കെ, ഇത് നമ്മുടെ ഇനി ഒറ്റ ചാപ്റ്ററും കൂടെ ഉള്ളൂ മോനെ, ഒറ്റ ചാപ്റ്ററും കൂടെ അല്ലേ. ഗവൺമെൻറ്റും പ്രൈവറ്റും കൂടെ ഒന്നിച്ചിട്ട് ചിലതൊക്കെ നിങ്ങൾക്ക് ലിമിറ്റഡ് കാണാൻ പറ്റും. അത് നമ്മുടെ അദാനി പോർട്ടൊക്കെ ഇല്ല, അദാനി പോർട്ടൊക്കെ ഗവൺമെൻറ് പ്രൈവറ്റ് ജോയിൻറ്റ് വെഞ്ചറാണ്. പിന്നെയോ കോപ്പറേറ്റീവ് സെക്ടർ ഉണ്ട്, ഓൺ ബൈ പ്രൊഡ്യൂസേഴ്സ് ഓർ വർക്കേഴ്സ്. കുറേ ആൾക്കാർ ചേർന്ന് സൊസൈറ്റി പോലെ, അമൂൽ, മിൽമ അല്ലേ, ഇതൊക്കെ എന്താണ്? കുറേ ആളുകൾ ചേർന്ന് ഒരു സൊസൈറ്റി പോലെ ആരംഭിക്കുകയാണ്. ULCCS ഒക്കെ എന്താണ്? കോപ്പറേറ്റീവ് സെക്ടറാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്? ഇൻഡസ്ട്രീസ് ആർ ലൊക്കേറ്റഡ് വെർ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇസ് ലോവസ്റ്റ്. ആലോചിച്ച് കുറേ ഓറുകൾ കിട്ടുന്ന, അയൺ ഓർ കിട്ടുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ ഒരു എക്സാം വിന്നർ നിൽക്കുന്ന ഭാഗത്ത് കുറേ അയൺ ഓർ ഉണ്ടെന്ന് കരുതുക. ഈ സമയത്ത് എന്താണ്? ഈ സമയത്ത് നമ്മൾ ഇവിടെയാണ് ഒരു അയൺ പ്രൊഡ്യൂസിങ് അയൺ മാനുഫാക്ചറിങ് കമ്പനി ഉണ്ടാക്കേണ്ടത്. അല്ലാണ്ട് ഇവിടെ ഉണ്ടാക്കാതെ തൊട്ടടുത്ത ജില്ലയിൽ പോയി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് അല്ലേ. ഇവിടുന്ന് ആവശ്യത്തിന് അയൺ ഓർ കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുത്തടി അതെന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫാക്ടറി കൊണ്ടുവന്ന് മാറ്റി ആ ഓറിനെ നമുക്ക് അയൺ പ്രോഡക്റ്റുകളാക്കി മാറ്റാൻ പറ്റും. ഇത് ഇവിടുന്ന് എടുത്ത് ഒരു ലോറി കയറ്റി 2 ലോറി മാറിക്കയറി അടുത്ത ജില്ലയിൽ പോകുമ്പോഴേക്കും കോസ്റ്റ് കൂടുതലല്ലേ. അപ്പോൾ കോസ്റ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ല വഴി എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രീസ് ആർ ലൊക്കേറ്റഡ് വെർ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇസ് ലോവസ്റ്റ്. എവിടെയാണോ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവുള്ളത് അവിടെ കൊണ്ടുപോയിട്ടാക്കുക. റോ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കണം. റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യാണ്? ആവശ്യത്തിന് കിട്ടണം. നമ്മൾ ഇവിടുന്ന് സ്വർണ്ണം നമ്മൾ കുഴിച്ചെടുക്കുകയാണെന്ന് കാര്യം, നല്ല രീതിയിൽ ആവശ്യത്തിന് കുഴിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴിച്ചെടുക്കാൻ ഒരു 100 രൂപ ചിലവുണ്ടെന്ന് കരുതുക. 100 രൂപ ചിലവുണ്ട്. നമ്മുടെ 1 കിലോ ഇരുമ്പിന് 100 രൂപ ചിലവുണ്ട് കുഴിച്ചെടുക്കാൻ. ആലോചിക്കണേ, നമ്മൾ ആളെ വിട്ട് കുഴിച്ചെടുത്ത് കൊണ്ടുവന്ന് അത് ആ ഇരുമ്പിൻ്റെ അയൺ ഓറുകളൊക്കെ കൂടെ മാറ്റി അതിനൊരു വലിയ ഇരുമ്പ് വടി കഷ്ണമാക്കാൻ 100 രൂപ ചിലവുണ്ടെന്ന് കരുതാം. നമ്മളിത് വിൽക്കുന്നത്
90 രൂപയ്ക്കാണെന്ന് കരുതുക, നമുക്ക് 10 രൂപ നഷ്ടമല്ലേ? ആലോചിച്ച് നോക്കൂ. മൊത്തം പ്രൊഡക്ഷൻ കോസ്റ്റ് 100 രൂപയാണ്, നമ്മളിത് വിൽക്കുന്നത് 90 രൂപയ്ക്കാണ്, 10 രൂപ നമുക്ക് നഷ്ടമല്ലേ? അപ്പം എന്താണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് ലാഭം ഉണ്ടാവുകയുള്ളൂ, എന്നാൽ മാത്രമേ അവിടെ ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. നമുക്കൊരു 10 രൂപ 100 രൂപയുടെ സാധനം 100 രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉള്ളത് നമ്മൾ 110 രൂപയ്ക്ക് വിറ്റാൽ പോലും നമുക്ക് 10 രൂപ ലാഭമാണ്. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു ഫാക്ടറാണ്. പവർ സപ്ലൈ, ആവശ്യത്തിന് കറണ്ട് ഉള്ള സ്ഥലത്ത് വേണം നമ്മൾ ഇൻഡസ്ട്രി ആരംഭിക്കാൻ. പിന്നെയോ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, നേരത്തെ പറഞ്ഞ പോലെ അല്ലേ, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സാധനം മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ വേണം. ഇവിടുന്ന് ലോറി കയറ്റി കൊണ്ടുപോയി തൊട്ടടുത്തുള്ള വലിയ പോർട്ടിൽ ചെന്ന് ഇതെല്ലാം എടുത്ത് ആ കപ്പലിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ഇവിടുന്ന് ഞങ്ങളുടെ കപ്പൽ വരുന്നുണ്ടേ എന്ന് വിളിച്ച് പറയാനെങ്കിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണം. ഇതൊരു ഫാക്ടറാണ്. മാർക്കറ്റ്, പിന്നെ നമ്മളിത് കൊണ്ടുപോയി വിൽക്കുന്ന സാധനം ആൾക്കാർ വാങ്ങിക്കണ്ടേ, മാർക്കറ്റിൽ ഡിമാൻഡുള്ള സാധനം വേണ്ടേ നമ്മൾ വിൽക്കാൻ, അല്ലാതെ ആവശ്യമില്ലാത്ത സാധനം കൊണ്ടുവരില്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വല്ലതും ഉണ്ടാക്കിയിട്ട് ആർക്കും വേണ്ടാത്ത സാധനമാണ് കൊണ്ടുവന്നിട്ട ഒരു കാര്യമില്ല. പിന്നെ ക്യാപിറ്റൽ, മൂലധനം എന്ന് പറയും, നല്ല പൈസ അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ലോണൊക്കെ എടുത്തിട്ട് കാര്യം നടക്കുകയുള്ളൂ. പിന്നെ ഗവൺമെൻറ്റിൻ്റെ പോളിസി, നമ്മൾ നേരത്തെ പറഞ്ഞ് 110 രൂപയ്ക്ക് വിറ്റ് 10 രൂപ ലാഭം കിട്ടിയാൽ ആ 10ഉം നമ്മുടെ പോക്കറ്റിലോട്ട് വേണം. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ അകത്തുനിന്ന് 7 രൂപയും കൂടെ എടുക്കുകയാണെങ്കിൽ ആകെ 3 രൂപയെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ടാക്സ് ഒക്കെ ഒരു ഫാക്ടറാണ്. സോ ടാക്സ് ഒക്കെ തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റാണ്. സോ ഗവൺമെൻറ് പോളിസി വലിയ ഫാക്ടറാണ്. കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ എന്താണ് കൂടുതലും വേണ്ടത്? റോ മെറ്റീരിയൽ കോട്ടൺ ആണ്. പ്രോബ്ലം എന്താണ്? നമ്മുടെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഉള്ളത്? തമിഴ്നാട്, UP, MP, പഞ്ചാബ്, പിന്നെ നമ്മുടെ കർണാടകത്തിലും കോട്ടൺ ഇൻഡസ്ട്രീസ് ഉണ്ട്. ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് കോട്ടൺ ടെക്സ്റ്റൈലാണ് ഇന്ത്യ. ഓൾഡ് മെഷീനറി, റെഗുലർ പവർ സപ്ലൈ, കോമ്പറ്റീഷൻ ഫ്രം സിന്തറ്റിക് ഫൈബറാണ് വലിയൊരു പ്രശ്നം. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ മേജർ സെൻറ്റർ ജാംഷഡ്പൂർ, ഭിലായ്, ബൊക്കാറോ, റൂർക്കേല, ദുർഗാപൂർ. ഇന്ത്യ ഇസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് സ്റ്റീൽ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ വേൾഡ്. പ്രോബ്ലംസ് എന്താണ്? ഹൈ കോസ്റ്റ് പ്രൊഡക്ഷൻ, ലോ പ്രൊഡക്ടിവിറ്റി, കോമ്പറ്റീഷൻ ഫ്രം അതർ കൺട്രീസ്. ഇന്ത്യസ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ ഡീഗ്രേഷൻ, വലിയൊരു എക്സേ ഒക്കെ ചോദിക്കും. നോക്കൂ, ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ എങ്ങനെയാണ്? സ്മോക്ക്, ഡസ്റ്റ് ഗ്യാസ്, സ്മോക്ക് ഫ്രം ഫാക്ടറി, ഹാർംഫുൾ ഗ്യാസുകൾ, ഇത് വലിയ പ്രശ്നമാണ്. സ്മോക്ക്, ഡസ്റ്റ് ഗ്യാസുകൾ, സ്മോക്ക് ഫ്രം ഫാക്ടറിയും ഹാർംഫുൾ ഗ്യാസസ് ഒക്കെ. നെക്സ്റ്റ് വാട്ടർ പൊല്യൂഷൻ, കെമിക്കൽ വേസ്റ്റ് ഇൻ റിവർ, ഓർഗാനിക് ഇൻഓർഗാനിക് വേസ്റ്റുകൾ. ലാൻഡ് പൊല്യൂഷൻ, സോളിഡ് വേസ്റ്റ് ഡംപിങ്. നോയ്സ് പൊല്യൂഷൻ, മെഷീൻസ് കോസ് സ്ട്രെസ് ആൻഡ് ഹിയറിംഗ് പ്രോബ്ലം. ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു വലിയ നെഗറ്റീവ് ഫാക്ടറാണ്. ഒരു ഇൻഡസ്ട്രിയുടെ നെഗറ്റീവ് ഫാക്ടറാണ് സാർ ഈ കണ്ട കാര്യങ്ങൾ പറയുന്നത് മുഴുവൻ. ഓക്കെ, കൺട്രോൾ മെഷറീസ്, നമ്മൾ എങ്ങനെ അതൊക്കെ കൺട്രോൾ ചെയ്യുക? ഒന്ന് യൂസ് ക്ലീനർ ഫ്യൂവൽസ്, ആവശ്യമുള്ള നമ്മൾ ഒരുപാട് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്ത ഫ്യൂവൽസ് യൂസ് ചെയ്യുക. ട്രീറ്റ് വേസ്റ്റ് വാട്ടർ ബിഫോർ റിലീസിങ്, നമ്മളിത് നേരെ പുഴയിലേക്ക് ഒഴുക്കുകയാണെങ്കിൽ അവിടെയുള്ള മീനിനെയൊക്കെ ബാധിക്കില്ലേ? വെള്ളം ആളുകൾ കുടിക്കുന്ന വെള്ളമാണെങ്കിൽ അവർക്ക് അസുഖങ്ങൾ വരില്ലേ? അതുണ്ടാവാൻ നോക്കുക. യൂസ് മോഡേൺ ടെക്നോളജി. പഴയ ജാമ്പവാൻ്റെ കാലത്തുള്ള മെഷീനറി ഒന്നും ഉപയോഗിക്കരുത്. ടെക്നോളജിയൊക്കെ മാറിയില്ലേ? നല്ല പ്രൊഡക്റ്റ്, നല്ല എഫക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുക. റീസൈക്കിൾ ആൻഡ് റീയൂസ് വേസ്റ്റ് ഒരുപാട് സ്ഥലത്ത് ഇപ്പം ചെയ്യുന്നതാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിൻ്റെ വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? റീസൈക്കിൾ ചെയ്യുക. ഫോളോ എൻവയോൺമെൻറ്റൽ ലോസ്. നമ്മുടെ നാട്ടിൽ കുറേ നിയമങ്ങളുണ്ട്. അതില്ലാത്തത് കൊണ്ടാണ് ചില സ്ഥലങ്ങളിലെ ഫ്ലാറ്റുകൾ വരെ പണ്ട് പൊളിച്ച് മാറ്റേണ്ടി വന്നത്. പിന്നെയോ റീയൂസ്, റീസൈക്കിൾ, മിനിമൈസ് വാട്ടർ യൂസ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടു മീറ്റ് ഇൻഡസ്ട്രിയൽ നീഡ്സ്. NTPC സെറ്റിംഗ് അപ്പ് എക്സാമ്പിൾ വിത്ത് ISO സർട്ടിഫിക്കേഷൻ ആൻഡ് ഗ്രീൻ ബെൽറ്റ്. ടെക്നോളജിക്കൽ ഫിക്സ്, യൂസ് സൈലൻസർ, ഇലക്ട്രോസ്റ്റാറ്റിക് precipitation ആൻഡ് ഓയിൽ ഗ്യാസ് ഇൻസ്റ്റെഡ് ഓഫ് കോയിൽ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലാണ്. ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കണേ. യെസ്, ഇനി ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സ് പെട്ടെന്ന് തീർത്ത് തരാം, വളരെ പെട്ടെന്ന് തീർത്ത് തരാം. ഓക്കെ, ഒന്ന് ചൂടായിക്കേ, ഒന്ന് ഫയർ ഇമോജി ഇട്ടെ. നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരമാണ്, ഞാൻ പറയാൻ വിട്ടു. ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ആദ്യം ഫയർ ഇമോജി ഇടിക്കുക. കാര്യം നമ്മുടെ ഒരു ശീലമാണല്ലോ, എന്ത് നല്ല കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിലും ഭദ്രദീപം കൊളുത്താന്ന് പറയുന്നത്. എന്നൊരു കാര്യം ചെയ്തോട്ടെ, നമ്മളെ അവസാന ഘട്ടത്തിൽ അവസാന ചാപ്റ്റർ ഒന്ന് കത്തിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഭദ്രദീപമൊക്കെ ഇട്ട് ഫയർ ഇമോജി ഒക്കെ ഇട്ട് സെറ്റായി. ശ്രീഹരി അവിടെ വിളക്ക് കത്തിച്ചു. എന്നാൽ തുടങ്ങുകയാണ് ബയോഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ജൈവ വൈവിധ്യം എന്നാണ് പറയുന്നത്. ജൈവം, ജീവനുമായി ബന്ധപ്പെട്ടത്. വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സായിട്ട് പല ജാതി ജീവജാലങ്ങൾ ഈ നാട്ടിലുണ്ട്. മൃഗങ്ങളായിട്ടും പക്ഷികളായിട്ടും ചെടികളായിട്ടും നാച്ചുറലായിട്ടുള്ള അങ്ങനെ ഒരുപാട് ജീവജാലങ്ങളുള്ള നാടാണ് മോനെ മഹാഭാരതം.
അവിടെ എന്താണ് ഇന്ത്യ ഇസ് വൺ ഓഫ് ദ മെഗാ 12 ബയോഡൈവേഴ്സിറ്റി കൺട്രീസ് ഇൻ ദ വേൾഡ്. 12 മെഗാ ബയോഡൈവേഴ്സിറ്റികളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. റിച്ച് വെറൈറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ. ഫ്ലോറ ഫോണൊക്കെ അറിയാലോ, ചെടികളുമായി ബന്ധപ്പെട്ടതും മൃഗങ്ങളുമായി ബന്ധപ്പെട്ടതുമാണ് ഫ്ലോറ ആൻഡ് ഫോണ. അറൌണ്ട് 47,000 പ്ലാന്റ് സ്പീഷീസ് ഉണ്ട് ഇവിടെ. 47,000 പരം പ്ലാന്റ് സ്പീഷീസ്, 89,000 പരം എന്താണ് മൃഗങ്ങളുടെ സ്പീഷീസ് ഉണ്ട്. ഇന്ത്യ ഹാസ് എ ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. ഈ നാട്ടിൽ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഉണ്ട്, മാൻഗ്രോവ്സുകൾ അതായത് കണ്ടൽ കാടുകളുണ്ട്, ഡെസേർട്ട്സ് മരുഭൂമികളുണ്ട്, മൗണ്ടെയ്ൻസ് മലനിരകളുണ്ട്, ഗ്രാസ് ലാൻഡുകൾ പച്ചപ്പുൽമേടുകളുമുണ്ട്. ബട്ട് ഡയോവേഴ്സിറ്റി ഡിക്ലൈനിങ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഇതാണ് ഇന്ത്യയിലെ ബയോഡൈവേഴ്സിറ്റിൻ്റെ ഏറ്റവും മികച്ച എക്സ്പ്ലനേഷൻ. ഇനി കോൺസെപ്റ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി നോക്കിയാലോ. നോക്കൂ, ദ ഇമ്മൻസ് വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം ഫ്ലോറ ആൻഡ് ഫൗണ ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു കോംപ്ലക്സ് വെബ് ഓഫ് ഇക്കോളജിക്കൽ സിസ്റ്റം. ഒരുപാട് മൃഗങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ചെടികളുമൊക്കെ ഉള്ള ഒരു കോംപ്ലക്സ് വെബ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കെട്ടിപിണഞ്ഞ് കിടക്കുന്ന, ഒന്ന് ചത്താൽ മറ്റൊന്ന് വളമാവുകയും എന്നാൽ ഒന്ന് ചത്താൽ മറ്റൊന്നും അതുപോലെ ചാവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാവുമല്ലോ. അതൊക്കെ കൂടെ ചേർന്ന ഒരു കോംപ്ലക്സ് എക്കോളജിക്കൽ സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി. പിന്നെയോ ഹ്യൂമൻ ഡിപ്പെൻഡൻസി. വി ആർ പാർട്ട് ഓഫ് ദി സിസ്റ്റം. നമ്മളെല്ലാം ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഓൺ ഓഫ് ഇറ്റ് എയർ. ഒത്തിരി വെള്ളം തരും. ജോഗ്രഫിക്ക് വേണ്ടി മറ്റൊരാൾ കൂടി വരുന്നതായിരിക്കും. ഇപ്പോഴോ? ഓക്കെ, ഈ ലൈവ് ഇനിയിപ്പം ആരും വരാനില്ല, ഞാൻ തന്നെയാണല്ലോ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ജോഗ്രഫിക്ക് വേണ്ടി ഒരാൾ വരും. അതിനു വേണ്ടി അറിയോ ഇല്ലയോ എന്ന് അറിയില്ല. ഈ കൈകൾ കണ്ടിട്ട് നിങ്ങൾ തിരിച്ചറിയണം. പക്ഷെ വരും. ഇനി ഇന്ത്യയുടെ സ്റ്റാറ്റസ് വി ആർ പാർട്ട് ഓഫ് ദിസ് എയർ വാട്ടർ എല്ലാം സോയിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ഭാഗമാണ് കേട്ടോ. ഇന്ത്യയുടെ സ്റ്റാറ്റസ് നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? ഇന്ത്യ ഇസ് വൺ ഓഫ് ദ വേൾഡ്സ് റിച്ചസ്റ്റ് കൺട്രീസ് ഇൻ ടേംസ് ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ എന്താണ് ഭയങ്കര റിച്ചാണ്. നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിലും ബയോഡൈവേഴ്സിറ്റീൻ്റെ കാര്യത്തിൽ നമ്മൾ റിച്ചാണ്. ഇനി കോസസ് ഓഫ് ഡിപ്ലീഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. നമ്മുടെ നാട്ടിൽ ഈ കണ്ട കാടും അതുപോലെ തന്നെ വന്യജീവികളും നശിച്ചു പോകുന്നതിൻ്റെ കാരണങ്ങൾ എന്താ? ശാപമാണോ? ആരെങ്കിലും ശപിച്ചിട്ടാണോ ഇതൊക്കെ നശിച്ചു പോണത്? അല്ല, ആ മുന്തിരിക്കുല ഉണ്ടല്ലോ, പാടെ പിടികിട്ടി. വെരി ഗുഡ്. ഒന്ന്, എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ. അതായത് നമ്മുടെ നാട്ടിൽ പണ്ട് മുതലുള്ളൊരു ശീല കാട് വെട്ടിത്തെളിച്ച് കൃഷി നടത്തുക എന്നുള്ളത്. കാട് വെട്ടിത്തെളിച്ച് കൃഷി നടത്താനുള്ളൊരു സംഭവമുണ്ട്. സോ ഫോറസ്റ്റ് ക്ലിയർഡ് ഫോർ ഫാമിംഗ്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഓൾസോ ഡെസ്ട്രോയ്സ് ഫോറസ്റ്റ്. ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ആളുകൾ ചെയ്തുകൊണ്ട് വളരെ പണ്ട് അവരെന്ത് ചെയ്യും? കാടുകൾ കയ്യേറും, എന്നിട്ട് കാടൊക്കെ വെട്ടി നിരത്താക്കിയിട്ട് അവിടെ കൃഷി ചെയ്യും. അങ്ങനെ കുറേ കാലം ഒരേ സ്ഥലത്ത് കൃഷി ചെയ്ത് കഴിയുമ്പോൾ ആ സമയത്ത് അവരെന്ത് ചെയ്യും? അവരവിടെ ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ കൂത്തി ഇളക്കി മറിച്ച് അവിടുത്തെ മൊത്തം ആ സോയിലിൻ്റെ ക്വാളിറ്റി അങ്ങ് പോയി പോകും. ഓക്കെ, അതിൻ്റെ ഒരു ഗുണം അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കുരിപ്പ പോലും മുളയ്ക്കില്ല. അപ്പോൾ അങ്ങനെ ആ സ്ഥലത്തിൻ്റെ ആ ഒരു ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അടുത്ത സ്ഥലത്തേക്ക് പോകും, ആ കാട് വെട്ടിത്തിളയ്ക്കും. ഇതുപോലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ആ മണ്ണിൻ്റെ ബലപുഷ്ടിയും നടന്ന് ആ ഫെർട്ടിലിറ്റിയൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? ഒരു വലിയ കാട് നമുക്ക് നഷ്ടമാവും. മണ്ണിൻ്റെ ക്വാളിറ്റിയും നഷ്ടപ്പെടും, അതിൻ്റെ വാല്യൂ ന്യൂട്രീഷൻസൊക്കെ നഷ്ടപ്പെടും. ഇതാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ കൊണ്ടുള്ള പ്രശ്നം. രണ്ടാമത്തെ എന്താ? കൊമേഴ്ഷ്യൽ ലോഗിങ്. ട്രീസ് കട്ട് ഫോർ ടിമ്പർ, ഫർണിച്ചർ, റെയിൽവേ സ്ലീപ്പേഴ്സ്. നമ്മൾ ഭയങ്കരമായിട്ട് മരം മുറിച്ച് കളയും. നമ്മുടെ ആവശ്യത്തിന് മരത്തിനൊക്കെ നല്ല വിലയാണ്. തേക്കിനാണെങ്കിലും മഹാഗണിക്ക് ഒക്കെ ആണെങ്കിലും പ്ലാവിനും മാവിനൊക്കെ നല്ല വിലയാണ്. നമ്മളിതൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ഫർണിച്ചറും അതുപോലെ തന്നെ ഈ റെയിൽവേയുടെ ആവശ്യത്തിനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമുക്ക് കൊമേഴ്ഷ്യൽ ലോഗിങ് വഴി ഒരു വലിയ ഡൈവേഴ്സിറ്റി നഷ്ടപ്പെടും. ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഡാമുകൾ ഉണ്ടാക്കുക, മൈനിങ്, ഖനനം, റോഡ് ഉണ്ടാക്കുക, ഇൻഡസ്ട്രീസ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ കാടിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം. പിന്നെ ഓവർ ഗേസിങ്. ഡൊമസ്റ്റിക് ആനിമൽസ് ഈറ്റ് ഫോറസ്റ്റ് വെജിറ്റേഷൻ, പ്രിവെൻറ്റ് റീജനറേഷൻ. ഈ പശുവിനെയൊക്കെ മേയാൻ വിട്ട് കഴിഞ്ഞാൽ അത് തിന്ന് മണ്ണ് വരെ തിന്ന് കളയും. അതായത് അവിടുത്തെ വെജിറ്റേഷൻ, അവിടുത്തെ പുല്ലുകളും മരങ്ങളൊക്കെ നശിപ്പിച്ച് കളയും. പിന്നെയോ ഹണ്ടിങ് ആൻഡ് പോച്ചിങ്. ആനിമൽസ് കിൽഡ് ഫോർ സ്കിൻ, ഹോൺസ് ആൻഡ് മീറ്റ്സ് ആൻഡ് ടസ്ക്സ്. നമ്മുടെ മാനിനെയൊക്കെ വേട്ടയാടും, പുലിനെയൊക്കെ വേട്ടയാടും. എന്നിട്ട് അതിൻ്റെ പുലിത്തോലിന്, പുലിപ്പന്നിന് വേണ്ടി ചെയ്യും. പിന്നെ കണ്ടാമൃഗത്തിന് മാനേനെയൊക്കെ, അല്ലെ ആനയുടെ കൊമ്പ്, പിന്നെയോ കണ്ടാമൃഗത്തിൻ്റെ കൊമ്പ്, ഇതൊക്കെ. പിന്നെ ഇറച്ചിക്ക് വേണ്ടിയും ടസ്ക്, ആനയുടെ കൊമ്പിനൊക്കെ വേണ്ടി അതിനെ
നശിപ്പിച്ച് കളയൽ, എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ, പൊല്യൂഷൻ, ഫോറസ്റ്റ് ഫയർ, ക്ലൈമറ്റ് ചേഞ്ച്, ഈ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഇത് നഷ്ടപ്പെടും, എൻവയോൺമെൻറ്റ് നഷ്ടപ്പെടും. പിന്നെ കുറച്ച് കാര്യങ്ങൾ ബോക്സ് ആക്കി വെച്ചിട്ടുണ്ട്, ഇതൊന്ന് പഠിച്ചേക്കണേ. ഒന്നാമത്തെ നോർമൽ സ്പീഷീസ് എന്ന് വെച്ചാൽ പോപ്പുലേഷൻ സ്റ്റേബിളാണ്. ഉദാഹരണത്തിന് കാറ്റിൽസ്, സാൽപൈൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇപ്പോഴും നോർമൽ സ്പീഷീസ്. അതിന് ഇപ്പോൾ ഒന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല, അടുത്ത കാലത്തൊന്നും അതിന് വംശനാശം വരില്ല, എക്സിൻ്റ് ആവില്ല. എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഉണ്ട്, ഡേഞ്ചർ അവസ്ഥയിലാണ്, ഹൈ റിസ്ക് ഓഫ് എക്സ്റ്റൻഷൻ, എപ്പം വേണമെങ്കിലും അത് നശിച്ചു പോകും, ഹൈ റിസ്ക് ആണുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അർത്ഥം മനസ്സിലാക്കി പഠിക്കണേ. ബ്ലാക്ക് ബക്ക്, ക്രോക്കഡൈൽ, ഇന്ത്യൻ വൈൽഡ് ആസ് ഒക്കെ ഹൈ റിസ്ക് ഓഫ് എക്സ്റ്റൻഷനാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവർ ഈ ഭൂമി തന്നെ ഇല്ലാണ്ടാവും. വൾണറബിൾ, ലൈക്ലി ടു ബിക്കം എൻഡേഞ്ചർഡ്, എൻഡേഞ്ചർഡ് ആവാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ബ്ലൂ ഷീപ്പ്, ഏഷ്യാറ്റിക് എലിഫൻറ്റ്, നമ്മുടെ ആനയൊക്കെ ഇല്ലേ, ഇതിനെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെ കാര്യം കഷ്ടത്തിലാവും. ഇപ്പം എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് വംശനാശം തന്നെ വന്നു പോകും, ഇല്ലാതായിപ്പോവും. വൾണറബിൾ എന്ന് വെച്ചാൽ ഇപ്പം ആവശ്യത്തിനുണ്ട്, പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് എൻഡേഞ്ചേർഡ് ആയിപ്പോവും, അതിൻ്റെ അളവും ക്വാണ്ടിറ്റിയും കുറയാൻ തുടങ്ങും. റെയർ സ്പീഷീസ്, സ്മോൾ പോപ്പുലേഷൻ, വളരെ കുറച്ചെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ നല്ല രോമമുള്ള ഹിമ ഒട്ടകത്തിനെ കണ്ടിട്ടുണ്ടോ, ക്യാമലിനൊക്കെ കണ്ടിട്ടുണ്ടോ, അതൊക്കെ പ്രത്യേകത, അതൊക്കെ വളരെ റെയർ സ്പീഷീസാണ്. ഹിമാലയൻ ബ്രൗൺ ബെയർ ഒക്കെ എൻഡമിക് സ്പീഷീസ്, ചില സ്ഥലങ്ങളിൽ മാത്രം കാണുന്ന നീലഗിരി താറൊക്കെ പോലുള്ള സാധനങ്ങൾ എന്താണ്, ഓൺലി ഇൻ വൺ റീജിയൺ, ആൻഡമാൻ വൈൽഡ് പിഗ്, നിക്കോബാർ പീജിയൺ ഒക്കെ, ഇതൊക്കെ ആ സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എക്സ്റ്റിൻറ്റ് സ്പീഷീസ് നോ ലോങ്ങർ എക്സിസ്റ്റ്, ഇപ്പോൾ ഇല്ല. നമ്മുടെ ഡോഡോ പക്ഷിയും പിങ്ക് ഹെഡ് ഡക്കും ഏഷ്യാറ്റിക് ചീറ്റയും ഇന്ത്യയൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി ഇന്ത്യയിൽ ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ആക്ട് ഉണ്ടോ? ഉണ്ട്. ലീഗൽ പ്രൊട്ടക്ഷൻ ടു ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് നൽകാൻ വേണ്ടി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972 വന്നു. ബാൻ ഓൺ ഹണ്ടിങ് ആൻഡ് പോച്ചിങ്, ഈ നിയമം ഉള്ളത് കാരണം നിങ്ങൾക്ക് കാട്ടിൽ കയറി കള്ളവെട്ട് നടത്താൻ പറ്റില്ല, അതുപോലെ തന്നെ മരം മുറിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, മൃഗങ്ങളെ ആക്രമിക്കാൻ പറ്റില്ല. കാര്യം ഇങ്ങനൊരു നിയമമുണ്ട്, തെറ്റ് ചെയ്താൽ പിടിച്ചകത്തിടും. കീ ഫോക്കസ് ഓൺ പ്രൊട്ടക്ടിങ് ഹാബിറ്റാറ്റ്സ് ആൻഡ് പബ്ലിഷിംഗ് ആൻഡ് ഓൾ ഇന്ത്യ ലിസ്റ്റ് ഓഫ് പ്രൊട്ടക്റ്റഡ് സ്പീഷീസ്. ഇതുവഴി ഒരു ഇന്ത്യയിൽ എല്ലാ ഭാഗത്തും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്ന് പറയുന്ന കുറേ ലിസ്റ്റ് ഉണ്ടാക്കി മൃഗങ്ങളുടെ. ഇറ്റ് ബാൻ ഹണ്ടിങ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ട്രേഡ് ഇൻ വൈൽഡ് ലൈഫ്. നമുക്ക് തോന്നിയ പോലെ ഇനി ആനയുടെ കൊമ്പൊന്നും ആനയുടെ വായെന്ന് ഊരി കൊണ്ടുവന്നിട്ടോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഈ ആക്ട് ഉണ്ട് ഇന്ത്യയിൽ. പിന്നെയോ നാഷണൽ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു വലിയ ഒരു ഏരിയ മൊത്തം നാഷണൽ പാർക്ക് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കും. അതിനകത്ത് ആളുകൾക്ക് താമസിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. മറ്റ് ചില സ്ഥലങ്ങൾ വനത്തിലൊക്കെ ചില ആളുകൾ താമസിക്കും, കാട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ കാട്ടിൽ താമസിക്കാൻ പറ്റില്ല. വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ബയോസ്ഫിയർ റിസർവുകളുണ്ട്. ഉദാഹരണത്തിന് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഗിർ നാഷണൽ പാർക്ക്, കസിരംഗ നാഷണൽ പാർക്ക്. ഇവിടെയൊക്കെ ഓരോന്ന്. ഗിറിലൊക്കെ സിംഹത്തിനെയാണ് സംരക്ഷിക്കുന്നത്, കസിരംഗയിൽ നമ്മുടെ കണ്ടാർഗമത്തിനെയൊക്കെയാണ് സംരക്ഷിച്ചു വരുന്നത്. പ്രോജക്ട് ടൈഗർ 1973 കടുവയെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ്, ടു പ്രൊട്ടക്ട് ടൈഗർ ആൻഡ് ഇൻക്രീസ് ദെയർ പോപ്പുലേഷൻ. ഇത് ആക്ച്വലി സക്സസ്ഫുൾ ആട്ടോ. ഈ പ്രോജക്ട് ടൈഗർ സക്സസ്ഫുൾ ആണ്, ആയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ടൈഗർ പോപ്പുലേഷനൊക്കെ ഇന്ത്യയിൽ കൂടുന്നുണ്ട്. പ്രൊജക്ട് റൈനോ, പ്രൊജക്ട് എലഫൻ്റൊക്കെ എന്താണ്, ആനയും അതുപോലെ തന്നെ നമ്മുടെ റൈനോസറസ്, കണ്ടാമൃഗം ഇല്ലേ, അതിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നോട്ടൊക്കെ രാത്രിയാണ് അയച്ചു തരും കേട്ടോ, ടു പ്രൊട്ടക്ട് സ്പീഷീസ്, സ്പെസിഫിക് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. പിന്നെയോ കൺസർവേഷൻ ഹാസ് മൂവ്ഡ് ഫ്രം പ്രൊട്ടക്ടിങ് ജസ്റ്റ് ലാർജ് ആനിമൽസ് ടു പ്രൊട്ടക്ടിങ് എൻറ്റയർ ബയോഡൈവേഴ്സിറ്റി ഇൻക്ലൂഡിങ് ഇൻസെക്ട്സ്, ബട്ടർഫ്ലൈ, മോത്ത്സ് ആൻഡ് പ്ലാന്റ്സ്. കണ്ട, വലിയ ആന, പുലി, കണ്ടാമൃഗം പോലുള്ള ജീവികൾ മാത്രമല്ല, ചെറിയ പൂമ്പാറ്റ, അതുപോലെ തന്നെ നിശാശലഭം, പിന്നെയോ ചെറു പ്രാണികൾ, പ്രാവുകൾ, ചെടികൾ എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന രീതിയിൽ നമ്മൾ കൺസർവേഷൻ സിസ്റ്റം മാറി. ഇനി ജനങ്ങൾക്ക് റോളുണ്ടോ? ഉണ്ട്. ചിപ്കോ മൂവ്മെൻറ്റ്, സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്ന ആൾ മരങ്ങൾ മുറിക്കരുതെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചെന്ന് സമരം നടത്തിയിട്ടുണ്ട്. സ്റ്റാർട്ട് ആൻഡ് ഉത്തരാഖണ്ഡിലാണ്. ട്രീസ് ടു സ്റ്റോപ്പ് കട്ടിങ്, മരങ്ങൾ മുറിക്കുന്ന തടയുക. പ്രൊമോട്ടഡ് ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ. പിന്നെയോ ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ട്. അതിങ്ങനെയാണ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് ഗവൺമെൻറ് മാനേജ് ഫോറസ്റ്റ് ടുഗദർ. ജനങ്ങളും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഒരുമിച്ച് നിന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു വനങ്ങൾ സംരക്ഷിക്കുകയാണ്. പീപ്പിൾ പ്രൊട്ടക്ട് ഫോറസ്റ്റ് ലൈക്ക് ഗെറ്റ്സ് ബെനിഫിറ്റ് ലൈക്ക് ഫ്യൂൽ വുഡ്, ഫോഡർ, ഫ്രൂട്ട്സ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇത്രയും ഗുണങ്ങളുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോറസ്റ്റ് പ്രധാനമായിട്ടും 3 എണ്ണമായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഒന്ന് റിസർവ് ഫോറസ്റ്റ്, നമ്മൾ റിസർവ് വനം എന്ന് പറയില്ലേ. പിന്നെ എന്താണ് മോസ്റ്റ് വാല്യുബിൾ ഫോർ കൺസർവേഷൻ, മോർ ദാൻ 50% ഓഫ് ഇന്ത്യ ടോട്ടൽ ഫോറസ്റ്റ് ലാൻഡ് ഫോൾസ് ഹിയർ. നമ്മൾ ഏകദേശം 50% വനവും റിസർവ് വനമാണ്. പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് 1/3 ഫോറസ്റ്റ് ഏരിയയും പ്രൊട്ടക്റ്റഡ് ആണ്. പ്രൊട്ടക്ട് ഫ്രം ഫർദർ ഡിപ്ലീഷൻ. അൺക്ലാസ്ഡ് ഫോറസ്റ്റുകളുണ്ട്, മാനേജ് ബൈ ബോത്ത് ഗവൺമെൻറ് ആൻഡ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്. കോമൺ ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, ഗുജറാത്ത്.
കമ്മ്യൂണിറ്റി കൺസർവേഷൻ എങ്ങനെയാണ്? സരിസ്ക ടൈഗർ റിസർവ് ഉണ്ട്, അവിടെ ജനങ്ങളാണ് മൈനിങ്ങിനെതിരെ സമരം നടത്തിയത്. പിന്നെ ഭൈരോദേവിൽ സാങ്ച്വറി ഉണ്ട്, അവിടെ കുറേ 1200 ആക്ടറുകളെ സംരക്ഷിച്ചിട്ടുണ്ട്. ചിപ്കോ മൂവ്മെൻറ്റ് ഏറ്റവും വലിയ ഇതാണ്. ബീച്ച് ബച്ചാവോ ആന്ദോളൻ, ടെഹരിയിൽ ഫാമേഴ്സ് പ്രൊവൈഡ് ഡൈവേഴ്സ് ക്രോപ്പ് പ്രൊഡക്ഷൻ പോസിബിൾ വിത്തൗട്ട് സിന്തറ്റിക് കെമിക്കൽസ് ആണ്. ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇത് പഠിക്കണേ. ഇനി കൾച്ചർ ആൻഡ് റിലീജിയസ് കൺസർവേഷൻ, നമ്മൾ സീക്രട്ട് ഗോഡ്, ചില വെർജിൻ ഫോറസ്റ്റ് ലെഫ്റ്റ് അൺടച്ച് ഡ്യൂ ടു റിലീജിയസ് ബിലീഫ്, ഫോറസ്റ്റ് ഓഫ് ഗോഡ്സ്, ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും കന്യാവനങ്ങൾ എന്ന് പറയും, അവിടേക്ക് ആയിരിക്കും കടന്നു ചെല്ലാൻ പറ്റില്ല, അത് പ്രൊട്ടക്റ്റഡ് സ്ഥലങ്ങളാണ്. ട്രീ വർഷിപ്പ്, മരങ്ങളെ ആരാധിക്കുന്ന സ്ഥലങ്ങളുണ്ട്. മുണ്ടാസ് സാന്താൾസ് ഒക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ്. പിന്നെ ബിഷ്ണോയ്സ് ഓഫ് രാജസ്ഥാൻ പ്രൊട്ടക്ട് ബ്ലാക്ക് ബക്ക് നീൽഗായ് പീക്കോക്ക് ആസ് പാർട്ട് ഓഫ് ദിയർ കമ്മ്യൂണിറ്റി. ചില കമ്മ്യൂണിറ്റികളും അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി സംരക്ഷിക്കുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഫോറസ്റ്റ് റിസോഴ്സ് യൂസ് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, മാനേജ്മെൻറ്റ്, ബയോഡൈവേഴ്സിറ്റി, പിന്നെ ബാലൻസ് ഡെവലപ്മെൻറ്റ് പ്ലസ് കോൺവെർസേഷൻ. ഇത്രയും കാര്യങ്ങളാണ്. ബാലൻസ് ഡെവലപ്മെൻറ്റ് പ്ലസ് കൺസർവേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ എൻ്റെ ക്ലാസ് ഇന്നത്തത് ഇവിടെ തീരെയാണ് മക്കളെ. ഈ ഒരു വൈകിയ വേളയിലും ഈ ഒരു സമയം വരെ എൻ്റെ ലൈവിൽ കുത്തിയിരുന്ന് പഠിക്കാൻ മനസ്സ് കാണിച്ച് നിങ്ങൾക്കുണ്ടല്ലോ നല്ല ഗ്രേഡോടുകൂടി തന്നെ പരീക്ഷ പാസ്സാവാൻ പറ്റും. ഓക്കെ, അപ്പം മക്കൾക്ക് എല്ലാവർക്കും നല്ലൊരു പരീക്ഷ കാലം ആശംസിക്കുകയാണ്. വരാൻ പോകുന്ന പരീക്ഷകളൊക്കെ നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പോയി എഴുതും. സോ ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ടു എവരി വൺ ഇൻ ദിസ് ക്ലാസ്. നമ്മൾ കുറച്ച് സമയം അധികം എടുത്തുപോയി, 5.5-6 മണിക്കൂറിനടുത്ത് എടുത്തില്ലേ? നിങ്ങൾ ഹരിസാർ ഇപ്പോൾ ഏകദേശം 4 മണിക്കൂർ എടുത്തു, ഞാനിപ്പോൾ നിയർലി 1.5 മണിക്കൂർ ഞാനും എടുത്തു. അപ്പോൾ മക്കൾ എന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ്, പഠിക്കുകയാണ്, നോട്ടൊക്കെ തരും. ഏറ്റവും സിംപ്ലിഫൈഡ് ആയ രീതിയിൽ നോട്ട് തന്നിട്ടുണ്ട്. നോട്ട് മാത്രം കിട്ടിയോണ്ട് കാര്യമില്ല, നിങ്ങൾ കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, സെറ്റായിട്ടൊന്ന് പഠിക്കാൻ നോക്കുക. അപ്പം ആരാ പറയുന്നത്, സൂര്യയ്ക്ക് ഒരുപാട് എന്നെ വിഷ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. എൻ്റെ ക്ലാസ് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ കാണുകയാണ്, രാത്രിയിലാണ് നമ്മൾ കാണുന്നത്, പക്ഷേ ഇനിയും നമ്മൾ ഒരുപാട് തവണ കാണും, സെറ്റാക്കും. ഓക്കെ, നല്ല മാർക്കോട് തന്നെ എല്ലാവരും പാസ്സാവട്ടെ എന്ന് സാറ് വിഷ് ചെയ്തുകൊണ്ട് തൽക്കാലം നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലൂ ഹാർട്ട്സും വൈറ്റ് ഹാർട്ട്സൊക്കെ വാരി എറിഞ്ഞ് നിങ്ങളുടെ സ്നേഹം എന്നെ അറിയിച്ചോളൂ. എന്നാൽ ക്ലാസ് വൈൻഡപ്പ് ആകട്ടെ. സെറ്റല്ലേ? സെറ്റല്ലടാ മക്കളെ. എന്തേ ഡൗട്ട് ഉണ്ടോ? ഒച്ച പോയി തുടങ്ങി കേട്ടോ. എന്തേ ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളൂ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ്, ഞങ്ങളല്ല ഞങ്ങളുടെ ഹരിസാറും ഒക്കെ തയ്യാറായി വന്നിട്ടുള്ളത്. ഓക്കെ, എന്തേ ഡൗട്ടുണ്ട് പെട്ടെന്ന് ചോദിച്ചോ മക്കളെ. ഒരു ഡൗട്ടും ഇല്ലേ? ഇല്ല. ഓക്കെ, ഇല്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാറ് അതിൻ്റെ പേര് റിസർവ് ഫോറസ്റ്റും പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? റിസർവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഏരിയ, അവിടെ ആർക്കും അങ്ങനെ കടന്നു ചെല്ലാൻ പറ്റുമൊന്നുമില്ല. പിന്നെ മൊത്തം ഇന്ത്യയുടെ ഒരു 50% റിസർവ് ഫോറസ്റ്റ് ആയിട്ട് പരിഗണിച്ചിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 1/3 ഏരിയ മാത്രമേ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിർത്തുന്നുള്ളൂ. അത് ഫർദർ ഡിപ്ലീഷൻ, അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുക. റിസർവ് ചെയ്തിരിക്കുന്ന വനത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കയറാൻ പോലും പറ്റില്ല. ഓക്കെ, സെറ്റല്ലേ? നോട്ടൊക്കെ കിട്ടും കേട്ടോ. നോട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഒക്കെ കഴിഞ്ഞ പാട് നോട്ട് അയക്കൂടാ കുട്ടാ. താങ്ക് യു കുഞ്ചൂസ്, ബൈ. ഓക്കെ, സെറ്റ്. ഡൗട്ടൊക്കെ ക്ലിയർ ആയോ? നോട്ട് കിട്ടുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അഗ്രികൾച്ചർ ബാക്ക് ബോൺ ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്നതിനേക്കാൾ നല്ല ആക്ച്വലി ഇൻഡസ്ട്രിയാണ് നമ്മുടെ എക്കോണമിയുടെ ബാക്ക് ബോൺ. ഇൻഡസ്ട്രിയുടെ ബാക്ക് ബോൺ നമ്മുടെ എക്കണോമി, നമ്മുടെ മൊത്തം സമ്പത്തിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയാണ്. ഓക്കെ, അങ്ങനെ പഠിച്ചാൽ മതി. തീർന്ന് ക്ലാസ്സൊക്കെ തീർന്ന്. അപ്പോൾ ശരി, പോട്ടെ. ടിങ് ബൈ. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. തൽക്കാലം നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. ബൈ.